ഗ്രീൻഫീൽഡ് ഹൈവേ, കേരളത്തിന് അഭിമാനമായി മാറിയ കുതിരാൻ ടണൽ, കരഗതാഗതവും ജലഗതാഗതവും ലോക നിലവാരത്തിലേക്ക് ഉയരുന്നു. ആഭ്യന്തര വിദേശ ടൂറിസ്റ്റുകളുടെ എണ്ണം സർവകാല റെക്കോർഡിലെത്തി. ഈ മാറ്റം മാജിക്കല്ല, കൃത്യമായ കാഴ്ചപ്പാടും ലക്ഷ്യബോധമുള്ള ആസൂത്രണ വൈഭവവും അസാമാന്യമായ കാര്യനിർവഹണ ശേഷിയുമുള്ള ഒരു നേതൃത്വം അധ്വാനിച്ചുണ്ടാക്കിയ നേട്ടമാണിത്. ഇനി നമ്മുടെ ലക്ഷ്യം സാമ്പത്തിക വളർച്ചയിൽ രാജ്യത്ത് 1-ാം സ്ഥാനത്തെത്തുകയാണ്. സാമൂഹ്യ നേട്ടങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് വ്യവസായ വളർച്ചയിൽ പല കാര്യങ്ങളിലും ഇന്ത്യയിൽ 1-ാമതാണ് നാം. ഉയർന്ന സാക്ഷരത, കൂടിയ ജീവിത ആയുസ്, ശിശുമരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം, ഇങ്ങനെ എത്രയെത്രയോ 1-ാം സ്ഥാനങ്ങൾ. എങ്കിലും നമുക്ക് ചില വികസന ദൗർബല്യങ്ങൾ ഉണ്ടായിരുന്നു. അവ പരിഹരിച്ചുകൊണ്ട് നമുക്കൊരു നവകേരളം സൃഷ്ടിക്കണം. അവിടെ അഭ്യസ്ത വിദ്യർ സ്വപ്നം കാണുന്ന തൊഴിലവസരങ്ങൾ ഉണ്ടാവണം. അതിന് പുതിയ വ്യവസായങ്ങൾ ഉണ്ടാവണം. കൃഷി ആധുനികമാകണം. ഗുണനിലവാരം മെച്ചപ്പെടുത്തണം. മതനിരപേക്ഷതയും ജനാധിപത്യബോധവും ഊട്ടി ഉറപ്പിക്കണം. അഴിമതിയും കെടുകാര്യസ്ഥതയും ഇല്ലാതാക്കണം. ഈ ലക്ഷ്യത്തിനു വേണ്ടി നിശ്ചയദാർഢ്യത്തോടെ ഭരണയന്ത്രം ചലിപ്പിക്കണം. ഇതായിരുന്നു 1-ാം പിണറായി സർക്കാരിന്റെ ദൗത്യം. ലക്ഷ്യങ്ങളിൽ നിന്ന് ഒരിഞ്ചു മാറാതെ സർക്കാർ പ്രവർത്തിച്ചു. സർക്കാർ എല്ലാവരുടെയും സർക്കാരായി. അങ്ങനെ ആ ഭരണനയത്തിന് തുടർച്ച വേണമെന്ന് ജനം വിധിയെഴുതി. അടുത്ത 25 വർഷം കൊണ്ട് കേരളത്തിന്റെ ജീവിത നിലവാരം വികസിത സമൂഹത്തിന് തുല്യമാക്കണം. അതിന് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ നേട്ടങ്ങൾ പ്രയോജനപ്പെടുത്തണം. നൂതന വ്യവസായങ്ങളും കൃഷിയും അഭിവൃദ്ധിപ്പെടണം. മികച്ച വരുമാനം ലഭിക്കുന്ന തൊഴിലും സേവനങ്ങളും ഉണ്ടാവണം. മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാവണം. സംഘർഷരഹിതമായ സാമൂഹ്യ ജീവിതം സാധ്യമാക്കണം. അതാണ് ഇടതുപക്ഷ സർക്കാർ ലക്ഷ്യം വയ്ക്കുന്ന നവകേരളം. അതിനുവേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കലും പൂർത്തീകരിക്കലുമാണ് 2-ാം പിണറായി സർക്കാരിന്റെ ലക്ഷ്യം. ഓരോ പൗരന്റെയും ക്വാളിറ്റി ഓഫ് ലൈഫ് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. ആ ഉൾക്കാഴ്ച സർക്കാരിന്റെ ഓരോ ചുവടുകളിലുമുണ്ട്. കേരളം നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. ടെറാനെറ്റ്, ടെക് മഹീന്ദ്ര, ടോറസ്, നിസാൻ, ഏൺസ്റ്റ് ആൻഡ് യങ്, H&R ബ്ലോക്ക്, Way.com, വെൻഷ്വർ, ക്രൈസ്, TCS, ടാറ്റ എലക്സി തുടങ്ങിയ ബഹുരാഷ്ട്ര കമ്പനികൾ കേരളത്തിൽ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. 57 ലക്ഷം ചതുരശ്ര അടിയുള്ള ഓഫീസാണ് ടോറസ് കമ്പനി കേരളത്തിൽ നിർമ്മിക്കുന്നത്. സംസ്ഥാനത്തെ IT ബിൽഡപ്പ് സ്ഥലം 3 ലക്ഷം ചതുരശ്ര അടിയാക്കി. 7 വർഷം കൊണ്ട് 7127 സ്റ്റാർട്ടപ്പുകൾ. NH-66 സമാന്തരമായ IT കോറിഡോർ, 5G സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ 20 IT പാർക്കുകൾ, സംരംഭ വർഷം പദ്ധതിയിൽ 1 ലക്ഷം തൊഴിൽ സംരംഭങ്ങൾ, 7900 കോടി രൂപയുടെ നിക്ഷേപങ്ങൾ, 3 ലക്ഷത്തോളം തൊഴിലവസരങ്ങൾ. കിൻഫ്ര വഴി കഴിഞ്ഞ വർഷം മാത്രം 1600 കോടിയുടെ സ്വകാര്യ നിക്ഷേപം. 7 വർഷം കൊണ്ട് വ്യവസായ സ്ഥാപനങ്ങൾക്ക് കൈമാറിയത് 675 ഏക്കർ ഭൂമി. ഇതോടൊപ്പം സ്കൂളുകളും കോളേജുകളും അന്താരാഷ്ട്ര നിലവാരത്തിലെത്തി. എല്ലാ ക്ലാസ് മുറികളിലും ലാപ്ടോപ്പുകളും പ്രൊജക്ടറുകളും ഇന്റർനെറ്റ് കണക്ഷനും എത്തി. പുതിയ തലമുറയുടെ വൈജ്ഞാനിക ശേഷിയും ഗവേഷണ ബുദ്ധിയും തൊഴിൽ നൈപുണ്യവും മെച്ചപ്പെടുത്താൻ കോളേജുകളിൽ ന്യൂ ജനറേഷൻ കോഴ്സുകൾ ആരംഭിച്ചു. പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ പൊതു ആശുപത്രി സംവിധാനം സുശക്തമാക്കി. ജില്ലാ ആശുപത്രികളും മെഡിക്കൽ കോളേജുകളിലും ഏറ്റവും ആധുനികമായ ഉപകരണങ്ങൾ സ്ഥാപിച്ചു. സർക്കാർ ആശുപത്രികളിൽ എല്ലാവർക്കും ഗുണമേന്മയുള്ള ചികിത്സ ഉറപ്പുവരുത്തി. ഇപ്പോഴിതാ ഇന്റർനെറ്റ് എല്ലാവരുടെയും അവകാശമാവുകയാണ്. എല്ലാ വീടുകളിലും അതിവേഗ ഇന്റർനെറ്റ്. 20 ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യ കണക്ഷൻ. 30,000 സർക്കാർ ഓഫീസുകളിലും വിദ്യാലയങ്ങളിലും 1 Gbps വരെ വേഗതയിൽ ഇന്റർനെറ്റ്. പശ്ചാത്തല സൗകര്യ വികസനത്തിൽ അസൂയാർഹമായ പുരോഗതി. 3500 കോടി രൂപ ചെലവിൽ മലയോര ഹൈവേ, 6500 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന തീരദേശ ഹൈവേയിൽ സൈക്കിൾ പാത, വാണിജ്യ പുരോഗതിക്ക് ഔട്ടർ റിംഗ് റോഡുകൾ, ഗ്രീൻഫീൽഡ് ഹൈവേ, കേരളത്തിന് അഭിമാനമായി മാറിയ കുതിരാൻ ടണൽ, കരഗതാഗതവും ജലഗതാഗതവും ലോക നിലവാരത്തിലേക്ക് ഉയരുന്നു. ആഭ്യന്തര വിദേശ ടൂറിസ്റ്റുകളുടെ എണ്ണം സർവകാല റെക്കോർഡിലെത്തി. ഈ മാറ്റം മാജിക്കല്ല, കൃത്യമായ കാഴ്ചപ്പാടും ലക്ഷ്യബോധമുള്ള ആസൂത്രണ വൈഭവവും അസാമാന്യമായ കാര്യനിർവഹണ ശേഷിയുമുള്ള ഒരു നേതൃത്വം അധ്വാനിച്ചുണ്ടാക്കിയ നേട്ടമാണിത്. ഇനി നമ്മുടെ ലക്ഷ്യം സാമ്പത്തിക വളർച്ചയിൽ രാജ്യത്ത് 1-ാം സ്ഥാനത്തെത്തുകയാണ്. സാമൂഹ്യ നേട്ടങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് വ്യവസായ വളർച്ചയിൽ കുതിപ്പുണ്ടാക്കുക. അങ്ങനെ വികസനത്തിന്റെ അന്തർദേശീയ മാതൃകയായി നാം മാറും. ആ ലക്ഷ്യത്തിനു വേണ്ടി നമുക്ക് ഒരുമിച്ച് നിൽക്കാം. നമുക്ക് മേലോട്ട് പൊങ്ങണം. ലോകോത്തര നിലവാരത്തിലേക്കുള്ള ഒരു നവകേരളം നമുക്ക് സൃഷ്ടിക്കാനാവണം. ഭാവി കേരളത്തെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ സ്വപ്നം? വരും തലമുറയ്ക്ക് എന്തെല്ലാം ജീവിത സൗകര്യങ്ങൾ വേണം? ആ സ്വപ്നം പൂർത്തീകരിക്കുകയാണ് നമ്മുടെ സർക്കാർ.
പല കാര്യങ്ങളിലും ഇന്ത്യയിൽ ഒന്നാമതാണ് നാം. ഉയർന്ന സാക്ഷരത, കൂടിയ ജീവിത ആയുസ്, ശിശുമരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം. ഇങ്ങനെ എത്രയെത്രയോ ഒന്നാം സ്ഥാനങ്ങൾ. എങ്കിലും നമുക്ക് ചില വികസന കാണുന്ന തൊഴിലവസരങ്ങൾ ഉണ്ടാവണം. അതിന് പുതിയ വ്യവസായങ്ങൾ ഉണ്ടാവണം. കൃഷി ആധുനികമാകണം. ഗുണനിലവാരം മെച്ചപ്പെടുത്തണം. മതനിരപേക്ഷതയും ജനാധിപത്യബോധവും ഊട്ടി ഉറപ്പിക്കണം. അഴിമതിയും കെടുകാര്യസ്ഥതയും ഇല്ലാതാക്കണം. ഈ ലക്ഷ്യത്തിനു വേണ്ടി നിശ്ചയദാർഢ്യത്തോടെ ഭരണയന്ത്രം ചലിപ്പിക്കണം. ഇതായിരുന്നു ഒന്നാം പിണറായി സർക്കാരിന്റെ ദൗത്യം. ലക്ഷ്യങ്ങളിൽ നിന്ന് ഒരിഞ്ചു മാറാതെ സർക്കാർ പ്രവർത്തിച്ചു. സർക്കാർ എല്ലാവരുടെയും സർക്കാരായി. അങ്ങനെ ആ ഭരണനയത്തിന് തുടർച്ച വേണമെന്ന് ജനം വിധിയെഴുതി. അടുത്ത 25 വർഷം കൊണ്ട് കേരളത്തിന്റെ ജീവിത നിലവാരം വികസിത സമൂഹത്തിന് തുല്യമാക്കണം. അതിന് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ നേട്ടങ്ങൾ പ്രയോജനപ്പെടുത്തണം. നൂതന വ്യവസായങ്ങളും കൃഷിയും അഭിവൃദ്ധിപ്പെടണം. മികച്ച വരുമാനം ലഭിക്കുന്ന തൊഴിലും സേവനങ്ങളും ഉണ്ടാവണം. മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാവണം. സംഘർഷരഹിതമായ സാമൂഹ്യ ജീവിതം സാധ്യമാക്കണം. അതാണ് ഇടതുപക്ഷ സർക്കാർ ലക്ഷ്യം വെക്കുന്ന നവകേരളം. അതിനുവേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കലും പൂർത്തീകരിക്കലുമാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ ലക്ഷ്യം. ഓരോ പൗരന്റെയും ക്വാളിറ്റി ഓഫ് ലൈഫ് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. ആ ഉൾക്കാഴ്ച സർക്കാരിന്റെ ഓരോ ചുവടുകളിലുമുണ്ട്. കേരളം നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. ടെറാനെറ്റ്, ടെക് മഹീന്ദ്ര, ടോറസ്, നിസാൻ, ഏൺസ്റ്റ് ആൻഡ് യങ്, H&R ബ്ലോക്ക്, Way.com, വെൻഷർ, ക്രൈസ്, TCS, ടാറ്റ എലക്സി തുടങ്ങിയ ബഹുരാഷ്ട്ര കമ്പനികൾ കേരളത്തിൽ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. 57 ലക്ഷം ചതുരശ്ര അടിയുള്ള ഓഫീസാണ് ടോറസ് കമ്പനി കേരളത്തിൽ നിർമ്മിക്കുന്നത്. സംസ്ഥാനത്തെ IT ബിൽഡപ്പ് സ്ഥലം 3 ലക്ഷം ചതുരശ്ര അടിയാക്കി. 7 വർഷം കൊണ്ട് 7127 സ്റ്റാർട്ടപ്പുകൾ. NH-66 സമാന്തരമായ IT കോറിഡോർ, 5G സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ 20 IT പാർക്കുകൾ. സംരംഭ വർഷം പദ്ധതിയിൽ 1 ലക്ഷം തൊഴിൽ സംരംഭങ്ങൾ, 7900 കോടി രൂപയുടെ നിക്ഷേപങ്ങൾ, 3 ലക്ഷത്തോളം തൊഴിലവസരങ്ങൾ. കിൻഫ്ര വഴി കഴിഞ്ഞ വർഷം മാത്രം 1600 കോടിയുടെ സ്വകാര്യ നിക്ഷേപം. 7 വർഷം കൊണ്ട് വ്യവസായ സ്ഥാപനങ്ങൾക്ക് കൈമാറിയത് 675 ഏക്കർ ഭൂമി. ഇതോടൊപ്പം സ്കൂളുകളും കോളേജുകളും അന്താരാഷ്ട്ര നിലവാരത്തിലെത്തി. എല്ലാ ക്ലാസ് മുറികളിലും ലാപ്ടോപ്പുകളും പ്രൊജക്ടറുകളും ഇന്റർനെറ്റ് കണക്ഷനും എത്തി. പുതിയ തലമുറയുടെ വൈജ്ഞാനിക ശേഷിയും ഗവേഷണ ബുദ്ധിയും തൊഴിൽ നൈപുണ്യവും മെച്ചപ്പെടുത്താൻ കോളേജുകളിൽ ന്യൂ ജനറേഷൻ കോഴ്സുകൾ ആരംഭിച്ചു. പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ പൊതു ആശുപത്രി സംവിധാനം സുശക്തമാക്കി. ജില്ലാ ആശുപത്രികളും മെഡിക്കൽ കോളേജുകളിലും ഏറ്റവും ആധുനികമായ ഉപകരണങ്ങൾ സ്ഥാപിച്ചു. സർക്കാർ ആശുപത്രികളിൽ എല്ലാവർക്കും ഗുണമേന്മയുള്ള ചികിത്സ ഉറപ്പുവരുത്തി. ഇപ്പോഴിതാ ഇന്റർനെറ്റ് എല്ലാവരുടെയും അവകാശമാവുകയാണ്. എല്ലാ വീടുകളിലും അതിവേഗ ഇന്റർനെറ്റ്. 20 ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യ കണക്ഷൻ. 30,000 സർക്കാർ ഓഫീസുകളിലും വിദ്യാലയങ്ങളിലും 1 Gbps വരെ വേഗതയിൽ ഇന്റർനെറ്റ്. പശ്ചാത്തല സൗകര്യ വികസനത്തിൽ അസൂയാർഹമായ പുരോഗതി. 3500 കോടി രൂപ ചെലവിൽ മലയോര ഹൈവേ, 6500 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന തീരദേശ ഹൈവേയിൽ സൈക്കിൾ പാത, വാണിജ്യ പുരോഗതിക്ക് ഔട്ടർ റിംഗ് റോഡുകൾ, ഗ്രീൻഫീൽഡ് ഹൈവേ, കേരളത്തിന് അഭിമാനമായി മാറിയ കുതിരാൻ ടണൽ. കരഗതാഗതവും ജലഗതാഗതവും ലോക നിലവാരത്തിലേക്ക് ഉയരുന്നു. ആഭ്യന്തര വിദേശ ടൂറിസ്റ്റുകളുടെ എണ്ണം സർവകാല റെക്കോർഡിലെത്തി. ഈ മാറ്റം മാജിക്കല്ല, കൃത്യമായ കാഴ്ചപ്പാടും ലക്ഷ്യബോധമുള്ള ആസൂത്രണ വൈഭവവും അസാമാന്യമായ കാര്യനിർവഹണ ശേഷിയുമുള്ള ഒരു നേതൃത്വം അധ്വാനിച്ചുണ്ടാക്കിയ നേട്ടമാണിത്. ഇനി നമ്മുടെ ലക്ഷ്യം സാമ്പത്തിക വളർച്ചയിൽ രാജ്യത്ത് 1ാം സ്ഥാനത്തെത്തുകയാണ്. സാമൂഹ്യ നേട്ടങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് വ്യവസായ വളർച്ചയിൽ കുതിപ്പുണ്ടാക്കുക. അങ്ങനെ വികസനത്തിന്റെ അന്തർദേശീയ മാതൃകയായി നാം മാറും. ആ ലക്ഷ്യത്തിനു വേണ്ടി നമുക്ക് ഒരുമിച്ച് നിൽക്കാം. നമുക്ക് വരദാനങ്ങൾ അരുളുന്ന നാട്. മലയാളത്തനിമ വിളങ്ങും നാട്, മേളത്തിൽ പെരുമയൊരുങ്ങും ഭാവി കേരളത്തെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ സ്വപ്നം?
വരും തലമുറയ്ക്ക് എന്തെല്ലാം ജീവിത സൗകര്യങ്ങൾ വേണം? ആ സ്വപ്നം പൂർത്തീകരിക്കുകയാണ് നമ്മുടെ സർക്കാർ. പല കാര്യം അഴിമതിയും കെടുകാര്യസ്ഥതയും ഇല്ലാതാക്കണം. ഈ ലക്ഷ്യത്തിനു വേണ്ടി നിശ്ചയദാർഢ്യത്തോടെ ഭരണയന്ത്രം ചലിപ്പിക്കണം. ഇതായിരുന്നു ഒന്നാം പിണറായി സർക്കാരിന്റെ ദൗത്യം. ലക്ഷ്യങ്ങളിൽ നിന്ന് ഒരിഞ്ചു മാറാതെ സർക്കാർ പ്രവർത്തിച്ചു. സർക്കാർ എല്ലാവരുടെയും സർക്കാരായി. അങ്ങനെ ആ ഭരണനയത്തിന് തുടർച്ച വേണമെന്ന് ജനം വിധിയെഴുതി. അടുത്ത 25 വർഷം കൊണ്ട് കേരളത്തിന്റെ ജീവിത നിലവാരം വികസിത സമൂഹത്തിന് തുല്യമാക്കണം. അതിന് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ നേട്ടങ്ങൾ പ്രയോജനപ്പെടുത്തണം. നൂതന വ്യവസായങ്ങളും കൃഷിയും അഭിവൃദ്ധിപ്പെടണം. മികച്ച വരുമാനം ലഭിക്കുന്ന തൊഴിലും സേവനങ്ങളും ഉണ്ടാവണം. മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാവണം. സംഘർഷരഹിതമായ സാമൂഹ്യ ജീവിതം സാധ്യമാക്കണം. അതാണ് ഇടതുപക്ഷ സർക്കാർ ലക്ഷ്യം വെക്കുന്ന നവകേരളം. അതിനുവേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കലും പൂർത്തീകരിക്കലുമാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ ലക്ഷ്യം. ഓരോ പൗരന്റെയും ക്വാളിറ്റി ഓഫ് ലൈഫ് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. ആ ഉൾക്കാഴ്ച സർക്കാരിന്റെ ഓരോ ചുവടുകളിലുമുണ്ട്. കേരളം നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. ടെറാനെറ്റ്, ടെക് മഹീന്ദ്ര, ടോറസ്, നിസാൻ, ഏൺസ്റ്റ് ആൻഡ് യങ്, H&R ബ്ലോക്ക്, വേ.com, വെൻഷർ, ക്രൈസ്, TCS, ടാറ്റ എലക്സി തുടങ്ങിയ ബഹുരാഷ്ട്ര കമ്പനികൾ കേരളത്തിൽ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. 57 ലക്ഷം ചതുരശ്ര അടിയുള്ള ഓഫീസാണ് ടോറസ് കമ്പനി കേരളത്തിൽ നിർമ്മിക്കുന്നത്. സംസ്ഥാനത്തെ IT ബിൽഡപ്പ് സ്ഥലം 3 ലക്ഷം ചതുരശ്ര അടിയാക്കി. 7 വർഷം കൊണ്ട് 7127 സ്റ്റാർട്ടപ്പുകൾ. NH-66 സമാന്തരമായ IT കോറിഡോർ, 5G സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ 20 IT പാർക്കുകൾ, സംരംഭ വർഷം പദ്ധതിയിൽ 1 ലക്ഷം തൊഴിൽ സംരംഭങ്ങൾ, 7900 കോടി രൂപയുടെ നിക്ഷേപങ്ങൾ, 3 ലക്ഷത്തോളം തൊഴിലവസരങ്ങൾ. കിൻഫ്ര വഴി കഴിഞ്ഞ വർഷം മാത്രം 1600 കോടിയുടെ സ്വകാര്യ നിക്ഷേപം. 7 വർഷം കൊണ്ട് വ്യവസായ സ്ഥാപനങ്ങൾക്ക് കൈമാറിയത് 675 ഏക്കർ ഭൂമി. ഇതോടൊപ്പം സ്കൂളുകളും കോളേജുകളും അന്താരാഷ്ട്ര നിലവാരത്തിലെത്തി. എല്ലാ ക്ലാസ് മുറികളിലും ലാപ്ടോപ്പുകളും പ്രൊജക്ടറുകളും ഇന്റർനെറ്റ് കണക്ഷനും എത്തി. പുതിയ തലമുറയുടെ വൈജ്ഞാനിക ശേഷിയും ഗവേഷണ ബുദ്ധിയും തൊഴിൽ നൈപുണ്യവും മെച്ചപ്പെടുത്താൻ കോളേജുകളിൽ ന്യൂ ജനറേഷൻ കോഴ്സുകൾ ആരംഭിച്ചു. പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ പൊതു ആശുപത്രി സംവിധാനം സുശക്തമാക്കി. ജില്ലാ ആശുപത്രികളും മെഡിക്കൽ കോളേജുകളിലും ഏറ്റവും ആധുനികമായ ഉപകരണങ്ങൾ സ്ഥാപിച്ചു. സർക്കാർ ആശുപത്രികളിൽ എല്ലാവർക്കും ഗുണമേന്മയുള്ള ചികിത്സ ഉറപ്പുവരുത്തി. ഇപ്പോഴിതാ ഇന്റർനെറ്റ് എല്ലാവരുടെയും അവകാശമാവുകയാണ്. എല്ലാ വീടുകളിലും അതിവേഗ ഇന്റർനെറ്റ്, 20 ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യ കണക്ഷൻ, 30,000 സർക്കാർ ഓഫീസുകളിലും വിദ്യാലയങ്ങളിലും 1 Gbps വരെ വേഗതയിൽ ഇന്റർനെറ്റ്. പശ്ചാത്തല സൗകര്യ വികസനത്തിൽ അസൂയാർഹമായ പുരോഗതി. 3500 കോടി രൂപ ചെലവിൽ മലയോര ഹൈവേ, 6500 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന തീരദേശ ഹൈവേയിൽ സൈക്കിൾ പാത, വാണിജ്യ പുരോഗതിക്ക് ഔട്ടർ റിംഗ് റോഡുകൾ, ഗ്രീൻഫീൽഡ് ഹൈവേ, കേരളത്തിന് അഭിമാനമായി മാറിയ കുതിരാൻ ടണൽ. കരഗതാഗതവും ജലഗതാഗതവും ലോക നിലവാരത്തിലേക്ക് ഉയരുന്നു. ആഭ്യന്തര വിദേശ ടൂറിസ്റ്റുകളുടെ എണ്ണം സർവകാല റെക്കോർഡിലെത്തി. ഈ മാറ്റം മാജിക്കല്ല, കൃത്യമായ കാഴ്ചപ്പാടും ലക്ഷ്യബോധമുള്ള ആസൂത്രണ വൈഭവവും അസാമാന്യമായ കാര്യനിർവഹണ ശേഷിയുമുള്ള ഒരു നേതൃത്വം അധ്വാനിച്ചുണ്ടാക്കിയ നേട്ടമാണിത്. ഇനി നമ്മുടെ ലക്ഷ്യം സാമ്പത്തിക വളർച്ചയിൽ രാജ്യത്ത് 1-ാം സ്ഥാനത്തെത്തുകയാണ്. സാമൂഹ്യ നേട്ടങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് വ്യവസായ വളർച്ചയിൽ കുതിപ്പുണ്ടാക്കുക. അങ്ങനെ വികസനത്തിന്റെ അന്തർദേശീയ മാതൃകയായി നാം മാറും. ആ ലക്ഷ്യത്തിനു വേണ്ടി നമുക്ക് ഒരുമിച്ച് നിൽക്കാം. നമുക്ക് മേലോട്ട് പൊങ്ങണം. ലോകോത്തര നിലവാരത്തിലേക്കുള്ള ഒരു നവകേരളം നമുക്ക് സൃഷ്ടിക്കാനാവണം. ഭാവി കേരളത്തെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ സ്വപ്നം? വരും തലമുറയ്ക്ക് എന്തെല്ലാം ജീവിത സൗകര്യങ്ങൾ വേണം? ആ സ്വപ്നം പൂർത്തീകരിക്കുകയാണ് നമ്മുടെ സർക്കാർ. പല കാര്യങ്ങളിലും ഇന്ത്യയിൽ ഒന്നാമതാണ് നാം. ഉയർന്ന സാക്ഷരത, കൂടിയ ജീവിത ആയുസ്, ശിശുമരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം. ഇങ്ങനെ എത്രയെത്രയോ ഒന്നാം സ്ഥാനങ്ങൾ. എങ്കിലും നമുക്ക് ചില വികസന ദൗർബല്യങ്ങൾ ഉണ്ടായിരുന്നു. അവ പരിഹരിച്ചുകൊണ്ട് നമുക്കൊരു നവകേരളം സൃഷ്ടിക്കണം. അവിടെ
അഭ്യസ്ത വിദ്യർ സ്വപ്നം കാണുന്ന തൊഴിലവസരങ്ങൾ ഉണ്ടാവണം. അതിന് പുതിയ വ്യവസായങ്ങൾ ഉണ്ടാവണം. കൃഷി അഴിമതിയും കെടുകാര്യസ്ഥതയും ഇല്ലാതാക്കണം. ഈ ലക്ഷ്യത്തിനു വേണ്ടി നിശ്ചയദാർഢ്യത്തോടെ ഭരണയന്ത്രം ചലിപ്പിക്കണം. ഇതായിരുന്നു ഒന്നാം പിണറായി സർക്കാരിന്റെ ദൗത്യം. ലക്ഷ്യങ്ങളിൽ നിന്ന് ഒരിഞ്ചു മാറാതെ സർക്കാർ പ്രവർത്തിച്ചു. സർക്കാർ എല്ലാവരുടെയും സർക്കാരായി. അങ്ങനെ ആ ഭരണനയത്തിന് തുടർച്ച വേണമെന്ന് ജനം വിധിയെഴുതി. അടുത്ത 25 വർഷം കൊണ്ട് കേരളത്തിന്റെ ജീവിത നിലവാരം വികസിത സമൂഹത്തിന് തുല്യമാക്കണം. അതിന് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ നേട്ടങ്ങൾ പ്രയോജനപ്പെടുത്തണം. നൂതന വ്യവസായങ്ങളും കൃഷിയും അഭിവൃദ്ധിപ്പെടണം. മികച്ച വരുമാനം ലഭിക്കുന്ന തൊഴിലും സേവനങ്ങളും ഉണ്ടാവണം. മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാവണം. സംഘർഷരഹിതമായ സാമൂഹ്യ ജീവിതം സാധ്യമാക്കണം. അതാണ് ഇടതുപക്ഷ സർക്കാർ ലക്ഷ്യം വെക്കുന്ന നവകേരളം. അതിനുവേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കലും പൂർത്തീകരിക്കലുമാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ ലക്ഷ്യം. ഓരോ പൗരന്റെയും ക്വാളിറ്റി ഓഫ് ലൈഫ് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. ആ ഉൾക്കാഴ്ച സർക്കാരിന്റെ ഓരോ ചുവടുകളിലുമുണ്ട്. കേരളം നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. ടെറാനെറ്റ്, ടെക് മഹീന്ദ്ര, ടോറസ്, നിസാൻ, ഏൺസ്റ്റ് ആൻഡ് യങ്, H&R ബ്ലോക്ക്, Way.com, വെൻഷർ, ക്രൈസ്, TCS, ടാറ്റ എലക്സി തുടങ്ങിയ ബഹുരാഷ്ട്ര കമ്പനികൾ കേരളത്തിൽ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. 57 ലക്ഷം ചതുരശ്ര അടിയുള്ള ഓഫീസാണ് ടോറസ് കമ്പനി കേരളത്തിൽ നിർമ്മിക്കുന്നത്. സംസ്ഥാനത്തെ IT ബിൽഡപ്പ് സ്ഥലം 3 ലക്ഷം ചതുരശ്ര അടിയാക്കി. 7 വർഷം കൊണ്ട് 7127 സ്റ്റാർട്ടപ്പുകൾ. NH-66 സമാന്തരമായ IT കോറിഡോർ, 5G സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ 20 IT പാർക്കുകൾ, സംരംഭ വർഷം പദ്ധതിയിൽ 1 ലക്ഷം തൊഴിൽ സംരംഭങ്ങൾ, 7900 കോടി രൂപയുടെ നിക്ഷേപങ്ങൾ, 3 ലക്ഷത്തോളം തൊഴിലവസരങ്ങൾ. കിൻഫ്ര വഴി കഴിഞ്ഞ വർഷം മാത്രം 1600 കോടിയുടെ സ്വകാര്യ നിക്ഷേപം. 7 വർഷം കൊണ്ട് വ്യവസായ സ്ഥാപനങ്ങൾക്ക് കൈമാറിയത് 675 ഏക്കർ ഭൂമി. ഇതോടൊപ്പം സ്കൂളുകളും കോളേജുകളും അന്താരാഷ്ട്ര നിലവാരത്തിലെത്തി. എല്ലാ ക്ലാസ് മുറികളിലും ലാപ്ടോപ്പുകളും പ്രൊജക്ടറുകളും ഇന്റർനെറ്റ് കണക്ഷനും എത്തി. പുതിയ തലമുറയുടെ വൈജ്ഞാനിക ശേഷിയും ഗവേഷണ ബുദ്ധിയും തൊഴിൽ നൈപുണ്യവും മെച്ചപ്പെടുത്താൻ കോളേജുകളിൽ ന്യൂ ജനറേഷൻ കോഴ്സുകൾ ആരംഭിച്ചു. പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ പൊതു ആശുപത്രി സംവിധാനം സുശക്തമാക്കി. ജില്ലാ ആശുപത്രികളും മെഡിക്കൽ കോളേജുകളിലും ഏറ്റവും ആധുനികമായ ഉപകരണങ്ങൾ സ്ഥാപിച്ചു. സർക്കാർ ആശുപത്രികളിൽ എല്ലാവർക്കും ഗുണമേന്മയുള്ള ചികിത്സ ഉറപ്പുവരുത്തി. ഇപ്പോഴിതാ ഇന്റർനെറ്റ് എല്ലാവരുടെയും അവകാശമാവുകയാണ്. എല്ലാ വീടുകളിലും അതിവേഗ ഇന്റർനെറ്റ്, 20 ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യ കണക്ഷൻ, 30,000 സർക്കാർ ഓഫീസുകളിലും വിദ്യാലയങ്ങളിലും 1 Gbps വരെ വേഗതയിൽ ഇന്റർനെറ്റ്. പശ്ചാത്തല സൗകര്യ വികസനത്തിൽ അസൂയാർഹമായ പുരോഗതി. 3500 കോടി രൂപ ചെലവിൽ മലയോര ഹൈവേ, 6500 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന തീരദേശ ഹൈവേയിൽ സൈക്കിൾ പാത, വാണിജ്യ പുരോഗതിക്ക് ഔട്ടർ റിംഗ് റോഡുകൾ, ഗ്രീൻഫീൽഡ് ഹൈവേ, കേരളത്തിന് അഭിമാനമായി മാറിയ കുതിരാൻ ടണൽ, കരഗതാഗതവും ജലഗതാഗതവും ലോക നിലവാരത്തിലേക്ക് ഉയരുന്നു. ആഭ്യന്തര വിദേശ ടൂറിസ്റ്റുകളുടെ എണ്ണം സർവകാല റെക്കോർഡിലെത്തി. ഈ മാറ്റം മാജിക്കല്ല, കൃത്യമായ കാഴ്ചപ്പാടും ലക്ഷ്യബോധമുള്ള ആസൂത്രണ വൈഭവവും അസാമാന്യമായ കാര്യനിർവഹണ ശേഷിയുമുള്ള ഒരു നേതൃത്വം അധ്വാനിച്ചുണ്ടാക്കിയ നേട്ടമാണിത്. ഇനി നമ്മുടെ ലക്ഷ്യം സാമ്പത്തിക വളർച്ചയിൽ രാജ്യത്ത് 1-ാം സ്ഥാനത്തെത്തുകയാണ്. സാമൂഹ്യ നേട്ടങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് വ്യവസായ വളർച്ചയിൽ കുതിപ്പുണ്ടാക്കുക. അങ്ങനെ വികസനത്തിന്റെ അന്തർദേശീയ മാതൃകയായി നാം മാറും. ആ ലക്ഷ്യത്തിനു വേണ്ടി നമുക്ക് ഒരുമിച്ച് നിൽക്കാം. നമുക്ക് മേലോട്ട് പൊങ്ങണം. ലോകോത്തര നിലവാരത്തിലേക്കുള്ള ഒരു നവകേരളം നമുക്ക് സൃഷ്ടിക്കാനാവണം. ഭാവി കേരളത്തെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ സ്വപ്നം? വരും തലമുറയ്ക്ക് എന്തെല്ലാം ജീവിത സൗകര്യങ്ങൾ വേണം? ആ സ്വപ്നം പൂർത്തീകരിക്കുകയാണ് നമ്മുടെ സർക്കാർ.
പൊതു ആശുപത്രി സംവിധാനം സുശക്തമാക്കി. ജില്ലാ ആശുപത്രികളും മെഡിക്കൽ കോളേജുകളിലും ഏറ്റവും ആധുനികമായ ഉപകരണങ്ങൾ സ്ഥാപിച്ചു. സർക്കാർ ആശുപത്രികളിൽ എല്ലാവർക്കും ഗുണമേന്മയുള്ള ചികിത്സ ഉറപ്പുവരുത്തി. ഇപ്പോഴിതാ ഇന്റർനെറ്റ് എല്ലാവരുടെയും അവകാശമാവുകയാണ്. എല്ലാ വീടുകളിലും അതിവേഗ ഇന്റർനെറ്റ്, 20 ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യ കണക്ഷൻ, 30,000 സർക്കാർ ഓഫീസുകളിലും വിദ്യാലയങ്ങളിലും 1 Gbps വരെ വേഗതയിൽ ഇന്റർനെറ്റ്. പശ്ചാത്തല സൗകര്യ വികസനത്തിൽ അസൂയാർഹമായ പുരോഗതി. 3,500 കോടി രൂപ ചെലവിൽ മലയോര ഹൈവേ, 6,500 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന തീരദേശ ഹൈവേയിൽ സൈക്കിൾ പാത, വാണിജ്യ പുരോഗതിക്ക് ഔട്ടർ റിംഗ് റോഡുകൾ, ഗ്രീൻഫീൽഡ് ഹൈവേ, കേരളത്തിന് അഭിമാനമായി മാറിയ കുതിരാൻ ടണൽ, കരഗതാഗതവും ജലഗതാഗതവും ലോക നിലവാരത്തിലേക്ക് ഉയരുന്നു. ആഭ്യന്തര വിദേശ ടൂറിസ്റ്റുകളുടെ എണ്ണം സർവകാല റെക്കോർഡിലെത്തി. ഈ മാറ്റം മാജിക്കല്ല, കൃത്യമായ കാഴ്ചപ്പാടും ലക്ഷ്യബോധമുള്ള ആസൂത്രണ വൈഭവവും അസാമാന്യമായ കാര്യനിർവഹണ ശേഷിയുമുള്ള ഒരു നേതൃത്വം അധ്വാനിച്ചുണ്ടാക്കിയ നേട്ടമാണിത്. ഇനി നമ്മുടെ ലക്ഷ്യം സാമ്പത്തിക വളർച്ചയിൽ രാജ്യത്ത് 1-ാം സ്ഥാനത്തെത്തുകയാണ്. സാമൂഹ്യ നേട്ടങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് വ്യവസായ വളർച്ചയിൽ കുതിപ്പുണ്ടാക്കുക. അങ്ങനെ വികസനത്തിന്റെ അന്തർദേശീയ മാതൃകയായി നാം മാറും. ആ ലക്ഷ്യത്തിനു വേണ്ടി നമുക്ക് ഒരുമിച്ച് നിൽക്കാം. നമുക്ക് മേലോട്ട് പൊങ്ങണം. ലോകോത്തര നിലവാരത്തിലേക്കുള്ള ഒരു നവകേരളം നമുക്ക് സൃഷ്ടിക്കാനാവണം. ഭാവി കേരളത്തെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ സ്വപ്നം? വരും തലമുറയ്ക്ക് എന്തെല്ലാം ജീവിത സൗകര്യങ്ങൾ വേണം? ആ സ്വപ്നം പൂർത്തീകരിക്കുകയാണ് നമ്മുടെ സർക്കാർ. പല കാര്യങ്ങളിലും ഇന്ത്യയിൽ 1-ാമതാണ് നാം. ഉയർന്ന സാക്ഷരത, കൂടിയ ജീവിത ആയുസ്, ശിശുമരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം. നമുക്കൊരു നവകേരളം സൃഷ്ടിക്കണം. അവിടെ അഭ്യസ്ത വിദ്യർ സ്വപ്നം കാണുന്ന തൊഴിലവസരങ്ങൾ ഉണ്ടാവണം. അതിന് പുതിയ വ്യവസായങ്ങൾ ഉണ്ടാവണം. കൃഷി ആധുനികമാകണം. ഗുണനിലവാരം മെച്ചപ്പെടുത്തണം. മതനിരപേക്ഷതയും ജനാധിപത്യബോധവും ഊട്ടി ഉറപ്പിക്കണം. അഴിമതിയും കെടുകാര്യസ്ഥതയും ഇല്ലാതാക്കണം. ഈ ലക്ഷ്യത്തിനു വേണ്ടി നിശ്ചയദാർഢ്യത്തോടെ ഭരണയന്ത്രം ചലിപ്പിക്കണം. ഇതായിരുന്നു 1-ാം പിണറായി സർക്കാരിന്റെ ദൗത്യം. ലക്ഷ്യങ്ങളിൽ നിന്ന് ഒരിഞ്ചു മാറാതെ സർക്കാർ പ്രവർത്തിച്ചു. സർക്കാർ എല്ലാവരുടെയും സർക്കാരായി. അങ്ങനെ ആ ഭരണനയത്തിന് തുടർച്ച വേണമെന്ന് ജനം വിധിയെഴുതി. അടുത്ത 25 വർഷം കൊണ്ട് കേരളത്തിന്റെ ജീവിത നിലവാരം വികസിത സമൂഹത്തിന് തുല്യമാക്കണം. അതിന് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ നേട്ടങ്ങൾ പ്രയോജനപ്പെടുത്തണം. നൂതന വ്യവസായങ്ങളും കൃഷിയും അഭിവൃദ്ധിപ്പെടണം. മികച്ച വരുമാനം ലഭിക്കുന്ന തൊഴിലും സേവനങ്ങളും ഉണ്ടാവണം. മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാവണം. സംഘർഷരഹിതമായ സാമൂഹ്യ ജീവിതം സാധ്യമാക്കണം. അതാണ് ഇടതുപക്ഷ സർക്കാർ ലക്ഷ്യം വയ്ക്കുന്ന നവകേരളം. അതിനുവേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കലും പൂർത്തീകരിക്കലുമാണ് 2-ാം പിണറായി സർക്കാരിന്റെ ലക്ഷ്യം. ഓരോ പൗരന്റെയും ക്വാളിറ്റി ഓഫ് ലൈഫ് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. ആ ഉൾക്കാഴ്ച സർക്കാരിന്റെ ഓരോ ചുവടുകളിലുമുണ്ട്. കേരളം നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. ടെറാനെറ്റ്, ടെക് മഹീന്ദ്ര, ടോറസ്, നിസാൻ, തുടങ്ങിയ ബഹുരാഷ്ട്ര കമ്പനികൾ കേരളത്തിൽ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. 57 ലക്ഷം ചതുരശ്ര അടിയുള്ള ഓഫീസാണ് ടോറസ് കമ്പനി കേരളത്തിൽ നിർമ്മിക്കുന്നത്. സംസ്ഥാനത്തെ IT ബിൽഡപ്പ് സ്ഥലം 3 ലക്ഷം ചതുരശ്ര അടിയാക്കി. 7 വർഷം കൊണ്ട് 7,127 സ്റ്റാർട്ടപ്പുകൾ. NH-66 സമാന്തരമായ IT കോറിഡോർ, 5G സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ 20 IT പാർക്കുകൾ. സംരംഭ വർഷം പദ്ധതിയിൽ 1 ലക്ഷം തൊഴിൽ സംരംഭങ്ങൾ, 7,900 കോടി രൂപയുടെ നിക്ഷേപങ്ങൾ, 3 ലക്ഷത്തോളം തൊഴിലവസരങ്ങൾ. കിൻഫ്ര വഴി കഴിഞ്ഞ വർഷം മാത്രം 1,600 കോടിയുടെ സ്വകാര്യ നിക്ഷേപം. 7 വർഷം കൊണ്ട് വ്യവസായ സ്ഥാപനങ്ങൾക്ക് കൈമാറിയത് 675 ഏക്കർ ഭൂമി. ഇതോടൊപ്പം സ്കൂളുകളും കോളേജുകളും അന്താരാഷ്ട്ര നിലവാരത്തിലെത്തി. എല്ലാ ക്ലാസ് മുറികളിലും ലാപ്ടോപ്പുകളും പ്രൊജക്ടറുകളും ഇന്റർനെറ്റ് കണക്ഷനുമെത്തി. പുതിയ തലമുറയുടെ വൈജ്ഞാനിക ശേഷിയും ഗവേഷണ ബുദ്ധിയും തൊഴിൽ നൈപുണ്യവും മെച്ചപ്പെടുത്താൻ കോളേജുകളിൽ ന്യൂ ജനറേഷൻ കോഴ്സുകൾ ആരംഭിച്ചു. പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ പൊതു ആശുപത്രി സംവിധാനം സുശക്തമാക്കി. ജില്ലാ ആശുപത്രികളും മെഡിക്കൽ കോളേജുകളിലും ഏറ്റവും ആധുനികമായ ഉപകരണങ്ങൾ സ്ഥാപിച്ചു. സർക്കാർ ആശുപത്രികളിൽ എല്ലാവർക്കും ഗുണമേന്മയുള്ള ചികിത്സ ഉറപ്പുവരുത്തി. എല്ലാവരുടെയും അവകാശമാവുകയാണ്. എല്ലാ വീടുകളിലും ബഹുമാന്യരായ അതിഥികൾക്കും വിശിഷ്ട വ്യക്തികൾക്കും സ്വാഗതം. ബിസിനസ് മീറ്റ് ആരംഭിക്കുകയായി. 30,000 സർക്കാർ ഓഫീസ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി
Norka Roots Resident Vice Chairman Sri Ramakrishnan, എംപിമാരായ ജോൺ ബ്രിട്ടാസ്, ജോസ് കെ മാണി, ചീഫ് സെക്രട്ടറി VP ജോയ്, നോർക്ക പ്രിൻസിപ്പൽ സെക്രട്ടറി സുമൻ പിള്ളൈ, IT സെക്രട്ടറി രത്തൻ കൽക്കർ, ശ്രീ ബാബു സ്റ്റീഫൻ, ശ്രീ രാംദാസ് പിള്ളൈ, ശ്രീ തോമസ് മൊട്ടക്കൽ, ശ്രീ വർക്കി എബ്രഹാം, ശ്രീ തോമസ് കോശി, ശ്രീ ജോസ് തോമസ്, ശ്രീ ജോൺ ഐസക്, ഇവരെയെല്ലാം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സ്റ്റീഫൻ കിഴക്കേക്കുറ്റം, ഇവരെയെല്ലാം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നോർക്ക റൂട്ട് ഡയറക്ടേഴ്സായ ശ്രീ രവി പിള്ളയെയും JK മേനോനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദ്യമായി സ്വാഗത പ്രസംഗത്തിനായി നോർക്ക റൂട്ട്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീ ഹരികൃഷ്ണൻ നമ്പൂതിരിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ലോക കേരള സഭയുടെ ആപ്തവാക്യമാണ് ഒന്നിക്കാം, സമ്മതിക്കാം, മുന്നേറാം. കേരളത്തിൻ്റെ സമഗ്ര പുരോഗതിക്കും സാമൂഹ്യ പുരോഗതിക്കും സാമ്പത്തിക പുരോഗതിക്കും ഉതകുന്ന രീതിയിലുള്ള ഒരു ചാലകശക്തിയായി മാറുക എന്നുള്ളതാണ് ലോക കേരള സഭയുടെ ഒരു പ്രഖ്യാപിത ലക്ഷ്യം. അതിൻ്റെ ഭാഗമായാണ് ഇന്ന് ഈ ഒരു ബിസിനസ് മീറ്റ് ഇവിടെ നമ്മൾ സംഘടിപ്പിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ കേരളത്തിലെ നിക്ഷേപ സാധ്യതകളെ പ്രവാസി സമൂഹത്തിന് പരിചയപ്പെടുത്തുക, അതോടൊപ്പം തന്നെ പ്രവാസികളിൽ നിന്നും വ്യക്തമായ
പ്രപ്പോസൽസ് അല്ലെങ്കിൽ പ്രൊജക്റ്റുകൾ ഗവൺമെൻറ്റിന് പരിചയപ്പെടുത്തുക, അതിനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക എന്നീ 2 ലക്ഷ്യങ്ങളാണ് ഈ ഒരു ബിസിനസ് മീറ്റിലൂടെ നമ്മൾ ലക്ഷ്യമിടുന്നത്. കേരളം എല്ലാവരും കേരള മോഡൽ എന്ന് പറയും. കേരള മോഡൽ എന്താണ്? കേരള മോഡൽ എന്ന് പറയുമ്പോൾ അത് ഈസ് ഓഫ് ഡൂയിങ് ആണ്, ഈസ് ഓഫ് ലിവിങ് ആണ്, ഈസ് ഓഫ് ഡീലിംഗ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഈസ് ഓഫ് ഡൂയിങ്ങിന് നിരവധി പ്രത്യക്ഷ ഉദാഹരണങ്ങൾ നമുക്കുണ്ട്. സ്വിഫ്റ്റ് പോലുള്ള 21 വകുപ്പുകൾ സംയോജിപ്പിച്ചുകൊണ്ട് 100-ലധികം സേവനങ്ങളാണ് സംരംഭകർക്ക് ഇന്ന് കേരള ഗവൺമെൻറ് നടപ്പാക്കി വരുന്നത്. വ്യക്തമായ നയരൂപീകരണവും 1000 ഏക്കർ വ്യക്തമായി പ്രവാസികൾക്കും അതുപോലെ തന്നെ വ്യവസായ ലോകത്തിനും വേണ്ടി പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പാർക്ക് അടക്കമുള്ള പദ്ധതികളാണ് ഗവൺമെൻറ് വിഭാവനം ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഔപചാരികമായ സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എന്നിൽ നിക്ഷിപ്തമായ കർത്തവ്യം. ഞാൻ അതിലേക്ക് കടക്കട്ടെ. മാനേജ്മെൻറ്റിൽ നമ്മൾ പഠിക്കുന്ന ഒരു തിയറിയുണ്ട്, ഷിപ്പിലുള്ള ലീഡറെയാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ കേരളത്തിൻ്റെ സമുന്നതനായ, ആദരണീയനായ, ആരാധ്യനായ ഈ ഗവൺമെൻറ്റിൻ്റെ ചാലകശക്തിയായി മുന്നിൽ നിന്ന് നയിക്കുന്ന കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവറുകളെ ഈ ബിസിനസ് മീറ്റിലേക്ക് ഹൃദയപൂർവ്വം ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കേരളത്തിൻ്റെ സമ്പദ്ഘടന പരിപോഷിപ്പിക്കുകയും കാത്തുസൂക്ഷിക്കുകയും ചെയ്യുന്ന, കേരളത്തിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ എല്ലാം വിഭാവനം ചെയ്ത് പദ്ധതികൾ നടപ്പാക്കുന്ന കേരളത്തിൻ്റെ ആദരണീയനായ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാൽ അവറുകളെ ഈ ബിസിനസ് മീറ്റിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പാർലമെൻറ്റിൽ പ്രവാസികളുടെ ശബ്ദമായും സമൂഹത്തിൻ്റെ ശബ്ദമായി വിരാജിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ശ്രീ ജോൺ ബ്രിട്ടാസ് MBA ഈ ബിസിനസ് മീറ്റിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട മെമ്പർ ഓഫ് പാർലമെൻറ്റ് ശ്രീ ജോസ് കെ മാണി അവറുകളെയും ഈ ബിസിനസ് മീറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏത് ഉദ്യോഗസ്ഥ മീറ്റിങ്ങിലും എങ്ങനെ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്നും 100% എങ്ങനെ നമുക്ക് ഒരു ഡിജിറ്റൽ സംവിധാനം പ്രയോജനപ്പെടുത്തണമെന്നും ഞങ്ങളോട് എപ്പോഴും ഉപദേശിക്കുകയും എപ്പോഴും നമുക്ക് അതിനുള്ള മാർഗനിർദ്ദേശവും ചെയ്യുന്ന കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി ഡോക്ടർ VP ജോയി അവറുകളെ ഈ ബിസിനസ് മീറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ നോർക്ക ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ ഇൻഡസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റും ഒരുപോലെ നല്ല രീതിയിൽ പ്രവാസികൾക്കുമായി ഇടപെട്ടുകൊണ്ട് സംവദിച്ചുകൊണ്ട് ഇടപെടുന്ന നോർക്കയുടെയും ഇൻഡസ്ട്രിയുടെയും സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ സോം പിള്ള IAS അദ്ദേഹത്തെയും ഈ ഒരു ബിസിനസ് മീറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. IT സെക്രട്ടറി ശ്രീ രത്നം കർക്കേക്കർ അവരുകളെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നോർക്ക റൂട്ട്സിൻ്റെ റെസിഡൻറ്റ് വൈസ് ചെയർമാനും മുൻ നിയമസഭാ സ്പീക്കറുമായ ശ്രീ ശ്രീരാമകൃഷ്ണൻ അവരുകളെ ഈ ബിസിനസ് മീറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നോർക്ക റൂട്ട്സ് ഡയറക്ടേഴ്സായ ഡോക്ടർ M അനിരുദ്ധൻ, വ്യവസായ ലോകത്തും മാനുഷിക ലോകത്തും പ്രവാസികളുടെ ശബ്ദമായി മാറിയ ഡോക്ടർ രവിപിള്ള അവരുകളെയും ഈ ഒരു ബിസിനസ് മീറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നോർക്ക റൂട്ട്സ് ഡയറക്ടറായ ശ്രീ JK മേനോൻ അവരുകളെയും ഈ ബിസിനസ് മീറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെയും ഈ ബിസിനസ് മീറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ആമുഖ പ്രസംഗത്തിനായി നോർക്ക റൂട്ട്സ് ഡയറക്ടറും ചീഫ് കോർഡിനേറ്റർ LKS മേഖലാ സമ്മേളനം ഡോക്ടർ M അനിരുദ്ധനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, ആദരണീയനായ സ്പീക്കർ, മറ്റു അഭിവന്ദ്യരായ കേരളത്തിലെ പ്രധാനപ്പെട്ട
സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരിൽ, ആദരണീയരായ മറ്റ് സുഹൃത്തുക്കളെ, വളരെ സന്തോഷത്തോടുകൂടിയാണ് ഈ ദിവസം നമുക്ക് വന്നുകൂടിയിരിക്കുന്നത്. മാസങ്ങളായി നമ്മൾ തുടങ്ങിയ പ്രിപ്പറേഷൻസ് ശരിയായ ഒരു രീതിയിൽ കൊണ്ടുവരിക, അതിൽ നിന്നുത്ഭുതമാകുന്ന മറ്റ് പരിപാടികളിലേക്ക് കേരളത്തിനെ നയിച്ചു കൊണ്ടുപോവുക, അതിന് നേതൃത്വം കൊടുക്കുക എന്ന ആ ഒരു കർത്തവ്യത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞ വന്നവരാണ് നേർക്കുറെ ഇവിടെ ഉള്ളത്. ഈ ഏത് മാറ്റത്തിനും എപ്പോഴും അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകാറില്ല. ലോക ചരിത്രത്തിൻ്റെ വിവിധ ഏടുകൾ മറിച്ചു നോക്കിയാൽ നമുക്ക് കാണാം, കോപ്പർനിക്കസ് മുതൽ ഡാർവിൻ മുതൽ മൈക്രോസോഫ്റ്റിൻ്റെ അവസാനത്തെ പദവിയും ഓരോ കാലഘട്ടങ്ങളെയും നമ്മൾ മാറ്റി നോക്കിയാൽ കാണാം എത്രത്തോളം എതിരുകളാണ് മാറ്റങ്ങൾക്ക് വേണ്ടി ഉണ്ടായത്. അങ്ങനെ ഉണ്ടായ എതിരുകളുടെ സമാഹാരങ്ങൾക്ക് എഗെയിൻസ്റ്റായിട്ട് നീന്തി ആണ് മനുഷ്യൻ്റെ പുരോഗതി ഉണ്ടായിട്ടുള്ളത്. ഇപ്പോഴത്തെ ഇതിൽ തന്നെ നോക്കിയാൽ മൈക്രോസോഫ്റ്റിലെ ചേഞ്ചസ് വന്നതോടു കൂടി ഏകദേശം ലോകത്തിൻ്റെ വ്യവസ്ഥ തന്നെ അവർ മാറ്റിയെടുത്തു. അതിനുശേഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രക്രിയയാണ് ഇന്ന് കേരളത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം I'm sorry, I'm actually probably tied up a lot, and so my voice has been, kind of evaporated. And so what I want to tell you is that the changes always happened was for the other big changes which was coming into action. And the latest change, what we are undergoing, what we are facing now, is how we can change how we can bring all these changes and be a part of the prosperity Kerala wants to bring in. So I'm not going to lengthen my speech, and I'm very happy everybody is here, everybody is supporting us, and we will be continuing our effort along with all other agencies in this venture. Thank you very much. അടുത്തതായി ഈ ബിസിനസ് മീറ്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കാനായി ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ ക്ഷണിക്കുന്നു. സഹോദരീ സഹോദരന്മാരെ, ലോക കേരള സഭയുടെ ഭാഗമായി ഇവിടെ ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കാനായത് അങ്ങേയറ്റം സ്വാഗതാർഹമായ കാര്യമാണ്. നമ്മുടെ നാടിൻ്റെ പൊതുവായ പുരോഗതിയെക്കുറിച്ചും അഭിവൃദ്ധിയെക്കുറിച്ചും ഒട്ടേറെ ആശയങ്ങളുള്ളവരാണ് പ്രവാസി മലയാളികൾ. അതിൽ ലോകത്തെ തന്നെ ഏറ്റവും സമ്പന്നമായ രാഷ്ട്രത്തിൻ്റെ
ഭാഗമായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ് അമേരിക്കൻ മലയാളികൾ. സ്വാഭാവികമായും സ്വന്തം നാടിനെ ഏത് രീതിയിൽ അഭിവൃദ്ധിയിലേക്ക് നയിക്കാമെന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ മിക്കവാറും ആളുകൾക്ക്, ഇവിടെയുള്ളവർക്ക് ഉണ്ടാകും. കേരളത്തിൻ്റെ വികസനത്തിൽ പ്രധാന പങ്കുവഹിക്കാൻ കഴിയുന്നതാണ് നിക്ഷേപങ്ങൾ ആകർഷിക്കലും അതിൻ്റെ ഭാഗമായി പുതിയ സംരംഭങ്ങൾ ഉണ്ടാകലും. ഈ കാര്യത്തിൽ പങ്കുവഹിക്കാൻ കഴിയുന്ന അമേരിക്കൻ മലയാളികളാണ് ഇവിടെ പ്രധാനമായും സമ്മേളിച്ചിട്ടുള്ളത്. നമ്മുടെ നാടിൻ്റെ വികസനമെന്ന് പറയുമ്പോൾ അത് വെറും നിക്ഷേപങ്ങളിലൂടെയും പുതിയ സംരംഭങ്ങളിലൂടെയും മാത്രം ഉണ്ടാവേണ്ടതല്ല എന്നെല്ലാവർക്കും അറിയാം. പക്ഷേ വികസനത്തിൽ പ്രധാന പങ്ക് നിക്ഷേപങ്ങൾക്കും പുതിയ സംരംഭങ്ങൾക്കും വഹിക്കാനാകുകയും ചെയ്യും. കേരളത്തിൻ്റെ പൊതുവികസനം അത് സർവതലസ്പർശിയും സാമൂഹ്യനീതി അധിഷ്ഠിതവുമായ വികസനമെന്നാണ് നാം പൊതുവെ അംഗീകരിച്ചിട്ടുള്ളത്. ഈയൊരു ഭാഗം വളരെ പ്രധാനമാണ്. വികസനം രണ്ട് തരത്തിലാകാം. ഒന്ന്, പ്രദേശങ്ങളെ താരതമ്യപ്പെടുത്തിയാൽ ചില പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള എല്ലാ വികസനങ്ങളും നടക്കുക. എന്നാൽ അത് കഴിഞ്ഞാൽ പിന്നീടുള്ള പ്രദേശങ്ങൾ വികസനത്തിൻ്റെ സ്പർശമേൽക്കാത്തതായിരിക്കും. അതേപോലെ തന്നെ ജനവിഭാഗങ്ങളിൽ ഒരു വിഭാഗം വികസനത്തിൻ്റെ എല്ലാ അംശങ്ങളും ഉൾക്കൊള്ളുന്നവരായിരിക്കും. എന്നാൽ വലിയൊരു ഭാഗം വികസനത്തിൻ്റെ സ്വാദ് അറിയാത്തവരായിരിക്കും. ഈ ഒരു വികസന രീതിയല്ല കേരളത്തിൽ നാം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് സർവതലസ്പർശിയായ വികസനം എന്ന് പറയുന്നത്. നമുക്കറിയാം, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഉള്ള ജില്ലകൾ ഏകദേശം ഒരു വലിയ പട്ടണത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നത് പോലെയുള്ള ഒരു നാടാണ് കേരളം. ഗ്രാമ നഗര വ്യത്യാസം വലിയ തോതിലില്ലാത്ത ഒരു പ്രദേശം. ഏതാനും വർഷങ്ങൾ കഴിഞ്ഞാൽ 95% ആളുകളും നഗരവാസികളുടേതായ നിലയിലേക്ക് എത്തും. അതായത് നഗരവൽക്കരണം അത്ര വേഗതയിലാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് സമാനമായി നമ്മുടെ രാജ്യത്ത്
ഒരു സംസ്ഥാനത്തെയും കാണാനാവില്ല. എവിടെയും എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങുകയാണ്. ഇന്നത്തെ ഏറ്റവും ആധുനികമായ സൗകര്യങ്ങൾ ഇൻ്റർനെറ്റ് മുഖേനയാണല്ലോ ലഭിക്കുന്നത്. ഇൻ്റർനെറ്റ് കേരളത്തിൽ ജീവിക്കുന്നവരുടെ അവകാശമാണ് എന്ന് നേരത്തെ തന്നെ സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ആ ഇൻ്റർനെറ്റ് എല്ലാവർക്കും ലഭ്യമാക്കുന്നതിനാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റേതായിട്ട് തന്നെ K-ഫോൺ എന്ന സംവിധാനം വന്നു കഴിഞ്ഞിട്ടുള്ളത്. എല്ലായിടങ്ങളിലും ഇൻ്റർനെറ്റ് സൗകര്യം ലഭ്യമാകുന്നു. വലിയ മലമ്പ്രദേശങ്ങളിലടക്കം അത്തരം സൗകര്യങ്ങൾ ലഭ്യമാകുന്നൊരു സംസ്ഥാനമായി കേരളം മാറുന്നു. ഇതിൻ്റെ ഫലമായി വരാൻ പോകുന്നത് ഡിജിറ്റൽ ഡിവൈഡ്, അത് ഇല്ലാതാകുന്നു എന്നുള്ളതാണ്. എല്ലാവർക്കും എല്ലാം പ്രാപ്യമാകുന്ന ഒരു നാടായി നമ്മുടെ നാടിനെ മാറ്റുക, അതിനനുസരിച്ച് ഉള്ള മാറ്റം കേരളത്തിൽ നല്ലതുപോലെ വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് കാണാൻ നമുക്ക് കഴിയും. അതോടൊപ്പം യാത്രാ സൗകര്യത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിൽ ഇപ്പം തന്നെ 4 എയർപോർട്ടുകൾ പ്രവർത്തിക്കുന്നു. തിരുവനന്തപുരവും കൊച്ചിയും കോഴിക്കോടും കണ്ണൂരും. ഒരു ചെറിയ സംസ്ഥാനത്ത് 4 അന്താരാഷ്ട്ര എയർപോർട്ടുകൾ. എന്നാൽ അവിടം കൊണ്ട് നിർത്തുന്നില്ല. 5ാമത്തെ എയർപോർട്ട് ശബരിമല എയർപോർട്ട് എന്ന രീതിയിൽ വരാൻ പോവുകയാണ്. അതിൻ്റെ തത്വത്തിലുള്ള അംഗീകാരം കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ലഭ്യമായി കഴിഞ്ഞു. ഇത് എയർ കണക്ടിവിറ്റിയുടെ കാര്യം. റോഡുകളുടെ നിലയെടുത്താൽ കേരളത്തിലുള്ളവർ ഏറ്റവും കൂടുതൽ ആശ്ചര്യം പ്രകടിപ്പിച്ച ഒരു കാര്യം, ഈ കേരളത്തിലൊരു അരിക്കൊമ്പനുണ്ടല്ലോ, ആ അരിക്കൊമ്പനെ പിടിച്ചു കൊണ്ടുപോകുമ്പോഴായിരുന്നു. അപ്പോൾ മലയോരത്തുള്ള റോഡുകളാണ് ആളുകൾ കാണുന്നത്. അതീവ ഭംഗിയിൽ ഒരുക്കിയിട്ടുള്ള റോഡുകൾ. അപ്പോൾ കേരളത്തിൽ എല്ലായിടങ്ങളിലും ആ നിലയിലുള്ള റോഡ് കണക്ടിവിറ്റി വരുന്നു. അതോടൊപ്പം നമ്മുടെ ജലഗതാഗതം നല്ല തോതിൽ വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെ പുതിയൊരു 600 കിലോമീറ്ററിലധികം ദൈർഘ്യമുള്ള പുതിയൊരു ജലപാത കോവളം മുതൽ ബേക്കൽ വരെയുള്ള ജലപാതയുടെ നിർമ്മാണം അതിവേഗതയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. സമയബന്ധിതമായി തന്നെ പൂർത്തിയാക്കാനാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിന് അല്പം കുറവുള്ളത് റെയിൽ കണക്ടിവിറ്റിയുടെ കാര്യത്തിലാണ്. റെയിൽ കണക്ടിവിറ്റി വലിയ തോതിൽ മെച്ചപ്പെടേണ്ടതായിട്ടുണ്ട്. നമ്മുടെ സഞ്ചാരത്തിൻ്റെ സമയം എടുത്താൽ പഴയ സമയവും പുതിയ സമയവും തമ്മിൽ വലിയ വ്യത്യാസമില്ല എന്ന് കാണാൻ നമുക്ക് കഴിയും. എല്ലാ ട്രെയിനുകളും നല്ല സമയമെടുത്താണ് ഓടുന്നത്. ഇപ്പോൾ
പുതിയൊരു ട്രെയിൻ നല്ല വേഗതയിൽ ഓടുന്ന വന്ദേ ഭാരത് വന്നപ്പോൾ അത് നല്ല സ്വീകാര്യത ജനങ്ങളിലുണ്ടാക്കി. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യവും അതിലൂടെ പറയാതെ ജനങ്ങൾ പറഞ്ഞു വെക്കുകയായിരുന്നു. നേരത്തെ റെയിൽ എന്നൊരു പദ്ധതി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിരുന്നു. അതിന് കേന്ദ്രത്തിൻ്റെ അനുമതി ലഭ്യമാകേണ്ടതുണ്ട്. അതിന് ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആർക്കും മനസ്സിലാകാത്ത ചില കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ആ റെയിൽ പദ്ധതിയെ പൂർണ്ണമായി അട്ടിമറിക്കുന്ന, അതിനെ എതിർക്കുന്ന നില ഒരു ഭാഗം സ്വീകരിച്ചു. അല്പം ശരിയല്ലാത്ത നിലപാട് ആ ഘട്ടത്തിൽ പല കോണുകളിൽ നിന്നുണ്ടായി. വിവിധ തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിലേക്ക് ചെന്നു. ഇതിന് അനുമതി നൽകാൻ പാടില്ല എന്ന്. ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇപ്പോൾ അനുമതി ലഭ്യമായില്ലെങ്കിലും നാളെ യാഥാർത്ഥ്യമാകുന്ന ഒന്നായിരിക്കും ആ സെമി ഹൈ സ്പീഡ് റെയിൽ എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. കാരണം നാടിൻ്റെ വികസനത്തിൽ യാത്രയുടെ സൗകര്യങ്ങൾ വേണ്ട തോതിൽ ഉണ്ടാവുക എന്നത് ഏറ്റവും പ്രധാനമാണ്. ഞാനിതെല്ലാം പറഞ്ഞത്, നേരത്തെ ഒരാൾ നമ്മുടെ കേരളത്തിൽ നിക്ഷേപത്തിന് തയ്യാറായി വന്ന് ഒരിടത്തിറങ്ങി അദ്ദേഹത്തിൻ്റെ സൈറ്റിലേക്ക് പോകാൻ തയ്യാറായാൽ വളരെ കൂടുതൽ സമയമെടുത്തേ സൈറ്റിലെത്തും. കാരണം യാത്രാ സൗകര്യം കുറവാണ്, റോഡ് വലിയ തോതിൽ നീങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അതിൻ്റെയൊക്കെ ഭാഗമായി ആ യാത്രയോടുകൂടി തന്നെ മനം മടുത്ത് മറ്റേതെങ്കിലും സ്ഥലത്ത് നിക്ഷേപമാകാം എന്ന് കരുതി കേരളത്തിൽ നിക്ഷേപിക്കാൻ വന്നയാൾ ആ യാത്രയോടുകൂടി അവസാനിപ്പിച്ച് മറ്റൊരിടത്ത് പോയി നിക്ഷേപിച്ച അനുഭവം നമ്മുടെ മുന്നിലുള്ളതാണ്. ഒന്നല്ല, ഒട്ടേറെ അനുഭവങ്ങൾ. ആ ഒരു സാഹചര്യം ഇപ്പോഴില്ല. അതോടൊപ്പം തന്നെ ഇവിടെ നിക്ഷേപ സാഹചര്യത്തിന് ആവശ്യമായ മറ്റ് സൗകര്യങ്ങൾ, അതിൽ നേരത്തെ കേരളമെന്ന് ഞാൻ പറയുന്നത് 2016 മുൻപുള്ള അവസ്ഥയാണ്. അന്ന് ഒരു പദ്ധതിക്ക് വേണ്ടി അപേക്ഷ കൊടുത്താൽ ആ അപേക്ഷ പ്രോസസ്സ് ചെയ്ത് വരാൻ വലിയ കാലതാമസമായിരുന്നു. ഇവിടെ തുടങ്ങാൻ ആലോചിച്ചു. അതിൻ്റെ ഭാഗമായി വിവിധ ഓഫീസുകൾ കയറിയിറങ്ങൽ നടത്താനാവുന്നില്ല. അവസാനം അതിലും മനമെടുത്ത് ഏതായാലും ഇവിടെ വേണ്ട എന്ന് പറഞ്ഞ് സംസ്ഥാനം വിട്ടുപോയ വ്യവസായ സംരംഭകർ ഉണ്ടായിരുന്നു എന്നത് നമ്മുടെ നാടിൻ്റെ അനുഭവമാണ്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കേരളത്തിൻ്റെ വ്യവസായ സൗഹൃദ അന്തരീക്ഷം മെച്ചപ്പെടണം എന്ന് കണക്കിലെടുത്ത് അതിൻ്റെ ഭാഗമായുള്ള നിയമപരമായ മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിന് അത്തരമൊരു പരിശോധന നടത്തിയപ്പോൾ ചില നിയമവ്യവസ്ഥകൾ തടസ്സം നിൽക്കുന്നു. ചില ചട്ടങ്ങൾ കാലാനുസൃതമായി പരിഷ്കരിക്കേണ്ടതുണ്ട്.
അതുകൊണ്ട് തന്നെ 10ഓളം നിയമങ്ങളാണ് ഭേദഗതി ചെയ്തത്. അതിൻ്റെ ഭാഗമായി ചട്ടങ്ങളും കാലാനുസൃതമായി മാറ്റം വരുത്തി. അതോടൊപ്പം നിക്ഷേപത്തിന് സൗഹൃദപരമായ അന്തരീക്ഷം ഒരുക്കുന്നതിന് ആവശ്യമായ മറ്റ് നടപടികളിലേക്ക് കടന്നു. അതിൽ ഒരു നിക്ഷേപകൻ നിക്ഷേപത്തിന് തയ്യാറായി വന്നാൽ ആദ്യഘട്ടത്തിൽ മറ്റ് അനുമതികളില്ലാതെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രോജക്റ്റ് ആരംഭിക്കാം. നിശ്ചിത കാലയളവിനുള്ളിൽ 3 വർഷം, ആ കാലയളവിനുള്ളിൽ അനുമതികൾ ലഭ്യമാക്കിയാൽ മതി. നേരെ പ്രോജക്റ്റ് ആരംഭിക്കാൻ നിലയെടുക്കുക. ഇത് വലിയ മാറ്റം കേരളത്തിൻ്റെ പൊതുവായ അന്തരീക്ഷത്തിൽ ഒരുക്കിയിരിക്കുന്നു. ഇവിടെ നേരത്തെ K-SWIFTനെ പറ്റി പറയുകയുണ്ടായി. ഇത്തരം സൗകര്യങ്ങളെല്ലാം ഒത്തിണങ്ങി ഒരേ രീതിയിൽ ഉയർന്നു വരുന്നതിനാവശ്യമായ നിയമപരമായ ഒരുക്കങ്ങളാണ് അതിൻ്റെ ഭാഗമായി വന്നിട്ടുള്ളത്. മാറ്റം പ്രകടമാണ്. നമ്മുടെ കേരളത്തിൽ നിക്ഷേപം നടത്താൻ തയ്യാറായിക്കൊണ്ട് ബഹുരാഷ്ട്ര കമ്പനികൾ തന്നെ പലതും വരാൻ തയ്യാറായിരിക്കുന്നു. നേരത്തെ നിസ്സാൻ വന്നിട്ടുണ്ട്, ടോറസ് അവിടെ എത്തിയിട്ടുണ്ട്, എയർബസ് ഉണ്ട്. അങ്ങനെ ഒരു നിരയെ നമുക്ക് പുതുതായി നിക്ഷേപിക്കുന്നവരായി കാണാൻ സാധിക്കും. നേരത്തെ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം, നമ്മുടെ വ്യവസായികൾക്ക് തൊഴിലന്തരീക്ഷം കേരളത്തിൽ ഏറ്റവും മെച്ചപ്പെട്ടതായിരുന്നു. എന്നാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ 2 പ്രശ്നങ്ങൾ വല്ലാതെ അലട്ടിയിരുന്നു. ഒന്ന്, നോക്കുകൂലിയുടെ പ്രശ്നം. നോക്കുകൂലിയുടെ പ്രശ്നം പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. സർക്കാർ അതുമായി ബന്ധപ്പെട്ട് എല്ലാ ട്രേഡ് യൂണിയനുകളെയും ഒന്നിച്ച് വിളിച്ചു ചേർത്തു. അതിൻ്റെ ഭാഗമായി ഇത്തരമൊരു പ്രശ്നം അവരുടെ മുന്നിൽ അവതരിപ്പിച്ചപ്പോൾ എല്ലാ ട്രേഡ് യൂണിയൻ നേതാക്കളും ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഞങ്ങൾ ജോലി എടുത്താൽ കൂലി വേണമെന്ന് പറയുന്നവർ മാത്രമാണ്. ജോലി എടുക്കാതെ ഒരാൾക്ക് വേതനം കൊടുക്കണമെന്ന് പറയാൻ ഞങ്ങളാരുമില്ല. അപ്പോൾ എല്ലാവരും പിന്തുണ നൽകി. അങ്ങനെ നോക്കുകൂലി പൂർണ്ണമായി തന്നെ നിരോധിക്കുന്ന അവസ്ഥ വന്നു. ഇപ്പോൾ ഏതെങ്കിലും ഒരാൾ നോക്കുകൂലി വാങ്ങുന്നതിന് തയ്യാറായാൽ കുറ്റകരമായ നടപടിയാണത്. കുറ്റങ്ങൾക്ക് നേരെ എന്താണോ സാധാരണ നടപടിയെടുക്കുക, ആ നടപടികൾ ഈ കുറ്റം ചെയ്തയാൾക്ക് നേരെയും കേരളത്തിൽ സ്വീകരിക്കും. നമുക്കത് ഒഴിവാക്കാൻ കഴിഞ്ഞുവെന്നർത്ഥം. പിന്നീട് പ്രശ്നമുണ്ടായത്, ചില പ്രവർത്തികൾ നടക്കുമ്പോൾ ചിലർ ചെന്ന് പറയുകയാണ്, ഞങ്ങൾ ഇന്ന സംഘടനയുടെ ആളാണ്, ഞങ്ങളെ സംഘടനയുടെ ഭാഗമായി ഇത്ര ആളുകൾക്ക് തൊഴിൽ കൊടുക്കണം എന്ന്. അത് കുറേ പ്രയാസങ്ങൾ സൃഷ്ടിച്ചിരുന്നു. ആ കാര്യവും ട്രേഡ് യൂണിയനുകളുമായി ചർച്ച ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ തൊഴിൽ നൽകാൻ നിൽക്കുന്ന സംഘടനകളല്ല, തൊഴിലെടുക്കുന്നവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം നിൽക്കുന്നവരാണ്. അതുകൊണ്ട് ഞങ്ങളുടേതായിട്ട് ആർക്കും ഇത്തരമൊരു നിലപാടെടുക്കാൻ പറ്റില്ല. അതും പൂർണ്ണമായി
ഒഴിവാക്കാനായി കേരളത്തിൻ്റെ വ്യവസായ സൗഹൃദ അന്തരീക്ഷം മെച്ചപ്പെടുന്നതിന് ഇത്തരത്തിലുള്ള ഒട്ടേറെ നടപടികൾ ഇടയാക്കിയിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. ഇതിൻ്റെ ഭാഗമായി തന്നെ കേരളത്തിൽ നല്ല തോതിൽ നിക്ഷേപങ്ങൾ വർദ്ധിക്കുന്നതായി കാണാൻ നമുക്ക് സാധിക്കും. ഇപ്പോൾ ഏറ്റവും ആകർഷകമായ വ്യവസായ നയം സർക്കാർ അംഗീകരിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി നിക്ഷേപകർക്ക് ആവശ്യമായ ഒട്ടേറെ സൗകര്യങ്ങൾ, സഹായങ്ങൾ എല്ലാം പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എല്ലാറ്റിൻ്റെയും വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. മറ്റു കാര്യങ്ങൾ വേണമെങ്കിൽ പിന്നീട് ഇവിടെ വ്യക്തമാക്കുന്നതുമായിരിക്കും. എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുണ്ടെങ്കിൽ അതിവിടെ വ്യക്തമാക്കുക തന്നെ ചെയ്യും. ഏതായാലും നിക്ഷേപങ്ങൾ നല്ല രീതിയിൽ വർദ്ധിക്കുന്നതിനിടയാക്കുന്ന പൊതുവായ അന്തരീക്ഷം കേരളത്തിൽ ഉയർന്നു വന്നു എന്നാണ് കാണാൻ നമുക്ക് സാധിക്കുക. അതോടൊപ്പം നാം കാണേണ്ട കാര്യം, നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ വർഷം ഒരു സംരംഭക വർഷമായിട്ടെടുത്തു. 1,00,000 പുതിയ സംരംഭങ്ങൾ ചെറുകിട ഇടത്തരം എന്ന നിലയിൽ സംരംഭങ്ങളാകാമെന്നാണ് വെച്ചത്. അതാണ് ഒരു ടാർഗറ്റായി വെച്ചത്. അപ്പോൾ ആ ടാർഗറ്റ് വെച്ചപ്പോൾ ചിലർക്കെല്ലാം ഒരു സംശയം മനസ്സിലെങ്കിലും ഉണ്ടായിരുന്നു, ഈ 1,00,000 എന്ന് പറയുന്നത് അത്ര വേഗം നടപ്പാകുമെന്നുള്ളത്. പക്ഷേ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ 8 മാസമാകുമ്പോഴേക്കും 1,00,000 ഈ പറഞ്ഞ ഒരു വർഷത്തിൽ 1,40,000 സംരംഭങ്ങളാണ് വന്നത്, 1,00,000 പകരം. ഇതാണ് നാടിൻ്റെ പൊതുവായ അന്തരീക്ഷം. നല്ല മാറ്റം പൊതുവെ വന്നിരിക്കുന്നു എന്നർത്ഥം. 3,00,000-ഓളം ജീവനക്കാർക്ക് തൊഴിലവസരങ്ങൾ ഇതിൻ്റെ ഭാഗമായി ലഭ്യമാവുകയാണ്. ഇതിൽ നിന്ന് ഇനി 100 കോടിയുടെ സ്ഥാപനങ്ങളാക്കി മാറ്റാൻ, ഒരു 1000 സ്ഥാപനങ്ങളെ ആ രീതിയിൽ മാറ്റാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ ഡെവലപ്പ് ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനാവശ്യമായ സഹായവും പിന്തുണയുമെല്ലാം സർക്കാർ നൽകി വരികയാണ്. അപ്പോൾ പൊതുവെ നിക്ഷേപത്തിന് ഏറ്റവും പറ്റിയ ഒരു നാടായി കേരളം മാറിയിരിക്കുന്നതെന്താണ് കാണാൻ നമുക്ക് സാധിക്കുക. എല്ലാ നിക്ഷേപവും കേരളത്തിൽ വരാൻ പറ്റില്ല. കാരണം നമ്മുടെ നാടിൻ്റെ പ്രത്യേകതക്കനുസരിച്ചുള്ള നിക്ഷേപങ്ങൾ മാത്രമേ പറ്റൂ. പരിസ്ഥിതിക്ക് വല്ലാതെ കോട്ടമുണ്ടാക്കുന്ന ഒരു സംരംഭവും പുതുതായിട്ട് അനുവദിക്കാൻ നമുക്കാവില്ല. അത്തരത്തിൽ ഒരു നിലപാട് കൂടി ഉണ്ട് എന്നത് നാം ഈ അവസരത്തിൽ തന്നെ കാണേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം IT മേഖല വലിയ കുതിപ്പിലാണിപ്പോൾ നിൽക്കുന്നത്. നല്ല രീതിയിൽ IT മേഖല വളർന്നുകൊണ്ടിരിക്കുകയാണ്. സ്റ്റാർട്ടപ്പുകളുടെ ഏറ്റവും പ്രധാന കേന്ദ്രമായിട്ടാണ് കേരളം നിൽക്കുന്നത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും പ്രധാന കേന്ദ്രമായി കേരളം സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിൽ മാറിയിരിക്കുകയാണ്. വിവിധ IT സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനുള്ള നടപടികൾ അവിടെ നടന്നു വരുന്നുണ്ട്. നമുക്കറിയാം, ഇന്ത്യയിൽ ആദ്യമായി IT മേഖലയിൽ ഒരു പാർക്ക്, ടെക്നോ പാർക്ക് തിരുവനന്തപുരത്ത് ഉണ്ടാകുന്നത് കേരളത്തിലാണ്. പക്ഷേ നമുക്ക് ശേഷം IT രംഗത്ത് വന്ന ചില സംസ്ഥാനങ്ങൾ പിന്നീട് വലിയ തോതിൽ
വലിയ വേഗതയിൽ പുരോഗതി നേടിയ എന്ത് വസ്തുതയാണ്. അതുകൊണ്ട് നാം നിരാശപ്പെടേണ്ടതായിട്ടില്ല. നമ്മുടെ വേണ്ട രീതിയിലുള്ള ശ്രദ്ധ ആ കാര്യത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് പുറകിലായിപ്പോയത്. ഏതായാലും ഇപ്പോൾ നല്ല നീക്കങ്ങളാണ് നടക്കുന്നത്. കേരളത്തിൻ്റെ IT മേഖല വലിയ കുതിപ്പിലാണിപ്പോൾ. അതിൻ്റെയും വിശദാംശങ്ങളെല്ലാം ഇവിടെ പിന്നീട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കും. ഇപ്പോൾ കേരളത്തിലുള്ള പ്രധാനപ്പെട്ട 3 IT പാർക്കുകൾ, ഒന്ന് തിരുവനന്തപുരത്ത്, മറ്റൊന്ന് കൊച്ചിയിൽ, പിന്നൊന്ന് കോഴിക്കോട്. ഇപ്പോൾ സംസ്ഥാന സർക്കാർ 2 പാർക്കുകൾ കൂടി ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒന്ന് കൊല്ലത്തും മറ്റൊന്ന് കണ്ണൂരിലും. മാത്രമല്ല IT ഇടനാഴി, അതിൻ്റെ ഭാഗമായി പുതിയ സ്ഥാപനങ്ങൾ വരിക. അത് തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തേക്കുള്ളതും കൊച്ചിയിൽ നിന്ന് കൊരട്ടി ആ ഭാഗത്തേക്കുള്ളതും കോഴിക്കോട് നിന്ന് കണ്ണൂർ ഭാഗത്തേക്കുള്ളതുമായ ഒരു ഇടനാഴി, അതിൻ്റെ ഭാഗമായുള്ള സ്ഥലമെടുക്കാനൊക്കെയുള്ള നടപടികൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വലിയ കുതിച്ചുചാട്ടമാണ് IT രംഗത്ത് ഉണ്ടാക്കാൻ പോകുന്നത്. ഇവിടെ നമ്മുടെ സംസ്ഥാനത്താണ് രാജ്യത്ത് ആദ്യമായിട്ട് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായത്. ആ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായി ഒരു ഡിജിറ്റൽ സയൻസ് പാർക്ക് ഇപ്പോൾ നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ ആ സയൻസ് പാർക്ക് മാത്രമല്ല, അതിനു പുറമെ 3 പാർക്ക് കൂടി കേരളത്തിൽ വരാൻ പോവുകയാണ്, സയൻസ് പാർക്കുകൾ എന്ന നിലക്ക്. ഇതെല്ലാം നമ്മുടെ വലിയ തോതിലുള്ള പുരോഗതിക്ക് ഇടയാക്കുന്ന കാര്യങ്ങളാണ്. അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയവരായിരിക്കും നിങ്ങൾ. ഏതായാലും നിങ്ങളിൽ ചിലരെങ്കിലും ഇപ്പോൾ കേരളത്തിൽ നിക്ഷേപം നടത്തിയിട്ടുള്ളവരാകാം, ഇനി നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്ന പലരുമുണ്ടാകാം. ഇപ്പോഴുള്ളവർക്ക് എല്ലാ സൗകര്യങ്ങളും പിന്തുണയും അവിടെ ലഭ്യമാകുന്നുണ്ട്. ഇനി ആവശ്യമായ എല്ലാ പിന്തുണയും സഹായവും എല്ലാ തരത്തിലും സർക്കാരിൽ നിന്ന് ലഭ്യമാവുകയും ചെയ്യും. അത്തരം വിശദാംശങ്ങളെല്ലാം ഇവിടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കും എന്നുള്ളത് കൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. എൻ്റെ കയ്യിലൊരു നോട്ടുണ്ട്, അത് വെച്ചിട്ട് ഞാൻ സംസാരിച്ചില്ല. കാരണം ഈ ലൈറ്റ് നേരെ നോക്കിയിട്ട് പിന്നെ ഇവിടെ നോക്കിയാൽ ഒന്നും കാണില്ല. അതുകൊണ്ടാണ് ആ നോട്ട് അവിടെ നിൽക്കട്ടെ എന്ന് ഞാൻ വെച്ചത്. മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദനം. Now I invite Mr. John Isaac, Chair of Loka Kerala Sabha Regional Meet B2B Organizing Committee and Vice President of Forest Hills Financial Group, to carry forward the session. താങ്ക് യു. ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സർ, കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട ഫൈനാൻസ് മിനിസ്റ്റർ, വേദിയിൽ ഉപവിഷ്ടായിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, ഏവർക്കും ഈ ബിസിനസ് മീറ്റിലേക്ക് സ്വാഗതം. ഈ അവസരത്തിൽ കേരളത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആൻഡ് നോർക്ക വ്യവസായ വകുപ്പിൻ്റെ സെക്രട്ടറിയും കേരളത്തിൻ്റെ വികസനത്തിനെക്കുറിച്ച്, ഭാവി വീക്ഷണങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ശ്രീ സുമൻ പിള്ള IAS അവരുകളെ ഈ അവസരത്തിൽ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു.
Good morning to all of you, Honorable Finance Minister, dignitaries on the dais, ladies and gentlemen. Over the next 20 minutes, I will try and walk you through what Kerala means as an investment destination, what is new and what the opportunities are. So to begin with, what the slide says is pretty much encapsulates the philosophy of Kerala. It says Kerala, nature, people, and industry. And we mean exactly that and in that order, because we do not want industry that violates our nature. We want an industry that supports our community and our people, and an industry which becomes the backbone of sustainable development for Kerala. Now, what this means is that we are effectively seeking smart investments for a sustainable tomorrow. So just to give you a context, in the year that went past, the Honorable Chief Minister told us, as he just mentioned, that why don't you set up 1 lakh new MSMEs during this financial year? So we said, okay, so we took on that challenge and we said that 3 lakh jobs would be created as a part of this campaign, because typically every year, Kerala gets 15,000 new MSMEs. So 1 lakh appeared to be quite a tall order. But when we started, as the Honorable Chief Minister said, 8 months into the campaign, we completed 1 lakh MSMEs, and at the end of the year, we were at 1 lakh 40,000. Now, what this means is that it has created over 3 lakh job opportunities and 8,000 crores of investment. And this 8,000 crores of investment has not come from venture capital funds or trans-border funds, but this is actually funding that has come from the people, from the grassroots above. So I think that is really the resilience of Kerala. And the reason why Kerala stands tall is because of some of these things which are there on the slide now. We are number one in the country in terms of healthcare. We're the first in terms of the quality of our school education. We are the first in the achievement of sustainable development goals. We are also number one in terms of public affairs. And we are a front runner in tourism, in the India Innovation Index, on energy efficiency, and on export preparedness. So I would like to walk you through these four pillars, as it were. I will tell you a little bit about what Kerala is, investor support ecosystem, and what the value proposition is for investments, and a little bit about investment sectors and the avenues that you could be looking at. So in terms of economic overview, as you know, we're the ninth largest economy in India. Our GSDP is 69 billion US dollars. That's a per capita income of 1,970 USD, which is higher than the national average. And if you look at the split that we have between the primary, secondary, and the tertiary sector, it is exactly as it should be for a well-evolved economy. So I think Kerala is almost there on the evolutionary curve, and we just need to kickstart the pace from here on. We have robust connectivity. We have 4 international airports. There's a 5th coming up. We have 2 major seaports. The one at Cochin is fully operational for several decades. The one at Vizhinjam, as you know, is going to come on stream later this year, and that's going to be a game changer for the southern part of Kerala in terms of development and infrastructure and the industrial resurgence that it would lead. We have 17 minor and intermediate ports, and we have Kochi Metro is truly world class now. So this energy piece is very critical, because when you want to start something, you always look at the sources of energy that we have. And one of the most important things that people overlook when they look at Kerala is that how the gas enablement of energy is happening in Kerala, because we have the Kochi-Mangaluru GAIL gas pipeline, which is already established. We have an LPG pipeline, which is the Kochi-Salem pipeline, which is already set up. We have the city gas distribution network, which is rapidly expanding itself across all the districts. So what this means is that gas as a source of energy is available to you at a fraction of the cost. And green hydrogen is something on which the government of Kerala has taken early position, and we're the first state to have set up a mission for establishing green hydrogen in India. So in terms of social infrastructure, we have a physical quality of life index, which is at par with developed nations. We have clean water and excellent air quality. We have a progressive thinking population, and we have one of the best law and order systems anywhere in the world. So in terms of innovation, we have my colleague Ratan Kelkar will speak to you a little bit
about this. We are world number one as a public business incubator. Kerala has been ranked as world number one as a public business incubator. We have 101 million fund of funds which has been set up for startups, which has been set up by the state of Kerala. We are first in Asia in procurement of affordable talents and fourth on the global ranking. And as you can see, venture capital funding is to the tune of 550 million USD, and 95% of our startups have been launched between 2016 and 2021. So that's a lot of progress that we are making. In terms of exports, Kerala's exports account for $6.7 billion. So typically, this looks like a big number, but when you compare it with the potential that Kerala has, I think we are only touching the tip of the iceberg. There's still a lot more headroom for us in terms of exports. The major sectors that you look at are marine products, petroleum products, engineering goods, organic and inorganic chemicals, spices, cashew, ready-made garments, etc. We have 18 agri-export zones. But I think the most important thing that I would like to draw your attention to is that 75% of spice exports which happen from India are from the state of Kerala. So we also account for over 33% of the global oleoresin market. So in terms of industrial infrastructure, again, there's a lot of infrastructure that is being built up. The Kochi-Bangalore Industrial Corridor is opening up almost 3,000 acres of land in the Palakkad corridor. Now, what this means is that there is going to be availability of land for setting up greenfield industry along that corridor, and that's going to be a huge enabler. Now, this Kochi-Bengaluru Industrial Corridor is a joint venture between the government of Kerala and the government of India. We've been able to acquire the land in record time as compared to any other state. We've been commended by the government of India, and that is fully ready to go. And we have over 147 sector-focused industrial parks in Kerala, and we have 3 new ones which are coming up. One is the MEDS Park in Trivandrum, the Petrochemical Park in Cochin, and the Rubber Park in Kottayam. And we've also recently announced the private industrial estate scheme for which we encourage people with land to come and set up private industrial estates. If you have 15 acres of land, you can set it up, and the government of Kerala will give you 3 crores to develop your primary infrastructure. We've already cleared 12 applications for setting up private industrial estates. So most of the investors want to know what is the ease of doing business in Kerala. And one of the things that we have done is the K-SWIFT, or the Kerala Single Window Interface for Fast and Transparent Clearance. Now, what this means for you as an investor is if you want to start a business in Kerala, and if it does not fall within the red category or the polluting category as it were, you can come start your business without taking any permissions, just with intimation. And before the end of 3 years is when you need to get your clearances. But if you are falling in the red category, or if your investment is over 50 crores, then all that you need to do is to make one single application, make your payments online, and you will get all your approvals digitally within a 30-day timeline. And not only that, you will get SMS updates at every point of time to update you on the progress of your application. Now, this is a commitment that we have, and we will make sure that your clearances come on time. The second thing that people also talk about in Kerala is about too many inspections, and we've had some industrial discourse which is about officials indiscriminately going for too many inspections. So one of the things that we have done is the cases, or the centralized inspection system. Now what this means is that no government official can randomly walk into any factory and say, I've come here to inspect. He needs to first log into that portal and say that I'm going here for an inspection. And what this means is that if you're visiting the same factory twice over the past 2 months, somebody is going to ask you a question as to what warranted that. So we've brought some control in it, and this is actually working very well over the past few months. And if you need to make any investment, even if it's not a full-fledged business proposal, but you just have it at the back of your mind, an idea that keeps you awake at night, please call this number 1800-890-1030. There will be somebody who will pick up your call. There will be somebody from KSIDC who will work along with you to see as to how to translate that dream into an investment and help you along the way to getting your clearances, preparing business plans, finding finance, etc.
So these are the key enablers of Kerala. We have access to future-ready skilled workforce. We are rapidly transitioning to the knowledge economy. We have a responsible investment agenda. We have untapped potential for high-tech and digital, and we have a robust logistics infrastructure and a very strong industrial policy that we have recently unveiled. So as you know, if you look at the skilled workforce that Kerala has, this is probably the biggest asset that Kerala has. People like you who have made the world their home and transformed several economies and several countries in the world. And I think this is the workforce that we have is truly talented, is truly world class. The idea is how do we get this workforce to work for Kerala to become a leader in economic growth? So if you look at our skills in healthcare are world class. Chances are that most of the healthcare workers anywhere in the world, there would be a good representation from Kerala. We have a very strong women's empowerment. We are the highest women's participation in the workforce in the country. We have a very large diaspora in 138 countries. We have a very strong industry academia collaboration. And not only that, we are a very strong market because there is no rural-urban divide between our markets. The whole of Kerala is one consumption entity, as it were. Our migration to the rapid knowledge economy is very rapid. We have established the country's first center of excellence in intelligent Internet of Things. We have set up the first non-affiliating research and teaching university in Kerala, which is called the Kerala University of Digital Sciences, Innovation and Technology. We've set up the Kerala Blockchain Academy and the Kerala Knowledge Economy Mission. In terms of responsible industrial investment agenda, the new industrial policy speaks completely about ESG-focused growth. That is environment, social, and governance framework. Whichever is the industry that we want to grow within this framework of industry. If it is a polluting industry, if it is something that does not support the people who live on the land, that industry is not for Kerala. And we've been in the forefront of promoting innovations. We've been amongst the top 3 performers in India in the state energy and climate index. We have a large untapped potential for renewable energy, and we have a very strong ecosystem. So in terms of high-tech and digital, we are the first state in the country to have made access to internet as a basic right. And the K-phone, which has been set up, which has been inaugurated by the Chief Minister just before he has come, actually makes this possible because this allows internet access to the poorest of the poor when they cannot afford, so that there is no digital divide in Kerala and equality of opportunity is extended to everybody. Kerala has the highest mobile network and optic fiber penetration in India, and we're the first state again in the country to have become 100% e-governance services. And the Honorable Chief Secretary has spearheaded this initiative. Today, all the services that a citizen needs in Kerala can be accessed online without having to visit offices in the first instance. In terms of logistics infrastructure, again, it is rapidly transforming, and I think the biggest showpiece that we have is the West Coast Canal, which runs from the north to the south of the state. Now, the West Coast Canal is now created into a navigable zone. Now, what this means is that not only does it make logistics, movement of goods and people possible, but it also creates an economic corridor on both sides for tourism, for manufacturing, for leisure activities, etc. So I think that's a big piece that's going to be coming in the next couple of years, and that will kickstart the economy in many ways across Kerala. The Virinjam International Seaport will be India's first deep water transshipment terminal, and we think that this will again be a game changer, and especially in the way it will give a fillip to the southern districts. So the industrial policy that we announced in 2023, I don't want to go through all of these things, but let me explain to you in a nutshell what the thought process has been. The idea is that there is no virtue in Kerala trying to do things that other states can do at half the cost and twice the scale. The advantage that Kerala has is manpower. And how do we use this manpower to leverage into areas that will work for the genius of Kerala and for the people of Kerala? So what we have done is we have said that let us target areas where we need to excel and not focus on everything else. So what we have come up
is these 22 priority sectors. So what Kerala will do from now on is not to say that I'm also interested in chemical, I'm also interested in metallurgy, but we're going to be saying that these are the 22 sectors that make sense for Kerala from a development perspective. These are the ones where we have early mover advantage, and we want to take an early position in sectors of not just tomorrow, but those of the day after, and then see how we usher in success. So the sectors are aerospace and defense, artificial intelligence, robotics and other breakthrough technologies, Ayurveda, it's one of our core competence, biotech and life sciences, design, electronic systems design and manufacturing, electric vehicles, engineering and R&D, food tech, graphene, high-tech farming and value-added plantation crops, high value-added rubber products, logistics and packaging, maritime, medical devices, pharma, nanotechnology, renewable energy, retail, robotics, 3D printing, and tourism and hospitality, which has been our strong suit. So as the Honorable Chief Minister mentioned, we've also put in some very attractive incentives for investments coming into this space now. We've said the first and foremost is SGST refund. That is, if you are going to be setting up a factory in Kerala, you will be paying about 18% as tax on that. That is the GST which accrues both to the center and the state. So on the capital investment, which will happen in the first 5 years, out of 18%, 9% of it would accrue to the state government. That entire 9% will be refunded back to you, and I'm very thankful to the Honorable Finance Minister to have cleared this at the first go. The other thing that we have said is that there will be 10% of the fixed capital investment will be given as an investment subsidy up to a maximum of 10 crores. We have said an employment enhancer incentive will also be given for employing more than 50% of the locals if they are employed in your company. After you cross the 50% threshold, there is a certain amount of money that will be given for every person that you employ over and above that. We have announced stamp duty exemption for any land that you will purchase for this for industrial purpose anywhere in the Kerala. Quality certification incentive is something that we have given. As you know, if you want to export spices, seafood, etc., you will have to take several clearances like the CE, FDA, etc., to come to the US and to the Europe. So if you're an entrepreneur and if you're going to be doing that, 50% of that cost will be borne by the government, and we want to do this to give a fillip to our exports. In line with our responsible industrialization, we have said that if there is any expenditure that you incur to bringing in green technologies, to support a more sustainable industry, 25% of that cost will be refunded to you by the government. And notwithstanding all of this, we have said that if there is a large mega investment that is coming to the state, there will be a high power committee which will be chaired by the Chief Secretary, which can look at tailor-made incentives to make it attractive for that industry to make Kerala its home. So let me tell you quickly about some of the investment avenues that there are in Kerala. I think the most important thing that is staring at you in the face, especially from a US perspective, is future skills. Yesterday, several speakers mentioned about Industry 4.0 and how we need to make a pitch to make ourselves relevant in this world. So one of the ideas is to set up a center of excellence for Industry 4.0. There is a large market because we have over 2.3 million MSMEs, and our target is that by the year 2027, we need to onboard all of our industry onto an Industry 4.0 platform. So we need somebody who will be able to set up this center of excellence and make use of this opportunity to onboard industry onto this. Aerospace and defense is again something that is working well. There's a big opportunity, especially as part of Atmanirbhar Bharat. Defense manufacturing is coming more and more back to the country. So there is a big opportunity, especially in Kerala, for development of software and technologies for naval electronic subsystems, aerospace electronic subsystems, etc. We have a good ecosystem around Keltron and several others who are already in that space. We have the Defense Park of Kinfra in Palgad, which is fully ready, and it's operational now.
The other is Kerala Space Park, which is coming up, but I will request my colleague Ratan Kelkar to explain a little bit about that, because this mostly falls within his domain. The Global Industrial Finance and Trade, GIFT City, as you know, is coming up in Cochin. The Honorable Finance Minister has again been happy to sanction this money to us. So we think by the end of this year, we will be able to acquire the land, and hopefully in about a year and a half, we will have this up and running. Now, what the GIFT City means is that this will be a deemed foreign territory for financial transactions which will happen. So this means that sectors like banking, insurance, shipbroking, which need to happen in third-party neutral territories, can come and utilize this here. It also becomes an excellent opportunity for fintech and various other sectors to operate. In terms of logistics, I've already explained the West Coast Canal to you, and that promotes water cargo transport and multimodal logistics hubs across the state. As most of you know, almost 6% of FMCG is consumed in the state of Kerala on a national level. But most of our logistics are always located in other states. So we need to bring this logistics industry into Kerala to create job opportunities and kickstart economic avenues for our people. Food tech is something that Kerala has been doing exceptionally well. We have a state value-added mission on agriculture. We have some of the agricultural produce in Kerala qualifies amongst superfood like jackfruit, you have tapioca, you have various kinds of bananas, etc., which can be with value add taken aggressively to an international marketplace. The petrochemical park in Cochin is one of its kind, because you get the petrochemical feed on a pipeline into your factory in the petrochemical park. So it makes, especially if you're into manufacturing of plastic, etc., it makes a lot of sense to get into the petchem park. Green energy is, again, something that Kerala is pushing really hard. Our target is to generate 3,000 megawatts of renewable energy by the year 2027, out of which 2,008 megawatts is going to be solar. Now, where this is going to come on two levels. One is we have 20,000 hectares of fallow land in Kerala. So if we are able to use that for solar farms, we will be able to, even 10%, if we utilize 10% of that area, we can generate 1,500 megawatts of solar power. The second opportunity is floating solars, because we have 61 large dams in Kerala, and if we set up floating solar there, that's something that's going to also come up, add significantly to our capacity. And we're the first state in the country to set up a Kerala hydrogen economy mission, and we have several people who are interested in investing in green hydrogen in Kerala at this time. The maritime hub is something that tries to integrate several sectors like ship repair, shipbuilding, seafood, tourism, and engines, and the whole private shipyards, etc. We have a very good, strong ecosystem which already exists there in terms of Maritime Development Corporation, the Cochin University's department on maritime technology, etc. So we want to build all of these together, weave them together to create a very strong maritime hub. Now, seafood is again something that Kerala does exceptionally well. 75% of EU's certified seafood units are in the state of Kerala, and that is something that we want to strengthen. And there is still a lot more opportunity for you to be investing in this space. Graphene and nanotechnology are two areas where we have taken an early position. We have set up the India Innovation Center for Graphene along with the Government of India. And we think that graphene is a substance that will change everything from paints to space applications. And we are taking an early position on it to unlock this. So if there's anybody who's interested in these areas, we'll be happy to work with you. We're setting up a graphene park in Palghat to ground these investments. Medical devices is something that's, again, rapidly developing. There are 24 medical device manufacturers in Kerala, not only developing for the domestic market, mind you, but for the international market, and they're doing very outstanding, cutting-edge medical devices are being now manufactured in Kerala, utilizing the strong scientific manpower that we have there. E-mobility
is something, again, Kerala is very committed to electric vehicles and the adoption of electric technology that gets reflected in our state policy. We are going to be replacing 6,000 odd buses that are there on Kerala's roads today into completely to e-vehicles. Now, what this means is there are two opportunities. One is to manufacture e-vehicles itself. The second is to create the charging infrastructure. And this is something that is also backed with strong incentives for us to make this happen. And of course, lastly, a word on tourism, because tourism has been Kerala's strong suit for many years. We have an unbeatable combination of products for tourism, and the opportunities, investment opportunities in tourism would be in terms of development of resorts and hotels, destination development, adventure activities, MICE facilities, and human resource development. So there are many ways that you can invest as a co-developer, SPV, direct investment, long-term lease, joint venture, whatever it is mode that you want to do, we are happy to work with you to see as to how we can explore this opportunity. And lastly, I would like to end with a quote by the Honorable Chief Minister, who says that the government remains committed to its goal of creating an investor-friendly climate in the state. So whatever is if you want to invest, please count on us. We will make sure that we will stand with you all along the way to make your investment materialize. Thank you all for a patient hearing, and Jai Hind. Thank you, Sri Secretary Suman Billa, IAS, who gave a detailed understanding of where Kerala is heading. With consultation with the Norca's department, we will try to make this presentation available on the website Loka Kerala Sabha, so that whoever wants to be grasping into their precise area of interest and be grabbing the information from that slide. We know that 30, 40 minutes of presentation, nobody has that kind of a time span. I'm quickly moving on because I need to acknowledge those who are up on the stage. Before I'm going to be calling the IT secretary, we had Babu Stephen, who is the chairman and MD of DC Healthcare and SM Realty Development. His primary is located in Washington, DC and Maryland. As you all probably know from the last 2 to 3 weeks of publicity that he is the platinum sponsor. I'm not going to be mentioning anything more. He is one of the person who helped this event move forward. Next, I wanted to acknowledge, if they can just raise their hands, they all know who it is. Ramdas Pillai, MD of WinWish Technology Group. Josh Thomas, Choice Group, Chairman and CEO of Choice Group. Varki Abraham, Founder and Director of Hanover Bank. That's the first Malayali-owned bank in North America, and I'm proud to say that Varki is a close friend of mine. Thomas Motekel, CEO and Chairman of Tomar Group. Sijo Warakan, CEO and Chairman of Trinity Group. Thomas Koshi, President of SS Commodities and Services. On the back row, we have Stephen Kirkekutter, Chairman of MK Oil Company. John Uralil, Chairman and CEO of Labs. He's also a close friend. We passionately call him Baby. Next is the Gladson Varghese, who is the President of CEO of Tektronix. And if I miss one other person who is not here, is none other than the chairperson, the president of this organizing committee, Mr. Manmadan Nair from Dallas, Texas. He is an entrepreneur and he owns one of the educational institution called American International University in the Caribbean. He is busy, as you all know, that this is the only time I was able to come here and be in front of you. So at this point, we have this room
full of business people, which I will come after the presentation by the IT secretary is going to be doing his presentation of investment opportunity in the IT sector in our home state, Kerala. IT Secretary Sri Ratan Kalkar IAS. Good morning, everyone. When we talk about Kerala IT, generally, people from Kerala would relate to the IT parks, mainly. That would be the Techno Park in Trivandrum, Info Park in Kochi, and the Cyber Park in Kozhikode. But what we fail to understand is the Kerala IT as an ecosystem has a lot of support from other organizations in the IT vertical itself. For example, the ICFOS, which works in the free and open source software area. The CDIT, as an organization which is running multiple programs, building capacity in e-governance. The IIITMK, which has now also become the Digital Kerala University, which runs multiple programs in e-governance, in data analytics, IoT, AI, ML, multiple support, which is being given to the IT industry per se. The IT Mission, which is the arm of the government in e-governance. The Digital Kerala University, which is one of the, probably one of the premier institutions in the country, which is offering multiple courses of post-graduation, which assists the IT industry in a big way. The Kerala Startup Mission, which is supporting the startups in the Kerala ecosystem, and has also been adjudged as the best public business incubator in the world in the last year. And a new project which has got approval, which is called the K-Space, which looks at promoting the space technology in the state of Kerala. So what I'll be trying to do in the next 10 to 12 minutes would be to give you a snapshot of what we do and what are the kind of investment opportunities for each and every one of you. And rest of the detailing probably we can have over a cup of coffee or also over lunch. We are here. We can have discussions throughout the day. These are the priority sectors what the Kerala IT is looking at. The software has always been area of focus. The telecom, IoT, and 5G. The Kerala has a new 5G policy which is looking at promoting the application as well as the infrastructure investment in the 5G area. The digital fabrication is upcoming, a very huge potential for Kerala. The aerospace and defense through K-Space, which is now a society, which will be making its presence in the current financial year. The electronics design and manufacturing is another area which we are looking at. The AVCG sector is another area where Kerala is looking at having its own AVCG policy as well as becoming the leaders in the country. So I'll just give a snapshot of the IT parks. We have 6 IT parks, 3 major ones and rest are satellite centers, which has an investment of more than $1 billion US. In the last year, the exports has been $2 billion, but it has not been a major exporter in the last many years. But what we are looking at doing in the next 3 years is doubling it up in terms of exports, for which we have a detailed plan of action, along with providing employment to about 450,000 people in the next 3 years. Some of the offerings which is already in existence, which you might be aware, is that Kerala, as informed by the industry secretary, looks at eco-friendly and a very green technology, which is also the same looking at in the IT space. We have customized offerings as well in terms of long-term land lease for ITS built-up space. We in-house power distribution at the IT parks. Very low operational costs looking at the other Tier 2 and Tier 1 cities.
and very high speed data connectivity. And with the launch of K-Phone, which is the state's own internet, we are looking at having a very good speed across the state. The Kerala Startup Mission has nearly 4,200 plus startups in the ecosystem. We are looking at converting this in the next 3 years to 15,000 in the next 3 years. We have 63 incubators and 4 accelerators. Currently, it is providing employment for about 40,000 plus people. In the next 3 to 4 years, we are looking at tripling it, at least trying to get in the employment to about 175,000 in the next 3 to 4 years. These are some of the incentives currently being given. We give incentives for innovation grants, R&D grants, and government as a marketplace is where government places direct orders with the startup companies for various products. We also provide soft loans, the parent reimbursement, and technology transfer grants. And in the future, you might have heard the Honorable Chief Minister talking about some of these products. One is the Startup Infinity. This is where probably the NRI community, the diaspora of Kerala here could participate in a big way. This is a project wherein we are looking at creating co-working spaces for the community here so that you can understand the market in Kerala. The Kerala startups can also probably look at having an understanding of the market in the US. So this project is getting launched in Dubai on the 18th of June by the Honorable CM. And we are looking at similar kind of spaces here in the US as well. We are looking at the Bay Area. And if there are some people who are interested in contributing some kind of investment in terms of seats in your incubators or accelerators that you operate or you are in touch with, we'll be more than happy to tie up so that we can have an exposure for the Kerala startups to this market and the US startups to explore Kerala as well. The Build It Big is a very innovative project wherein we are looking at promoting entrepreneurship in the universities. We know that a lot of imports happen in devices which are being procured by the universities. We are looking at trying and see if we can build these devices in the universities themselves and make it self-sustainable. Startup bots is another thing which the Honorable Chief Minister mentioned during his talk. We know, as a matter of fact, that a lot of tourists come and now people are looking at gig jobs in a big way. They're working from multiple destinations. They want travel as well as to work to coexist. And Kerala has got a wonderful opportunity. We are looking at creating startup areas in some of the good destinations in Wayanad, Kovalam, and even at the backwaters, so that to begin with, we are looking at using the properties of KTDC. Slowly, we can also expand into the private sector as well, so as private hotel industry as well, so that we'll be able to create an ecosystem for people to travel, work, and also enjoy the Kerala, the culture, art, and have a good a holistic experience of Kerala. The state has been receiving wonderful opportunities for collaboration by multiple countries. Finland, Australia, Netherlands, Brussels. These are various countries who are looking at very closely working with the Kerala IT industry, for which we are looking at having a IT corridor, having some kind of a tie-up with those countries in experience sharing, in terms of investment, and also in terms of capacity building and training. Emerging Technology Hub and RINC are some of the other products which are being offered by the Startup Mission, and we are looking at getting partners from the private sector. Digital University of Kerala is one of the most important universities. We are coming out with some investment opportunities for all of you, which I will just cover. This is the Honorable Prime Minister launching the Digital University, Digital Science Park at Trivandrum. And one of the major investments
which we are looking at is in the operationalization of this park. AVCG I've just covered, so there are multiple opportunities here as well. So Kerala has an ecosystem of promoting space technology with the proximity to ISRO, IAST, NIST, and multiple other R&D operating out of Trivandrum. So it is only logical for us to promote space technology and the space startups in a big way. We have formed the K-Space, which is a society in about 18 acres of land in Trivandrum, and we're looking at operationalizing this in the coming 2 years. We have already got a funding of about 250 crores from NABARD, and we are looking at getting some kind of a tie-up with all of you in terms of technical assistance or in terms of investment in trying and getting some companies who are interested in working in this particular sector. There are multiple business models. The same investment models, as informed by my colleague, Mr. Suman, would also be made applicable. And if there are some customized requirements, we'll be more than happy to work with all of you. So these are some of the areas specifically where we are looking at investment. One is the Digital Science Park for about 350 million USD, the Space Park for about 200 million, and the Emerging Technology Hub about 40 million, and the Quad project, which is building a small mini township for about 200 million. And if anybody is interested in any of these projects, we'll be more than happy to give you more information and discuss further. A few places where we can look at investments in the startup is in the angel funding. Now, this is an opportunity, or in the fund of fund, this is an opportunity which I think will be very practical in this kind of a gathering. If you have some funds at your disposal which needs to be channelized into Kerala, FOF would be a very good opportunity wherein you will know where exactly you will be able to deposit your money or where you can invest your money. And parallelly, the state will also be coming out with a fund of its own, supporting this fund which is getting created. So that way we can have a joint collaboration and look at mobilizing money from the community here, as well as government also chipping in its bit and operating a very good fund which we can look at improving the facilities in the startup ecosystem. So this is one opportunity which is available for all of you. Now, this is one thing which we believe in, which is also guided by the Honorable Chief Minister's vision of facilitation of customized incentive package. Nothing is in brick and mortar. It is very flexible. If there is a requirement coming from your side on how best you want the project to be taken forward based on your limitations, your experience, we are more than happy to work with you and create a package and look at how best we can collaborate and work together. So this is all from my side. We'll be around in case you have any discussion to make. We'll be more than happy to discuss further on the steps forward. Thank you. Thank you, Mr. Ratan Kelkar, IAS. He's the Secretary of IT. At this time, I had to acknowledge a few people who are in the amongst us. First, I would like Dr. Jacob Thomas to join us up on this podium, please. There are other, come on, please. When we are requesting your humble request, please consider. Thank you, sir. Amongst us, we have the investments opportunities, and they could be done by Joe Meenankunnail, Dennis Matthew, Jebu Matthew Kolangara, Sam Anto, Subin Kumaran, and Jacob Abraham of Hedge Brokerage. Now we are moving to the next section, is the key part. Primarily, we had one important task to be undertaken at this time. നടനും നിർമ്മാതാവും എഴുത്തുകാരനും ഈ വർഷത്തെ മികച്ച സഹനടനുള്ള ഫിലിംസ് ക്രിറ്റിക്സ് അവാർഡ് നേടിയ വ്യക്തിയുമായ തമ്പി ആന്റണി അവറുകളെ
ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അദ്ദേഹം അമേരിക്കൻ രോഗപരിപാലന രംഗത്ത് വലിയ സംഭാവന നൽകിയ വ്യക്തിയാണ്. അദ്ദേഹത്തെ ഈ വേദിയിൽ വെച്ച് ആദരിക്കുകയും ശ്രീ ഫൈനാൻസ് മിനിസ്റ്റർ K.N. Balagopalan sir is honoring him with a plaque. So the next, thank you. അടുത്തതായിട്ട് നമ്മളുടെ ഈ രണ്ട് സെക്രട്ടറിമാരും കേരള സംസ്ഥാനത്തിന് ഏത് രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സംരംഭങ്ങൾ നൽകാമെന്ന് പറഞ്ഞതിന് മറുപടിയായിട്ട് വേദിയിലിരിക്കുന്നവർ അവരുടേതായിട്ടുള്ള ആശയങ്ങളും വിനിമയങ്ങളും സംവാദിക്കുന്ന ഒരു വേദിയാണ് അടുത്തത്. I would really request all of you have a lot of ideas. You are very successful in your area of entrepreneurship. For the time constraint, try to be limiting between 2.5 to 3 minutes. First, I know that Babu Stephen is not here. Following is Ramdas Pillai. Sir, ഇവിടെ വരുന്നു പറയുന്നു അവിടെ നിന്ന്. Okay, come on. No, വേദിയിലിരിക്കുന്നവർക്കും എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു എൻ്റർപ്രണറാണ്. ഇവിടെ കാലിഫോർണിയയിലൊരു വി മാനുഫാക്ചർ ഫൈബർ ഒപ്റ്റിക് ആംപ്ലിഫയേഴ്സ് ആൻഡ് ലേസേഴ്സ് ഫോർ അണ്ടർസീ കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് സ്പേസ്. ആൻഡ് അതിൻ്റെ എല്ലാം ഇലക്ട്രോണിക്സ് ഉണ്ടാക്കുന്നത് ടെക്നോ പാർക്ക് ആൻഡ് കിൻഫ്ര പാർക്കിലാണ്. So for the last 19 years, I have been associated with Kerala in the industrial space and all that. ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ ഗവൺമെൻറ് ചെയ്യുന്നുണ്ട് നാട്ടിൽ. ഒരുപാട് ഫാസ്റ്റായിട്ടുള്ള പ്രോഗ്രസ് ബിസിനസ് എൻവയോൺമെൻറ്റിൽ ഉണ്ടാകുന്നുണ്ട്. എന്നിരുന്നാലും കുറച്ച് ചില difficulties are there, here and there. അത് അത്ര ബുദ്ധിമുട്ടില്ലാതെ കറക്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ തന്നെ I don't have too much time, so I am not going to speak. ഒരു കാര്യം പറയാം. അതായത് ഈ സിംഗിൾ വിൻഡോ ക്ലിയറൻസ് വി ടോട്ടലി അണ്ടർസ്റ്റാൻഡ്. ഐ ആം ട്രൈങ് ടു പുട്ട് അപ്പ് manufacturing space. I have 3.5 acres plus 1 acre. So one difficulty we face, we can't utilize that for construction of building, for example. We have to get fire clearance, and the single window clearance did not work for us. We had to wait for all those clearances because, yes, within 1 month, we put an application and we can start the work, but within 3 years, we have to get all these clearances, and if it did not pass any of these, fire or anything in the third year, after investing 100 crores or so, then we can't tear up the building at that time. So we can't take that risk. So these are some of the difficulties, and maybe there is a way to iron those out. And also, I still believe that even though Chief Minister said yesterday, there are no issues with trade unions, but I see that everyday activity we face difficulties. It may not be Nokuli per se, but they come and create difficulties. അത് വലിയ ഹെവി മെഷീനറി ഒക്കെ ആയിരിക്കും, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ we have to use cranes, but they still demand that, we are employed here and we need to get supported. So somehow those things are
some of the things that this government is trying to iron out, I'm pretty sure. And I'm hopeful that we will have a very good business environment in Kerala. Thank you. Thank you. And I know this is what the punctuality of the business people, especially somebody is in a CEO position, he has to maintain the time. Thank you, Mr. Ramdas, for that. Next, I have the opportunity to bring up Jose Thomas, who is the chairman of the Joyce Group. Honorable Finance Minister, Chief Secretary, and all other dignitaries on the dais. Malayalam സംസാരിക്കാൻ ആദ്യം ഉദ്ദേശിച്ചത്, but to make it easy, I'll speak in English. I live in Kerala. I live in Cochin. But I'll tell you one thing. I came here when I was 17 years old in 1974. So you can guess my age also. But I still hold my loyalty for my soil. I have an Indian passport. I'm an Indian resident. And we do business here. Why I'm saying this is because I was telling the Honorable Finance Minister, I've never seen CM before in my life, even though I live in Kerala and do business. Because the environment is so conducive, I haven't seen the need even to meet the Finance Minister. This is something which I must tell you that applies to all the officers also. So somebody says, JT, you're not that influential not to know the CM. I said, that is not what matters. The question is, I run a 4,000 crore business in Kerala, 2,000 employees, no union interference, no process to mitigate anything, and I have never seen CM live nor the FM live in my life. അതുകൊണ്ട് കേരളം നല്ല സ്ഥലമാണ്, നിങ്ങളുടെ കയ്യിലൊക്കെ പൈസ ഉണ്ട്, പൈസ കൊണ്ടുവന്ന് കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ധൈര്യമായിട്ട് ചെയ്തോളുക. Thank you so much for this opportunity. Thank you. Thank you, JT, for your kind words. It is an inspiration for those who wanted to be investing in our home state. Next, I have the honor to have Worky Abraham having his thoughts about what the future of Kerala. Thank you. Honorable Finance Minister, Chief Secretary, all the dignitaries in the diocese, of the diocese, and all my friends. Hanover Bank, നമുക്കൊക്കെ അറിയാം, ഏതാനും വർഷങ്ങൾ കൊണ്ട് ഏകദേശം $3 billion ആസറ്റുള്ള ഒരു ബാങ്കായിട്ട് വളർന്നു all over the country. And recently, we got the permission from the government of America to write SBA loan, Small Business Administration loans, up to $10 million for all the businesses or any kind of business-related loan. കൊടുക്കാനുള്ള ഒരു special sanction, we got it, and we are so proud. And also, അതിന് ആവശ്യമുള്ള നിങ്ങൾക്ക് പലർക്കും അറിയാം, എങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട് ലോണ് മറ്റു കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ബാങ്കുമായിട്ട് ബന്ധപ്പെടുക. രണ്ടാമതായിട്ട്, ഈ നേരത്തെ ഇവിടെ നമ്മുടെ നേരത്തെ പറഞ്ഞതുപോലെ കേരളവുമായിട്ട് ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്നതിന് ധാരാളം സാധ്യതകളുണ്ട്. ഞാൻ വർഷങ്ങളായിട്ട് അത് ചെയ്തു വരുന്നു. നേരത്തെ ഉണ്ടായിരുന്നതായിട്ടുള്ള വളരെ പ്രോബ്ലംസ് ഒക്കെ ഇപ്പോഴേ അത് വളരെ വളരെ മാറി എന്ന് എനിക്ക് ധൈര്യമായിട്ട് പറയാനായിട്ട് സാധിക്കും. എന്നാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ നമ്മൾ ഫോക്കസ് ചെയ്ത് നമുക്ക് സെക്ടർ മനസ്സിലാക്കി നമുക്ക് ഹാൻഡിൽ ചെയ്യത്തക്ക രീതിയിലുള്ള സെക്ടേഴ്സ് സെലക്ട് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ന്യായമായിട്ടുള്ള റിട്ടേൺസ് നമുക്ക് കിട്ടുകയും ചെയ്യും. അതിന് എല്ലാ സാധ്യതകളും ഇപ്പോൾ കേരളത്തിലുണ്ട്. അതിന് ഉദാഹരണത്തിന് ഞാൻ പറയാം, ഇപ്പോഴേ നമ്മുടെ സ്നേഹിതൻ പറഞ്ഞതുപോലെ ഫ്രോസൺ ഫുഡ്, അമേരിക്കയിലെ ഫ്രോസൺ ഫുഡിൻ്റെ മാർക്കറ്റ് ഈസ് ഹ്യൂജ്, വെരി ഹ്യൂജ്. അതുപോലെ തന്നെ IT, ഇപ്പോഴേറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന അസിസ്റ്റഡ് ലിവിങ് പ്രോജക്റ്റ്. അതായത് നമുക്കറിയാം ഇവിടുത്തെ സാധ്യതകൾ. എൻ്റെ 2 ഫ്രണ്ട്സ്, ഒരു മിസ്റ്റർ ജോയിസ് പട്ടേലും അൽവീന്ദർ സിംഗും
രണ്ട് സ്നേഹിതർ ഈ അടുത്ത സമയത്ത്, അടുത്തല്ല 3 വർഷം മുമ്പേ തുടങ്ങിയാണ് അസിസ്റ്റഡ് ലിവിങ് ഹോംസ് ഇൻ പഞ്ചാബ് ആൻഡ് ഇൻ ഗുജറാത്ത്. ഇപ്പോൾ അവർക്ക് അവരുടെ ഏകദേശം ഇപ്പോൾ പറഞ്ഞു ഏകദേശം 4 വർഷത്തേക്ക് വെയിറ്റിംഗ് ലിസ്റ്റിനാണ്. 5 സ്റ്റാർ സ്റ്റാൻഡേർഡിൽ എല്ലാ സാധ്യതകളോടും കൂടി റിട്ടയർമെൻറ്റ് ലൈഫ് എൻജോയ് ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ ആ രീതിയിൽ ബിൽഡപ്പ് ചെയ്ത് ഇവിടുന്ന് ധാരാളം ആൾക്കാർ ആ റിട്ടയർമെൻറ്റിന് ഇന്ത്യയിലേക്ക് പോകുന്നുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ നമുക്ക് സാധിക്കും. വളരെ സുന്ദരമായി നമുക്കറിയാം, ഞാൻ നേരിട്ട് പോയിട്ട് കണ്ടിട്ടുണ്ട് നമ്മുടെ ആൾക്കാർ ഇവിടെ നേഴ്സിംഗ് ഹോമിൽ ഒരു ഏകദേശ പ്രായപരിധിക്ക് ശേഷം കഴിയുമ്പോൾ അവർ അനുഭവിക്കുന്നതായിട്ടുള്ള വിഷമങ്ങൾ, അവരുടെ ലൈഫ് കുറച്ചുകൂടെ കൂടുതൽ എൻജോയ് ചെയ്യത്തക്ക രീതിയിൽ കേരളത്തിൽ ഒരു അസിസ്റ്റഡ് ലിവിങ് പ്രോജക്റ്റുകൾ തുടങ്ങിയാൽ അത് ഏറ്റവും പ്രയോജനപരമായിരിക്കും. അതിലൊരു പറ്റിയ കാലാവസ്ഥയുമാണ് ഇപ്പോൾ. ഞങ്ങൾ ഈ അടുത്ത സമയത്ത് കുറച്ച് ലാൻഡ് എടുത്തു. വി സ്റ്റാർട്ടിങ് ആൻ അസിസ്റ്റഡ് ലിവിങ് പ്രോജക്റ്റ് ഇൻ കേരള ഇൻ എ 5 സ്റ്റാർ സ്റ്റാൻഡേർഡ്. യു ആർ റിയലി എൻജോയിങ് ദ ലൈഫ്. ആ ഒരു സ്റ്റാൻഡേർഡിൽ ഇപ്പോഴത് തുടങ്ങിയിരിക്കുകയാണ്. തുടങ്ങാനുള്ള സാധ്യതകളുമായിട്ട് മുന്നോട്ട് പോകുന്നു. അതുപോലെ തന്നെ ഈ അനുബന്ധന ബിസിനസ് നമുക്കിവിടെയുള്ള പല ആൾക്കാർ, നമുക്കറിയാം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെ ബോയിങ് പ്ലെയിൻ വാങ്ങിച്ച് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. 5 സ്റ്റാർ ഹോട്ടലുകളുടെ ചെയിൻ ഉടമസ്ഥതയിലുള്ള ആൾക്കാർ ധാരാളം എനിക്കറിയാം, പലരുണ്ട്. അങ്ങനെയുള്ള ബിസിനസ്സുകാർക്കൊക്കെ കേരളത്തിൽ ധൈര്യത്തോടെ പോയി അതുമായിട്ട് ബന്ധപ്പെട്ട് അനുബന്ധന ബിസിനസ്സുകൾ അതുമായിട്ട് ചേർന്ന് തന്നെ, എന്നാൽ കേരളത്തിൽ നമ്മുടെ ഒരു ധർമ്മം കൂടെയാണ് കേരളത്തെ സഹായിക്കുക അല്ലെങ്കിൽ കേരളത്തെ വളർത്തിയെടുക്കുക എന്നൊരു ധർമ്മം കൂടെയാണ്. അനുബന്ധന ബിസിനസ്സുകൾ നമുക്ക് കേരളത്തിൽ ചെയ്യാൻ സാധിക്കും. ഞാൻ ചെയ്യുന്നുണ്ട്, എനിക്കൊരു പ്രശ്നവുമില്ല, ധൈര്യമായിട്ട് പറയാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ കേരളത്തെ നമുക്ക് വളർത്തിയെടുക്കാം. ആ ധർമ്മം നമുക്ക് ഈ ഗവൺമെൻറ് വളരെ 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 ഹെൽപ്ഫുള്ളാണ്. അവരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് വളരെ എളുപ്പമാണ്. എന്നാൽ 2 സജഷൻസ് എനിക്കിവിടെ മാനേജ്മെൻറ്റ് ഇരിക്കുന്നത് കൊണ്ട് ധൈര്യത്തോട് പറയാൻ സാധിക്കും. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് കൊണ്ട് പറയാം. ഇന്നലെ നമ്മുടെ മാഡം പറഞ്ഞ പോലെ, ടെക്സാസിൽ നിന്ന് വന്ന മാഡം പറഞ്ഞ പോലെ, ഏതോ ഒരു പ്രോജക്റ്റുമായി പോയി വില്ലേജ് ഓഫീസിൽ 5 ദിവസം കയറി ഇറങ്ങേണ്ടി വന്ന ഒരു കഥ ഇന്നലെ ഇവിടെ പറഞ്ഞു. അത് സത്യമാണ്. അതിനൊരു പരിഹാരം ഒരു പ്രോജക്റ്റുമായിട്ട് അല്ലെങ്കിൽ ഒരു ആവശ്യവുമായിട്ട് നാട്ടിൽ ചെന്നാൽ ഇന്നലെ മിസ്സസ് പറഞ്ഞത് 10 ദിവസത്തേക്കാണ് ഇവിടുന്ന് അവധിക്ക് പോയത്. 5 ദിവസം ഈ വില്ലേജ് ഓഫീസിൽ കയറി ഇറങ്ങേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് മാറണം. ടൈം ഈസ് എ എസൻസ്. ഈ കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യാനുള്ള ഗവൺമെൻറ് തലത്തിലുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെറിയ കാര്യമായിരിക്കാം, എന്നാൽ അതിന് വേണ്ട ഇടപാടുകൾ ഉണ്ടായിരിക്കണം. രണ്ടാമത്, ഇവിടുന്ന് ആഴ്ചയിൽ 2 പോയത് 5 ദിവസം ഈ വില്ലേജ് ഓഫീസിലേക്ക് കിട്ടുകയാണെങ്കിൽ, ഇവിടെ നമ്മുടെ ജോൺ ബിട്ടാസും ഉണ്ട്, ജോസ് കെ മാണി ഉണ്ട്. വിചാരിച്ചാൽ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഒരു ഡയറക്റ്റ് ഫ്ലൈറ്റ് കിട്ടാനുള്ള ഒരു സാധ്യത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ സഹായിക്കുക. നന്ദി, നമസ്കാരം. Thank you, Mr. Worky Abraham. There were some valuable points in his presentation. Next, I wanted to ask Thomas Mortical. He's the CEO and chairman of Tomar Group. He has a substantial investments in our home state. Mr. Tomar. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാ മാന്യ വ്യക്തികൾക്ക്, പ്രത്യേകിച്ച് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന അതിഥികൾക്ക് എൻ്റെ നമസ്കാരം. ഇപ്പോൾ 12:18 സമയം. 10:30 മണി മുതൽ നമ്മൾ ഗവൺമെൻറ്റിന് നമ്മളോട് എന്താണ് പറയാനുണ്ടായിരുന്നത് എന്നുള്ളത് കേട്ടിരിക്കുകയായിരുന്നു. ഞാൻ ഇന്ത്യൻ എയർഫോഴ്സിൽ 12 വർഷം സെർവ് ചെയ്ത ആളാണ്. ഞങ്ങളുടെ എയർ ചീഫ് മാർഷൽ ഒരു പൈലറ്റ് ആയിരിക്കണം, ആൻഡ് ദാറ്റ് ടു എ ഫൈറ്റർ പൈലറ്റ്. നമ്മുടെ IT സെക്ടർ അല്ലെങ്കിൽ മറ്റുള്ള ഗവൺമെൻറ് സെക്ടേഴ്സ് ലീഡ് ചെയ്യുന്നത് അങ്ങനെയുള്ള എക്സ്പേർട്സ് ആണോ എന്നൊരു ചോദ്യം എൻ്റെ മനസ്സിലുണ്ട്. ചോദിച്ചത് തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. അത് പറഞ്ഞു വരുമ്പോൾ നിങ്ങൾ എന്തൊക്കെ സാധ്യതകൾ കേരളത്തിലുണ്ട് എന്നുള്ളത് ഞങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. മിനിസ്റ്ററുടെയും മറ്റുള്ളവരുടെ അറ്റൻഷനോടെ കിട്ടിയാൽ നല്ലതായിരിക്കും.
എന്തൊക്കെ സാധ്യതകളുണ്ട് നിങ്ങൾ പറഞ്ഞു. എന്നാൽ ഞങ്ങൾക്ക് നിങ്ങളോട് എന്താ പറയാനുള്ളതെന്നുള്ളതിന് 2 മിനിറ്റ്, 1.5 മിനിറ്റ്, അര മിനിറ്റ്, അതും ശരിയാവത്തില്ല. എങ്കിൽ അതൊരു റിയലിസ്റ്റിക് ആകാൻ പോകുന്നില്ല. കാരണം ഇതൊരു സംവാദമാണ്. നിങ്ങൾക്ക് പറയാനുള്ള ഞങ്ങളോട് പറയുക. ഞങ്ങളുടെ വികാരമാണ് കേരളം. ഫ്ലോറിഡയുടെ മേളിൽ കൂടെ ഫ്ലൈറ്റിൽ പോകുമ്പോൾ താഴോട്ട് നോക്കുമ്പോൾ ഇത് എൻ്റെ കേരളം ഇങ്ങനെയാകാമല്ലോ. കാരണം അതുപോലെ തന്നെ വാട്ടർ ബോഡികൾ, മഴ എല്ലാം ഉള്ളൊരു സംസ്ഥാനം ഫ്ലോറിഡ. പക്ഷെ എന്തുകൊണ്ട് എൻ്റെ കേരളം, എൻ്റെ വികാരം, എൻ്റെ ജന്മനാട് ഇങ്ങനെയാകുന്നില്ല എന്നുള്ള ചോദ്യം ഞങ്ങളുടെയൊക്കെ മനസ്സിലുണ്ട്. ഇവിടെ ബിസിനസ് ചെയ്യുമ്പോൾ ഒരു ഗവൺമെൻറ് ഓഫീസറും ഒരിക്കലും എൻ്റെ ഓഫീസിൽ 25 വർഷമായി ഇതുവരെ ഒരു റെയ്ഡ് എന്ന് പറഞ്ഞ് കയറി വന്നിട്ടില്ല. തെറ്റുകളൊക്കെ ചെയ്യുന്നവരാണ് ഞങ്ങളും. പക്ഷെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങൾക്ക് പരിമിതികളുണ്ട്, ഉണ്ടാവണം. കോവിഡ് കാലത്ത് ഒരു പോലീസുകാരനും വഴിക്ക് എന്നെ നിർത്തി നീ മാസ്ക് വെച്ചത് എന്താ, അല്ലെ വെക്കാത്തതെന്താ ചോദിച്ചിട്ടില്ല. അല്ലെ എവിടെ പോവുകയാണ്, എന്തിനു പോകുന്നു, ആരാ അതിൻ്റെ കൂടെ ചോദിച്ചിട്ടില്ല. അതാണ് സ്വാതന്ത്ര്യം. അമേരിക്ക എന്ന് പറയുന്നത് ലാൻഡ് ഓഫ് ദ ഫ്രീ. അപ്പോൾ അമേരിക്കൻ മണ്ണിൽ വന്നു നിന്നുകൊണ്ട് ഇന്നലെ സത്യം പറഞ്ഞാൽ അമേരിക്കക്കാർക്ക് എന്ത് കൗൺസിലിംഗാണ് വേണ്ടതെന്ന് വരെ ഇവിടെ ഒരാൾ പ്രശ്നമൊക്കെയുണ്ടായി, ഇന്ത്യയിൽ നിന്ന് വരുന്ന ഒരാൾ. അപ്പം ഞങ്ങൾക്ക് എന്ത് കൗൺസിലിംഗാണ് വേണമെന്ന് ഞങ്ങളെ ഉപദേശിക്കാതെ ഞങ്ങൾക്ക് എന്ത് പറയാനുള്ളതെന്ന് കേൾക്കുന്നതും കൂടെ നല്ലതാണ്. സോ നമ്മുടെ നാട്ടിൽ വ്യവസായം ഒരുപാട് സാധ്യതയുണ്ട്. 22 ഇൻഡസ്ട്രി ഇവിടെ പറഞ്ഞു കേട്ടു. വെരി നൈസ് ആൻഡ് ഇസ് ദേർ. ഞാനും ഇവിടെ $10 മില്യൺ ഒരു പ്രോജക്റ്റ് എനിക്ക് കിട്ടിയാൽ അതിനകത്ത് $1 മില്യൺ എങ്ങനെ കൊച്ചിയിലെ എംപ്ലോയീസിന് പ്രയോജനപ്പെടാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. മിനിസ്റ്റർ റോഷി അഗസ്റ്റിൻ ഇവിടെ വന്നപ്പോൾ അദ്ദേഹത്തെ ഇവിടുത്തെ 2nd ലാർജസ്റ്റ് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൽ കൊണ്ടുപോയി ഒരു ഒഫീഷ്യൽ ടൂർ സംഘടിപ്പിച്ചു കൊടുത്തു. അങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന എല്ലാവരെയും സ്വീകരിക്കാനും അവർക്ക് വേണ്ട എല്ലാവിധമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും എന്തുകൊണ്ട് ഇവിടുത്തെ ടെക്നോളജി അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല എന്നുള്ള ആ തോന്നൽ എപ്പോഴും ചോദിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് ഞങ്ങൾ. പക്ഷേ ഞങ്ങളുടെ വികാരങ്ങൾ പലപ്പോഴും നിങ്ങൾ ഒരു പോസിറ്റീവ് എടുക്കാറില്ല. അമേരിക്കക്കാർ പൊട്ടന്മാരെ എന്തെങ്കിലുമൊക്കെ പറയും എന്നുള്ള ചിന്തിക്കുന്നുള്ളൂ. അതുകൊണ്ട് ദയവ് ചെയ്ത് ഞങ്ങളുടെ വികാരങ്ങൾ കൂടെ മനസ്സിലാക്കി, ഞങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി, ഞങ്ങളുടെ ഇപ്പോൾ നോക്കൂലേ CM നമ്മളോട് പറഞ്ഞു അത് നിർത്തി, നല്ല കാര്യം. പക്ഷെ നിർത്തിയോ? റെയ്ഡ്, ബിസിനസ്സുകളെ റെയ്ഡ് ചെയ്യുന്നത് അതൊരു അനാചാരമാണ്, അത് അപരിഷ്കൃതമാണ്, അത് തെറ്റാണ്. ഗവൺമെൻറ് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം. എന്ത് റെയ്ഡായത്? എൻ്റെ ഓഫീസിൽ റെയ്ഡിന് ആരെങ്കിലും വരണമെങ്കിൽ അവർ നേരത്തെ അപ്പോയിൻമെൻ്റ് എടുക്കും. അവർ വന്ന് എൻ്റെ കോൺഫറൻസ് കൊണ്ട് ഇരിക്കും. അവർ ഞങ്ങളുടെ കാര്യങ്ങൾ ചോദിക്കും, മനസ്സിലാക്കും, ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്യാൻ പറയും, കാണിക്കും, അവർ നോട്ടുകൾ എഴുതിയെടുക്കും, അവർ പോകും. അല്ലാതെ അവിടെ കയറി വന്നിട്ട് ഒരു ഷോ കാണിക്കുന്നതല്ല. ദാറ്റ് ഈസ് നോട്ട് എ ഗുഡ് ഗവൺമെൻറ്. അതുകൊണ്ട് ഗവൺമെൻറ്റൽ സെൻസുകൾ കുറയണം, ഗവൺമെൻറ്റൽ ഇൻവോൾവ്മെൻറ്റ് കുറയണം. വി ഡോണ്ട് നീഡ് ദാറ്റ് ബിഗ് ഗവൺമെൻറ്. ഗവൺമെൻറ് എല്ലാവരുടെയും എല്ലാ കാര്യത്തിലും കയറി ഇടപെടാൻ പാടില്ല. അങ്ങനെ എങ്കിൽ മാത്രമേ ഒരു നിക്ഷേപ സൗഹൃദ സംസ്ഥാനം എന്ന് പറയാൻ പറ്റത്തുള്ളൂ. എൻ്റെ ഒരു സ്റ്റീൽ പ്ലാന്റ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, എത്രയോ നാളോട് ചിന്തിക്കുന്നു. പക്ഷെ നാട്ടിൽ കൊണ്ടുപോകാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ നടക്കുമോ? കാരണം ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഇൻഡസ്ട്രികളെല്ലാം എഡ്യൂക്കേറ്റഡ് അല്ലെങ്കിൽ അക്കാഡമിക് ഇൻഡസ്ട്രികളാണ്, അല്ലെങ്കിൽ സോഫ്റ്റ് ഇൻഡസ്ട്രികളാണ്. പക്ഷേ നിങ്ങൾ ഹാർഡ് ലേബർ ഉപയോഗിക്കേണ്ട ഒരു ഇൻഡസ്ട്രി അവിടെ നടക്കുമോ? ട്രേഡ് യൂണിയൻകാർ സമ്മതിക്കുമോ? ചിന്തിക്കേണ്ടതുണ്ട്. നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി, നിങ്ങൾക്കും അറിയാം എന്തുകൊണ്ട് നമ്മുടെ KSRTC വിജയിച്ചില്ല. വേറെ കൂടുതലായിട്ട് സമയത്തിന് വെച്ചിരിക്കാൻ വേണ്ടി അതിന് ആഡ് ചെയ്യുന്നില്ല. പക്ഷേ ഇത്രയും പറഞ്ഞ പോയിന്റുകളിൽ നിന്ന് അത് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വളരെ ബുദ്ധിയുള്ള IAS ഓഫീസേഴ്സാണ്, ബുദ്ധിയുള്ള മിനിസ്റ്റേഴ്സാണ്, ബുദ്ധിയുള്ള മറ്റ് MPമാരുണ്ട്. നിങ്ങൾക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ, മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മിസ്റ്റർ മോറ്റക്കൽ. എനിക്കൊരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. ഇനിയുള്ളവർ ദയവായി ഈ ടൈം ഒന്ന് പാലിക്കണം. 2.5 മിനിറ്റ് ആകുമ്പോൾ നമ്മുടെ ടൈം കീപ്പർ വിൽ ബി പുട്ടിങ് എ ടൈമർ ഹിയർ. സോ പ്ലീസ്. താങ്ക് യു. മിനിസ്റ്റർ പറഞ്ഞ പോലെ ആശയങ്ങൾ പറഞ്ഞോട്ടെ, ആ സമയത്തിനുള്ളിൽ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലതായിരുന്നു. താങ്ക് യു ഫോർ ദാറ്റ്. സോ വി നെക്സ്റ്റ് ഈസ് സിജോ വരക്കൻ. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ എല്ലാവർക്കും നമസ്കാരം. ആദ്യമേ തന്നെ ലോകസഭ ഇങ്ങനെ പരിപാടിയിൽ ഇങ്ങനെ ഞങ്ങളെ വിളിച്ചതിനും ഞങ്ങൾക്ക് അവസരം നൽകിയതിനൊത്തിരി നന്ദി.
ഞാൻ സിജോ വടക്കൻ, ഓസ്റ്റിൻ ടെക്സസ് എന്നുള്ള ട്രിനിറ്റി ഗ്രൂപ്പിൻ്റെ CEO ആണ്. റിയൽ എസ്റ്റേറ്റിലാണ്, റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പറാണ്. അതോടൊപ്പം തന്നെ ഓസ്റ്റിൻ ടെക്സസിൽ പല കമേഴ്ഷ്യൽ പ്രോജക്റ്റുകളും ചെയ്തുകൊണ്ടിരിക്കുന്നു. നാടായിട്ടുള്ള ബന്ധം, ഞാൻ ഒത്തിരി മൂവികൾ പിടിക്കാറുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. എൻ്റെ മൂവികൾ കണ്ടിട്ടുണ്ടാവുന്ന മിക്കവാറും ജോസഫ് ഒരു മൂവിയാണ്. പൂമുത്തോളെ എന്നുള്ള പാട്ടൊക്കെ എല്ലാവർക്കും അറിയാവുന്ന പാട്ടുകളാണ് അല്ലേ? അതുപോലെ തന്നെ അവിടെ തുടങ്ങിയ ഉദാഹരണം സുജാത, അതുപോലെ ഇരട്ട, അതുപോലെ മധുരം, ഇപ്പോൾ നടക്കുന്ന ആൻ്റണി, ഇനി മൂവികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഫ്ലവേഴ്സ് ടി വി അമേരിക്കയിലെ ഡയറക്ടറാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ ഞങ്ങൾക്കൊരു ജോലിയുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ബിസിനസ്സുണ്ട്, പക്ഷേ പാഷൻ എപ്പോഴും കലയോടും സാഹിത്യത്തോടും തന്നെയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ള നല്ലൊരു പ്ലാറ്റ്ഫോം കേരളത്തിൽ ഞങ്ങൾക്ക് തരുന്നുണ്ട് ഈ കലയ്ക്കും സാഹിത്യത്തിനൊക്കെ വേണ്ടിയിട്ട്. ഒത്തിരി ആൾക്കാർക്ക് സിനിമ പിടിക്കാനൊക്കെ ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്. ഞാൻ പറയുന്നത് ഇതിനൊരു റെഗുലേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒത്തിരി നന്നായിരിക്കും. കാരണം ഇവിടുന്ന് പോകുന്ന പൈസ എങ്ങനെയാണ് അവിടെ ചിലവഴിക്കുന്നത്, അങ്ങനെയൊക്കെ കുറച്ചും കൂടി അക്കൗണ്ടബിലിറ്റി ഉണ്ടെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രി നന്നായിട്ട് വരാനായിട്ടുള്ള സാധ്യത ഞാൻ വളരെ കാണുന്നു. കാരണം ഒത്തിരി പേർക്ക് കലയോട് താല്പര്യമുണ്ട്, സിനിമയോട് താല്പര്യമുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒത്തിരി നന്നാകുമെന്ന് വിശ്വസിക്കുന്നു. ഫ്ലവേഴ്സ് TV USA ഇവിടെ ഇന്ന് അമേരിക്കയിൽ കലാരംഗത്ത്, മീഡിയ രംഗത്ത് ഉജ്ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചാനലാണ്. അതോടുകൂടി തന്നെ പ്രവർത്തിക്കാൻ സാധിക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തിന് ഒത്തിരി നന്ദി. താങ്ക് യു. Thank you. Next, I'm going to be asking Thomas Koshi. 3 പേരും കൂടെ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ വേദി ഇവിടെ ഇരിക്കുന്നവർക്ക് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു വേദിയും കൂടെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. Just wanted to let you all know that. Honorable Minister, other dignitaries on dais, and equally impressive distinguished members in the audience. You can take a Keralite away from Kerala, but you cannot take Kerala away from him. This is the reason, this is why we are all here. We wanted to know what we can do to Kerala. About me, I am an importer of gold jewelry. For the last 30 years, I operate from New York and a major supplier of finished products to various retailers in USA. When I started my business in 1994, I used to import jewelry from Kerala. But suddenly, I faced some problems because Kerala government has initiated a special tax on the jewelry that is exported from Kerala. So we had to move our export from Kerala to Bangalore just to save that tax. Unfortunately, I have never returned to Kerala since then. I import from Calcutta, Bombay, and other states besides international countries. It's always we hear criticism. Even as a sponsor, you have heard, we came as sponsors of this event. Sir, we have sponsored this event not because of our affiliations to the political parties, but to our commitment to the community, not only in the United States, but also the people of Kerala. That is why we have came forward as sponsors. But look at the criticism we have heard. This is a continuous problem in Kerala. Anything you do, you have a dark side of things.
You are not encouraged, but being criticized. Let me tell you, I am going to take a couple of minutes more maybe for the next speaker. I am borrowing that. Sorry that. We have the best manpower in Kerala. We produce some of the best people and executives from Kerala. And back in the US, we are the most successful community in this country. We make significant contributions to the economy of this nation. Yet I don't know whether we are able to do what we wanted to do to our little state in Kerala. The reason is very simple. A lot of red tape still there. The Chief Minister has said, the no cool is there. Many of my predecessors have already spoken. It's still there. Whatever you are implementing in Trivandrum, it is not going downward. That is where we are facing. Our people in this country, our community, especially our Kerala community in this country, is very successful because we are raised from Kerala. We were raised from Kerala. So with the disciplined life we had. And that's one of the reasons we have very successful life here. As you also, I just want also to mention, we have a presidential candidate running for the office of the president for 2024. He hails from Kerala, Mr. Ramaswamy. Now, regarding the business part aspect, certainly I want to come back to Kerala. If possible, I want to start a manufacturing plant where I can manufacture jewelry that can be imported into this country, which can produce, which can provide labor's employment to Kerala. But my suggestion is this. Although you are saying everything is there, we still lack adequate infrastructure, road, water, electricity. We also have great turbulence, actually, I would say, from the parties involved in political. Whether it is Congress or any other party, does not matter. Whoever comes, the business people always cannot satisfy their requirements, their demands. So that's one of the reasons this still continuing, that challenge is still there, we have to face. But what I am suggesting is have an export zone where we will import material into the state and we will manufacture it there, and when they can export back to US and to other countries. Such a facility will be good for the manufacturing of the, it's there, yeah, I hear, but that should be available to us. We are going to, I'll be looking into all that aspects. I'll be winding up so far, very fast. One more request I have. This is a very thin audience. Okay, in the US, there are a lot of business people. I suggest, please nominate more business people to the Loka Sabha. Thank you so much. Next, I was going to ask Stephen Kirakekutu, Chairman of MK Oil Company. ബഹുമാനപ്പെട്ട ഫൈനാൻസ് മിനിസ്റ്റർ, എം പി, പ്രിയ വേദിയിലിരിക്കുന്ന സുഹൃത്തുക്കളെ, ഇന്നത്തെ ഈ ബിസിനസ് മീറ്റിങ്ങിൽ ഇവിടെ എത്തുവാൻ സാധിച്ചതിൽ വളരെ സന്തോഷത്തോടെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ലോക കേരള സഭയിൽ
ഒട്ടേറെ ജനങ്ങൾ അമേരിക്കയിൽ നാനാ ഭാഗങ്ങളിൽ നിന്നും ഇവിടെ എത്തിയിട്ടുണ്ട്. അതിൽ ബിസിനസ്സുകാരും ഉൾപ്പെടുന്ന ഒരു വലിയ ടീം ഈ ലോക കേരള സഭയിൽ ഇന്നിവിടെ നടക്കുമ്പോൾ ഇവിടെയുണ്ട്. കേരളത്തിൽ നിന്നും അമേരിക്കയിലെത്തി ബിസിനസ് നടത്തിയ ഒട്ടേറെ മലയാളി സുഹൃത്തുക്കൾ വിജയിച്ച ഈ അമേരിക്കയിൽ വിജയിച്ച ഒരു വ്യക്തിയാണ് ഞാനും. നമുക്കറിയാം, കേരളത്തിൽ ബിസിനസ് നടത്തി അമേരിക്കയിൽ നിന്നും എത്തിയ മലയാളികൾക്ക് ഒത്തിരിയേറെ പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 10-15 വർഷങ്ങളായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അതിനൊക്കെ ഒരു മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ അമേരിക്കയിൽ നടക്കുന്ന ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അമേരിക്കയിൽ ഗവൺമെൻറ് പരമായ ഒത്തിരി സപ്പോർട്ടുകൾ നൽകുകാറുണ്ട്. നമ്മുടെ കേരളത്തിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെയൊരു സപ്പോർട്ടുകൾ ഇനി മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ മലയാളി സമൂഹം, നമ്മുടെ മലയാളികൾ കേരളത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിന് ഒരു സുരക്ഷിത നമ്മുടെ ഗവൺമെൻറ് നൽകിയാൽ തീർച്ചയായും ഇവിടെ നിന്ന് ഒത്തിരി ഇൻവെസ്റ്റ്മെൻറ്റ് കേരളത്തിൽ എത്തുമെന്ന് എനിക്ക് ഉറപ്പ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഒത്തിരി ബിസിനസ്സുകാർ കേരളത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുവാൻ താല്പര്യമുണ്ട്. അതിന് ദയവ് ചെയ്ത് ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നുള്ള സപ്പോർട്ടുകൾ നൽകണമെന്നുള്ള അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു. Thank you, Stephen. Kian Logistics Limited. He is not taking any time to be speaking, but on behalf of him, I will have to acknowledge this. The LKSND meeting, we have a lot of logistics requirements, which was professionally handled by Kian Logistics Limited, headed by Subin Kumar. Please. Thank you. So the next person, with the next person's 2 minutes, we are handing over the opportunity for this podium to be interacting with us who are on the podium. They can ask the questions. Next, I would ask Lishar TP, investor and founder of Costco AI. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ലോക കേരള 2020-ലെയും 2022-ലെയും ലോക കേരള സഭ അംഗമാണ്. ഈ മേഖലാ സമ്മേളനത്തിൻ്റെ സംഘാടക സമിതി അംഗം കൂടിയാണ്. സാധാരണക്കാരനായ ഒരു മലയാളി IT ഉദ്യോഗസ്ഥനാണ്. 22 വർഷമായി അമേരിക്കയിൽ IT മേഖലയിൽ ജോലി ചെയ്യുന്നു. എന്നെപ്പോലെയുള്ളവർക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇത്തരം ഫോറങ്ങൾ. അതിന് അവസരം ഒരുക്കിയ കേരള സർക്കാരിന് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ഞങ്ങൾ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എഡ്യൂക്കേഷൻ മേഖലയിൽ കേരളത്തിൽ കോഴിക്കോട് കിൻഫ്ര പാർക്കിൽ രജിസ്റ്റർ ചെയ്ത കൊക്കോസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന കമ്പനിയുടെ ഫൗണ്ടർ ആൻഡ് ഇൻവെസ്റ്ററാണ് ഞാൻ. വൺ ഓഫ് ദ ഫൗണ്ടർ ആൻഡ് ഇൻവെസ്റ്ററാണ് ഞാൻ. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്, there are a lot of data. I'm going to present a paper to our honorable IT secretary here. ഭാവി ഒരുപാട് IT മേഖലയിൽ ഒരുപാട് AI ജോബ്സിന് ഓപ്പർച്യൂണിറ്റി ഒരുക്കുന്നുണ്ട്. നമ്മുടെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെറ്റ് അവർ കറൻറ്റ് ജനറേഷൻ റെഡി ഫോർ ദ ഫ്യൂച്ചർ ജോബ്സ്. അപ്പോൾ നമ്മൾ IT മേഖലയിലുള്ള ഒരുപാട് പേരുടെ expertise. The concept of Loka Kerala Sabha is that bring back the expertise to Kerala, right? Agam Keralathayum, Puram Keralathayum, ഒന്നിപ്പിക്കുകയാണ് ലോക കേരള സഭയുടെ ലക്ഷ്യം. അതിലൊരു ഉദാഹരണമാണ് ഞങ്ങളുടേതായ ചെറിയ ചെറിയ ഇനീഷ്യേറ്റീവ്സ്. സോ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഗ്രേഡ് തൊട്ട് 10th ഗ്രേഡ് വരെ ഉള്ള ഒരു കമ്പ്യൂട്ടർ കോഡിംഗ് ആൻഡ് AI കരിക്കുലം ബിൽഡ് ചെയ്തിരിക്കുകയാണ്. വി ഹാവ് ടെക്സ്റ്റ് ബുക്സ് ആൻഡ് ടെക്സ്റ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് കേരള CBSEയുടെ ഒരു കരിക്കുലം. Then we looked at Finland, Singapore, UK and US.
build a curriculum based on that. And for practical learning, we build a learning management system and our own platform which teach visual coding, scratch coding and Python programming, and also applying AI with the robotics. And we looked at United Nations ethical AI and we incorporated that into that. There is a lot of concern about AI is going to bring, a lot of negativity around AI. So, but we can't shy away from, AI jobs. China had made a significant investment in data science and AI. So we wanted to start that. This was a COVID initiative. We wanted to do something and got into that. CBSE started pushing AI in India in CBSE curriculum. And that's the point we started off with this thing. So we are 2 years. And first year we started in Kerala, in India, South India, and we got few schools. Our business model is more schools, students, private schools. So this was developed. We got around 15 schools from India, UAE, and Saudi Arabia. This year we are getting into Africa, again expanding into UAE and Middle East, other regions of Middle East, and India kind of doubled. We are getting operation in United States. So we have to think that ഒരു സാധാരണ മലയാളികൾ കേരളത്തിൽ കേരള ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഫോ പാർക്കിൽ കാക്കഞ്ചേരി ഇൻഫോ പാർക്കിൽ രജിസ്റ്റർ ചെയ്ത കമ്പനിയാണ്. ഞങ്ങൾ ഗ്രോ ചെയ്യുന്നു. സോ വാട്ട് ഐ ഹാവ് ടു സ്റ്റേ ഹിയർ ലൈക്ക് ദിസ് ആൻ ഓപ്പർച്യൂണിറ്റി ടു കണക്ട് ടു സെഗ്മെന്റ്സ് ഓഫ് പീപ്പിൾ ഹിയർ, ദ സക്സസ്ഫുൾ പീപ്പിൾ ഔട്ട് ഹിയർ, പീപ്പിൾ ലൈക്ക് മീ, an ordinary IT engineer from Kerala, most of us here, and we are connecting here. I think this is the forum. Successful people here can support us to grow and become a successful company that goes across the globe. So നമ്മളിവിടെ അത് മാത്രമല്ല, കേരള ഗവൺമെൻറ് ഞങ്ങളൊരു പ്രപ്പോസലും കൂടെ ചെയ്യുന്നു. നമ്മളിപ്പോഴത്തെ കസ്റ്റമേഴ്സ് പ്രൈവറ്റ് സ്കൂൾസ് ആണ്. കേരള സർക്കാർ കഴിഞ്ഞ 7 വർഷമായി ചെയ്ത പ്രവൃത്തികൾ, അടിത്തട്ടിലുള്ള പ്രവർത്തനം നമ്മൾ അറിയണം. ലൈഫ് മിഷൻ, പൊതുവിദ്യാലയങ്ങൾ, പൊതുജന ആരോഗ്യം, സാധാരണക്കാരൻ മലയാളിയുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തു പോകുന്ന പിണറായി വിജയൻ സർക്കാരിനാണ് പൊതുവിദ്യാഭ്യാസത്തിൽ ഞങ്ങൾ എന്ത് ലേൺ ചെയ്തോ അത് കേരള സർക്കാരിന് കൂടി ഞങ്ങൾ പ്രസന്റ് ചെയ്യുകയാണ്. ഞങ്ങൾ 3 തരത്തിൽ കേരള സർക്കാരിന് ഈ ഒരു പ്രപ്പോസൽ വെക്കുന്നു. ഞങ്ങൾ ഡെവലപ്പ് ചെയ്ത കരിക്കുലം കേരള ഗവൺമെൻറ്റിൻ്റെ പൊതുവിദ്യാലയങ്ങളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഞങ്ങൾ ട്രെയിനിങ് കൊടുക്കാം. ഞങ്ങളുടെ കരിക്കുലം ഉണ്ടാക്കാൻ ബിൽഡ് ചെയ്യാം, ഹെൽപ്പ് ചെയ്യാം. ആൻഡ് അത് മാത്രമല്ല, ടീച്ചേഴ്സിന് വലിയൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ടീച്ചേഴ്സ് ആർ സ്കെയർഡ് അബൌട്ട് AI. ലൈക്ക് ഇൻഡസ്ട്രി എക്സ്പേർട്സ് നീഡ് ടു ട്രെയിൻ ദം. So we are ready to train the Kerala teachers. And third thing, what we would like to offer here is like, there are schools. I met with many MLAs in Kerala, like for example, Ponnani P. Nandakumar, Vijin, and Mohammed Mohsin. All these people are very excited about this thing. They wanted to do pilot in every Nemasabha Assembly Mandalam. What we are offering is like, we are ready to pilot. We can give to PTA. Yeah, we wanted to help PTAs to do a free pilot programs in every constituencies in Kerala. And this is a social commitment. And പൊതുവിദ്യാലയത്തിൽ വളർന്നു വന്ന ഒരു സാധാരണ IT പ്രൊഫഷണലാണ് ഞാൻ. കേരള സർക്കാരിൻ്റെ നമ്മുടെ ലക്ഷ്യവും നല്ല വിദ്യാഭ്യാസം കൊടുക്കുകയാണ്. ലാസ്റ്റ് ടൈം വെൻ ഐ സ്പോക്ക് ടു രവീന്ദ്രനാഥ് സാർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളീയർ നമ്മൾ കൊടുക്കുന്ന മനുഷ്യന് നല്ലൊരു മനുഷ്യനാക്കിയാണ് ആദ്യം. Then a good human being will become a good engineer, doctor and everybody. So അടിസ്ഥാനപരമായി മാനവിക മൂല്യങ്ങളും മതേതര മൂല്യങ്ങളും പുരോഗമന കാഴ്ചപ്പാടിലും ഉറച്ചു നിൽക്കുന്ന ഒരു സമൂഹം സൃഷ്ടിക്കുകയാണ്. അതിലേക്ക് ഞങ്ങൾ സോഷ്യൽ കമ്മിറ്റിന്റെ ഭാഗമായി ഹെൽപ്പ് ചെയ്യുന്നു. It was nice that Minister has interfered and bring it to the... Now, the discussion part is over. I just have to acknowledge 2 or more, 3 people, and then we will have any questions. The questions going to be asked from the diaspora. So just want to acknowledge these names because they are the backbone who is supporting all these events. That's Saji Jacob Abraham from New York, Jiju Kalangara, and Dr. Gobinath, founder of Shantigram Ayurvedic Group. Now, at this point, if the people who are in the audience, you heard the CM's
message. You heard the secretaries mentioned about the opportunities of investing in Kerala. And now is the time that can be asked. Please, you don't have to go to the detail. We all know that you are all successful people in your field. Try to just say your name and the place if you are coming, if you need it, but be specific to the question that you wanted to ask, and they will summarize and reply to that. And we have the mics here. No more than 1 minute, please. Go ahead. Hello. Can I? Sir, my name is Kiran. My question is to IT Secretary. Can you just stand up, please? Do I need to? Sure. Sir, it was an exceptional presentation. Very glad to see what IT industry is doing and the spike which we have been seeing in the last few years. Just out of curiosity, I'm wondering what are we? I'm good. Yeah. What are we doing to attract talents from other side of the country? You know, like we see that in Bangalore, talents come from Pune, Delhi, UP, all those states. I see that there is a difficulty in, transportation. Like we do have railway, we know how updated it is. We do have a better transport facility within the state. We have done an exceptional job there as well. But interconnecting, like for these talents to come and easily, and they can fly back for an emergency that might happen in their family or something of those sort. What are our thoughts on that? What are we going to do about it? We got the message. Okay. It was to IT. IT Secretary will be taking all the notes and will be, in his response, he will be addressing that. Okay. എൻ്റെ പേര് ഫ്രാൻസിസ് കളിക്കക്കോറ്റ്. ഞാൻ ഫൊക്കാനയുടെ ഷിക്കാഗോ മിഡ് വെസ്റ്റ് റീജിയൻ്റെ പ്രസിഡൻ്റാണ്. എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾക്ക് ഇവിടുന്ന് സ്ട്രെയിറ്റ് ആയിട്ട് കൊച്ചിക്ക് ഫ്ലൈറ്റ് വേണം. അത് ഇവിടുന്ന് പല പ്രാവശ്യം ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടാണ് 10-15 വർഷമായിട്ട്. അത് നടത്താൻ പറ്റുമോ എന്നുള്ളതാണ്. ചെയ്യാൻ പറ്റുന്നവരാരെങ്കിലും കൊണ്ടുവന്ന് വരിക, അതിനൊന്ന് ഹെൽപ്പ് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് അപേക്ഷിക്കാനുള്ളത്. താങ്ക് യു. എൻ്റെ പേര് സണ്ണി വള്ളിക്കളം, ഫോമർ വൈസ് പ്രസിഡന്റ്. മുമ്പ് ഇവിടെ പറഞ്ഞത് 1-2 കാര്യങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത് മിനിസ്റ്ററുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ വേണ്ടിയാണ്. നേരത്തെ പറഞ്ഞു, എൻ്റെ ഒരു സഹോദരി ഇന്നലെ ടെക്സസിൽ നിന്ന് വന്ന സഹോദരി പറഞ്ഞു കൊടുക്കുക, നമ്മുടെ ഓഫീസിൽ കയറി ഇറങ്ങി മനുഷ്യനെ ചുറ്റിക്കുക, പല പ്രാവശ്യം വണ്ടിക്കൂലി കൊടുത്ത് അവസാനം അവർ സഹി കേട്ട് ബിസിനസ് ചെയ്യുക, തിരിച്ചു പോരുന്ന ഒരവസ്ഥയാണ്. രണ്ടാമത്, നമ്മുടെ മുട്ടക്കാച്ചായമ്മൾക്ക് ഒരു ബിസിനസ് സക്സസ് ആകുമ്പോൾ അവൻ ഏതെങ്കിലും രീതി തകർക്കാൻ വേണ്ടി ആ ഓഫീസ് റെയ്ഡ് ചെയ്ത് അവനെ ഇല്ലായ്മ ചെയ്യുക. ഒപ്പം തന്നെ എൻ്റെ പ്രിയ സുഹൃത്ത് സ്റ്റീവൻ പറഞ്ഞ പോലെ പിന്നെ അവനൊരു പരിരക്ഷ കിട്ടുക. ഞാനൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ എനിക്ക് സുരക്ഷിതമുണ്ട്, ഗവൺമെൻറ് ഭാഗത്തുണ്ട് എന്ന് പറയുമെങ്കിൽ വളരെ ഹാപ്പി ആയിരിക്കും. ഈ 3 നിർദ്ദേശവും പരിഗണിക്കണമെന്ന് വളരെ വിനയമായി അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു. ദയവായി ഒരു കാര്യം നിങ്ങൾ ഈ ഓഡിയൻസ് ശ്രദ്ധിക്കുക. പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് സമയം കളയാതെ ദയവായി ശ്രദ്ധിക്കണമെന്നൊരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. ദർ ഈസ് എ ജെന്റിൽമാൻ ഇൻ ദ ബാക്ക്. പ്ലീസ് മൂവ് ദാറ്റ് മൈക്ക് ടു ദ ബാക്ക്. ദേഴ്സ് അനി. എൻ്റെ പേര് അജേഷ്. ഞാൻ ഫ്ലോറിഡയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഫ്ലോറിഡ നാഷണൽ കമ്മിറ്റി മെമ്പറാണ്. എൻ്റെ ഞാൻ അതായത് ആലപ്പുഴ ജില്ലയിലെ മുഹമ്മ എന്ന പ്രദേശത്ത് നിന്നാണ് വരുന്നത്. രാംദാസ് ചേട്ടൻ്റെ നെയ്ബറാണ് ഞാൻ. രാംദാസ് ചേട്ടൻ ഇപ്പോഴാണ് എന്നെ കാണുന്നത്. എന്തായാലും എനിക്ക് ഒരു ക്വസ്റ്റ്യൻ ഉള്ളത്, ഞങ്ങളുടെ ഗ്രാമപ്രദേശം ഒരു കയർ മേഖലയാണ്. ഇപ്പോഴത്തെ കയർ വ്യവസായങ്ങൾ മുഴുവൻ, അതായത് ഈ കയർ തൊഴിലാളികൾ മുഴുവൻ അർദ്ധപട്ടണിക്കാരാണ്, വേറൊരു മേഖലയില്ല. എന്നാൽ ഗവൺമെൻറ്റിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ വെക്കേഷന് പോയപ്പോൾ കയർ കോർപ്പറേഷൻ അതുപോലുള്ള സ്ഥാപനങ്ങളിൽ പോയി 10-30 കോടി രൂപയുടെ കയർ പ്രോഡക്ട്സ് അവിടെ കെട്ടിക്കിടക്കുന്നുണ്ട്. ഞങ്ങളെപ്പോലുള്ള ഇവിടെ ബിസിനസ് ചെയ്യുന്നവർ 24 മണിക്കൂറും ഞങ്ങൾ അതിനെ ഡെഡിക്കേറ്റ് ചെയ്ത് ആ പ്രൊഡക്റ്റ് വിറ്റഴിക്കാൻ തയ്യാറാണ്. അപ്പോൾ അതിന് ഉപോത്പാദമാകുന്ന രീതിയിൽ ഏത് രീതിയിലുള്ള അതിനുള്ള പല ഐഡിയകളും ഞങ്ങളുടെ കയ്യിലുണ്ട്. ആ ഐഡിയ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി ഗവൺമെന്റ് ഞങ്ങളെപ്പോലുള്ളവർക്ക് I think you can convey that message one-on-one, please. Move on. Just over there.
എൻ്റെ പേര് വർഗീസ് സലഹന, ഞാൻ ന്യൂയോർക്ക് ബേസ് ചെയ്താണ്. നാട്ടിൽ കുറച്ച് ലാൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലാതെ ഒന്നുമില്ല, പക്ഷേ ഇവിടെ ഐ ഡു സം ബിസിനസ്. എൻ്റെ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ഐ ലുക്ക് അറ്റ് ദ പോഡിയം, ഐ ലുക്ക് അറ്റ് ദി or here and there. I don't see any second generation. I mean the born and brought up of here. Nobody. I'm 65 years old, more than that. No. We have a lot of money here. Lot of money, lot of business. Our second generation born and brought up of here. They do good business. They invest a lot of money. They have millions and billions of dollars here. Why we didn't attract it? The Loka Sabha didn't attract a single person over in the podium or here. Just please the answer. Just remember that at least we have had. Please come to the point. Thank you. Come to the point means the second generation born and brought up for Kerala kids now getting over this. Then only Kerala can get the investment from America. That's the only thing. I have money, but I don't want to invest. My kids, they don't allow me to invest. Thank you. Think there's a lot of things going on, but I know that fact. That's what I'm saying. ഇവിടെ ഇരിക്കുന്നവർ എല്ലാവരും 60-65 years old ആണ്. അവരുടെ പിള്ളേർ ഇൻവെസ്റ്റ് ചെയ്താലേ നമ്മളോ. I respect yours. Please move. Please, thanks. Thank you. ഹലോ, ഹായ്. എൻ്റെ പേര് ശ്രീഹരി എന്നാണ്. ഞാൻ ന്യൂജേഴ്സിയിൽ നിന്ന് വരുന്നു. എൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഇപ്പം കഴിഞ്ഞ മാസം തെലുങ്കാനയിൽ നിന്ന് മിനിസ്റ്റർ വന്ന ദേ വർ പ്രൊമോട്ടിങ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് അക്രോസ് US. അതിന് മുമ്പേ UP നിന്ന് വന്നായിരുന്നു. അപ്പം ദസ് എ ഫ്ലറി ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് കമ്മിങ്. സോ നമ്മൾ എന്താണ് എക്സ്ട്രാ ചെയ്യാൻ പോകുന്നത് കേരളത്തിന് ടു ബി സ്പെഷ്യൽ? ദ ക്വസ്റ്റ്യൻ ഇസ് ടു ദി IT സെക്രട്ടറി. താങ്ക് യു. Yeah, there is that gentleman. Good morning. My name is Joe Meenam Kanel. I'm a U.S. defense contractor with $100 million revenue a year. And I'm extremely pleased with the IT secretary and the minister for the attitude that you guys showed. And I'm here with a proposal to raise $100 million a year from SMEs in the United States. SMEs contribute 80% of the economy, to the American economy, and there is only 1% of the SME participation in the Indian IT sector. We can bring them in. I have the proposal ready, and I would like to get an opportunity to see the IT secretary. Extremely impressed the way IT secretary has proposed and shown this diagram. Thank you. Thank you. They will arrange that. Hello. ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് സജൻ. ഞാൻ മുഖ്യമന്ത്രിയുടെ നാട്ടുകാരനായ കണ്ണൂരിൽ നിന്നാണ്. മുഖ്യമന്ത്രി പറഞ്ഞ പോലെ നമുക്ക് 4 എയർപോർട്ടുകളുണ്ട്. കണ്ണൂർ എയർപോർട്ട് തുടങ്ങിയിട്ട് 4 വർഷമായി. ഇതുവരെ കണ്ണൂർ പോയി ഒന്ന് ഇറങ്ങാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഒരു ഇൻ്റർനാഷണൽ ഫ്ലൈറ്റെങ്കിലും അങ്ങോട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം പ്ലീസ്. അത് നമുക്ക് ബഹുമാനപ്പെട്ട MPമാരുണ്ട്. നിങ്ങളത് എങ്ങനെയെങ്കിലും നമ്മുടെ കണ്ണൂർ എയർപോർട്ടിനെ ഒരു 4 എയർപോർട്ടുകൾ ഈക്വലി നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റണം. നമ്മൾ എല്ലാ ഭാഗത്തു നിന്നുള്ള ആൾക്കാരാണ് അങ്ങോട്ട് പോകുന്നത്. അതിന് ബിസിനസ്സിന് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ബഹുമാനപൂർവ്വം നിങ്ങൾ പരിഗണിക്കണം. We will take 2 more questions from the, and we have to conclude it before the lunch. Only 2 more questions, please. And be specific to the point. Okay. Hi, I'm a second generation. My name is Shaimi Jacob. I was not born and raised in Kerala, so I was born and raised outside of Kerala. So anyhow, my question here is for the IT director, part of the emerging technology and AI. How do you consider risk and controls? What type of assurance are you giving for new emerging technologies when you're talking about AI, robotics, ChatGPT? Recently, there was an issue about ChatGPT where lawyers were using ChatGPT to create affidavits and creating staged stories. However, those stories turned out to be a big issue which was fully fabricated and had no value. So in terms of emerging technologies, I have risk and controls. So what type of application controls or general controls Come to the will point, be added? please. How you would? Thank you. Yeah. And another question I had was Annie Paul had raised this about embalming processing. That is something you can bring it individually, please. Okay. Coming to the no, please. There are ladies who is giving 2 questions to the ladies, and that will wrap up the session. That's it. I am Prema Tekek from California, San Francisco. I have admiration for all of you guys who has presented this business investment proposals, and it is made, it sounds like it's very easy to invest in Kerala now. We never wanted to invest there because of all the political problems we faced in the past. But we talked about business development. I want to talk about family development. What are we doing to the families who has got
children, husbands, wives who are involved with mental health issues. Let me just pause that for a second. There is a session after this addressing that, so you can have the time at that time. If you have anything to do with the business, please, we have a section after this primarily addressing that area. Okay. No, please. I do hear there is a section after this at 2 o'clock. You can all have a similar section. So this is the last question. Thank you. I am Geeta George, representing all the engineers, IT engineers of Silicon Valley, California. What I want to say is, it is Silicon Valley. We are doing business with silicon, designing silicon. But the thing is that China and Taiwan has taken over that business. Geeta, please come to the point. Whatever is. Okay, give me a minute, okay? Right. The thing is that what I'm saying is only now, for the last 2 years, we have, India is looking into that business, chip manufacturing, okay? This is electronics chip manufacturing, and we can do it without much investment in Kerala. So that is one of my requests where we can all do good. So that is one of my requests. And another request which I want to say is why we cannot have an American consulate in Kerala. And that I think I should definitely ask the MPs and this thing. We should work on a ground level in this country and bring more politicians from our community so that we can get that accomplished. And that I think our Babu Stephen, our Fokana president, will be able to help. Thank you. Sure. We will look into it. Thank you. Thank you. With that, this section is over now. I have to call the organizing committee secretary to have 2 words before the chief secretary will be answering these questions from this area. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വളരെ ലൈവായിട്ടുള്ളൊരു ഡിസ്കഷനായിരുന്നു. കേരളത്തെക്കുറിച്ചും അതുപോലെ തന്നെ അമേരിക്കൻ മലയാളികൾക്ക് എങ്ങനെയാണ് കേരളത്തിലെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അവസരങ്ങൾ കൂടുതൽ ഉപയോഗിക്കാൻ സാധിക്കുക എന്നതിനെക്കുറിച്ചുമൊക്കെ നല്ല പ്രസൻറ്റേഷൻസ് ഇവിടെ നടത്തി. അതിന് വളരെ പോസിറ്റീവായിട്ടും അല്പസ്വല്പം വിമർശനാത്മകമായിട്ടുള്ള പല കമൻസും ഉണ്ടായി. അതെല്ലാം ഞങ്ങൾ വളരെയധികം സ്വാഗതം ചെയ്യുകയാണ്. കാരണം അങ്ങനെയുള്ള ചർച്ചകളിലൂടെയാണ് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നത്. നമ്മൾക്ക് എല്ലാം നമ്മുടെ സംസ്ഥാനം ഏറ്റവും എല്ലാ രീതിയിലും ഒരു പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് നമുക്കെല്ലാം ആഗ്രഹമുണ്ട്. പക്ഷേ മനുഷ്യർ പെർഫെക്റ്റ് അല്ലാത്ത പോലെ ഒരു പ്രദേശവും പെർഫെക്റ്റ് അല്ല എന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. കേരളത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആ മാറ്റങ്ങൾ ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് നിങ്ങളെ പറയുകയുണ്ടായി. ഒരു മാറ്റം മാത്രം എനിക്ക് ഒന്ന് ഹൈലൈറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇവിടെ പറഞ്ഞു 900 സർവീസ് ഇപ്പോൾ ഓൺലൈനായി. കേരളം എന്ന് പറയുന്ന സംസ്ഥാനം ഇപ്പോഴത്തെ അവിടുത്തെ ഫയൽ നീക്കങ്ങൾ മുഴുവൻ ഇലക്ട്രോണിക് ആക്കി മാറ്റിയ സംസ്ഥാനമാണ്. ഫയൽ നീക്കങ്ങൾ മാത്രമല്ല, ഒരു ഓഫീസിൽ നിന്ന് മറ്റു ഓഫീസിലേക്ക് കമ്മ്യൂണിക്കേഷൻ പേപ്പർ അയക്കുന്നത് കേരളത്തിലെ ഏറ്റവും താഴത്തെ ഓഫീസ് വരെ കംപ്ലീറ്റ് ഇലക്ട്രോണിക് ആക്കി മാറ്റാൻ സംവിധാനം ചെയ്തിരിക്കുന്ന സ്റ്റേറ്റാണ്. അത് നിങ്ങൾ ഇനി ചിലപ്പോൾ ഒരുപക്ഷെ ഒരു 5-6 മാസം കഴിഞ്ഞ് കേരളത്തിൽ വന്നാൽ കേരളത്തിലെ ഒരു സർക്കാർ ഓഫീസിലും കടലാസ് കാണില്ല. ആ രീതിയിൽ ഇലക്ട്രോണിക് ആക്കി മാറ്റിയ മറ്റൊരു സംസ്ഥാനം ഇന്ത്യയിലില്ല. അപ്പം ഇതൊക്കെ മറ്റ് വികസിത രാജ്യങ്ങളോട് തുല്യമായിട്ടുള്ള അച്ചീവ്മെൻറ്റ്സാണ് ഇതെല്ലാം. വികസിത രാജ്യങ്ങളിൽ എത്ര രാജ്യങ്ങളിൽ അങ്ങനെ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ആ രീതിയിൽ ചില മേഖലകളിൽ ഇപ്പോൾ പറഞ്ഞു ഇവിടെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം എടുക്കുക. അത് 17 ഗോളുണ്ട്, UN സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ്. പോവർട്ടി, ഇന്ത്യയിലെ ഏറ്റവും ലീസ്റ്റ് പോവർട്ടിയുള്ള സംസ്ഥാനമാണ് കേരളം, 0.5%. അതും ഇപ്പോൾ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുകയാണ്. കേരളത്തിൽ നോ പോവർട്ടി അച്ചീവ് ചെയ്യാനാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പദ്ധതി ഉണ്ടാക്കി അടുത്ത വർഷം നോ പോവർട്ടിയിലേക്ക് പോവുകയാണ്. അപ്പോൾ 17 സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിൽ ഇന്ത്യയിൽ 1ാം സ്ഥാനത്ത് കഴിഞ്ഞ 4 വർഷമായിട്ട് നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. അപ്പം ഇങ്ങനെയൊക്കെയുള്ള വലിയ വലിയ കാര്യങ്ങൾ നമ്മളവിടെ പല മേഖലകളിൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞു. പല മേഖലകളിൽ വലിയ കുതിച്ചുചാട്ടം നമുക്ക് നേടുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ചില പോരായ്മകളൊക്കെ ഉണ്ടാവും. ഏത് രാജ്യത്തിനും ഏത് മനുഷ്യനും പോരായ്മയുണ്ട്, ഏത് രാജ്യത്തിനും പോരായ്മകളുണ്ടാവും. ഇനിയും നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു രാജ്യത്തിൻ്റെ പോരായ്മകൾ പറയേണ്ടത് എപ്പോഴും അത് നന്നാക്കാൻ, അത് എങ്ങനെ നമുക്ക് ഓവർകം ചെയ്ത് പോസിറ്റീവായിട്ട് മാത്രം അത് നോക്കിക്കണ്ട് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് വളരെ പ്രയോജനം ചെയ്യും. കാരണം അത്തരം കാര്യങ്ങളിൽ ഊന്നൽ കൊടുത്താൽ നമ്മൾ ഇനിയും കൂടുതൽ നന്നായിട്ട് മുന്നോട്ട് പോകും. അതുകൊണ്ട് പരസ്പരം അത് വിമർശിച്ചതിലൊന്നും കാര്യമില്ല. കാരണം ഏതെങ്കിലും രാജ്യത്തെക്കുറിച്ച് നമുക്കും പല കാര്യങ്ങളും വിമർശനാത്മകമായിട്ട് പറയാനായിട്ട് സാധിക്കും. ആർക്കാണ് പറയാൻ പറ്റാത്തത്? ഏത് വ്യക്തിയെക്കുറിച്ചും വേണമെങ്കിൽ പറയാൻ പറ്റും. അതൊക്കെ കൊള്ളാം. പക്ഷേ ഞാൻ പറയുന്നൊരു കാര്യം, ഇപ്പം നിങ്ങൾ ഈ അമേരിക്കയിലുള്ള ഇവിടെയുള്ള മലയാളികൾ ഇവിടെ നിന്നുള്ള നിങ്ങളുടെ അനുഭവങ്ങൾ ഉപയോഗിച്ച്
കേരള സംസ്ഥാനത്തെ ഇന്നത്തെ നിലയിൽ നിന്ന് എങ്ങനെ കുറച്ചുകൂടെ മുന്നോട്ട് കൊണ്ടുപോകാം, എങ്ങനെ അതിന് നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം. വിമർശിക്കലല്ല, വെറുതെ നമ്മൾ കുറ്റം പറഞ്ഞിട്ടൊരു കാര്യമില്ല. കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കുറ്റം പറയുന്ന കുറേ വ്യക്തികളെ സൃഷ്ടിക്കാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ഈ അനുഭവവും കഴിവും ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ഇപ്പോൾ ഉള്ള സ്ഥിതി കുറച്ചുകൂടെ നന്നാക്കാനായിട്ട് സാധിക്കും, അതിന് എനിക്കെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആരാണ് എനിക്ക് അത് പറഞ്ഞത്? എവരി വൺ തിങ്സ് ഓഫ് ചേഞ്ചിങ് ദ വേൾഡ് ബട്ട് നോ വൺ തിങ്സ് ഓഫ് ചേഞ്ചിങ് ഹിംസെൽഫ്. ഇത് ടോൾസ്റ്റോയ് പറഞ്ഞാണെന്ന് എൻ്റെ ഓർമ്മ. പക്ഷേ എല്ലാവരും ലോകത്തെ നന്നാക്കാൻ വളരെ ഇൻട്രസ്റ്റ് ഉള്ള ആളുകളാണ്. സ്വയം ഒന്ന് നന്നാക്കുന്നത് വളരെ പ്രയോജനം ചെയ്യുന്ന കാര്യമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ അനുഭവങ്ങൾ, നമ്മുടെ കഴിവുകൾ ഉപയോഗിച്ച് ഇപ്പോൾ ഉള്ള സ്ഥിതി, അതിപ്പോൾ ഈ അമേരിക്കയിലുള്ള ആളുകൾക്ക് അമേരിക്കയിലുള്ള സ്ഥിതി നോക്കിയിട്ട് ഇത് നന്നാക്കാനായിട്ട് പറ്റുമോ? അത് കേരളത്തിലെ സ്ഥിതി നോക്കുക, അത് നന്നാക്കാൻ എനിക്കെന്ത് ചെയ്യാൻ സാധിക്കും? വാട്ട് ഐ ക്യാൻ ഡൂ ഫോർ ദീസ്. ഇതാണ് നമ്മുടെ ചിന്താ വിഷയം, ചർച്ചാ വിഷയം. അപ്പോൾ അത് വെച്ചിട്ട് ഇപ്പോൾ ഇവിടെ നിങ്ങൾ ചില പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു, ഞങ്ങളുടെ സെക്രട്ടറിമാർ അത് നോട്ട് ചെയ്തിട്ടുണ്ട്, ഇത് പ്രസൻറ്റ് ചെയ്ത ആളുകൾ നിങ്ങൾ പറഞ്ഞ പ്രോബ്ലംസും നോട്ട് ചെയ്തിട്ടുണ്ട്. ആ സെക്ടറിൽ അവിടെ എന്ത് ചെയ്യാൻ പറ്റുക, അത് ആ പ്രശ്നങ്ങൾ തീർക്കാനായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് തീർച്ചയായിട്ടും ഞങ്ങൾ പരിഗണിച്ച് അത് നന്നാക്കാനായിട്ട് ശ്രമിക്കും. നിങ്ങളുടെ പ്രതീക്ഷകൾക്കൊത്ത് ഉയരാൻ തന്നെയാണ് കേരളത്തിൻ്റെ ഉദ്ദേശം. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ വന്ന് നിങ്ങളുമായിട്ട് സംവദിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഇന്ന് 5 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ 5 കൊല്ലം മുമ്പ് നിങ്ങൾ കേരളത്തിൽ വരുമ്പോൾ കാണുന്ന കേരളമല്ല ഇന്ന്. 5 കൊല്ലം കൊണ്ടും ഭയങ്കര മാറ്റങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇനി 5 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾ ഇന്ന് കാണുന്ന കേരളമായിരിക്കുകയുമില്ല, അതൊക്കെ ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സംസ്ഥാനം വളരെ വേഗം മുന്നോട്ട് പോവുകയാണ്. ആ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ആ ഒരു കോൺട്രിബ്യൂഷൻ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ പോസിറ്റീവായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഞങ്ങൾ വളരെയധികം വെൽക്കം ചെയ്യുന്നു. എന്തെങ്കിലും തരത്തിൽ അവിടെ ചില ചെറിയ പ്രശ്നങ്ങളുണ്ട്, ചില കാര്യങ്ങളൊക്കെ ഇവിടെ പോയിൻ്റ് ഔട്ട് ചെയ്തു. അതൊക്കെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സംസ്ഥാനത്ത് അതെല്ലാം പരിഹാരമുണ്ടാവും. തീർച്ചയായിട്ടും പല മേഖലകളിലും നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. 1.5 ലക്ഷം സംരംഭങ്ങൾ ഒറ്റ വർഷം കൊണ്ട് തുടങ്ങിയ സ്റ്റേറ്റാണ്. ഒറ്റ വർഷം കൊണ്ട് 1.5 ലക്ഷം സംരംഭങ്ങൾ MSMEs. അപ്പോൾ അങ്ങനെ തുടങ്ങിയ സംരംഭങ്ങളിലൂടെ മുന്നോട്ട് പോവുകയാണ്. ചില ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തീർക്കാനായിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും എല്ലാം ഇവിടെ അത് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. അവരതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ കൂടുതൽ ഊർജിതപ്പെടുത്തും. നിങ്ങളുടെ സെൻറ്റിമെൻറ്റ്സ് വളരെ പ്രധാനമാണ്. നിങ്ങളിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക് വളരെ പ്രധാനമാണ്. കാരണം ഇതൊക്കെ ഒരു സംസ്ഥാനത്തെ എങ്ങനെയാണ് മറ്റുള്ളവർ നോക്കിക്കാണുന്നത് എന്നുള്ളതിന് ഞങ്ങൾക്ക് വളരെ നല്ല വാല്യുബിൾ ഫീഡ്ബാക്കാണ് ഇതെല്ലാം. ആ രീതിയിൽ തന്നെ ഞങ്ങളത് വളരെയധികം സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതങ്ങനെ ആ രീതിയിൽ എടുക്കുന്നു. തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് കൈകോർത്ത് കേരളത്തിൻ്റെ വികസനത്തിന്, കേരളത്തിലെ കൂടുതൽ നിക്ഷേപങ്ങൾ കൊണ്ടുവരാൻ, അങ്ങനെ കേരളത്തിനെ ലോകത്തിലെ ഒരു ഒന്നാംകിട സംസ്ഥാനമായി മാറ്റാൻ ഉള്ള പരിശ്രമത്തിൽ നിങ്ങളോടൊപ്പം ഞങ്ങളും ചേർന്ന് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. കാരണം ഇപ്പോൾ സമയത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മുടെ സെക്രട്ടറിമാർ നിങ്ങൾ പറഞ്ഞ ഓരോ കാര്യത്തിനൊക്കെ മറുപടി പറഞ്ഞേനെ. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ലഞ്ച് കഴിഞ്ഞിട്ട് പുതിയൊരു സെഷൻ ഇവിടെ നടത്താനുണ്ട്. അപ്പോൾ ഓരോ കാര്യത്തിലേക്ക് പോകാനായിട്ട് പറ്റാത്തതിൽ ഖേദിക്കുന്നു. ഇത് ഒന്ന് ക്രോഡീകരിക്കാനായിട്ട് നമ്മുടെ ബഹുമാനായ ധനകാര്യ വകുപ്പ് മന്ത്രി ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കും. താങ്ക് യു. Thank you, Dr. VP Joy, Chief Secretary. Thank you, Mr. John Isaac, for conducting the session. So before getting into the conclusion by our Finance Minister K.N. Balagopal, I want to make a couple of announcements here. One, the lunch is ready, and this is going to take only 10 minutes. Then we will be going for the lunch. Then 2 o'clock we will be having another session here. So, we want all of your presence for that. So, immediately after this session, then we will proceed for the lunch. So, I would like to invite Finance Minister to conclude the whole session. വേദിയിലുള്ള ബഹുമാനരെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ ഈ സെഷൻ ലോക കേരള സഭയുടെ ഭാഗമായിട്ട് കേരളത്തിൽ കൂടുതൽ നിക്ഷേപങ്ങൾ, വ്യവസായത്തിന്, വാണിജ്യത്തിന് കൂടുതൽ നിക്ഷേപങ്ങൾ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ചേർന്നത്. ഇനിയും ഇതിന് ശേഷം ഇന്ന് തന്നെ ചില ഇൻട്രാക്ഷനുണ്ട്, 1-to-1 ഉള്ള ഇൻട്രാക്ഷൻ നടക്കുന്നുണ്ട്. ഇതിനെല്ലാം ഭാഗമായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് ഗുണകരമായിട്ട് മാറ്റാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ സെഷനിനകത്ത് നമ്മൾ ഉദ്ദേശിച്ചത്, വാസ്തവത്തിൽ ലോക കേരള സഭയും പ്രവാസികളുടെ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളും ഏറ്റെടുക്കുന്നത്, പ്രവാസി സമൂഹം എന്ന നിലയിൽ നമ്മുടെ ഐഡൻറ്റിറ്റി, അവരുടെ ഓരോ മേഖലയിലുള്ള വികസനത്തിനൊപ്പം നമ്മുടെ ഐഡൻറ്റിറ്റിയും നമ്മുടെ നാടുമായിട്ടുള്ള വേരുകളും ശക്തമാക്കുക, അതോടൊപ്പം തന്നെ
ഓരോ മേഖലയിലും നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞതുപോലെ നാടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പരിഹരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉയർത്തുക എന്നൊക്കെ ഉള്ളതിനൊപ്പം ഇൻവെസ്റ്റേഴ്സ് മീറ്റിനകത്ത് ഉദ്ദേശിച്ചത് എങ്ങനെ നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് കേരളത്തിൽ ചെയ്യാൻ പറ്റും, അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവണം, കേരളത്തിന് ബെനിഫിറ്റ് ഉണ്ടാവണം. അതുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് നല്ല ഗുണം കിട്ടുമെന്ന് ഉറപ്പായാൽ മാത്രമേ ഇൻവെസ്റ്റ്മെൻറ്റിന് നമ്മൾ ഹാർഡ് ഏൺഡ് മണി ആരും ചിലവാക്കത്തുള്ളൂ. അതിന് തന്നെയാണ് ഗവൺമെൻറ് കാഴ്ചപ്പാടല്ലാതെ ഇതൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചാരിറ്റി പ്രവർത്തനം എന്നല്ലല്ലോ. അതിന് വേറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ചാരിറ്റി പ്രവർത്തനം നമ്മുടെ നാട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, ഇവിടെ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ നോക്കുമ്പം ബിസിനസ്സുകാർക്ക് കേരളം ഒരു നല്ല ഡെസ്റ്റിനേഷനാണോ? അല്ലെങ്കിൽ എല്ലാവരും ബിസിനസ്സുകാരല്ല, ഇതിനകത്തൊക്കെ ഇരിക്കുന്നവർക്ക് നേരിട്ട് ബിസിനസ് ചെയ്യാൻ വയ്യ, അല്ലെങ്കിൽ അവർക്ക് പല സ്കീമിലും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, അവർക്ക് റിട്ടേൺ കിട്ടുമോ? ഇതാണല്ലോ ഇവിടുത്തെ പ്രധാന വിഷയം. ഒരു കാര്യം ഞാൻ പറയാം, കേരളത്തിലെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അന്തരീക്ഷവും ബിസിനസ് അന്തരീക്ഷവും പൊതു അന്തരീക്ഷവും സംബന്ധിച്ച് ഇവിടെ ശ്രീ ജോസ് തോമസ് ചോയ്സ് പറഞ്ഞാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതൽ അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളെപ്പറ്റി അറിയാം. ആദ്യമായിട്ട് അദ്ദേഹത്തെ ഞാൻ നേരിട്ട് കാണുന്നത് ഇപ്പോഴാണ്. അദ്ദേഹം പറയുന്നത് അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ആദ്യമായിട്ട് അദ്ദേഹം കാണുന്നത്, ഞങ്ങൾ കാണുന്നതല്ല, അദ്ദേഹം കാണുന്നത് ഇപ്പോഴാണ്. ഇവിടെ ഇരിക്കുന്ന പലരെയും അദ്ദേഹം പരിചയപ്പെടുന്നതേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒരു 4000 കോടി രൂപയുടെ ടേൺ ഓവറുള്ളൊരു ബിസിനസ് എന്ന് പറഞ്ഞാൽ മോശമായൊരു ബിസിനസ് അല്ല. അങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക് തന്നെ പൊളിറ്റിക്കലായി ബ്യൂറോക്രാറ്റിക്കായി കാര്യങ്ങൾ ഇടപെട്ട് തന്നെ ചെയ്താലേ പറ്റൂ എന്നൊരു അന്തരീക്ഷമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിൻ്റെ മാർക്ക് എന്ന് ഞാൻ കരുതുന്നു. എന്നാൽ കുറേയേറെ നമുക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാനുണ്ട്, പ്രശ്നങ്ങൾ തീർക്കാനുണ്ട്, കുറച്ചുകൂടി സ്പീഡാക്കണം. അതിനകത്ത് ഒന്നും ഇവിടെ പറഞ്ഞത് നമ്മുടെ വില്ലേജ് ഓഫീസിലും റവന്യൂ ഓഫീസിലും പോകുന്നൊരു പ്രായോഗിക എക്സ്പീരിയൻസ് ആണ് ഇവിടെ പറഞ്ഞത്. ചില പ്രശ്നങ്ങളൊന്നും ഇല്ലാതില്ല. പക്ഷേ ചീഫ് സെക്രട്ടറി ഇപ്പോൾ പറഞ്ഞു നിർത്തിയൊരു കാര്യമുണ്ട്. സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെ എല്ലായിടത്തും ഗവേണൻസ് വളരെ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ നടക്കുന്ന തരത്തിലേക്കുള്ള മുഴുവനും ഗവേണൻസ് വഴി എത്തുന്ന തരത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. സെക്രട്ടേറിയറ്റിലെ എല്ലാ ഫയലും ഇപ്പോൾ തന്നെ ഇതാണ്. നേരത്തെ നമ്മുടെ IT ഡിപ്പാർട്ട്മെൻറ്റ് ആ വകുപ്പ് തന്നെയാണ്. ടാക്സസ്, നേരത്തെ ഇപ്പോഴത്തെ IT സെക്രട്ടറി ടാക്സസിൻ്റെ സെക്രട്ടറി ആയിരുന്നു. ഓരോ ഇൻഡസ്ട്രീസിൽ ഒക്കെ ഫയലുകൾ സെക്രട്ടേറിയറ്റിലൊക്കെ ഇങ്ങനെ കെട്ടുകണക്കുള്ള പേപ്പർ ഉണ്ടായിരുന്നൊരു കാലത്തിന് പകരം ഒരു പേപ്പറും ഇല്ല, എല്ലാം ഓൺലൈനായിട്ട് പോവുകയാണ്. ഇവിടെ നിന്നിട്ട് ഞങ്ങൾ ദിവസമുള്ള അവിടെ വരുന്ന ഞങ്ങളുടെ ഫയലുകൾ ക്ലിയർ ചെയ്യുകയാണ്. ഞങ്ങളുടെ ഓഫീസിൽ എൻ്റെ ഇൻബോക്സിലേക്ക് വരുന്ന ഫയൽ, അത്യാവശ്യമുള്ള ഫയൽ ഇവിടെ നിന്ന് ഞാൻ നോക്കും. ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ നാളെ മറ്റന്നാൾ ക്യാബിനറ്റിലേക്കുള്ള ഫയൽ ഇവിടുന്ന് ക്ലിയർ ചെയ്ത് പോകണം. അങ്ങനെ നമ്മുടെ അഡ്മിനിസ്ട്രേഷനൊക്കെ ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. ലോകത്തൊക്കെ ആ മാറ്റമുണ്ട്, അവിടെ മാത്രമല്ല. അപ്പോൾ നമ്മൾ ആ മാറ്റങ്ങളുണ്ട്, അത് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. ഇവിടെ ഇന്നലെ നമ്മുടെ കൗൺസിൽ ജനറൽ CG ഇവിടെ സംസാരിച്ച് പറഞ്ഞ 3 മേഖലകളുണ്ട്. ഞാനത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒന്ന്, നമ്മുടെ മറൈൻ എക്സ്പോർട്സ്. നേരത്തെ ഞാൻ ശ്രീ ജോസ് തോമസിനോട് ചോദിക്കുകയായിരുന്നു, ഒരു കാലത്ത് കേരളത്തിൽ നിന്നുള്ളായിരുന്നു മറൈൻ എക്സ്പോർട്സിൽ ഫസ്റ്റ് പ്ലേസ്. ഇപ്പോൾ ആന്ധ്ര 40,000 crores ആണ് ആന്ധ്രയുടെ എക്സ്പോർട്സ് എന്നാണ്. നമ്മളായിരുന്നു ഫസ്റ്റ്. കാരണം ഇവരൊക്കെ 35-40 ഇയേഴ്സായിട്ട് ഈ ബിസിനസ്സിലുള്ളവരാണ്. അപ്പം മറൈൻ എക്സ്പോർട്സ്, നമ്മുടെ നമ്മുടെ കൊഞ്ചിൻ്റെ കൃഷി, മറ്റൊക്കെ ആ മേഖല, കൃഷി മുതലുള്ള മേഖലകളിലുള്ള സാധ്യതകൾ കുറേ കൂടി ഉപയോഗിക്കേണ്ടതുണ്ട്. ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ മറൈൻ എക്സ്പോർട്സിൻ്റെ ഏറ്റവും വലിയ സ്കോപ്പ് നമുക്ക് ആന്ധ്ര നമ്മളെ കോമ്പീറ്റ് ചെയ്യാൻ പോകുമ്പോൾ നമുക്കുള്ളതിൻ്റെ പല സാധ്യതകളും അവർക്കില്ല, എങ്കിലും നമുക്ക് ചെയ്യാവുന്നൊരു മേഖലയാണ്. 2, ടൂറിസത്തിൻ്റെ കാര്യം പറഞ്ഞു. ഞാൻ വീണ്ടും ഇന്നലെ നമ്മുടെ കോൺസൽ ജനറലോട് ചോദിച്ചു, ഈ ടൂറിസത്തിന് അമേരിക്കയിൽ നിന്ന് ആരെങ്കിലും ടൂറിസത്തിനായിട്ട് കേരളത്തിലേക്ക് വരുന്നുണ്ടോ, അതിൻ്റെ സ്കോപ്പ് എങ്ങനെയാണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതിന് സ്കോപ്പുണ്ട്, സാധ്യതകളുണ്ട്, നമ്മുടെ റിസോർട്ടുകൾ തുടങ്ങിയ കാര്യങ്ങൾക്കുള്ള സാധ്യതകളുണ്ട്. 3ാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത് നമ്മുടെ ഈ മെഡിസിൻസ്, ആൾട്ടർനേറ്റീവ് മെഡിസിന്, ആയുർവേദം പോലെയുള്ള മെഡിസിനുകൾക്ക് വലിയ സാധ്യത ഇവിടെയുണ്ട്. കാരണം 12-11 സ്റ്റേറ്റുകൾ അമേരിക്കയിൽ ഇത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്രൂവ് ചെയ്യുമ്പോൾ അതിനുള്ള സ്റ്റാൻഡർഡൈസേഷനും അതിൻ്റെ ഒരു സർട്ടിഫിക്കേഷനും വളരെ പ്രധാനമാണ് എന്ന് നമുക്കറിയാം. അതുണ്ടെങ്കിൽ നമുക്ക് ആ ട്രഡീഷണൽ മെഡിസിൻ അല്ലെങ്കിൽ ആൾട്ടർനേറ്റ് മെഡിസിന് കൊണ്ടുവരാൻ പറ്റുന്ന ഏരിയയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചില ഏരിയകൾ നമുക്ക് കേന്ദ്രീകരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതുണ്ട്. അതിന് കുറച്ച് പ്രാധാന്യം കൊടുക്കണം. ഇവിടെ കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അമേരിക്കയിലെ എക്കണോമിയുടെ സ്വഭാവത്തിലുള്ളൊരു സ്വാതന്ത്ര്യവും നമുക്കില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, 2.5% ഉണ്ടായിരുന്ന പലിശ അമേരിക്കയിൽ ഇപ്പോൾ 7.5%. പ്രധാനപ്പെട്ട ബാങ്കർ ഇവിടെ ഇരിപ്പുണ്ട്. പലിശ 7% ആയി. സോ യു വിൽ ഗെറ്റ് ഇറ്റ് അറ്റ് എ റേറ്റ് ലെസർ ദാൻ ദിസ് ഇൻ കേരള. കേരളത്തിൽ ഞങ്ങളിവിടെ ഇൻഡസ്ട്രീസ് സെക്രട്ടറി സംസാരിച്ച സമയത്ത് പറഞ്ഞു, ഞങ്ങൾ ഇപ്പോഴും നിങ്ങളോട് പറയാം, ഈ പല മേഖലയിലും ഞങ്ങൾ ഗവൺമെൻറ്റിൻ്റെ സബ്വെൻഷൻ സഹിതം കൊടുത്തിട്ട് 10 കോടി രൂപ അഗ്രികൾച്ചർ ബേസ്ഡ് ഒക്കെ ആണെങ്കിൽ 10 കോടി രൂപ വരെ 5% അതിൽ താഴെ കൊടുക്കുന്ന ഇൻട്രസ്റ്റ്. അതുപോലെ തന്നെ 1, 2, 3% ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട്. ബാക്കി സബ്വെൻഷൻ വി ആർ ഗിവിങ് ഫ്രം ദ ഗവൺമെൻറ്. സോ
നമുക്ക് അങ്ങനെ പലതരത്തിലുള്ള സഹായങ്ങൾ ഇൻഡസ്ട്രിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ തരത്തിൽ നമുക്ക് ആ തരത്തിലുള്ള ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ നിങ്ങളിപ്പോൾ ഞാൻ ഇന്നലെ സംസാരിച്ചപ്പോൾ വിഴിഞ്ഞം പോലുള്ള പദ്ധതികളെ പറ്റി പറഞ്ഞു. വിഴിഞ്ഞം മറ്റു പദ്ധതികൾ വരുമ്പോൾ ഉണ്ടാകുന്ന മുഴുവനുള്ള ഡെവലപ്മെൻറ്റ് വരും. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു വിഴിഞ്ഞം വന്നു കഴിഞ്ഞാൽ ഷാങ്ഹായിയോ അല്ലെങ്കിൽ ആംസ്റ്റർഡാമോ പോലെയുള്ള തുറമുഖങ്ങളുടെ അപ്പുറത്തുള്ള ഇൻഡസ്ട്രിയൽ സ്പേസിനുള്ളതാണല്ലോ ഡെവലപ്മെൻറ്റ്, അല്ലാതെ ഒരു തുറമുഖമല്ല. തുറമുഖത്തിനടുത്ത് ചേർന്ന് വലിയ ഒരു അസംബ്ലിങ് യൂണിറ്റ്, പ്രൊഡക്ഷൻ യൂണിറ്റ് വന്നിട്ട് അവിടുന്ന് തന്നെ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അങ്ങനെയുള്ള സമയത്ത് അത് വരണമെങ്കിൽ ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നതിനുള്ള സഹായം ഉണ്ടാവണം. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പം തന്നെ കേരളത്തിൽ മ്യൂച്വൽ ഫണ്ടും അതുപോലുള്ള കാര്യം ഗവൺമെൻറ് തന്നെ മുൻകൈ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ ചെയ്യാം. ചില മേഖലകളിൽ ലാൻഡ് പൂളിംഗ് അടക്കമുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് റിയൽ എസ്റ്റേറ്റ് മേഖല ഡെവലപ്പ് ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് അവർക്ക് കിട്ടുന്ന പണം എല്ലാവരും നേരിട്ട് പോയി ബിസിനസ് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ചില മേഖലകൾ ഉൾപ്പെടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഡെവലപ്പ് ചെയ്ത് വരുന്ന ലാൻഡ്, അവിടെ ഉണ്ടാകുന്ന പുതിയ ഇൻഡസ്ട്രിയൽ സ്പേസിനൊക്കെ സഹായകരമായിട്ട് ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഉപയോഗിക്കാൻ പറ്റുന്ന ചില സാധ്യതകൾ വരുന്നുണ്ട്. ഇവിടെ സ്പെസിഫിക്കായ ചില കാര്യങ്ങൾ പറഞ്ഞു. ഗോൾഡിൻ്റെ ഒരിക്കലും എക്സ്പോർട്ട് സംബന്ധിച്ച ഒരു നാട്ടിലൊരു കാര്യം ഇൻവെസ്റ്റ് ചെയ്ത് ഇൻഡസ്ട്രി ഉണ്ടാക്കി എക്സ്പോർട്ട് ചെയ്യുമ്പോൾ എക്സ്പോർട്ടിന് ടാക്സ് വരില്ല. എന്തോ 30 വർഷത്തെ മുമ്പത്തെ കാര്യമാണ് അദ്ദേഹം ഗോൾഡ് ബിസിനസ്സിൻ്റെ കാര്യത്തിൽ പറഞ്ഞത്. എനിക്ക് അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ തന്നെ നമുക്ക് എക്സ്പോർട്ട് പ്രൊമോഷൻ സോൺ ഉണ്ട് അവിടെ. നമുക്ക് കൊച്ചി തന്നെ സെസ് നേരത്തെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള എല്ലാ സാധ്യതകളും അവിടെ ഉണ്ട്. കാരണം ഇന്ത്യയിലാകെ ഇറക്കുമതി ചെയ്യുന്ന സ്വർണത്തിൻ്റെ 50% വരുന്നത് കേരളത്തിലേക്കാണ് എന്നാണ് ഗോൾഡ് മെർച്ചൻസ് പറയുന്നത്. അത്രയും സ്വർണത്തെ സ്നേഹിക്കുന്നവരാണ് നമ്മൾ. അപ്പോൾ 50%, 1.25 ലക്ഷം കോടി രൂപയുടെ സ്വർണം ഒരു വർഷം ഇമ്പോർട്ട് ചെയ്യപ്പെടുന്നതിൽ തന്നെ 25%, 6 ലക്ഷം കോടി രൂപയുടെ സ്വർണം ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്യപ്പെടുന്നുണ്ട്. അതിൽ 25% കേരളത്തിലേക്കാണ് വരുന്നത്. അത്രയും സാധ്യതയുള്ള ചെയ്യുന്നൊരു സ്ഥലമാണ്. അപ്പം അതും ചെയ്യാൻ പറ്റും. അതുപോലെ ഇവിടെ പറഞ്ഞില്ലെങ്കിലും ശ്രീ എറിക് ഷൂവിൻ്റെ ബിസിനസ്സും കൂടി ഉണ്ടല്ലോ അദ്ദേഹത്തിന്, ശ്രീ വർക്കി. അദ്ദേഹം പറഞ്ഞത് അവിടെ ടാനിങ് ഇപ്പോൾ വളരെ കുറവാണ്, ഇപ്പോൾ പൊല്യൂഷൻ. അപ്പോൾ ടാനിങ്ങിൻ്റെ കാര്യം, ലെതർ ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിക്കുന്നവരാണ് കൂടുതൽ സ്ലോട്ടറിങ് നടക്കുന്നത്. അപ്പം ലെതർ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടൊരു കാര്യം അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം ഞങ്ങൾ പേഴ്സണലി സംസാരിച്ചപ്പോഴാണ് അത്തരം കാര്യങ്ങളിൽ പൊല്യൂഷൻ കുറവായിട്ടുള്ള പുതിയ മേഖലകളിൽ ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞത്. ടാനിങ് വളരെ പൊല്യൂട്ടഡ് ആയിരുന്നു നേരത്തെ, ഇപ്പം അങ്ങനെ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള സാധ്യതകളൊക്കെ 1 to 1 പറഞ്ഞത് തന്നെ നമുക്ക് അത്തരം അതിൻ്റെ പോസിറ്റീവായ കാര്യം നോക്കാം. ശ്രീമതി ഗീത ജോർജ് ഇവിടെ പറഞ്ഞത് ഫാബ് ഇൻഡസ്ട്രിയെ പറ്റിയാണ്. ഏറ്റവും വലിയ സാധ്യതകളാണ് ഫാബിൻ്റെ കാര്യത്തിൽ. കഴിഞ്ഞ ദിവസം നമ്മുടെ യൂറോപ്പിലെ വളരെ പ്രശസ്തമായൊരു ഫാബ് യൂണിറ്റിലെ അതിൻ്റെ ഹെഡ്, നിങ്ങളുടെയൊക്കെ ജൂനിയറായിട്ട് പഠിച്ച TK എഞ്ചിനീയറിംഗ് കോളേജ് പഠിച്ച നമ്മുടെ ഒരു മലയാളിയാണ് അവിടുത്തെ ആ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്. അപ്പോൾ അവരൊക്കെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ സംസാരിച്ചിരുന്നു. ഫാബ് വളരെ ഐമക്കിൻ്റെ ഇവർ പോയിരുന്നു, അവിടെ ആംസ്റ്റർഡാമിൽ പോയിരുന്നു. അപ്പോൾ അതിൻ്റെ ഹാരിസ് അവിടെ വന്നിരുന്നു. കഴിഞ്ഞ ദിവസം ഹാരിസ് വന്നിരുന്നു. ഞങ്ങൾ ഈ ഫാബ് ഇൻഡസ്ട്രി ഉൾപ്പെടെ എങ്ങനെ അതിൻ്റെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, 3000-4000 കോടി വരുന്നതാണ്. അത്തരം കാര്യങ്ങൾ ഉൾപ്പെടെ അതിൻ്റെ സാധ്യതകൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആ തരത്തിലുള്ള ഡിസ്കഷൻ പല മേഖലയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ പുതിയ കാര്യങ്ങൾ ഫാബ് ഇൻഡസ്ട്രി വന്നു കഴിഞ്ഞാൽ അതിനെ ബേസ് ചെയ്തിട്ടാണല്ലോ ബാക്കി പല ഇൻഡസ്ട്രീസും വരും. അപ്പോൾ ഇതൊക്കെ വരാൻ പറ്റുമ്പോൾ ഇത്തരം ഒരു ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ ഞങ്ങൾ പറയാൻ കാരണം എന്താ, ഞാൻ ഓരോ സ്പെസിഫിക്കായ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. നിങ്ങൾക്ക് പല കാര്യവും അഡ്വൈസ് ചെയ്യാൻ പറ്റും. കാരണം നിങ്ങൾ സിൻസ് യു ആർ ഇൻ ദ ബിസിനസ്, യു ആർ ഡൂയിങ് ദിസ്. ആ അഡ്വൈസാണ് ഏറ്റവും പ്രധാനമായിട്ട് പ്രതീക്ഷിക്കുന്നത് കേരളം. ആ അഡ്വൈസ്, നിങ്ങളുടെ അഡ്വൈസും നിങ്ങളുടെ വികാരം ഉണ്ടല്ലോ, ഞങ്ങളുടെ വികാരം അത് തന്നെ. അദ്ദേഹം പറഞ്ഞു കേരളം എന്ന വികാരം ഉണ്ടല്ലോ, ഞങ്ങളുടെ വികാരം അതാണ്. കേരളത്തിലേക്ക് ഈ കാര്യങ്ങൾ വരിക എന്ന് പറഞ്ഞാൽ ലോകം മാറാൻ പോവുകയാണെന്നുള്ളത് യാതൊരു സംശയമില്ല. നമ്മുടെ നാട് പോലുള്ള നാടുകൾക്ക് വലിയ സാധ്യതയുണ്ട്. ഇവിടെ ഒരു കാര്യമുണ്ട്, 2nd ജനറേഷൻ US സിറ്റിസൺസിലെ കുട്ടികൾ എന്തുകൊണ്ട് ഇവിടെ വരുന്നില്ല? ആ ചോദ്യം വളരെ പ്രസക്തമാണ്. അവർക്കൂടി ആ ഇൻട്രസ്റ്റ് വരണം. അപ്പോൾ അവിടേക്ക് ഏറ്റവും ഒരു ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന നിലയിലേക്ക്, ഇൻവെസ്റ്റ്മെൻറ്റ് ഡെസ്റ്റിനേഷൻ എന്ന നിലയിലേക്ക് വരാൻ പറ്റുന്ന കാര്യങ്ങളിൽ നിങ്ങളുടെ അഡ്വൈസ് സ്വീകരിക്കാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നുണ്ട്. ഇവിടെ നടന്ന ഡിസ്കഷൻ കൂടാതെ ഉച്ച കഴിഞ്ഞിട്ട് ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ, ഇൻഡസ്ട്രീസ് IT സെക്രട്ടറി ഉൾപ്പെടെ 1 to 1 ഡിസ്കഷൻ ഉണ്ട്. എന്തായാലും ഒരു 3-4 മേജർ ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ചില ഡിസ്കഷൻ കഴിഞ്ഞ ദിവസം CM അവർ കണ്ടിട്ടുണ്ട്. ഫൈസർ പോലെയുള്ള സ്ഥാപനങ്ങൾ ഇന്നലെ കണ്ടിരുന്നു എന്ന് നിങ്ങൾ വായിച്ചു കാണും. അപ്പോൾ കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ വരുന്നുണ്ട്. ബാക്കി അത്തരം കാര്യങ്ങൾ കൊണ്ടുവരാനും നിങ്ങൾക്ക് ഈ കാര്യം നന്നായി ഇൻവെസ്റ്റ് ചെയ്യാനും കഴിയുന്നൊരു മേഖല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തും. ഇവിടെ ഈ പറഞ്ഞുകൂടാതെ ബഡ്ജറ്റിനകത്ത് അല്ലെങ്കിൽ ഗവൺമെൻറ് മുന്നോട്ട് വച്ചേക്കുന്ന ഫോക്കസിനകത്ത് നേരത്തെ ഇവിടെ ഇൻഡസ്ട്രി സെക്രട്ടറി പറഞ്ഞു ഒരു ബാംഗ്ലൂർ പുതിയ കോറിഡോർ, ഗിഫ്റ്റ് സിറ്റി, എഡ്യൂക്കേഷനും ബാങ്കിങ്ങും ഒക്കെയുള്ള ഫിൻടെക് ഒക്കെയുള്ള സിറ്റിയാണ്. ചെറിയ തുകയല്ല ഗവൺമെൻറ് ലാൻഡ് അക്വിസിഷന് വേണ്ടി മാത്രം മാറ്റിയത്, 3000 കോടി രൂപയാണ്. ഞാനത് നേരത്തെ പറയുമായിരുന്നു.
അദ്ദേഹം സംസാരിച്ച എന്താ തുക പറയാഞ്ഞ് 3000 കോടി രൂപയാണ് ലാൻഡ് എടുക്കാനായിട്ട് ഈ സമയങ്ങളിൽ നമ്മൾ ചിലവായിക്കൊണ്ടിരിക്കുന്നത് ബാംഗ്ലൂർ. ഇതുകൂടാതെ കണ്ണൂർ എയർപോർട്ടുമായി ചേർന്നിട്ട് കണ്ണൂർ 10,000 ഏക്കറോളം സ്ഥലമാണ് നമ്മൾ എടുക്കുന്നത്. പുതിയ സ്പേസ് വരുന്നുണ്ട്, പുതിയ സൗകര്യങ്ങൾ വരുന്നുണ്ട്. അതെല്ലാം വന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. ഈ ടെക്നോളജി അറിഞ്ഞ് അവിടെ വർക്ക് ചെയ്യുന്ന ഇവിടെ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യണം. അത് ഞാൻ ആദ്യം പറഞ്ഞ് ആവർത്തിക്കുന്നു, ഒരു ചാരിറ്റി അല്ല. യു വിൽ ഗെറ്റ് ബെറ്റർ ബെനിഫിറ്റ് എന്ന നിലയിൽ തന്നെയാണ് ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഉദ്ദേശിക്കുന്നത്. അത് വരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവിടെ ചെയ്യാം. പല മേഖലകളിലും നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിനൊപ്പം ഹെൽത്ത് ഇൻഡസ്ട്രിയുടെ കാര്യം ഇവിടെ നേരത്തെ പറഞ്ഞു. ഹെൽത്തിന് ഒരു പോളിസിയായിട്ട് തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഒരു ഹെൽത്ത് ഹബ്ബാക്കുക കേരളത്തിൽ. ഏറ്റവും നല്ല ഡോക്ടേഴ്സ്, നഴ്സുമാരൊക്കെ കേരളത്തിൽ നിന്ന് വരുന്നുണ്ട് ഇവിടെ. വൈ ക്യാൻ വി ബ്രിങ് ദീസ് പീപ്പിൾ ഫോർ ട്രീറ്റ്മെൻറ്റ് വിത്ത് എ ലോവർ കോസ്റ്റ്? പറ്റുമല്ലോ അവിടെ, ലോകത്തുനിന്ന് പലയിടത്തുനിന്നും, അവിടെ മാത്രമല്ല. പിന്നെ ഇവിടെ പറഞ്ഞ പോലെ ഈ ഹെൽത്ത് ഹബ്ബാക്കുമ്പം തന്നെ പ്രായമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ചില പ്രൊജക്റ്റുകളോട് പറഞ്ഞു. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അതിന് ഈ കാര്യങ്ങൾ പറയാൻ എളുപ്പമാണ്. എനിക്കാണെങ്കിൽ വേറെ കുറേ നേരം സംസാരിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ സംസാരിച്ചുകൊണ്ട് മാത്രം ഫീൽഡിൽ ഇത് വരില്ല. വരണമെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള, എക്സ്പെർട്ടൈസ് ഉള്ള ആളുകൾ അവിടെ ഒന്ന് ചെയ്യണം. അതിനെല്ലാ സഹായം ചെയ്യാൻ നമ്മളുണ്ടാവും. അതിന് ആ കാര്യങ്ങൾ ചിലത് സ്പെസിഫിക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്കുള്ള പശ്ചാത്തലമുണ്ട്. ഇതൊരു ഇൻട്രൊഡക്ടറി റിമാർക്കും അത്തരം ഒരു ചർച്ചകളുടെ മാത്രം വേദിയാണ്. ഓരോന്നും എടുത്ത് നമുക്ക് ആ കാര്യം ചെയ്യാനാണെങ്കിൽ യാതൊരു സംശയം വേണ്ട. നമ്മുടെ സീനിയർ ഓഫീസേഴ്സ് എല്ലാം ഇവിടെയുണ്ട്, ചീഫ് സെക്രട്ടറി അടക്കമുണ്ട്. ഞങ്ങളെല്ലാം ഇത്തരം കാര്യങ്ങളിൽ ഫോളോ ചെയ്ത് ഈ കാര്യങ്ങൾ ചെയ്യാൻ കാണും. നമുക്ക് കഴിഞ്ഞ കാലത്തെ എക്സ്പീരിയൻസ് നോക്കണ്ട, ഇപ്പോഴത്തെ കാലത്തെ കാര്യങ്ങൾ എങ്ങനെ ചെയ്യാവുന്നതാണ്. അങ്ങനെ ചിലത് നമുക്ക് ചെയ്ത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത് നന്നായി ചെയ്യാൻ പറ്റും. ഇപ്പോൾ തന്നെ ഇന്നലെ ഇവിടെ US ടാക്സ് പ്രാക്ടീഷണേഴ്സിന് ധാരാളം ആളുകളുടെ ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. വേണ്ടത്ര ട്രെയിൻഡ് ആളുകൾ അവിടെ ഇല്ല. ഇവിടെ അതിൻ്റെ ഒരു MOU ഇന്നലെ അല്ലെങ്കിൽ സംസാരം ഇന്നലെ നടത്തിയിരുന്നു. ഇവർ അവിടെ നമ്മൾ ട്രെയിനിങ് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവിടെ തന്നെ ബാക്ക് ഓഫീസായിട്ട് അവിടെ വർക്ക് ചെയ്യാം. ഇങ്ങനെ ധാരാളം കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ മീറ്റിങ്ങിൻ്റെ എല്ലാം ഭാഗമായിട്ടുണ്ടാകുന്ന റിസൾട്ട് കേരളത്തിൽ ലോക കേരള സഭയുടെ ഈ എഡിഷൻ ഇവിടെ നടന്നു. അതിൻ്റെ ഭാഗമായിട്ട് ധാരാളം കാര്യങ്ങൾ കേരളത്തിൽ ചെയ്യാൻ പറ്റി എന്ന് ഉറപ്പാക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ വരണം. അതിൻ്റെ തുടർച്ച ഇന്നിവിടെ വെച്ച് തീരുമാനം ആവത്തില്ല. നമ്മൾ ഈ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർച്ച എന്ന നിലയിൽ ഈ കാര്യങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓരോ മേഖലയിലും ഈ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലുള്ള റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. ഇന്നും ഇത് കഴിഞ്ഞിട്ടും അത്തരം കാര്യങ്ങൾ തന്നെയാണ് കാണുന്നത്. ഇവിടുത്തെ എക്സ്പീരിയൻസ് വെച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അവിടെ ചെയ്യാൻ പറ്റുന്നതിനുള്ള എല്ലാ ശ്രമവും ഉണ്ടാവും. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും തുടർച്ചയുള്ള ദിവസങ്ങളും ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത് ഇടയ്ക്ക് ഒന്ന് ഇവിടുത്തെ ഈ ചാപ്റ്ററിൻ്റെ ഭാഗമായിട്ട് അവിടെ നടന്ന കാര്യങ്ങൾ ഒന്ന് നിങ്ങളുടെ അടുത്ത് എത്തിക്കാൻ പറ്റുന്നൊരു സംവിധാനം കൂടെ ഉണ്ടാവും, നന്നാവും. ഇവിടെ നിന്നുള്ള ഡിസ്കഷൻ്റെ ഭാഗമായിട്ടൊരു 4-5 കാര്യങ്ങൾ അവിടെ ചെയ്തു എന്ന് പറയുന്ന തരത്തിലേക്ക് ഒരു റിപ്പോർട്ടോടെ നിങ്ങളുടെ അടുത്ത് എത്തിയാൽ അതിൻ്റെ ഒരു റിസൾട്ട് അറിയാൻ പറ്റും. അങ്ങനൊരു ഇൻട്രാക്ഷന് വേണ്ടിയിട്ടുള്ള സംവിധാനം കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് ഇവിടുത്തെ ഒരു സ്ഥിര സംവിധാനമൊന്നും അല്ലെങ്കിലും ഇൻഡസ്ട്രി സെക്രട്ടറിയും IT സെക്രട്ടറി ആയിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് നമുക്കൊരു കാര്യം വന്നാൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടാവും. അതുകൊണ്ട് അതിൻ്റെ ഒരു തുടർച്ച ഉണ്ടാവണം. വ്യക്തിപരമായി ഞങ്ങൾ ഓരോരുത്തരും ഇക്കാര്യത്തിനകത്ത് വളരെ കമ്മിറ്റഡ് ആയിട്ട് ഇക്കാര്യത്തിനകത്ത് ഉണ്ടാവും. നിങ്ങളുടെ പണം നിക്ഷേപിക്കുന്നത് മോശം വരരുത്, കേരളത്തിൽ ആ ഗ്രോത്ത് ഉണ്ടാവണം എന്ന നിലയിൽ തന്നെ ഈ കാര്യങ്ങൾ നമുക്ക് കൊണ്ടുപോകാം എന്ന നിലയിൽ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. നമുക്ക് ലഞ്ച് സെഷനാണ്. അത് കഴിഞ്ഞ് 2 മണിക്ക് നമ്മൾ ബിസിനസ് മീറ്റിൻ്റെ ഭാഗമായിട്ടുള്ള വേറെ സെഷൻ നമ്മൾ ആരംഭിക്കുന്നതായിരിക്കും 2 PM. ആ സ്വപ്നം പൂർത്തീകരിക്കുകയാണ് നമ്മുടെ സർക്കാർ. പല കാര്യങ്ങളിലും ഇന്ത്യയിൽ ഒന്നാമതാണ് നാം. ഉയർന്ന സാക്ഷരത, കൂടിയ ജീവിത ആയുസ്, ശിശുമരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം. ഇങ്ങനെ എത്രയെത്രയോ ഒന്നാം സ്ഥാനങ്ങൾ. എങ്കിലും നമുക്ക് ചില വികസന ദൗർബല്യങ്ങൾ ഉണ്ടായിരുന്നു. അവ പരിഹരിച്ചുകൊണ്ട് നമുക്കൊരു നവകേരളം സൃഷ്ടിക്കണം. അവിടെ
അഭ്യസ്ത വിദ്യർ സ്വപ്നം കാണുന്ന തൊഴിലവസരങ്ങൾ ഉണ്ടാവണം. അതിന് പുതിയ വ്യവസായങ്ങൾ ഉണ്ടാവണം. കൃഷി ആധുനികമാകണം. ഗുണനിലവാരം മെച്ചപ്പെടുത്തണം. മതനിരപേക്ഷതയും ജനാധിപത്യബോധവും ഊട്ടി ഉറപ്പിക്കണം. അഴിമതിയും കെടുകാര്യസ്ഥതയും ഇല്ലാതാക്കണം. ഈ ലക്ഷ്യത്തിനു വേണ്ടി നിശ്ചയദാർഢ്യത്തോടെ ഭരണയന്ത്രം ചലിപ്പിക്കണം. ഇതായിരുന്നു ഒന്നാം പിണറായി സർക്കാരിന്റെ ദൗത്യം. ലക്ഷ്യങ്ങളിൽ നിന്ന് ഒരിഞ്ചു മാറാതെ സർക്കാർ പ്രവർത്തിച്ചു. സർക്കാർ എല്ലാവരുടെയും സർക്കാരായി. അങ്ങനെ ആ ഭരണനയത്തിന് തുടർച്ച വേണമെന്ന് ജനം വിധിയെഴുതി. അടുത്ത 25 വർഷം കൊണ്ട് കേരളത്തിന്റെ ജീവിത നിലവാരം വികസിത സമൂഹത്തിന് തുല്യമാക്കണം. അതിന് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ നേട്ടങ്ങൾ പ്രയോജനപ്പെടുത്തണം. നൂതന വ്യവസായങ്ങളും കൃഷിയും അഭിവൃദ്ധിപ്പെടണം. മികച്ച വരുമാനം ലഭിക്കുന്ന തൊഴിലും സേവനങ്ങളും ഉണ്ടാവണം. മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാവണം. സംഘർഷരഹിതമായ സാമൂഹ്യ ജീവിതം സാധ്യമാക്കണം. അതാണ് ഇടതുപക്ഷ സർക്കാർ ലക്ഷ്യം വെക്കുന്ന നവകേരളം. അതിനുവേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കലും പൂർത്തീകരിക്കലുമാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ ലക്ഷ്യം. ഓരോ പൗരന്റെയും ക്വാളിറ്റി ഓഫ് ലൈഫ് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. ആ ഉൾക്കാഴ്ച സർക്കാരിന്റെ ഓരോ ചുവടുകളിലുമുണ്ട്. കേരളം നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. ടെറാനെറ്റ്, ടെക് മഹീന്ദ്ര, ടോറസ്, നിസാൻ, ഏൺസ്റ്റ് ആൻഡ് യങ്, H&R ബ്ലോക്ക്, Way.com, വെൻഷർ, ക്രൈസ്, TCS, ടാറ്റ എലക്സി തുടങ്ങിയ ബഹുരാഷ്ട്ര കമ്പനികൾ കേരളത്തിൽ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. 57 ലക്ഷം ചതുരശ്ര അടിയുള്ള ഓഫീസാണ് ടോറസ് കമ്പനി കേരളത്തിൽ നിർമ്മിക്കുന്നത്. സംസ്ഥാനത്തെ IT ബിൽഡപ്പ് സ്ഥലം 3 ലക്ഷം ചതുരശ്ര അടിയാക്കി. 7 വർഷം കൊണ്ട് 7127 സ്റ്റാർട്ടപ്പുകൾ. NH-66 സമാന്തരമായ IT കോറിഡോർ, 5G സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ 20 IT പാർക്കുകൾ. സംരംഭ വർഷം പദ്ധതിയിൽ 1 ലക്ഷം തൊഴിൽ സംരംഭങ്ങൾ, 7900 കോടി രൂപയുടെ നിക്ഷേപങ്ങൾ, 3 ലക്ഷത്തോളം തൊഴിലവസരങ്ങൾ. കിൻഫ്ര വഴി കഴിഞ്ഞ വർഷം മാത്രം 1600 കോടിയുടെ സ്വകാര്യ നിക്ഷേപം. 7 വർഷം കൊണ്ട് വ്യവസായ സ്ഥാപനങ്ങൾക്ക് കൈമാറിയത് 675 ഏക്കർ ഭൂമി. ഇതോടൊപ്പം സ്കൂളുകളും കോളേജുകളും അന്താരാഷ്ട്ര നിലവാരത്തിലെത്തി. എല്ലാ ക്ലാസ് മുറികളിലും ലാപ്ടോപ്പുകളും പ്രൊജക്ടറുകളും ഇന്റർനെറ്റ് കണക്ഷനും എത്തി. പുതിയ തലമുറയുടെ വൈജ്ഞാനിക ശേഷിയും ഗവേഷണ ബുദ്ധിയും തൊഴിൽ നൈപുണ്യവും മെച്ചപ്പെടുത്താൻ കോളേജുകളിൽ ന്യൂ ജനറേഷൻ കോഴ്സുകൾ ആരംഭിച്ചു. പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ പൊതു ആശുപത്രി സംവിധാനം സുശക്തമാക്കി. ജില്ലാ ആശുപത്രികളും മെഡിക്കൽ കോളേജുകളിലും ഏറ്റവും ആധുനികമായ ഉപകരണങ്ങൾ സ്ഥാപിച്ചു. സർക്കാർ ആശുപത്രികളിൽ എല്ലാവർക്കും ഗുണമേന്മയുള്ള ചികിത്സ ഉറപ്പുവരുത്തി. ഇപ്പോഴിതാ ഇന്റർനെറ്റ് എല്ലാവരുടെയും അവകാശമാവുകയാണ്. എല്ലാ വീടുകളിലും അതിവേഗ ഇന്റർനെറ്റ്. 20 ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യ കണക്ഷൻ. 30,000 സർക്കാർ ഓഫീസുകളിലും വിദ്യാലയങ്ങളിലും 1 Gbps വരെ വേഗതയിൽ ഇന്റർനെറ്റ്. പശ്ചാത്തല സൗകര്യ വികസനത്തിൽ അസൂയാർഹമായ പുരോഗതി. 3500 കോടി രൂപ ചെലവിൽ മലയോര ഹൈവേ, 6500 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന തീരദേശ ഹൈവേയിൽ സൈക്കിൾ പാത, വാണിജ്യ പുരോഗതിക്ക് ഔട്ടർ റിംഗ് റോഡുകൾ, ഗ്രീൻഫീൽഡ് ഹൈവേ, കേരളത്തിന് അഭിമാനമായി മാറിയ കുതിരാൻ ടണൽ. കരഗതാഗതവും ജലഗതാഗതവും ലോക നിലവാരത്തിലേക്ക് ഉയരുന്നു. ആഭ്യന്തര വിദേശ ടൂറിസ്റ്റുകളുടെ എണ്ണം സർവകാല റെക്കോർഡിലെത്തി. ഈ മാറ്റം മാജിക്കല്ല, കൃത്യമായ കാഴ്ചപ്പാടും ലക്ഷ്യബോധമുള്ള ആസൂത്രണ വൈഭവവും അസാമാന്യമായ കാര്യനിർവഹണ ശേഷിയുമുള്ള ഒരു നേതൃത്വം അധ്വാനിച്ചുണ്ടാക്കിയ നേട്ടമാണിത്. ഇനി നമ്മുടെ ലക്ഷ്യം സാമ്പത്തിക വളർച്ചയിൽ രാജ്യത്ത് 1ാം സ്ഥാനത്തെത്തുകയാണ്. സാമൂഹ്യ നേട്ടങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് വ്യവസായ വളർച്ചയിൽ കുതിപ്പുണ്ടാക്കുക. അങ്ങനെ വികസനത്തിന്റെ അന്തർദേശീയ മാതൃകയായി നാം മാറും. ആ ലക്ഷ്യത്തിനു വേണ്ടി നമുക്ക് ഒരുമിച്ച് നിൽക്കാം. നമുക്ക് മേലോട്ട് പൊങ്ങണം.
ഭാവി കേരളത്തെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ സ്വപ്നം? വരും തലമുറയ്ക്ക് എന്തെല്ലാം ജീവിത സൗകര്യങ്ങൾ വേണം? ആ സ്വപ്നം പൂർത്തീകരിക്കുകയാണ് നമ്മുടെ സർക്കാർ. പല കാര്യങ്ങളിലും ഇന്ത്യയിൽ ഒന്നാമതാണ് നാം. ഉയർന്ന സാക്ഷരത, കൂടിയ ജീവിത ആയുസ്, ശിശുമരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം. ഇങ്ങനെ എത്രയെത്രയോ ഒന്നാം സ്ഥാനങ്ങൾ. എങ്കിലും നമുക്ക് ചില വികസന ദൗർബല്യങ്ങൾ ഉണ്ടായിരുന്നു. അവ പരിഹരിച്ചുകൊണ്ട് നമുക്കൊരു നവകേരളം സൃഷ്ടിക്കണം. അവിടെ അഭ്യസ്ത വിദ്യർ സ്വപ്നം കാണുന്ന തൊഴിലവസരങ്ങൾ ഉണ്ടാവണം. അതിന് പുതിയ വ്യവസായങ്ങൾ ഉണ്ടാവണം. കൃഷി ആധുനികമാകണം. ഗുണനിലവാരം മെച്ചപ്പെടുത്തണം. മതനിരപേക്ഷതയും ജനാധിപത്യബോധവും ഊട്ടിയുറപ്പിക്കണം. അഴിമതിയും കെടുകാര്യസ്ഥതയും ഇല്ലാതാക്കണം. ഈ ലക്ഷ്യത്തിനു വേണ്ടി നിശ്ചയദാർഢ്യത്തോടെ ഭരണയന്ത്രം ചലിപ്പിക്കണം. ഇതായിരുന്നു ഒന്നാം പിണറായി സർക്കാരിന്റെ ദൗത്യം. ലക്ഷ്യങ്ങളിൽ നിന്ന് ഒരിഞ്ചു മാറാതെ സർക്കാർ പ്രവർത്തിച്ചു. സർക്കാർ എല്ലാവരുടെയും സർക്കാരായി. അങ്ങനെ ആ ഭരണനയത്തിന് തുടർച്ച വേണമെന്ന് ജനം വിധിയെഴുതി. അടുത്ത 25 വർഷം കൊണ്ട് കേരളത്തിന്റെ ജീവിത നിലവാരം വികസിത സമൂഹത്തിന് തുല്യമാക്കണം. അതിന് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ നേട്ടങ്ങൾ പ്രയോജനപ്പെടുത്തണം. നൂതന വ്യവസായങ്ങളും കൃഷിയും അഭിവൃദ്ധിപ്പെടണം. മികച്ച വരുമാനം ലഭിക്കുന്ന തൊഴിലും സേവനങ്ങളും ഉണ്ടാവണം. മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാവണം. സംഘർഷരഹിതമായ സാമൂഹ്യ ജീവിതം സാധ്യമാക്കണം. അതാണ് ഇടതുപക്ഷ സർക്കാർ ലക്ഷ്യം വയ്ക്കുന്ന നവകേരളം. അതിനുവേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കലും പൂർത്തീകരിക്കലുമാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ ലക്ഷ്യം. ഓരോ പൗരന്റെയും ക്വാളിറ്റി ഓഫ് ലൈഫ് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. ആ ഉൾക്കാഴ്ച സർക്കാരിന്റെ ഓരോ ചുവടുകളിലുമുണ്ട്. കേരളം നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. ടെറാനെറ്റ്, ടെക് മഹീന്ദ്ര, ടോറസ്, നിസാൻ, ഏൺസ്റ്റ് ആൻഡ് യങ്, H&R ബ്ലോക്ക്, Way.com, വെൻഷർ, ക്രൈസ്, TCS, ടാറ്റ എലക്സി തുടങ്ങിയ ബഹുരാഷ്ട്ര കമ്പനികൾ കേരളത്തിൽ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. 57 ലക്ഷം ചതുരശ്ര അടിയുള്ള ഓഫീസാണ് ടോറസ് കമ്പനി കേരളത്തിൽ നിർമ്മിക്കുന്നത്. സംസ്ഥാനത്തെ IT ബിൽഡപ്പ് സ്ഥലം 3 ലക്ഷം ചതുരശ്ര അടിയാക്കി. 7 വർഷം കൊണ്ട് 7127 സ്റ്റാർട്ടപ്പുകൾ. NH-66 സമാന്തരമായ IT കോറിഡോർ, 5G സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ 20 IT പാർക്കുകൾ, സംരംഭ വർഷം പദ്ധതിയിൽ 1 ലക്ഷം തൊഴിൽ സംരംഭങ്ങൾ, 7900 കോടി രൂപയുടെ നിക്ഷേപങ്ങൾ, 3 ലക്ഷത്തോളം തൊഴിലവസരങ്ങൾ. കിൻഫ്ര വഴി കഴിഞ്ഞ വർഷം മാത്രം 1600 കോടിയുടെ സ്വകാര്യ നിക്ഷേപം. 7 വർഷം കൊണ്ട് വ്യവസായ സ്ഥാപനങ്ങൾക്ക് കൈമാറിയത് 675 ഏക്കർ ഭൂമി. ഇതോടൊപ്പം സ്കൂളുകളും കോളേജുകളും അന്താരാഷ്ട്ര നിലവാരത്തിലെത്തി. എല്ലാ ക്ലാസ് മുറികളിലും ലാപ്ടോപ്പുകളും പ്രൊജക്ടറുകളും നമുക്ക് മേലോട്ട് പൊങ്ങണം. ലോകോത്തര നിലവാരത്തിലേക്കുള്ള ഒരു നവകേരളം നമുക്ക് സൃഷ്ടിക്കാനാവണം. ഭാവി കേരളത്തെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ സ്വപ്നം? വരും തലമുറയ്ക്ക് എന്തെല്ലാം ജീവിത സൗകര്യങ്ങൾ വേണം? ആ സ്വപ്നം പൂർത്തീകരിക്കുകയാണ് നമ്മുടെ സർക്കാർ. പല കാര്യങ്ങളിലും ഇന്ത്യയിൽ ഒന്നാമതാണ് നാം. ഉയർന്ന സാക്ഷരത, കൂടിയ ജീവിത ആയുസ്, ശിശുമരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം. ഇങ്ങനെ എത്രയെത്രയോ ഒന്നാം സ്ഥാനങ്ങൾ. എങ്കിലും നമുക്ക് ചില വികസന ദൗർബല്യങ്ങൾ ഉണ്ടായിരുന്നു. അവ പരിഹരിച്ചുകൊണ്ട്
നമുക്കൊരു നവകേരളം സൃഷ്ടിക്കണം. അവിടെ അഭ്യസ്ത വിദ്യർ സ്വപ്നം കാണുന്ന തൊഴിലവസരങ്ങൾ ഉണ്ടാവണം. അതിന് പുതിയ വ്യവസായങ്ങൾ ഉണ്ടാവണം. കൃഷി ആധുനികമാകണം. ഗുണനിലവാരം മെച്ചപ്പെടുത്തണം. മതനിരപേക്ഷതയും ജനാധിപത്യബോധവും ഊട്ടി ഉറപ്പിക്കണം. അഴിമതിയും കെടുകാര്യസ്ഥതയും ഇല്ലാതാക്കണം. ഈ ലക്ഷ്യത്തിനു വേണ്ടി നിശ്ചയദാർഢ്യത്തോടെ ഭരണയന്ത്രം ചലിപ്പിക്കണം. ഇതായിരുന്നു ഒന്നാം പിണറായി സർക്കാരിന്റെ ദൗത്യം. ലക്ഷ്യങ്ങളിൽ നിന്ന് ഒരിഞ്ചു മാറാതെ സർക്കാർ പ്രവർത്തിച്ചു. സർക്കാർ എല്ലാവരുടെയും സർക്കാരായി. അങ്ങനെ ആ ഭരണനയത്തിന് തുടർച്ച വേണമെന്ന് ജനം വിധിയെഴുതി. അടുത്ത 25 വർഷം കൊണ്ട് കേരളത്തിന്റെ ജീവിത നിലവാരം വികസിത സമൂഹത്തിന് തുല്യമാക്കണം. അതിന് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ നേട്ടങ്ങൾ പ്രയോജനപ്പെടുത്തണം. നൂതന വ്യവസായങ്ങളും കൃഷിയും അഭിവൃദ്ധിപ്പെടണം. മികച്ച വരുമാനം ലഭിക്കുന്ന തൊഴിലും സേവനങ്ങളും ഉണ്ടാവണം. മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാവണം. സംഘർഷരഹിതമായ സാമൂഹ്യ ജീവിതം സാധ്യമാക്കണം. അതാണ് ഇടതുപക്ഷ സർക്കാർ ലക്ഷ്യം വെക്കുന്ന നവകേരളം. അതിനുവേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കലും പൂർത്തീകരിക്കലുമാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ ലക്ഷ്യം. ഓരോ പൗരന്റെയും ക്വാളിറ്റി ഓഫ് ലൈഫ് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. ആ ഉൾക്കാഴ്ച സർക്കാരിന്റെ ഓരോ ചുവടുകളിലുമുണ്ട്. കേരളം നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. ടെറാനെറ്റ്, ടെക് മഹീന്ദ്ര, ടോറസ്, നിസാൻ, ഏൺസ്റ്റ് ആൻഡ് യങ്, H&R ബ്ലോക്ക്, വേ.com, വെൻഷർ, ക്രൈസ്, TCS, ടാറ്റ എലക്സി തുടങ്ങിയ ബഹുരാഷ്ട്ര കമ്പനികൾ കേരളത്തിൽ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. 57 ലക്ഷം ചതുരശ്ര അടിയുള്ള ഓഫീസാണ് ടോറസ് കമ്പനി കേരളത്തിൽ നിർമ്മിക്കുന്നത്. സംസ്ഥാനത്തെ IT ബിൽഡപ്പ് സ്ഥലം 3 ലക്ഷം ചതുരശ്ര അടിയാക്കി. 7 വർഷം കൊണ്ട് 7127 സ്റ്റാർട്ടപ്പുകൾ. NH-66 സമാന്തരമായ IT കോറിഡോർ, 5G സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ 20 IT പാർക്കുകൾ. സംരംഭ വർഷം പദ്ധതിയിൽ 1 ലക്ഷം തൊഴിൽ സംരംഭങ്ങൾ, 7900 കോടി രൂപയുടെ നിക്ഷേപങ്ങൾ, 3 ലക്ഷത്തോളം തൊഴിലവസരങ്ങൾ. കിൻഫ്ര വഴി കഴിഞ്ഞ വർഷം മാത്രം 1600 കോടിയുടെ സ്വകാര്യ നിക്ഷേപം. 7 വർഷം കൊണ്ട് വ്യവസായ സ്ഥാപനങ്ങൾക്ക് കൈമാറിയത് 675 ഏക്കർ ഭൂമി. ഇതോടൊപ്പം സ്കൂളുകളും കോളേജുകളും അന്താരാഷ്ട്ര നിലവാരത്തിലെത്തി. എല്ലാ ക്ലാസ് മുറികളിലും ലാപ്ടോപ്പുകളും പ്രൊജക്ടറുകളും ഇന്റർനെറ്റ് കണക്ഷനും എത്തി. പുതിയ തലമുറയുടെ വൈജ്ഞാനിക ശേഷിയും ഗവേഷണ ബുദ്ധിയും തൊഴിൽ നൈപുണ്യവും മെച്ചപ്പെടുത്താൻ കോളേജുകളിൽ ന്യൂ ജനറേഷൻ കോഴ്സുകൾ ആരംഭിച്ചു. പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ പൊതു ആശുപത്രി സംവിധാനം സുശക്തമാക്കി. ജില്ലാ ആശുപത്രികളും മെഡിക്കൽ കോളേജുകളിലും ഏറ്റവും ആധുനികമായ ഉപകരണങ്ങൾ സ്ഥാപിച്ചു. സർക്കാർ ആശുപത്രികളിൽ എല്ലാവർക്കും ഗുണമേന്മയുള്ള ചികിത്സ ഉറപ്പുവരുത്തി. ഇപ്പോഴിതാ ഇന്റർനെറ്റ് എല്ലാവരുടെയും അവകാശമാവുകയാണ്. എല്ലാ വീടുകളിലും അതിവേഗ ഇന്റർനെറ്റ്. 20 ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യ കണക്ഷൻ. 30,000 സർക്കാർ ഓഫീസുകളിലും വിദ്യാലയങ്ങളിലും 1 Gbps വരെ വേഗതയിൽ ഇന്റർനെറ്റ്. പശ്ചാത്തല സൗകര്യ വികസനത്തിൽ അസൂയാർഹമായ പുരോഗതി. 3500 കോടി രൂപ ചെലവിൽ മലയോര ഹൈവേ, 6500 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന തീരദേശ ഹൈവേയിൽ സൈക്കിൾ പാത. വാണിജ്യ പുരോഗതിക്ക് ഔട്ടർ റിംഗ് റോഡുകൾ, ഗ്രീൻഫീൽഡ് ഹൈവേ. കേരളത്തിന് അഭിമാനമായി മാറിയ കുതിരാൻ ടണൽ. കരഗതാഗതവും ജലഗതാഗതവും ലോക നിലവാരത്തിലേക്ക് ഉയരുന്നു. ആഭ്യന്തര വിദേശ ടൂറിസ്റ്റുകളുടെ എണ്ണം സർവകാല റെക്കോർഡിലെത്തി. ഈ മാറ്റം മാജിക്കല്ല. കൃത്യമായ കാഴ്ചപ്പാടും ലക്ഷ്യബോധമുള്ള ആസൂത്രണ വൈഭവവും അസാമാന്യമായ കാര്യനിർവഹണ ശേഷിയുമുള്ള ഒരു നേതൃത്വം അധ്വാനിച്ചുണ്ടാക്കിയ നേട്ടമാണിത്. ഇനി നമ്മുടെ ലക്ഷ്യം സാമ്പത്തിക വളർച്ചയിൽ രാജ്യത്ത് 1ാം സ്ഥാനത്തെത്തുകയാണ്. സാമൂഹ്യ നേട്ടങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് വ്യവസായ വളർച്ചയിൽ കുതിപ്പുണ്ടാക്കുക. അങ്ങനെ വികസനത്തിന്റെ അന്തർദേശീയ മാതൃകയായി നാം മാറും. ആ ലക്ഷ്യത്തിനു വേണ്ടി നമുക്ക് ഒരുമിച്ച് നിൽക്കാം. നമുക്ക് മേലോട്ട് പൊങ്ങണം. ലോകോത്തര നിലവാരത്തിലേക്കുള്ള ഒരു നവകേരളം നമുക്ക് സൃഷ്ടിക്കാനാവണം. ഭാവി കേരളത്തെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ സ്വപ്നം? വരും തലമുറയ്ക്ക് എന്തെല്ലാം ജീവിത സൗകര്യങ്ങൾ വേണം? ആ സ്വപ്നം പൂർത്തീകരിക്കുകയാണ് നമ്മുടെ സർക്കാർ. പല കാര്യങ്ങളിലും ഇന്ത്യയിൽ 1ാമതാണ് നാം. ഉയർന്ന സാക്ഷരത, കൂടിയ ജീവിത ആയുസ്, ശിശുമരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം. ഇങ്ങനെ എത്രയെത്രയോ 1ാം സ്ഥാനങ്ങൾ. എങ്കിലും നമുക്ക് ചില വികസന ദൗർബല്യങ്ങൾ ഉണ്ടായിരുന്നു. അവ പരിഹരിച്ചുകൊണ്ട് നമുക്കൊരു നവകേരളം സൃഷ്ടിക്കണം. അവിടെ അഭ്യസ്ത വിദ്യർ സ്വപ്നം കാണുന്ന തൊഴിലവസരങ്ങൾ ഉണ്ടാവണം. അതിന് പുതിയ വ്യവസായങ്ങൾ ഉണ്ടാവണം. കൃഷി ആധുനികമാകണം. ഗുണനിലവാരം മെച്ചപ്പെടുത്തണം. മതനിരപേക്ഷതയും ജനാധിപത്യബോധവും ഊട്ടി ഉറപ്പിക്കണം. അഴിമതിയും കെടുകാര്യസ്ഥതയും ഇല്ലാതാക്കണം. ഈ ലക്ഷ്യത്തിനു വേണ്ടി നിശ്ചയദാർഢ്യത്തോടെ ഭരണയന്ത്രം ചലിപ്പിക്കണം. ഇതായിരുന്നു 1ാം പിണറായി സർക്കാരിന്റെ ദൗത്യം. ലക്ഷ്യങ്ങളിൽ നിന്ന് ഒരിഞ്ചു മാറാതെ സർക്കാർ പ്രവർത്തിച്ചു. സർക്കാർ എല്ലാവരുടെയും സർക്കാരായി.
അങ്ങനെ ആ ഭരണനയത്തിന് തുടർച്ച വേണമെന്ന് ജനം വിധിയെഴുതി. അടുത്ത 25 വർഷം കൊണ്ട് കേരളത്തിന്റെ ജീവിത നിലവാരം വികസിത സമൂഹത്തിന് തുല്യമാക്കണം. അതിന് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ നേട്ടങ്ങൾ പ്രയോജനപ്പെടുത്തണം. നൂതന വ്യവസായങ്ങളും കൃഷിയും അഭിവൃദ്ധിപ്പെടണം. മികച്ച വരുമാനം ലഭിക്കുന്ന തൊഴിലും സേവനങ്ങളും ഉണ്ടാവണം. മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാവണം. സംഘർഷരഹിതമായ സാമൂഹ്യ ജീവിതം സാധ്യമാക്കണം. അതാണ് ഇടതുപക്ഷ സർക്കാർ ലക്ഷ്യം വെക്കുന്ന നവകേരളം. അതിനുവേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കലും പൂർത്തീകരിക്കലുമാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ ലക്ഷ്യം. ഓരോ പൗരന്റെയും ക്വാളിറ്റി ഓഫ് ലൈഫ് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. ആ ഉൾക്കാഴ്ച സർക്കാരിന്റെ ഓരോ ചുവടുകളിലുമുണ്ട്. കേരളം നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. ടെറാനെറ്റ്, ടെക് മഹീന്ദ്ര, ടോറസ്, നിസാൻ, ഏൺസ്റ്റ് ആൻഡ് യങ്, H&R ബ്ലോക്ക്, Way.com, വെൻഷർ, ക്രൈസ്, TCS, ടാറ്റ എലക്സി തുടങ്ങിയ ബഹുരാഷ്ട്ര കമ്പനികൾ കേരളത്തിൽ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. 57 ലക്ഷം ചതുരശ്ര അടിയുള്ള ഓഫീസാണ് ടോറസ് കമ്പനി കേരളത്തിൽ നിർമ്മിക്കുന്നത്. സംസ്ഥാനത്തെ IT ബിൽഡപ്പ് സ്ഥലം 3 ലക്ഷം ചതുരശ്ര അടിയാക്കി. 7 വർഷം കൊണ്ട് 7127 സ്റ്റാർട്ടപ്പുകൾ. NH-66 സമാന്തരമായ IT കോറിഡോർ, 5G സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ 20 IT പാർക്കുകൾ, സംരംഭ വർഷം പദ്ധതിയിൽ 1 ലക്ഷം തൊഴിൽ സംരംഭങ്ങൾ, 7900 കോടി രൂപയുടെ നിക്ഷേപങ്ങൾ, 3 ലക്ഷത്തോളം തൊഴിലവസരങ്ങൾ. കിൻഫ്ര വഴി കഴിഞ്ഞ വർഷം മാത്രം 1600 കോടിയുടെ സ്വകാര്യ നിക്ഷേപം. 7 വർഷം കൊണ്ട് വ്യവസായ സ്ഥാപനങ്ങൾക്ക് കൈമാറിയത് 675 ഏക്കർ ഭൂമി. ഇതോടൊപ്പം സ്കൂളുകളും കോളേജുകളും അന്താരാഷ്ട്ര നിലവാരത്തിലെത്തി. എല്ലാ ക്ലാസ് മുറികളിലും ലാപ്ടോപ്പുകളും പ്രൊജക്ടറുകളും ഇന്റർനെറ്റ് കണക്ഷനും എത്തി. പുതിയ തലമുറയുടെ വൈജ്ഞാനിക ശേഷിയും ഗവേഷണ ബുദ്ധിയും തൊഴിൽ നൈപുണ്യവും മെച്ചപ്പെടുത്താൻ കോളേജുകളിൽ ന്യൂ ജനറേഷൻ കോഴ്സുകൾ ആരംഭിച്ചു. പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ പൊതു ആശുപത്രി സംവിധാനം സുശക്തമാക്കി. ജില്ലാ ആശുപത്രികളും മെഡിക്കൽ കോളേജുകളിലും ഏറ്റവും ആധുനികമായ ഉപകരണങ്ങൾ സ്ഥാപിച്ചു. സർക്കാർ ആശുപത്രികളിൽ എല്ലാവർക്കും ഗുണമേന്മയുള്ള ചികിത്സ ഉറപ്പുവരുത്തി. ഇപ്പോഴിതാ ഇന്റർനെറ്റ് എല്ലാവരുടെയും അവകാശമാവുകയാണ്. എല്ലാ വീടുകളിലും അതിവേഗ ഇന്റർനെറ്റ്. 20 ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യ കണക്ഷൻ. 30,000 സർക്കാർ ഓഫീസുകളിലും വിദ്യാലയങ്ങളിലും 1 Gbps വരെ വേഗതയിൽ ഇന്റർനെറ്റ്. പശ്ചാത്തല സൗകര്യ വികസനത്തിൽ അസൂയാർഹമായ പുരോഗതി. 3500 കോടി രൂപ ചെലവിൽ മലയോര ഹൈവേ, 6500 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന തീരദേശ ഹൈവേയിൽ സൈക്കിൾ പാത, വാണിജ്യ പുരോഗതിക്ക് ഔട്ടർ റിംഗ് റോഡുകൾ, ഗ്രീൻഫീൽഡ് ഹൈവേ, കേരളത്തിന് അഭിമാനമായി മാറിയ കുതിരാൻ ടണൽ. കരഗതാഗതവും ജലഗതാഗതവും ലോക നിലവാരത്തിലേക്ക് ഉയരുന്നു. ആഭ്യന്തര വിദേശ ടൂറിസ്റ്റുകളുടെ എണ്ണം സർവകാല റെക്കോർഡിലെത്തി. ഈ മാറ്റം മാജിക്കല്ല, കൃത്യമായ കാഴ്ചപ്പാടും ലക്ഷ്യബോധമുള്ള ആസൂത്രണ വൈഭവവും അസാമാന്യമായ കാര്യനിർവഹണ ശേഷിയുമുള്ള ഒരു നേതൃത്വം അധ്വാനിച്ചുണ്ടാക്കിയ നേട്ടമാണിത്. ഇനി നമ്മുടെ ലക്ഷ്യം സാമ്പത്തിക വളർച്ചയിൽ രാജ്യത്ത് 1ാം സ്ഥാനത്തെത്തുകയാണ്. സാമൂഹ്യ നേട്ടങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് വ്യവസായ വളർച്ചയിൽ കുതിപ്പുണ്ടാക്കുക. അങ്ങനെ വികസനത്തിന്റെ അന്തർദേശീയ മാതൃകയായി നാം മാറും. ആ ലക്ഷ്യത്തിനു വേണ്ടി നമുക്ക് ഒരുമിച്ച് നിൽക്കാം. നമുക്ക് മേലോട്ട് പൊങ്ങണം. ലോകോത്തര നിലവാരത്തിലേക്കുള്ള ഒരു നവകേരളം നമുക്ക് സൃഷ്ടിക്കാനാവണം. ഭാവി കേരളത്തെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ സ്വപ്നം? വരും തലമുറയ്ക്ക് എന്തെല്ലാം ജീവിത സൗകര്യങ്ങൾ വേണം? ആ സ്വപ്നം പൂർത്തീകരിക്കുകയാണ് നമ്മുടെ സർക്കാർ. പല കാര്യങ്ങളിലും ഇന്ത്യയിൽ 1ാമതാണ് നാം. ഉയർന്ന സാക്ഷരത, കൂടിയ ജീവിത ആയുസ്, ശിശുമരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം. ഇങ്ങനെ എത്രയെത്രയോ 1ാം സ്ഥാനങ്ങൾ. എങ്കിലും നമുക്ക് ചില വികസന ദൗർബല്യങ്ങൾ ഉണ്ടായിരുന്നു. അവ പരിഹരിച്ചുകൊണ്ട് നമുക്കൊരു നവകേരളം സൃഷ്ടിക്കണം. അവിടെ അഭ്യസ്ത വിദ്യർ സ്വപ്നം കാണുന്ന തൊഴിലവസരങ്ങൾ ഉണ്ടാവണം. അതിന് പുതിയ വ്യവസായങ്ങൾ ഉണ്ടാവണം. കൃഷി ആധുനികമാകണം. ഗുണനിലവാരം മെച്ചപ്പെടുത്തണം. മതനിരപേക്ഷതയും ജനാധിപത്യബോധവും ഊട്ടിയുറപ്പിക്കണം. അഴിമതിയും കെടുകാര്യസ്ഥതയും ഇല്ലാതാക്കണം. ഈ ലക്ഷ്യത്തിനു വേണ്ടി നിശ്ചയദാർഢ്യത്തോടെ ഭരണയന്ത്രം ചലിപ്പിക്കണം. ഇതായിരുന്നു 1ാം പിണറായി സർക്കാരിന്റെ ദൗത്യം. ലക്ഷ്യങ്ങളിൽ നിന്ന് ഒരിഞ്ചു മാറാതെ സർക്കാർ പ്രവർത്തിച്ചു. സർക്കാർ എല്ലാവരുടെയും സർക്കാരായി. അങ്ങനെ ആ ഭരണനയത്തിന് തുടർച്ച വേണമെന്ന് ജനം വിധിയെഴുതി. അടുത്ത 25 വർഷം കൊണ്ട് കേരളത്തിന്റെ ജീവിത നിലവാരം വികസിത സമൂഹത്തിന് തുല്യമാക്കണം. അതിന് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ നേട്ടങ്ങൾ പ്രയോജനപ്പെടുത്തണം. നൂതന വ്യവസായങ്ങളും കൃഷിയും അഭിവൃദ്ധിപ്പെടണം. മികച്ച വരുമാനം ലഭിക്കുന്ന തൊഴിലും സേവനങ്ങളും ഉണ്ടാവണം. മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാവണം. സംഘർഷ
സാർ ഇവിടെ ഇരിക്കാൻ ഹലോ, എല്ലാവരും അവരുടെ സീറ്റുകളിൽ ഇരിക്കേണ്ടതാണ്. സോ ഈ സെഷനെക്കുറിച്ച് ഇതൊരു കമ്പൈൻഡ് ആയിട്ടുള്ളൊരു സെഷനായിട്ടാണ് നമ്മളിവിടെ പ്ലാൻ ചെയ്യുന്നത്. അമേരിക്കൻ മലയാളി വ്യവസായികൾ, IT വിദഗ്ധർ, മലയാളി വനിതാ സംരംഭകർ, വിദ്യാർത്ഥികൾ എന്നിവരുമായിട്ടുള്ളൊരു ഡിസ്കഷനാണ്. ആദ്യം ഒരു റൗണ്ട് ടേബിൾ ഡിസ്കഷൻ എന്നുള്ള നിലയ്ക്ക് ആയിരിക്കും. അതിൻ്റെ പോയിൻറ്റ്സ് കൺസോളിഡേറ്റ് ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ CM അതിനെ റെസ്പോണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ Hello. All right, so we'll start. Good afternoon, everyone. I'm extremely sorry that, we are running a little late. But when the finance minister says that he's hungry, you need to get him something to eat. So I just had to run down and, spend some time with him. But I think here is how we are going to, I know there's a lot of people who have showed up today, and thank you for doing that. I know people have taken the red eye, flown from California. Revati, thanks for coming from Boston. There's a lot of people who are here, who have, you're from Canada. Okay, thank you so much. Thank you. So, what we want to do here today is entice you, motivate you a little bit about starting something in Kerala. That is what we want to do, okay? We are not going to push you for that, but we are going to just give you an idea about what are we doing as a state to bring in investors. What are some of the policy changes that we are doing? What are we doing in electronics? What are we doing in financial services, et cetera, et cetera. So what I would like to do is to invite both the secretaries, the Principal Secretary for Industries, Mr. Suman Billa, IAS, and Dr. Ratan Kelkar, IAS, who is the Secretary of IT and Electronics, just to give you a brief overview of some of the policy changes or sectors that we will be working on in the days to come. So I think we are going to spend probably 10 minutes each, sir, 10 minutes each on giving those policy incentives. And then whenever I go around asking people, you come and invest in the state of Kerala, I keep getting the same question, why should we, right? And post this, I think I'm going to ask a few people who have successfully done business in Kerala. There are a lot of them. And I'm going to have some of those people speak up about why you should invest in Kerala. And then, we want to talk to, I know that there's a bunch of women entrepreneurs who have joined this crowd today. And we have some students who are taking their courses here in the universities in US. And we want to hear from them about what are the expectations that you have. Because obviously, Kerala is a small state. We are good for our educational system. We are good for our health system. We are a very good country to live in. It's a beautiful place for people who have not traveled there, right? So these are some of the advantages that we have. And, what we are trying to do is to try and figure out what is your expectation. If you're an investor, what is it that we should do to bring you onto the state? And we will probably open up the floor for such a discussion. And our hope is that by the end of this meeting, we should be able to go back with a very specific list of action items, which we will be able to then take a policy decision and then come back to you saying that this is what we have done, and now let's do something together. That is our. So I'll just do this quick introduction. Thank you everyone for coming, and then I would like to invite
Mr. Suman Billa, IAS, who is the Principal Secretary of Industries, to make a small presentation on the industry policy. Oh, please. So this, yeah, I mean, I jokingly said that he was hungry and so I had to run, get him something to eat. But I would like to welcome the Honorable Finance Minister of Kerala, Mr. K.N. Balagopal, onto the stage. He has been very instrumental in setting up the Technopark. You know, he was the political secretary to the CM when Mr. V.S. Achyutanathan was the Prime Minister, Chief Minister, and he was very instrumental in setting up some of the new building in Technopark. And we have Mr. P. Sri Ramakrishnan here, who was the former Speaker of the Kerala Legislative Assembly and now heads the North Routes. And I would like to welcome both of them onto the stage. We would now move on to the presentation from Mr. Suman Billa, IAS. Somebody needs to move the slide. No, it's not this presentation. Yeah. Good afternoon. So we're finally underway. First, we thought Anup disappeared somewhere and we couldn't trace him. We thought he got kidnapped. Then we realized that the finance minister was hungry. Now we have a finance minister who is well-fed and happy. It's always impossible to have the finance minister in a difficult mood because, you know, whatever you want to do, you need to have his grace. So I'm happy that he's back in a good mood. So let me quickly take you through a short presentation on the new industrial policy of Kerala and what some of the incentives are. And in part, this framework also covers IT, so I think it could be a good point of reference for you to be looking at. So let me just begin, instead of going through all of this, where we are and how we started with the policy. For a long time, Kerala's industrial policy was pegging itself with other states, and we were doing exactly the same things that other states were doing. Now, one of the things that we've realized is typically that Kerala has three problems: high cost of land, high cost of labor, and a very fragile environment. And therefore, there is no point in us trying to pursue sectors which do not fit our requirements and which do not fit our genius. And there is absolutely no virtue in us trying to chase the same businesses other states can do at twice the scale and half the cost. So we said the biggest asset that Kerala has is its manpower. And this is the manpower that has gone on to build several economies in the world. How can we make that talent work for the state? And therefore, we've created this policy with a focus on what is it that we need to do. And that focus we need to have a laser focus on what we need to achieve and what works for the state and where we can take an early position and take a position of leadership so that we are able to get the returns as we go on. So that's typically the premise from where we started. So these are typically the 7 pillars that we looked at. How do we foster entrepreneurship? How do we change Kerala from being a state of job seekers to those of job creators? How do we have the enabling infrastructure for industry to flourish? How do we become high-tech? And how do we create the skill sets required for futuristic jobs? And how do you create sectoral ecosystems so that, it's good to want to have several sectors like, biotechnology or whatever, but you need to create an ecosystem around it for it to take root. And ESG compliance is our #1 priority because whatever it is that we want to do, we want to welcome only industry which fits into within a parameter of environment, social, and governance paradigm, and that's the industry that we want to be looking at. And what we want to do finally is to create brand Kerala, which will have global brand recognition everywhere, not just for excellence in terms of product manufacture, and not just in terms of higher standards of
manufacturing excellence, but also in terms of ethical manufacture. All things being equal, we always look for things which are ethically manufactured. So the Make in Kerala brand typically is going to mean that it is done with no child labor, with sensitivity to the environment, better gender balance, etc. So as I've said, that we need to have a laser focus on what are the sectors that we need to chase and how do we make results happen. So from a Kerala context, we've identified these 22 priority sectors where, in terms of manpower, we have the matching skills, and in terms of the ecosystem, we have a strong framework to support. So these sectors are aerospace and defense, artificial intelligence, robotics, and other breakthrough technologies, Ayurveda, biotech and life sciences, design, electric vehicles, electronic systems design and manufacturing, engineering research and development, food technologies, graphene, high value-added rubber products, high-tech farming and value-added plantation produce, logistics and packaging, maritime sector, medical equipment, nanotechnology, pharmaceuticals, recycling and waste management, renewable energy, retail sector, tourism and hospitality, and 3D printing. Now, let me tell you a little bit about the incentives that we do, because, as investors, you would always like to see where we stand. So just for your understanding, because some of you may not be familiar, typically the industry in Kerala is divided into two categories, MSME and non-MSME. Now, MSME has three subcategories, which is a micro enterprise, which means that 1 crore of plant and machinery and turnover does not exceed 5 crores. Small, which means 10 crores of capital investment and 50 crores of turnover. Medium is 50 crores of plant and investment, capital investment, and 250 crores of turnover. Large is any industry that sits between 50 crores and not exceeding 300 crores. And mega is anything above 300 crores. So let me quickly walk you through the incentives that we have today. So the first is, let me walk you through what we have for MSMEs. The low rate of interest that Kerala offers for MSME entrepreneurs is loans are available at a 4% rate of interest, subject to a maximum of 10 lakhs. So that means that typically 6% of interest, that interest burden is being borne by the government. The second is capital subsidy incentive. So that can be for micro industries, 45% of the total amount, subject to a maximum of 40 lakhs. And for small, it is 45% subject to a maximum of 100. And for medium, it is 45% subject to 2 crores. Now, electricity duty exemption is exempted all throughout for all industry in Kerala for a period of 5 years from the date of starting. Access to finance through IPO route, because small players typically have problems in raising capital from traditional sources. So we want to encourage small industrialists to be able to list themselves on the stock markets, on the MSME platform, and raise funds. So what we will do is that if you go and do that, we will fund 50% of the cost of listing yourself on the exchange. So investment subsidy for large and mega projects would be 10% of the fixed capital cost, subject to a maximum of 10 crores. SGST refund, which is the state goods and service tax. You see, typically when you make a capital investment, your rate of tax would be about 18%, out of which 9% goes to the government of India and 9% accrues to the state. So our commitment is whatever is the tax that is accrued to the state, for your capital investment, we will refund the entire amount, that 9% back to you for a period of 5 years. That is, you need to finish your capital expansion within that 5-year period. Employment enhancer incentive is again something that we have kick-started to give preferential treatment in terms of employment opportunities. So if you have more than 50% of the jobs in your firm filled up from the local population, any job which is above 50%, we will give you a 5,000 per month per person subsidy. So similarly, if you have more than 50% of your employees are women, any woman above the 50% benchmark will get 5,000 rupees per month per person as subsidy. And similarly for transgenders, if you hire any transgender, we will pay 5,000 rupees to you per month as a way to encourage you to hire them. Stamp duty and registration charges for manufacturing units are completely waived in government industrial parks, and for women entrepreneurs and from those from the
poorer sections of the population, it is completely waived wherever it is in the state. We have started a scheme for establishing private industrial estates. If you have more than 15 acres of land and you are desirous of converting it into a private industrial estate, we will give you 3 crores to develop the basic infrastructure there. We've already cleared about 12 licenses, and we have another 20 which are coming up in the pipeline. We have an incentive for participation in trade fairs. So we refund 100% of the stall charges if you were to participate in a trade fair to enhance your business. Intellectual property creation is again something where if you were to incur an expenditure towards getting copyright, patent, GI registration, etc., 50% of that cost would be reimbursed to you by the government. Quality certification incentive is something, again, if you are in the export business and if you have to get CE certification or FDA certification, 50% of that cost will be reimbursed to you by the government of Kerala. For sustainability and responsible industrialization, whatever is the initiative that you will take up for better water management, for better energy management, etc., we will give you 25% of the cost that is incurred in making that program work. And Industrial Revolution 4.0 is upon us, and we want to onboard all of our industry onto an IR4 platform by 2027. So if whatever is the initiative that the industry takes, we will reimburse 20% of the cost of adapting IR 4.0. And R&D incentives is also there. If we'll fund you 20% of the cost if you were to hire any of the universities within the state for developing research and development to take your product to the next level. We have a scale-up incentive for startups, which KSIDC offers 1 crore loan for startups in the state to scale up. Made in Kerala is a brand, again, as I had mentioned, we want the products of Kerala to stand by themselves, both for ethical manufacturing and also for quality. So if you were to get this certification, 50% of that cost will be reimbursed to you by the government. And we have a special package to attract PLI investors. If you're manufacturing something which has productivity-linked incentive, we will give you a one-time top-up investment of 20% of the fixed capital investment on subject to a maximum of 1 crore. So, and lastly, I just want to say that these are some of the things that are there in the policy, but for every rule that is made in the government, there is always one exception. And the exception is that if there is an industry which Kerala is keen, and if you have an idea that needs to make it work, there is a committee which is headed by the Honorable Chief Secretary. That committee will look at the proposal on a case-by-case basis, and then they will decide on what incentives and subsidies that need to be offered on a tailor-made basis. So that's broadly the framework in which we are operating for the policy and the incentives. Thank you all, and Jai Hind. ഇന്നൊരു 10 മിനിറ്റാണ്. Good afternoon, everyone. I'll give a snapshot of what Kerala IT is offering, and I'd like to be non-repetitive. To that extent, I will keep it very short and up to the point, so that we'll have more time for discussions. So when we talk about Kerala IT, generally the people sitting here might be looking at only 3 IT parks, whereas there is a lot of verticals within the Kerala IT which is creating the Kerala IT ecosystem. And some of them being the Digital Kerala University, the one of a kind in the country, the Kerala Startup Mission,
the case space a new entrant into the vertical of Kerala IT, wherein we are looking at promoting startups in the space ecosystem. The Kerala State IT Mission, which is the e-governance wing of the state. The CDIT, KPhone, KSITL, these are many other verticals which contribute in a big way to the entire ecosystem of IT. Looking at the offerings in IT Park, remote doesn't seem to be working. Okay. Yeah. So one of the important things which we are looking at doing in the next 3 to 5 years is ensuring the exports, which are currently at $2 billion US, we are looking at doubling that to 4 billion through a very strategic action plan. The employment generated at this point of time is about 150,000. We are looking at tripling it. We have a high-power investment committee, which has been formed by the government, which is closely looking at guiding us through this. We all know the offerings of Kerala in terms of the IT space is very eco-friendly and very secure. And we have a full-fledged in-house power distribution, low operational costs compared to the Tier 1 and Tier 2 cities, high-speed data connectivity, which is being offered now with the advent of KPhone. Once the government has declared internet as a basic right, KPhone has been launched, which is the state's own internet services, and we are looking at embracing 5G in a big way. Kerala Startup Mission has progressed by leaps and bounds in the last many years, and it has been adjudged as the #1 world public business incubator in the last year by UBI Global. Currently, we are employing about 40,000. We are looking at tripling this through multiple initiatives. One of the directions given by the Honorable Chief Minister has been to increase the number of startups from 4,200 plus to about 15,000 in the next 3 years. These are some of the current incentives which are being given for the startups. We have an innovation grant, R&D grant. We offer government as a marketplace for new applications and technology, soft loan, patent reimbursement, and technology transfer grants. So these are some of the things which is of interest to you. During the informal discussions, many of you have shown interest in these particular offerings. One is the Startup Infinity. This is a new project of the Startup Mission. This is going to be launched in Dubai on the 18th by the Honorable Chief Minister, where we are looking at having co-working spaces, looking at creating an experience for Kerala startups to access the market of the destination, and multiple companies in that destination, if they are interested in offering at Kerala, we are looking at having those kind of strategic link-ups. So one of the areas where you could probably contribute in this area is creating or offering co-working spaces of many incubators or accelerators that you already have with you. We'll be more happy to have a look at that and have some kind of a linkages with you. The second part is the startup pods. Startup pods are the new activity which the Startup Mission is doing in association with the tourism department, wherein the gig jobs and people who are traveling to Kerala get a holistic experience of tourism, plus also get a space to work. And Innovation Corridor is something which many countries are very keenly looking at Kerala. We are having tie-ups with Finland, New Zealand, Brussels, Sharjah, many such countries and places which are looking at having a strategic tie-up for the technical assistance, capacity building, and also for investment into the Kerala IT. So this is a very unique offering which is there in terms of the e-governance as well as digital space. The Digital Kerala University is one of its kind. And recently we have launched a Digital Science Park. This is another area where we are looking at investment. We are looking at an investment of the nature of, okay, I'll come to that a little later on. This is another sector which we are looking at being leaders. We are drafting a policy for AVCG sector. So Digital Science Park, we're looking at an investment about 350 million USD. The Space Park, about 200 million. The Startup
emerging technology hub, about 40 million, and the Quad project, which is a mini township, which is coming up in Trivandrum. We are looking at investments. More discussions could happen post this meeting, so that we'll have more, we'll be able to address your concerns as well. So these are two areas where we thought we can have straight away a good start. One thing is the Kerala Startup Mission is looking at an angel investment. So I'm sure the diaspora here would be looking forward towards contributing in that in a big way. The second is creation of the fund of funds, which we just discussed some time back. So we are looking at creating a fund wherein you can all pool. I'm sure you would all want to have a strategic investment over a period of time. You can all come together and we can have a fund which can be a structured fund which will look at investment in Kerala startup companies. And on the side of the government will also be chipping in from its side as well, so that we can have a mechanism of a win-win on both sides. These are some of the things which we offer. It's more in line with the industrial partnerships, which Mr. Suman has already explained. I will not get into that. And this is one point which I want to drive here today is we do not have a fixed way of approach towards investment. We are very flexible. We are looking at your requirements and what is required for the state. And we'll work out a customized package if that is a requirement to suit both the needs. So nothing is in brick and mortar. We are very flexible. That is what we are pitching here today. So that is from my side. We'll be more than happy to take forward any discussions, any clarity that you may have. Honorable Finance Minister, Chief Secretary, and others are here to address your queries. So thank you. Thank you, Dr. Ratan. So here is what we would like to do now. We would like to open up the floor for discussions. And I think it always helps to hear from somebody outside the state because, as the Mallu diaspora, you're always skewed and you're always biased towards Kerala. And no matter what you say, it might look as if you're just doing it because you like your home state, right? So I want to call upon Mr. Dinesh Seth, who has been doing business in Trivandrum for a very long time. He has started a company, eventually got acquired, and the company became what is called Finastra, which I'm assuming is one of the largest. I'm sure it's a top 10 financial services corporation of the US. So Dinesh, if you want to tell your story a little bit, I'm really, really hard pressed for time here. So, please try to make it short. Only 15 minutes, right? Thank you. I'm Dinesh Seth, and I'm originally from Gujarat, but that was long time ago. I've been in US for 40 plus years now. So when we were in Memphis, Tennessee, building our business called U-Monitor Technologies, one of my colleagues said he wants to go home. I said, where is home? He said, well, I'm going to work in Bangalore, but actually home is in Kerala, because he wanted to take care of his parents. So we said, sure, we'll set up an operation around you. So we entered the Techno Park with one employee, Vaishak Pasi from Kerala. And that's the story Anup was talking about, that it grew and grew from there and eventually got acquired in 2010. And Finastra now employs over 1,500 people there. So being from India, being from Gujarat, my knowledge of Kerala was that it is the southern tip of India and very beautiful part where nobody ever goes. So I had never put foot in there. I would have never been there. But for the last 20 years, I have been going there every year. And I'm amazed in terms of the talent, the work ethic of the people, and beauty of the area. And my wife and I, we both love Ayurveda, so we always park 1 week into one of the Ayurveda center called Raja Island. Big plug from that group. You should visit it if you ever go to Kerala. So that's our story first. But then after selling that company in 2013, we started being a committed technologist, another company called Green Circle Life, which is in a health and wellness space.
And last time we were hiring one engineer in US and one engineer in Kerala. We learned in 10 years of doing that, we didn't need to do that. So this time around, 100% of technology is done in Kerala. Baishak is still the general manager running that operation, and we do not have any technical operation in US. And it's amazing. So those of you who haven't been to Kerala, not only it's beautiful, and people are sincere and very helpful, but their technology and capability, and you walk through the techno park, it's better than walking through even Silicon Valley. So that's my plug for Kerala, but really I believe that it's an amazing place, and those of you who haven't traveled should go there. Thank you so much, Dinesh, and I'm trying to keep the gender equity as much as I can, even though there are not many ladies in the, it is quite well represented, I would assume, yeah? So Revati, I want you to tell your story. I know that you were part of the last delegation. You went and attended, and you wanted to start something in Kerala. Eventually, you started it in Bangalore. Yes. Why did you do that? Put me on spot in front of the ministers. Great. Good afternoon. My name is Revati Pillai. Anupa പറഞ്ഞ പോലെ 2019 ഇവിടെ delegates വന്നപ്പോൾ I was one of the people who was invited, and I was looking to create a team there, especially hardware based, because എല്ലാവരും software ആണ് അങ്ങോട്ട് കൊണ്ടുപോകേണ്ടത്. So I wanted to do something different, especially RF radio space. So I was looking at the skill set there. ആ സമയത്താണ് കുറച്ച് പൊളിറ്റിക്കൽ ഇഷ്യൂസൊക്കെ നമ്മുടെ കേരളത്തിൽ വന്നു, പ്രളയം വന്നു, അങ്ങനെ ഇറ്റ് ഓൾ വെൻറ്റ് അവേ. ഇപ്പോഴത്തെ കാര്യം ഞാൻ പറയുകയാണെങ്കിൽ ഇവിടെ കുറേ ആൾക്കാർ പറയുന്നത് കേട്ടു ഹൗ ദേ ആർ ഗോയിങ് ടു ബ്രിങ് ദെയർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ടു കേരള, ഹൗ ദേ ക്യാൻ ഡു ഇറ്റ്. പക്ഷേ എൻ്റെ എന്ന് വെച്ചാൽ ഐ വർക്ക് ഫോർ എ കമ്പനി. ഐ ഹെഡ് ദ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, ചീഫ് എഞ്ചിനീയറിംഗ് ഓഫീസർ. ഐ ഹാവ് മൾട്ടിപ്പിൾ R&Ds ഇൻ US ആൻഡ് എബ്രോഡ്. അപ്പോൾ എനിക്ക് നാട്ടിൽ ഒരു R&D തുടങ്ങണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ ചാലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കമ്പനി എൻ്റെ അല്ല, ഇറ്റ്സ് എ ഡിഫറെൻറ്റ് കമ്പനി. അപ്പോൾ അവർ ഇൻവെസ്റ്റ്മെൻറ്റ് വേണമെന്ന് പറയുന്നുണ്ട്. ദേ വിൽ ആക്ച്വലി ഹയർ എ കൺസൾട്ടിങ് കമ്പനി ആൻഡ് ഡു ദ ഡ്യൂ ഡിലിജൻസ്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ അവർ റിപ്പോർട്ട് വരുമ്പോൾ കേരള ഈസ് നോട്ട് ഈവൻ കമ്മിങ് ടു ദ ടോപ്പ് 10. അതാണ് എൻ്റെ ചാലഞ്ച്. പക്ഷേ ഞാൻ ഇന്നിവിടെ ഇരുന്നപ്പോൾ ഒത്തിരി വളരെ നല്ല കുറേ ഇൻസെൻറ്റീവ്സും പോളിസീസും എൻകറേജ് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. ബട്ട് നോബഡി നോസ് അബൌട്ട് ഇറ്റ്. വിസിബിലിറ്റി കിട്ടുന്നില്ല നമുക്ക്. അതാണ് മെയിൻ ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നുന്നത്. എന്നെപ്പോലുള്ള ഒരാൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു കമ്പനി അവിടെ കൊണ്ടുവരാനുള്ളത്. പിന്നെ ഞാൻ കേട്ടു ഇവിടെ 5G IoTക്കൊക്കെ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കേട്ടു. ഇപ്പോൾ പക്ഷേ അതിൻ്റെ റെപ്രസെൻറ്റേഷൻ ഞാൻ കാണുന്നില്ല. കാരണം എൻ്റെ ഏരിയ അതാണ്, IoT എൻ്റെ സ്പെഷ്യൽ ഫീൽഡാണ്. കാരണം മൊബൈൽ വേൾഡ് കോൺഫറൻസ് എന്ന് പറഞ്ഞൊരു കോൺഫറൻസ് ഉണ്ട് സ്പെയിനിൽ, ബാഴ്സലോണയിൽ. ഹൂ ഈസ് ഹൂ ഇൻ ദ വേൾഡ് ഇന്നൊവേഷനിൽ ഈ സ്പേസിൽ അവരവിടെ ഉണ്ടാവും. ഇപ്രാവശ്യത്തെ അവിടെ ചെന്നപ്പോൾ ഓൾ ദ ഇന്ത്യൻ കമ്പനീസ് ആർ റെപ്രസെൻറ്റഡ്, ബിഗ് കമ്പനീസ്. പക്ഷേ ഒരു സ്പെഷ്യൽ തിങ് ഞാൻ കണ്ടത് ഒരു വലിയ ഹാളിലെ ഒരു ഹ്യൂജ് പവലിയൻ ഫോർ ഇന്ത്യ വിത്ത് ആൻ അംബ്രല ഓഫ് ഓൾ ദ സ്റ്റാർട്ടപ്സ് ഇൻ ദ സ്പേസ്. അപ്പോൾ ഇന്ത്യയുടെ ഇത് കണ്ടപ്പോൾ ഓഫ് കോഴ്സ് ഐ വെൻറ്റ് ദെയർ ബിക്കോസ് ഐ എം സോ പ്രൗഡ് ടു സീ ദാറ്റ്. സ്റ്റാർട്ടപ്സ് ഫ്രം ഓൾ ഓവർ ഇന്ത്യ. പക്ഷേ ഞാൻ അവിടെ കേരള റെപ്രസെൻറ്റേഷൻ കണ്ടില്ല. നമ്മുടെ നെയ്ബറിങ് സ്റ്റേറ്റ്സ് എല്ലാം ഉണ്ടായിരുന്നു. കാരണം ഇന്ത്യ ഗവൺമെൻറ് വൺ ദ അവാർഡ് ഫോർ ദ ബെസ്റ്റ് ടെക് ലീഡർഷിപ്പ് കിട്ടി. പക്ഷെ അന്നേരം നമ്മൾ കേരളത്തെ അവിടെ കണ്ടില്ല. അപ്പോൾ എങ്ങനെ നമുക്ക് ഇത്രയും നല്ല പോളിസിയും ഇനിഷ്യേറ്റീവ്സൊക്കെ ഉണ്ടെങ്കിൽ ഹൗ ഇറ്റ് മേക്ക് മോർ വിസിബിൾ. അങ്ങനെ ആകുമ്പോൾ ഈ ഒരു റിസർച്ച് ചെയ്യുമ്പോഴൊക്കെ അവർ ഇൻഡെക്സ് വിൽ കം അപ്പ്. ആ ഒരു ചലഞ്ചാണ് എനിക്കുള്ളത്. അതാണ് എനിക്കിവിടെ പ്രസൻറ്റ് ചെയ്യാനുള്ളത്. That is an excellent point, Revati. I think we will work with the likes of JLLs and BCGs and KPMGs to actually have them come and visit the state and look at the facilities. You're right. Most of the times people doesn't know about what is happening. Now, I would like to introduce you to one person who was an entrepreneur right out of school. He finished his BTech from College of Engineering, Trivandrum. And, okay. There's always this fight between CET and TKM, and I'm a TKM, So, he just went in, he did
2 jobs, 3 jobs in US just to support his employees back in Trivandrum. And from then on, he has invested into multiple companies, started multiple companies, exited multiple companies. I would like to invite, it was my pride and pleasure to invite you, Babu, onto the stage and just tell you your story. Thank you, Anup. Starting something in your hometown, birthplace, it doesn't need any particular motivation. So people who are outside of Kerala, I may be discouraging you from coming to Kerala, right? So, I mean, coming out of school, all I wanted was a job. I wanted to be employed because I've grown up around a lot of poverty, right? So I know the value of employment, right? So I thought I'll be happy. I never wanted to leave my hometown of Trivandrum, but then you graduate and there are literally no software jobs in my hometown, right? So struggled with that, and then I thought maybe I shouldn't be looking at that problem rather than being employed. You would want to figure out a way to create employment for many people, including myself, right? So that was my mission. Got an opportunity to come to US. Very first month, set up something with my salary and set up a small team of 5 people. And those 5 people became 10, right? So you got to support that. I was new in the country, didn't know anybody. So the only 2 people I knew, I have a colleague and I have my manager. So luck would have it, my colleague moved to another company, and just the same time I had a need, right? I need to find support for the additional 5 people that I had. And so she said, I called her and she said, no, come on over. For you, I'll find something, right? So I got lucky, right? So that supported another 5 people. Then another 10 people I had to support, so took one more job. So that went on for about 18 months. And in that process, we had created some phenomenal products out of Kerala. Always built something from Kerala. Every startup company that I've invested in, we had some connection to Kerala. And it worked great. We created 2 public companies out of there, Stamps.com and InvestNet. And I'm on a mission to possibly start the 3rd one. So it's been a phenomenal journey. I didn't go to the government or any place, because it's a free place. So especially if you're in software business, you don't need a lot of help. You just need people to be out of your way, right? And the only thing I would say is, so I've seen when it is 2 people, 3 people, and I've seen when organizations are about 2,000 people as well. So early on, you might get a lot of it is easy, right? But then as you scale, you don't want people getting in the way, right? So the one thing, that I would say is, if government can do something is, just get out of the way, right? So let people innovate, let people do what they're really good at, and, great things will happen, So that's my message, So and I'm really excited about being there. And the other motivation was, I get to see my parents every quarter, right? So you get to see them, when you're so far away, and that is an additional motivation. So it's been great so far. Thank you so much. Thank you, Babu. We had a small chat where he gave a small presentation to the kids when he was in Trivandrum last, and I'm sure many kids, including my son, was very motivated. He said that he came and connected with you in LinkedIn. Now, again, I'm going to keep the promise of keeping the gender equity. So I'm now going to go to the students. I know that you guys are, studying here in US. There are PhD students, I'm told, masters, and I think you have done a little bit of brainstorming about what you want to present in front of the crowd, about what are the expectations that you have about the state of Kerala if you were to ever come back and set up something
back in the States. So I'm going to ask any ladies in this group to come up and speak. Who would want to take the mic? Nobody. Yeah, that's one of the biggest problems that we have, when given the opportunity to hold the mic, you are always shying out. Yeah, please. Yeah, take this. Give me that. Yeah, I want to give her a round of applause. At least she was Hello, everyone. My name is Gatha, and I'm doing a Master's in Public Administration in Columbia University. My question or the suggestion here is basically how can the government support students who come here to study abroad, especially in terms of scholarships as well as educational loans. One of the things what we face when we apply for, any education institution abroad is the cost or the investment that we have to make. And even though the government is providing a lot of scholarships, when it comes to the, compared to the cost of what we have to invest here, it's much limited. So one suggestion is what we came across was to sort of, if the government could support creating an endowment fund with the support of investors over here, that can be a capital with which, there can be like an investment and the interest can actually fund education of students. And there are a lot of countries do this, like countries like Indonesia, wherein students come here, study here, and then go back and serve in their countries. So many of us, we do want to go back, but when considering the investment, we are really not able to make it back. And another thing is getting support in terms of educational loans. So if we could have like low-cost interest educational loans, or maybe collateral-free loans to support our education, that would be something very helpful for us. Thank you. Apt and to the point. I'm sure we are capturing all these points so that we could take some actions. Gina? You are doing that. Okay, thanks. I am going to switch gears here a little bit into pharmaceutical. I know there are 3 people who have come from pharmaceutical. Did you ask? Sure. Sure. First we will hear out what, yeah. So we have 3 people from pharmaceutical industry, and Silji is not here? Okay, Silji, I know that I asked you to set up shop in Kerala. He is a CTO of a pharma company here, and he came to Kerala Startup Mission. We had a good time. He interacted with everyone. I asked him, Silji, why don't you do something here in Kerala in terms of manufacturing? And the answer was very blunt. You can be as blunt as possible, and please tell us what we could do to change that perception or change it. What is it that we can do together? Well, first of all, thank you, Anu, for inviting me. It's great to be here and great crowd. It's a great opportunity to really meet a lot of people. Anu and I had a discussion, about investment. Being from Kerala, obviously I do have an attachment and interest to really find ways to build jobs there, grow jobs there. But I think, going back to what Revati, right, was talking about, when you are in a multinational corporation, it takes quite a bit of deliberations to get to that conclusion. And I believe at this point, we do not have enough awareness in the public about the potential opportunities there. I'm always amazed with the talent when I get a chance to go there. I have started tech centers many times in India. Unfortunately, I haven't had the chance to really establish one in Kerala because every time it's becoming difficult to get that awareness that there is opportunities there. So that is a challenge, but again, I have given my commitment to Anup that,
as we look at opportunities, we will consider it seriously in various areas, whether it is the R&D centers or in the digital space. Thank you, Anu. Thank you, Sulji. I know you're doing good work in Bangalore, so we want to have an offshoot center, at least, in terms of AI or, Now, I want to, again, keeping the gender parity, I would like to call upon Ms. Lata Menon. I don't know who that is. Actually, I'm asked to, so you might want to tell a little bit, but I'd like to keep it short because CM is expected at 3:30 sharp, and we would want to wind up, at least for now, until he's here and do a presentation. So I would, request you to take 1 minute just to tell your story. Thank you. Anyway, thank you so much. In fact, I have to also to leave to Toronto as I have to attend a conference tomorrow. But anyway, thanks for giving me this opportunity. And I've heard about everything here. So it's a lot about entrepreneurs, women entrepreneurs. Been asked to speak a few things. What I was looking into is I'm a lawyer by profession, barrister solicitor from there. And what I decided is this year in February, I decided to do something for the women entrepreneurs who are in small scale business and who are in large business. So we wanted to bring them together so that they could showcase their product. And my vision was to embrace, engage, and empower the women. So in that way, what happens is each woman, see the greatest, the thing which I always say to the women is the greatest enemy for a woman is a woman only. So what we have to do is to support them, to encourage them, to bring them forward. So it was a grand success and it was a launch here, and I had a launch here in Toronto, which was a great success for nearly about 850 women entrepreneurs. It's an Indo-Canadian Women Foundation, so which I started in Toronto with another 2 founders into it, and this helped women to come forward and with all fields. So it could be Canadian, it could be white, it could be black, it could be everything, and including all women from all over the world. So what happens is if you bring in, of course, sorry, not all over the world, but it's all in Toronto. So Indian women from Bengal, from Delhi and all those places, so we have lawyers, we have doctors, we have nutritionists, we have all people from all sectors, including jewelry business, restaurants and hotels and everything. So each woman can support others. In that way, I was thinking is we should bring back to our state, which is the Kerala state, where something like this we should bring in where women can come forward and do something to it. Thank you so much. We will be in touch and we'll take it forward. There are a whole bunch of women empowerment programs that various agencies are taking up. We will get in touch with you. Now I'm going to switch to another topic which is very close to Finance Minister's heart. We've been doing a small exercise. People who are in US knows that there is a dearth of accountants. I'm told that there is around 300,000 people that US will need in the next few years. And kids are not simply picking up accounting as a career, because I'm told that it is, yesterday I was meeting with somebody named Kirti Mani, who heads a very big accounting firm here in Manhattan. And she's saying that, nobody is picking up accounting. So we've been doing an excellent job with Paul. Paul, you might want to introduce Know Fully Learning and then, hand it over to them about what we could do together. Hi, my name is Paul Simon. I'm a CPA per profession. I'm based out of Tampa, Florida. So these are executives from Know Fully Learning, and I'll just introduce you to them. Hello, everybody. Thank you very much for having me today. My name is Liz Kohler. I lead the Accounting and Finance Education Group of Know Fully Learning. I am a CPA in the US, and we are very, very concerned here about the shortage of CPAs in our pipeline. We've seen the pipeline decrease over the last several years to levels that are impacting our profession. And in our work with Paul, we have been able to identify an opportunity in Kerala where we can help candidates achieve their CPA and their enrolled agent credential and provide context to US-based firms who are looking to employ CPAs and enrolled agents. So we are very excited to be here, and we thank you very much for inviting us today.
Thank you so much, and we'll definitely work with you, in pursuing this opportunity. Now, how many of you have used Zoho as a platform? Okay. Soho is probably, one of the biggest private limited companies. And how many of you knew that there was a co-founder as a Malayali? So I would like to introduce Mr. Tony Thomas, who is based out of San Francisco. He has been in the journey of Zoho all along. Tony, if you'd like to, I know we have been inviting you to come and set up shop in Kerala. I know you have a small center in Pathanamthitta and Tiruvalla. Zoho is very famous for the decentralized workforces. They go to these small cities, small towns. They pick up people even from schools, and then they put them through Soho School of Learning, and then, you give jobs to the local community. And we want to take that model, we want to replicate that across the state of Kerala. So I would like you to speak a few words, what we need to do, etc. Thank you, Tony. Yeah, thank you, Anup. I'm Tony again. So a couple of months ago, I was in Cochin at a Startup Mission event and had not connected with the ecosystem until then. So I was amazed by the talent and the entrepreneurship that I saw there. I felt like India's had a lot of connection to IT services, even software companies. But here I was seeing a wide range of technologies, well beyond software and IT. And I felt like this is an ecosystem that is ready to be tapped. So we're very eager to work with these small companies. Kerala will be good for R&D-oriented small company ecosystem. We know there are challenges around land, labor, building larger companies. But we see this as a golden time where Kerala can really take off as Sridhar Vembu, my co-founder, put it. India could be like the Israel, for technology. There's a lot of small companies creating technology. So we see this as a golden time, and good to be here and speaking to you. Thank you. Thank you so much. Again, I'll switch gears to another area that we are going to build a little bit of a capability on. I had the opportunity to go to Belgium to accept an award that Kerala Startup Mission got, and we went to a place called IMEC, where they have a beautiful fab where chips are made, right? Precision engineering, beautiful work. We have been very good at electronics from the earlier days of Keltron. So we want to do something similar, something like a precision fabrication in certain industries. And we have Nitin here from California. Nitin seems to be very, very interested with, doing something with the electronics ecosystem of the state. I know he has been working very closely with, multiple people, including Dr. Jaspir, right? So basically, we have a doctor from Milwaukee who's now planning to set up a small manufacturing facility. And they have been, I was very proud to hear him say that I already work with two companies. One is Winwish Technologies, with which we do a lot of great work. And then the software company was Triasic. Shivakumar is not here. So basically, hardware and software is happening in Kerala. And Nitin, I want you to say what should we do best in order to pursue that electronics journey. Again, my name is Nitin Parekh. I've been working in Silicon Valley for the last 40 years in semiconductor, mainly doing the software automation, factory automation, equipment control. And we also have a team in Trivandrum who does the development software. So Anup and I were talking about if you really want to set up a fab, I think the back end, the packaging, testing would be the good idea to do that than the front end, which takes a lot more investment and a lot more time. So that's the one area that we're looking at the IMAC. Second thing is building the equipments to do the ecosystem. So that's another place that I'm working with Maker Village to do the CVDs, PVD tools, equipments, if you're familiar with semiconductor, deposition also. So that's where the area I think we should concentrate. Then let the fab work. The other states do that, but Kerala, I think would be a good time and would be faster to get something going. That's it. I have something. Thank you. So I want also you to speak a little bit about the good work. And Winwish is a company that has been often referred by many people to me.
They do excellent engineering work. They work for the clients like NASA, based out of Kerala. They have built an excellent engineering team. And a little bit about Winwish and some of the pursuits that you have been doing in US also. So I already spoke on the business side of doing things in Kerala, and I don't want to, that is not the topic here. So about the technology, I came from IIT Delhi doing optics, and then went to USC, University of Southern California, doing a PhD in electrical engineering, specialized in lasers and fiber optics. So after doing that, I started my company in California making fiber optic amplifiers. And that was 26 years ago. And that is now evolved into very specialty niche market, supporting amplifiers and transmitters for aerospace and undersea. And we work with NASA, demonstrating the very first experiment showing high-speed transmission link between a satellite and Earth. So we supplied that equipment to NASA. So with that kind of things, but I have been working in Kerala for last 19 years. All the electronics and mechanical and the design work of the electronics and all that is done at Technopark. And we have a pick and place and small manufacturing setup at Kinfra. And we are now building, I don't recall, but we have about 4.5 acre land. And by stages, we are probably going to employ maybe 1,000 plus in the near future. That's our plan. We're trying to build the building, but we started a year ago, and it is still have issues here and there, but hopefully that will be resolved and moving fast. Is there anything? Thank you. I just wanted you to tell the good story so that people are motivated to come and do something. There's always icing on the cake. Sandeep, I don't know whether I can say that you will come to Kerala, but you can say it yourself. Yeah. Okay. So first of all, on a lighter note, I'm not from Kerala, but my better half is from Kerala. So that gives another reason for me to kind of come to Kerala. So by the way of introduction, my name is Sandeep Kalra. I'm the CEO for Persistent Systems. We are one of the top 10 IT services organizations out of India. Roughly $1 billion in revenue. We are listed in India, so roughly about $4.6 billion in market cap. We are looking at expanding in Kerala, and so our first footprint would be near Cochin. We are talking about 100 to 200 engineers to start with. Overall in the company, we are about 23,000 employees, 20,000 plus engineers. And for the last several years, we've been adding about 4,000 to 5,000 engineers every year. So we're looking forward to the interactions with the folks from Kerala here. And one message to the minister and the other people: the more you interact with the industry and the more you kind of get the first-hand feedback, like Revati said, I'm sure you'll do a lot of favor to Kerala in terms of attracting more investment, and more you get visibility, investments will build on themselves. Thank you. Thank you, sir. And now, I know Riju is here from Accenture. Yeah. Anybody else from Accenture? Probably not. Riju, why haven't you set up in Kerala yet? So I think I'm Riju Parambad. I run financial services at Accenture. I think I would go with what Revati said. Somehow it doesn't come in the list of places that we could invest. But I'm very excited by seeing this, and especially with the interactions that we are having here. I think things would change for a positive. I'm very excited for that. Especially in specific areas like healthcare, insurance, there are areas that we can partner, and I'm very, very excited for that. And thanks for inviting me here. This is an eye opener, and I'm sure we will work together. So we have some big names here. I have Sumesh, who works for J&J. In my previous Janma, I wouldn't say previous Janma, I'm still an entrepreneur. I still own
shares in that company. But Sumesh has been a good client. Sumesh, if you can tell us a little bit about, I know J&J started their operations based out of India lately and would want to expand, with the decentralized workforce. So one of the things that I want to tell about Kerala is that you can actually have a decentralized workforce. Kerala is like this big town. You have, by the end of 2025, we are going to have excellent road connectivity. Road connectivity, not, I wouldn't say rail. But you will be able to get to places, with Vande Bharat coming in, I think you can get to Cochin in 2 hours, 3 hours, or something like that. So it's getting better, which means we'll be able to make use of that demographics. And, Sumesh, you want to talk a little bit about, what is it that we can do in order to, attract a big client like Johnson & Johnson to Kerala? Yeah, again, I'm Sumesh Kalaparikal, heading the methodology and innovation team in the R&D space. I repeat the same what Revati and other colleagues said. It's more of the visibility, actually, so lack of visibility. When the agencies do the market scan, Kerala seems to be appearing in the list, actually. So we recently started our operations in our function in Bangalore, Hyderabad, Mumbai, and other states, but not in Kerala. When I approached and asked about that, they're not against of it, but more of the visibility lacking. So I hope these meetings and these events can bring more visibility, and definitely looking forward for starting up something. Thank you, Sumesh. And I just want to go back to the student community and see if there is any other points that you would like to talk about. Can I have a raise of hands? Yeah, sure. I don't know you personally, I'm sorry, otherwise I would have called you out, but please introduce yourself. Hi, my name is Tara Shajan. I'm the Director of Nursing from Lincoln Hospital for Mental Health Service. I am very thrilled to be a part of this business forum. I want to just share my personal, I'm seeing that in Kerala, state is attracting more and more business ventures into the state. But it seems more of IT is one of the forefront in the run. But at the same time, we should be able to encourage even the other options, other sectors also, like hospitality. Because personally, we purchased a 45 acres land in Yelambur to build a very beautiful, picturesque valley, and we wanted to have some resorts there. It's almost like 7 to 8 years. We are going back and forth with the legal way of building it. It's not happening. The red tapes are too much. So as I see the IT is able to boom up at the same time, this hospitality sector, healthcare sectors, they should be able to also come forward. And one more thing I want to say, as a nurse, I'm proud to say I'm a nurse. The standard for the nursing remuneration, the standard, the dignity, the respect which is required is needed very much in India. Why I left India to come to US is because which they lacked in India. And at the same time, we should be able to, if we have, I graduated from Armed Forces Medical College, but still I left India to come here because of the opportunities. If we have similar opportunities back in India, I am sure we will have the best healthcare workers back in India itself. And especially Kerala is one of the biggest resources for the nursing, doctors, and all the other healthcare professionals. Thank you. I'm glad that you talked about it. We have, so there was a Norwegian delegation that was led by CM. I think a couple of, not months, 6 months probably back. And we have a representative from a Norwegian company who is actually, in charge of the company actually takes care of recycling of waste and circular economy and all this
ESG things that we keep talking about. So why don't you talk a little bit, Jay, about that? And introduce yourself. Hi, my name is Jay Nair Sethraj. I work for a company called Tamra Collections. It's a Norwegian company. We make something called reverse vending machine. All the states where you have bottle bill, you might have seen the reverse vending machines at grocery stores where people can put their empty beverage containers. So we recycle, we collect, we process it. We make sure that those beverage containers go back as beverage containers. So we call it a clean loop or closed economy, as people say now. So one of our representatives, when the CM visited Norway, actually attended that event. And here I am actually heading the IT and software engineering in the US and Canada operation. So I've been here to look at, because it's all, again, digital world, digital platform managed by cloud engineers. So we partner a lot with Infosys, but right now we are looking at how we can build our own shops there. And I'm just happy to listen and see all these things. And also, recycling and waste management was in the list. I'm very much excited. I'm going to take it back to our government affairs and see what we can bring to Kerala. Thank you. Thank you. And Arvind, you want to go ahead and give your... എൻ്റെ പേര് അരവിന്ദ് ഗീതാ കൃഷ്ണ. ഞാനൊരു സെക്കൻഡ് ഇയർ ഗവേഷക വിദ്യാർത്ഥിയാണ്. ഞങ്ങൾ വിദ്യാർത്ഥികൾക്ക് കുറച്ചധികം ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. പക്ഷേ സമയപരിമിതി മൂലം എല്ലാം കൂടി ഞാൻ തന്നെ ചോദിക്കാമെന്ന് വിചാരിക്കുന്നു. ഒന്നാമതായിട്ടുള്ളത് ഒരു സജഷൻ വയ്ക്കാനുള്ളതാണ്. അതായത് ഈ കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളിൽ നിന്ന് നമുക്ക് ഇവിടേക്ക് റെപ്രസെൻറ്റേഷന് വേണ്ടിയിട്ട് നമ്മളായിട്ടൊരു ഞങ്ങളിരുന്ന് ആലോചിച്ചെടുത്തൊരു തീരുമാനമാണ്. അതായത് ഒരു ഇനീഷ്യേറ്റീവ്, ഒരു സ്റ്റുഡൻറ്റ് സെല്ല് പോലെയോ, അതായത് ഗവൺമെൻറ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇന്നലെ, പോസ്റ്റ് ഇമിഗ്രേഷൻ, അതായത് അതിന് ശേഷമുള്ള ഓറിയൻറ്റേഷൻ അവർക്ക് കൊടുക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ എങ്ങനെയാണ് അവിടെ ഇങ്ങോട്ടേക്ക് വന്ന് പഠിക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികളെ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടതായിട്ടുള്ള ഓറിയൻറ്റേഷൻ. അവിടെ ഇന്ത്യയിലായാലും കേരളത്തിലായാലും ഒരുപാട് സ്റ്റഡി അബ്രോഡ് ഓർഗനൈസേഷൻസ് ഉണ്ട്. അതല്ലാതെ ഗവൺമെൻറ് ഇനീഷ്യേറ്റീവോട് കൂടിയിട്ട് LKSൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഇതേപോലെ തന്നെ വിദ്യാർത്ഥി പ്രതിനിധികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഞങ്ങളിൽ പലരും ഇപ്പോൾ അതിന് തയ്യാറാണ്. ഞങ്ങൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇൻഡിവിജ്വലായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലൊരു കാര്യമായിരിക്കും എന്ന് വിചാരിക്കുന്നു. രണ്ടാമതായിട്ട് ഈ സ്റ്റുഡൻറ്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാമുകളെ കുറിച്ചിട്ട് അത് എങ്ങനെയാണ്, ഇപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന ഈ കുട്ടി ഇവിടെ പഠിച്ചു വളർന്ന കുട്ടിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് കേരളത്തിൽ വന്ന് ഇപ്പോൾ ആയുർവേദം അല്ലെങ്കിൽ കേരള മോഡൽ ഡെവലപ്മെൻറ്റ് അതിനെക്കുറിച്ച് പഠിക്കാനും റിസർച്ച് നമുക്ക് അങ്ങോട്ടും ഇവിടെ നിന്ന് കുട്ടികൾക്ക് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും വന്ന് പഠിക്കാനുള്ള ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഗവൺമെൻറ് തലത്തിൽ എന്താണ് ഇനിഷ്യേറ്റീവ് എടുക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ട്രാൻസ്ക്രിപ്റ്റ് ഇഷ്യൂകൾ, ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നവരും ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നവരുമായിട്ടുള്ള വിദ്യാർത്ഥികളും പഠനം കഴിഞ്ഞു പോകുന്നവരായിട്ടും ഏറ്റവും കൂടുതൽ പ്രശ്നം നേരിടുന്നത് ഈ ഇക്വാലൻസി സർട്ടിഫിക്കറ്റ്സ്. അത് ഭയങ്കര ഒരു പ്രശ്നമായിട്ട് ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളവരും ഫേസ് ചെയ്യുന്നുണ്ട്. അതിനെങ്ങനെയാണ് ഒരു മാർഗം, ഒരു സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളത്. പിന്നെ കുറച്ച് പേഴ്സണലും കൂടി ആയിട്ടുള്ളതാണ്. ഇപ്പോൾ ഇവിടെ സ്കോളർഷിപ്പ്, ഫെല്ലോഷിപ്പ് എല്ലാം കൊടുക്കുന്നുണ്ട്. SC ST OBC വിഭാഗത്തിൽ ഓവർസീസ് സ്കോളർഷിപ്പുകൾ കൊടുക്കുന്നുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന കേരളത്തിൽ നിന്ന് EWS സർട്ടിഫിക്കറ്റ് പോലെയുള്ള പരിഷ്കാരങ്ങൾ നടത്തുമ്പോൾ എങ്ങനെയാണ് ജാതിയും മതമില്ലാത്ത ജീവനുകൾ, എന്നെപ്പോലെയുള്ള മതമില്ലാത്ത ജീവനുകളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവർക്ക് അസിസ്റ്റൻസ് കൊടുക്കുക, ഗൈഡൻസ് കൊടുക്കുക എന്നുള്ളത് ഗവൺമെൻറ് തലത്തിൽ എങ്ങനെയാണ് ഒരു സ്കോളർഷിപ്പോ ഫെല്ലോഷിപ്പോ അസിസ്റ്റൻസോ പ്രൊവൈഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ ആലോചിക്കാനും കൂടിയുള്ള ഒരു നോഷനും കൂടി ഞാൻ വയ്ക്കുകയാണ്. ഇതാണ് ഞങ്ങൾ സ്റ്റുഡൻസിൽ നിന്ന് ഇത്ര ചെറിയ സമയം കൊണ്ട് എന്താ പറയുക പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സൊല്യൂഷൻസ് ആൻഡ് ക്വസ്റ്റ്യൻസ് ആൻഡ് കൺസേൺസ്. താങ്ക് യു. Thank you, Arvind. And I would like to acknowledge the presence of the Honorable CM of Kerala, Sri Pinarayi Vijayan, on stage. Welcome, sir. And we also have the New York Senator, Mr. Kevin Thomas, who is in the stage and would like to acknowledge.
So with that, hold on one second, let me just figure out. Julia. I would like to invite Julia. Again, Fort Bend County. You are a... Oh, I'm sorry. I'm honorable judge. Very welcome to this occasion. And, I will then now move to CM's presentation. Kevin, would like to invite you to say a few words to the crowd. Welcome to New York, everyone. It's an absolute honor for New York to host such an amazing program like this, to attract, especially for this little program here, to attract investment to Kerala. As many of you know, Kerala has a lot to offer. And in order for the environment to be fruitful, those like me who have the connections, as you may say, we need to make sure Kerala thrives. Connecting the right companies to Kerala, especially because the Chief Minister and his cabinet are dedicated to making sure Kerala is #1 in India. I see a lot of familiar faces here from the New York Malayali community. When we immigrated here, we made sure the soil here is fruitful for the generations ahead. But let's also make sure to make Kerala, the place where our roots are from, to be as fruitful as it is over here. And I am so happy that I can take part in this. I was supposed to actually address many of you on Friday, but I was still stuck up in the state capitol passing bills till about 4 in the morning. I only got back home at 7. My wife had turned the lights on thinking that I would be home by at least midnight. But I came home by 7 a.m. when they all woke up. And when I was invited for this, I said, I wish this was in May, because as many of you know, for the first time, back in 2019 till today, we've been able to pass something in the state legislature marking May as Malayali Heritage Month. In February, when I went to Kerala, I met with the Chief Minister then, and I brought him a flag, the New York State flag that flew over Albany, our state capital, presented it to him and said, when he comes to New York, because I knew he was coming then, I'm going to present him with something else. And that something is this resolution from the state Senate proclaiming May as Malayali Heritage Month. So on behalf of the State Senate, I would like to present this to you, and thank you for coming to New York, and we're going to be very helpful to you going forward. Thank you. Thank you. Long live Kerala. Thank you so much. How do we go about it? I would like to ask the judge, Julia, the last name is? I'm sorry, I come across as disrespectful. Sorry about that, but please speak a few words. Good afternoon, everyone. Come on, that's a stronger welcome than you can give. I woke up at 3 o'clock today just to be here. I caught the 6 o'clock flight out of Houston. As most of you may not know me, my name is Judge Julie Matthew. I am the judge of County Court of Law number 3 in Fort Bend County, Texas. When I was elected in 2018, I became the first
Indian American woman elected to the bench in the United States. Thank you. It's fantastic to be here with the CM as well as the minister, and especially my friend, Kevin, Senator. It's great to be here in the great state of New York. It's great to see all of you. I even met some family members for the first time here. It is wonderful to see Malayalis from all over the world. I actually have, I was born in Kerala. I grew up in Kerala till I was 10 years old before my parents migrated to the United States. And most often, ഞാൻ വിചാരിക്കും എൻ്റെ അമ്മച്ചിമാര് എന്തുമായിരിക്കും വിചാരിക്കുന്നതെന്ന്. പെരുമ്പട്ടിയില്ല എൻ്റെ മമ്മിയുടെ വീട്. അവിടെ ഒരു കൊച്ചു ഹോസ്പിറ്റലിൽ ബോൺ ചെയ്ത് ഒരു റൂമെങ്ങാണ്ടേ ഉള്ളു അവിടെ. അവിടെ ബോൺ ചെയ്ത് ഒരു മലയാളി പെണ്ണ് ഇവിടെ എങ്ങനെ ഒരു ബെഞ്ചിലിരിക്കുന്നത് എൻ്റെ അമ്മച്ചിമാരെന്ത് വിചാരിക്കുമെന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. ചിലപ്പോൾ ഓർക്കും. But most importantly, I want to say, most of the time, I am the only female standing among a large group of males. It was fantastic to hear about gender equality today. I appreciate you making sure that females are represented and their voices are also heard. And I also want to say one thing before I go. Politics and business go hand in hand. In order for us to make an impact in this nation, in order for us to get those government contracts, in order for us to have a pact as what's to happen for our future generations. And this is for the Malayali Americans that are here. I want you to make sure that when a person like me, when a person who's interested in politics, whether it be the senator, going further, or any single one of us, come to you for help, please step up. We need you. It takes a lot of money to run for election. In 2013, when I considered running for a judge, at that time someone told me it was $85,000. I chickened out. In 2016, I didn't want to miss an opportunity. I ran for judge. In this position that I'm in, it cost about $150,000 to run for this position. So I hope that all of you realize how expensive politics is and how it's also important for our community to make a mark in this nation. So please do help when you can. Thank you so much for having me. It's my pleasure being here. Again, my name is Judge Julie Matthew. Don't forget that name. I know, that was for me. Sorry. So I'd like to now invite Sri Pinarayi Vijayan, the Honorable Chief. Oh, I'm sorry. Okay. Okay. Thank you. The Honorable Finance Minister will say a few words about, I know we have heard a little bit about what is it that people want, what are the reservations that you have, and he's going to address the crowd and give probably a few words. Respected Chief Minister Sri Pinarayi Vijayan, our respected Senator Sri Kevin, Judge Mrs. Julia, and all the officers and my dear friends. It's a very very happy occasion. The meeting which is much beyond our expectation, that I have to say frankly, which is much beyond. Honorable CM will speak now. He got many of the points he got. See, actually, the experience of the industrialists who worked there and who were working in Kerala and who are doing their business in US and other parts of the world is described here. And I'm very happy. Mr. Dinesh first started with a point that he started his small industry there with a single person. Now he is employing 1,500 people in Kerala. That is what he is saying. So these kind of stories are there. And many of you very critically said about the lack of campaign and marketing from the part of Kerala industry, generally, not only IT, generally. And the way the development is going on, that is also described here.
And earlier, while we were discussing one-to-one to some of the industrialists, they were saying that 30 to 40% of the IT professionals in India are from Kerala. But that number is not resembling in Kerala. And the experience in the when 2019, when CM came here, the discussion at that time, many of the industries, they discussed about investing in Kerala. And they said, because the consultants of their company, these big companies, the consultants are not giving a priority to Kerala sector. That is what Honorable member from the industry, she said. The consulting agencies, they are not giving a priority to Kerala even within the 10 points. But they know it is a very good place, workplace. So this is a matter which we will look into, and a more active campaign will be there. And in the morning session, about the working culture and the situation of Kerala industry and Kerala government, a very good example it came in the morning. A person who is running business here and who is doing his business in Kerala is having around 5,000 crore business annually in Kerala. He said, today, it is the first time he met our Honorable Chief Minister. He was doing all the business for the many years. First time he met the Chief Minister today. And he said, and in Kerala, that political connection or any kind of thing is not there. Such a free situation, free atmosphere is there. So not necessary to go to senior officers or senior political leaders to get some kind of sanction. Because naturally and normally, Kerala is giving a situation of industrial situation there. So that is an example. In the morning, choice group, they said about their experience. So in the afternoon also this is there. And students also said many things about their equivalency certificate issue, a table for Kerala students who are working here. Some suggestions are there. Our officers are there. We noted all these points. And as I said earlier, this is much more than expected, this meeting. Many of the very senior officers senior professionals from many of the industries came here, and we are expecting that this will give a very good growth, very good initiative for the coming days. And our Honorable Senator, he himself said, he told us that he will also do something for the benefit of the industry in Kerala. He's born in Dubai and brought up here, but basically he's from Rani. So he said, and judge also said about the experience which she had. So this interaction will surely help us, and all the senior officers and who worked earlier with us. So for example, John, who was there as the CEO of Technopark, he is working now here. He came back to US. So all the senior officers, technocrats, all are with wholehearted support, gave some suggestions and positive remarks. We expect that this will be helpful in the future course of action. And if anything you want to add, don't hesitate. Please tell us, tell our officers. We will do all the things which we have to do. And some of the examples they gave about the development there. In Kerala, the roads, which is, it is having an international standard now. From Kasaragod to Trivandrum, that's one end to the other end, districts. We have 14 districts. It can be traveled within 7 hours in the coming day. After the completion of National Highway, we are expecting that it will be completed within 1 or 1.5 years. So huge construction is going on there. We have good connectivity throughout the state. We have 4 functioning airports of international standard. All are international airports. Now a 5th airport is coming. So air connectivity is there, and road connectivity is there. Power, uninterrupted supply in all villages, and internet. We recently, our Honorable Chief Minister inaugurated the K-phone. It's an internet connectivity or broadband connectivity thing. A very small village is connected with that. It is not a matter whether you are working in a city
like Trivandrum or Cochin or Calicut. Even in the small remote places that you can work. Like our last speaker said, they purchased some land of 45 acres in Nilambur for developing some resort. Some kind of practical problems are there, she said. These kind of practical problems, surely we can resolve. In the morning session, Honorable CM said about all these things, how we are resolving these issues. And there is no question of red tapeism. If you want to start some industry or something, then you can start it, and within 3 years, the final papers will be corrected. Means you have to submit all those things. So initially, no problem will be there. Only some environmental issues are there, some technical issues. If that is there, all the process we have to follow for that. So it will be very, the situation is very, very different now. And Kerala is one of the best places in the country to start business, and you will get maximum support. All the laws we are making like that, and we are hoping that you will come with proposals through this thing, and we can fulfill the ambitions which we and we all have to develop the state into a new horizon. So this is. Now I am requesting our Honorable CM to speak to you. സഹോദരി സഹോദരന്മാരെ, വളരെ ഫലപ്രദമായ ചർച്ചയാണ് ഇവിടെ നടന്നത്. എല്ലാവരും വിവിധ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം കേരളത്തിന് വലിയ തോതിൽ മുതൽക്കൂട്ടാകുന്നത് തന്നെയാണ്. നിങ്ങൾ നിർദ്ദേശിച്ച കാര്യങ്ങളാകെ നമ്മുടെ ആളുകൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ തുടർച്ചയായി കേരളത്തിൽ ആവശ്യമായ നടപടികളുണ്ടാകും എന്നതാണ് ആദ്യമായി തന്നെ അറിയിക്കാനുള്ളത്. വ്യവസായവുമായി ബന്ധപ്പെട്ട് നല്ല ഡിസ്കഷനാണ് രാവിലെ മുതൽക്ക് ഇവിടെ നടന്നത്. എന്നാൽ കേവലം നിക്ഷേപവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ല, മറ്റൊട്ടേറെ കാര്യങ്ങളും ഈ ചർച്ചയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പം അതിലൊരു പ്രശ്നം, നാട്ടിലെ R&D എൻജിനീയറിംഗ് തുടങ്ങണമെന്നുണ്ട്. കൺസൾട്ടൻസി കമ്പനികൾ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ അവരുടെ ലിസ്റ്റിൽ കേരളം ഉണ്ടാകുന്നില്ല. അപ്പോൾ അതിലൊരു പ്രശ്നം, നാട്ടിലെ R&D എൻജിനീയറിംഗ് തുടങ്ങണമെന്നുണ്ട്. കൺസൾട്ടൻസി കമ്പനികൾ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ അവരുടെ ലിസ്റ്റിൽ കേരളം ഉണ്ടാകുന്നില്ല. എന്താണ്? ബാർസിലോണ ട്രേഡ് ഷോയിൽ കേരള റെപ്രസെൻറ്റേഷൻ കണ്ടില്ല. മറ്റ് സംസ്ഥാനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതുപോലുള്ള സ്ഥലങ്ങളിൽ കേരള പ്രാതിനിധ്യം ഉറപ്പുവരുത്തണം. ഇതിൽ നമ്മുടെ സംസ്ഥാനം പൊതുവെ ഇത്തരം കാര്യങ്ങളിൽ വലിയ തോതിൽ മുന്നിട്ടിറങ്ങാറില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. കാരണം നമ്മളൊരു ഇൻഡസ്ട്രിയൽ സ്റ്റേറ്റായിട്ട് പൊതുവെ നേരത്തെ കണക്കാക്കുന്നില്ല. എന്നാൽ നല്ല തോതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വളർത്താനുള്ള സാഹചര്യം കേരളത്തിൽ ഇപ്പോഴുണ്ട്. അതിൻ്റെ ഭാഗമായി കേരളത്തിനകത്തുള്ളവരും പുറത്തുള്ളവരും രാജ്യത്തിന് പുറത്തുള്ള ബഹുരാഷ്ട്ര കമ്പനികളുമൊക്കെ കേരളത്തിൽ പുതിയ നിക്ഷേപത്തിന് തയ്യാറാകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇനി അങ്ങോട്ട് ഇത്തരം കാര്യങ്ങളിൽ ഗൗരവമായി തന്നെ നമുക്ക് ശ്രദ്ധിക്കാം. സ്റ്റുഡൻസിൻ്റെ ഒരു പ്രശ്നം ഈ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ്, സാമ്പത്തിക സഹായം എങ്ങനെ ഉറപ്പാക്കാം? അമേരിക്കയിലെ കോസ്റ്റ് ഓഫ് ലിവിങ് കൂടുതലായതിനാൽ
സംരംഭകരുടെ ആഭിമുഖ്യത്തിൽ എൻഡോമെൻ്റ് ഫണ്ട് ഉണ്ടെങ്കിൽ തിരിച്ച് നാട്ടിൽ വന്ന് ജോലി ചെയ്യാൻ സാധിക്കും. കുറച്ചൊരു വിയോജിപ്പുള്ള കാര്യമാണ് എനിക്കിതിൽ പറയാനുള്ളത്. ഞങ്ങളിപ്പോൾ ശ്രദ്ധിക്കുന്നത് അവിടെ എങ്ങനെ വിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്താനാകുമെന്നുള്ളതാണ്. എല്ലാറ്റിനും മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കണം എന്നൊരു തോന്നലല്ല ഇപ്പോൾ കേരളമുള്ളത്. നമ്മുടെ സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഹബ്ബാക്കി മാറ്റാനുള്ള നീക്കങ്ങളാണ് ഈ അടുത്ത വർഷങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും, കഴിഞ്ഞ 2016 ശേഷമുള്ള കാലയളവ്, പ്രത്യേകിച്ച് ആ 5 വർഷക്കാലം പ്രത്യേകമായി ശ്രദ്ധിച്ചിരുന്നത് നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖല ശക്തിപ്പെടുത്തുന്നതിനായിരുന്നു. ആ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു 2016. അന്നത്തെ ഒരു അവസ്ഥ 5 ലക്ഷത്തോളം കുട്ടികൾ ഈ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് കൊഴിഞ്ഞു പോയതായിരുന്നു. അത്തരമൊരു ദയനീയാവസ്ഥയുണ്ടായിരുന്നു. ഏതായാലും നാം സ്വീകരിച്ച നടപടികൾക്ക് നല്ല ഫലപ്രാപ്തിയുണ്ടായി. അതിൻ്റെ ഭാഗമായി സ്കൂളുകളുടെ പശ്ചാത്തല സൗകര്യം വർദ്ധിച്ചു, അക്കാദമിക് മികവും വർദ്ധിച്ചു. മാത്രമല്ല, ക്ലാസ് റൂമുകൾ സ്മാർട്ട് ക്ലാസ് റൂമുകളായി. ഇതിൻ്റെ ഒരു പ്രത്യേകത കോവിഡ് വന്നപ്പോൾ പൊതുവിൽ അനുഭവിക്കാൻ കഴിഞ്ഞു. കോവിഡ് വരുമെന്ന് കണ്ടല്ല നമ്മൾ ഇത്തരം കാര്യങ്ങൾ തുടങ്ങിയത്. പക്ഷേ ഉണ്ടായൊരു പ്രത്യേകത, കോവിഡ് വന്നപ്പോൾ ക്ലാസ്സിൽ പോകാൻ കുട്ടികൾക്ക് കഴിയുന്നില്ല. ആ ഘട്ടത്തിൽ രാജ്യത്ത് പലയിടത്തും വിദ്യാഭ്യാസം മുടങ്ങിപ്പോകുന്ന അവസ്ഥ വന്നു. എന്നാൽ നമുക്ക് കുട്ടികളുടെ വിദ്യാഭ്യാസം മുടക്കേണ്ടി വന്നില്ല. കാരണം നേരത്തെ തന്നെ ഒരല്പപരിചയം ഈ സ്മാർട്ട് ക്ലാസ് റൂമിൻ്റെ ഭാഗമായി അവർക്കുണ്ടായിരുന്നു. അപ്പോൾ നല്ല നിലക്കുള്ള ഓൺലൈൻ വിദ്യാഭ്യാസം ആരംഭിച്ചു. അതിൻ്റെ ഭാഗമായുള്ള മറ്റ് സൗകര്യങ്ങളൊരുക്കൽ സർക്കാരും നാടാകെയും ഒന്നിച്ച് ഇറങ്ങിക്കൊണ്ട് ഒരുക്കുന്ന അവസ്ഥയുണ്ടായി. ചിലപ്പോൾ നിങ്ങളിൽ ചിലരും നിങ്ങളുടെ പ്രദേശങ്ങളിൽ ചില സഹായങ്ങൾ ആ കാര്യത്തിൽ ചെയ്തിട്ടുണ്ടായിരിക്കും. ഏതായാലും ആ 2 വർഷം കുട്ടികൾക്ക് പഠനം മുടങ്ങുന്ന അവസ്ഥയുണ്ടായില്ല. ഇപ്പോൾ എവിടെയെത്തി? ഈ വർഷത്തെയല്ല, കഴിഞ്ഞ വർഷം വരെയുള്ള കണക്കെടുത്താൽ നേരത്തെ 5 ലക്ഷം കുട്ടികൾ കൊഴിഞ്ഞു പോയതായിരുന്നുവെങ്കിൽ അതിനു പകരം 10 ലക്ഷം കുട്ടികൾ പുതുതായി വന്നു ചേരുന്ന അവസ്ഥ ഈ പൊതുവിദ്യാലയങ്ങളിൽ വന്നു ചേരുന്ന അവസ്ഥയുണ്ടായി. 2021 അധികാരത്തിൽ ഗവൺമെൻറ് വന്നപ്പോൾ ആദ്യമേ തന്നെ പ്രഖ്യാപിച്ചത് ഇനിയത്തെ ശ്രദ്ധ മുഴുവൻ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലാണെന്നാണ്. അതിൻ്റെ ഭാഗമായി നമ്മുടെ യൂണിവേഴ്സിറ്റികൾ, മറ്റ് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എല്ലാം നല്ല മികവിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റേതായ നല്ല സപ്പോർട്ട് സർക്കാർ നൽകേണ്ടതായിട്ടുണ്ട്. അത് സാമ്പത്തിക സഹായമടക്കം ചെയ്തുകൊണ്ടാണ് പോകുന്നത്. ഇതിലൂടെ കൈവരിക്കാൻ കഴിഞ്ഞ നേട്ടം, ചില യൂണിവേഴ്സിറ്റികൾ A++ നേടിക്കഴിഞ്ഞു, ചിലർ നല്ല മികവിലേക്ക് വരുന്നു. ഇന്ത്യയിലെ തന്നെ മികവാർന്ന യൂണിവേഴ്സിറ്റികളിൽ ചിലതായി നമ്മുടെ സംസ്ഥാനത്തെ യൂണിവേഴ്സിറ്റികൾ മാറിയിരിക്കുന്നു. ഇനിയും അതേ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് നോക്കുന്നത്. ഉദ്ദേശിക്കുന്നത് അവിടുന്ന് കുട്ടികൾ ഇങ്ങോട്ട് വരാനല്ല, ഇവിടുന്ന് അടക്കം കുട്ടികൾ അങ്ങോട്ട് വരാനാണ്. കേരളത്തിൻ്റെ പൊതുവായ അന്തരീക്ഷത്തിൽ നമുക്ക് ഇപ്പോൾ തോന്നും അതൊരു വല്ലാത്തൊരു മേനി പറച്ചിലല്ലേ എന്ന്. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്ക്, കേരളം പോലൊരു സംസ്ഥാനത്ത് ഉന്നത വിദ്യാഭ്യാസ മേഖല അതിൻ്റെ എല്ലാ രീതിയിലുമുള്ള കഴിവ് ആർജിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിനകത്തുള്ള കുട്ടികൾ മാത്രമല്ല, രാജ്യത്തിന് പുറത്തുള്ള കുട്ടികളും കേരളത്തിലേക്ക് വരും. കാരണം അത്രമാത്രം മറ്റ് സൗകര്യങ്ങൾ അവിടെ കിടക്കുകയാണ്. വിദ്യാഭ്യാസ മികവ് കൂടി നേടാൻ കഴിഞ്ഞാൽ അത്ര സുന്ദരമായൊരു നാട്, പ്രകൃതി രമണീയത ഒരുങ്ങിയ നാട്, അങ്ങേയറ്റം ശാന്തമായ
അന്തരീക്ഷം, ഒരു തരത്തിലുള്ള കലാപ അവസ്ഥയും കേരളത്തെ സംബന്ധിച്ചിടത്തോളമില്ല. ഉയർന്ന സാംസ്കാരിക നിലവാരം പുലർത്തുന്നൊരു നാട്. ആരും കൊതിക്കും അങ്ങോട്ട് വരാൻ. ആ അവസ്ഥ ഉണ്ടാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ അതിന് വലിയ തോതിൽ നിങ്ങളും കൂടി സഹായിക്കുക എന്നതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അവിടുന്ന് കുട്ടികൾ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുന്നതിന് സർക്കാർ എതിരൊന്നുമല്ല. ചിലപ്പോൾ പോകേണ്ടതായിട്ട് വരും, പോയി പഠിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ തുറന്നും ഉണ്ടാകും. അതിനൊന്നും സർക്കാർ എതിരല്ല. പക്ഷേ കേന്ദ്രീകരിക്കുന്ന മുഴുവൻ ഇതിലാണ്. ലോൺ തിരിച്ചടവിനുള്ള സഹായം ഉറപ്പാക്കുന്നതിനുള്ള സഹായം ഉറപ്പാക്കുക. അത് അവരവർ തന്നെ അടക്കുക എന്നുള്ളതേ വഴിയുള്ളൂ. വേറെ യാതൊരു വഴിയുമില്ല. നാട്ടിലെ സംരംഭക അവസരങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം ആവശ്യമാണ്. MNCകൾ വഴി സംരംഭങ്ങൾ കൊണ്ടുവരുന്നതിന് ഇത് അനിവാര്യമാണ്. അത് ഉറപ്പാക്കാൻ എന്ത് സാധിക്കും? അത് ശരിയാണ്. ഈ സംരംഭക അവസരങ്ങളെക്കുറിച്ചൊക്കെ കൂടുതൽ പ്രചരണം വേണം എന്നത് വസ്തുതാപരമായിട്ടുള്ള കാര്യം തന്നെയാണ്. അത് ശ്രദ്ധിക്കാം. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? സ്ത്രീ സംരംഭകർക്ക് അവരുടെ പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് കാഴ്ചവെക്കാനുള്ള ഷോക്കേസ് ചെയ്യാനുള്ള അവസരങ്ങളുണ്ടാവണം. വിവിധ മേഖലകളിൽ നിന്നുള്ള അത്തരത്തിലെ സ്ത്രീ സംരംഭങ്ങൾക്ക് എന്ത് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും? തീർച്ചയായും നമുക്ക് ആലോചിക്കാൻ കഴിയുന്നൊരു കാര്യമാണ്. എന്താണ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് നമുക്ക് പരിശോധിച്ച് ആവശ്യമായ നടപടി എടുക്കാവുന്നതാണ്. അമേരിക്കയിൽ അക്കൗണ്ടിംഗ് പ്രൊഫഷണലുകളുടെ കുറവുണ്ട്. കേരളത്തിൽ CPA ട്രെയിനിങ് കൊടുത്ത് അത്തരം മാനവവിഭവശേഷി വളർത്താനുള്ള സാഹചര്യമുണ്ട്. തീർച്ചയായും അത്തരം ട്രെയിനിങ്ങുകളുടെ കാര്യങ്ങൾ നമുക്ക് ആലോചിക്കാവുന്നതാണ്. മാർക്കറ്റിങ്ങിൽ ശ്രദ്ധിക്കുന്നില്ല എന്നൊരു കാര്യം വന്നിട്ടുണ്ട്. അതിൽ നല്ല നിലക്ക് തന്നെ കേരളം ശ്രദ്ധിക്കാവുന്ന നടപടികൾ സ്വീകരിക്കാം. ചുവപ്പ് നാടുകൾ ലഘൂകരിക്കാനും ഇല്ലാതാക്കാനും സഹായം വേണം. നമ്മുടെ നാട്ടിനെക്കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നടപടികൾ തന്നെയാണ് സ്വീകരിച്ചു പോകുന്നത്. ഇപ്പോൾ 900 സർവീസുകൾ ഓൺലൈനായിരിക്കുകയാണ്. മുഴുവനായി ഓൺലൈൻ സേവനങ്ങൾ ഉറപ്പുവരുത്തുകയാണ്. അത് ഇപ്പോൾ ഈ സർവീസ് പൂർണ്ണമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ അതെല്ലാം ഈ പറയുന്ന ചുവപ്പ് നാടുകൾ ലഘൂകരിക്കാനും ഇല്ലാതാക്കാനും സഹായിക്കുന്ന നടപടികൾ തന്നെയാണ്. എവിടെയാണ് ഒരു ഫയൽ കിടക്കുന്നതെന്ന് അവിടെ ഓഫീസിൽ പോകാതെ തന്നെ മനസ്സിലാക്കാനും അതിനാവശ്യമായ ഫോളോ അപ്പ് വർക്ക് നടത്താനും സാധിക്കുമെന്നുള്ളതാണ് നില. അതിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് പോസ്റ്റ് ഇമിഗ്രേഷൻ ആൻഡ് പ്രീ ഇമിഗ്രേഷൻ ഓറിയൻറ്റേഷൻ നടത്താൻ പറ്റണം. സ്റ്റുഡൻറ്റ് സെൽ രൂപീകരിക്കാൻ വിദ്യാർത്ഥികൾ സഹകരിക്കാം. അവിടെ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്കുള്ള പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് പരിശോധിക്കാവുന്നതാണ്. അതിലെന്തെങ്കിലും നടപടി എടുക്കാൻ പറ്റുമെങ്കിൽ നമുക്കെടുക്കാം. സ്റ്റുഡൻറ്റ് എക്സ്ചേഞ്ച് മോഡൽ ഗവൺമെൻറ് തലത്തിൽ ഇനീഷ്യേറ്റീവാണ്. ഇത് ഉന്നത വിദ്യാഭ്യാസ ശാക്തീകരണത്തിൻ്റെ ഭാഗമായി ഇപ്പം തന്നെ ആരംഭിച്ചിട്ടുള്ളൊരു നടപടിയാണ്. ഇപ്പോൾ വിവിധ യൂണിവേഴ്സിറ്റികൾ അതുമായി ബന്ധപ്പെട്ട നടപടികൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഉദ്ദേശിക്കുന്നത് വിവിധ കോളേജുകളിലുള്ള വിദ്യാർത്ഥികൾ ഈ പറയുന്ന സ്റ്റുഡൻറ്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാം നടത്തണമെന്നുള്ളത് തന്നെയാണ്. മറ്റ് യൂണിവേഴ്സിറ്റികളുമായി, വിദേശത്തുള്ള യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെട്ട് അത്തരം പ്രവർത്തനങ്ങൾ എന്നതാണ് കണ്ടിട്ടുള്ളത്. ഇക്വലൻസി സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം നേരത്തെ ബഹുമാനായ ധനമന്ത്രി പറയുകയുണ്ടായി. കേരളത്തെക്കുറിച്ചുള്ള അവബോധം വലിയ കോർപ്പറേറ്റുകൾക്കില്ല. അതിനാൽ സ്വന്തം കമ്പനികളിൽ കേരളത്തെ അവതരിപ്പിക്കാൻ കഴിയുന്നില്ല. അത് നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. നമ്മൾ കുറേ കൂടി കേരളത്തെ തന്നെ മാർക്കറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനാവശ്യമായ നടപടികൾ എന്താണെന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. ഇൻഡോ കനേഡിയൻ വിമൻ്റെ മോഡലിൽ കേരളത്തിൽ തുടങ്ങാൻ ചാൻസ് ഉണ്ട്. അത് നമുക്ക് പരിശോധിക്കാം എങ്ങനെയാണ് അത്തരം കാര്യങ്ങൾ ആരംഭിക്കാൻ കഴിയുക എന്നുള്ളത്. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ചാർട്ടേഡ് അക്കൗണ്ടുകളുടെ കുറവ് അമേരിക്കയിലുണ്ട്. അത് നേരത്തെ പറഞ്ഞേ. അതെ അല്ല, നമ്മൾ അത്തരം കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കുന്നുണ്ട്. കേരളത്തിൽ വരാൻ താല്പര്യമുണ്ടെന്ന് അത് മാത്രമേ കാണുന്നുള്ളൂ. വരാൻ താല്പര്യമാണെങ്കിൽ എപ്പോഴും സ്വാഗതം.
കേരളം ഒരിക്കലും ദൃഷ്ടിയിൽപ്പെടുന്നില്ല. അത് ശരിയാണ്. കേരളത്തിനെ പറ്റി കൂടുതൽ മാർക്കറ്റ് ചെയ്യണം എന്നുള്ളതാണ് ആ പറയുന്നതിൻ്റെ എല്ലാം അർത്ഥം. അതിനാവശ്യമായ നടപടികൾ നമുക്ക് സ്വീകരിക്കാം. ഏതായാലും കേരളം കൂടുതലായി അഭിവൃദ്ധിപ്പെടണം എന്ന ആഗ്രഹത്തോടെയുള്ള അഭിപ്രായങ്ങളാണ് വന്നിട്ടുള്ളത്. എല്ലാവർക്കും നന്ദി. ആവശ്യമായ നടപടികളെല്ലാം സർക്കാർ സ്വീകരിക്കാം. സർക്കാർ സ്വീകരിക്കുന്ന നടപടികളിൽ ഏതെങ്കിലും തരത്തിലുള്ള കുറവുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ചൂണ്ടിക്കാണിക്കാം. അത് ആവശ്യമായ രീതിയിലുള്ള തിരുത്തലുകൾ വരുത്തി നടപ്പാക്കാൻ സർക്കാർ ശ്രമിക്കുകയും ചെയ്യും. നന്ദി. So, this session avasanikkana. This session we are going to conclude this session, and we are very thankful to all of you came over here to attend this, and we hope that in the future there will be a continuing action from the part of you, from the part of the government. Surely we will do all the things to continue this initiative. Thanking you. I am saying just thanking you all, and this will be concluded. Thank you, everyone. And we have a larger address, a public meeting address that CM will be making in Times Square in Broadway Plaza at 5:15 p.m. So please join for that larger public address also, and would like to thank each and every one of you for joining today for this amidst the schedules. Thank you so much.
12? Okay, you're good. Byron, do you want me to try to put a little bit in the monitors for you? talk button. Now you're on talk button. Put it right up on your mouth. I don't even hear anything. Do you hear me, Sean? I don't hear anything.
കളിച്ചിടണം സഭ വന്ദിച്ചു കുമ്മിയടിച്ചിടണം നാം ഇന്നു ചിന്തിച്ചു പാർവതി റാണിയെ വന്ദിച്ചു വാഴ്ത്തി കളിച്ചിടണം സഭ വന്ദിച്ചു കുമ്മിയടിച്ചിടണം ശങ്ക വെടിഞ്ഞു സഭ നടുവിൽ മംഗമാരെ നിങ്ങൾ വന്നിടുവിൻ ശങ്ക വെടിഞ്ഞു സഭ നടുവിൽ മംഗമാരെ നിങ്ങൾ വന്നിടുവിൻ കങ്കണജാലം കിലുങ്ങവെ ചെങ്കയിൽ താടം പിടിച്ചു നിരങ്കുശലീലം ഗുരുപാദ പങ്കജമൂലം നീനച്ചു നാം രാഗത്തിൽ മൃദംഗത്തിൽ സംഗീത വിനികൾക്കനുകൂലത്തിൽ കുമ്മിയടിച്ചിടണം നല്ല മേളത്തിൽ കുമ്മിയടിച്ചിടണം കൽപ്പകവല്ലി കനകലതി സഖി കാമവതാകി കലാഭവതി കൽപ്പകവല്ലി കനകലതി സഖി കാമവതാകി കലാഭവതി ഉൽപ്പലമാലേ നടനത്തിൽ ഉദ്യോഗശീലേ മഞ്ജീശ്വരി കേൾപ്പോടു ചാലേ ആവേശം കൊടുപ്പതു സഭയിൽ നടിച്ചിടൂ നന്നും ഭാഗ്യം നമുക്കുന്നതാകിമാരേ അംഗജാക്ഷി ഉണ്ണു നീലി ശങ്കരി ഗൗരി ശൃംഗാരി മംഗമാരെ ധനുമാസം വന്നണഞ്ഞല്ലോ തിങ്കൾ മൗലി അംഗജാരി ശങ്കരൻ കൈലാസനാഥൻ തമ്പുരാന്റെ പിറന്നാളാതിരയല്ലോ തിരുവാതിരയല്ലോ തിരുവാതിരയല്ലോ തമ്പുരാന്റെ മകനൊറ്റ കൊമ്പനുണ്ണി തമ്പുരാനെ കൊമ്പിടുന്നി ഞാൻ ഇമ്പമും കുളത്തിൽ ചന്ദമര വേണം കുളിച്ചു ചെന്നകം പൂകാൻ ചന്ദനം വേണം മാലായാൽ തറ വേണം അടുത്തോരമ്പലം വേണം ആരിന്നു ചേർന്നൊരു കുളവും വേണം പൂവായാൽ മണം വേണം പൂമാനായാൽ ഗുണം വേണം പൂവായാൽ മണം വേണം പൂമാനായാൽ ഗുണം വേണം പൂമാനി മകളായാൽ അടക്കം വേണം നാടായാൽ നൃപ്പൻ വേണം അരികെ മന്ത്രിമാർ വേണം നാടായാൽ മൃഗം വേണം അരികെ മന്ത്രിമാർ വേണം നാടിനു ഗുണമുള്ള പ്രജകൾ വേണം യുദ്ധത്തിങ്കൽ രാമൻ നല്ലു കുലത്തിങ്കൽ സീത നല്ലു യുദ്ധത്തിങ്കൽ രാമൻ നല്ലു കുലത്തിങ്കൽ സീത നല്ലു ൂണുറക്കമുപേക്ഷിപ്പാൻ ലക്ഷ്മണൻ നല്ലു പടയ്ക്കു ഭരതൻ നല്ലു പറവാൻ പൈങ്കിളി നല്ലു പടയ്ക്കു ഭരതൻ നല്ലു പറവാൻ പൈങ്കിളി നല്ലു പറക്കുന്ന പക്ഷികളിൽ ഗരുഡൻ നല്ലു ആലായാൽ തറ വേണം അടുത്തോരമ്പലം വേണം ആലിനു ചേർന്നൊരു കുളവും One time, ladies and gentlemen, make some noise right now!
That's right, that's right, that's right, that's right. Ladies and gentlemen, one more time, we're here for the culture. We're here to celebrate Kerala. Somebody make some noise right now. Ladies and gentlemen, one more time for that performance. Make some noise right now. Malayalis, look around where you are right now in the greatest city in the world, in Times Square, celebrating the greatest state in the union, Kerala. 1, 2, 3, somebody scream! Ladies and gentlemen, our next performer is globally known. You probably worked out to him. Absolutely dance to them. Make some noise. If you like Bhangra music, make some noise right now. Ladies and gentlemen, put your hands together for Serena, Jane, and Masala Bhangra! You know, she's Yelena's best friend. You know, Dr. Arun? Yeah. Her friend is husband. Nice. We heard the voice. Like, That's great. Hold on. Chief Minister's already here. We're going to do that first session, and then they're going to go. No, they're going to stay on. The session's happening. Minister, what do you want to do? Check. Ladies and gentlemen, if you're ready to meet the Chief Minister of Kerala, make some noise right now! Ladies and gentlemen, if you are proud to be from Kerala, let me hear you make some noise! Malayali. Everybody clap your hands! Clap, 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 clap! Let me have my phone. Phone. All right, obviously we got One time on my Malayalis, make some noise right now! Adipali!
Chief Minister Pinarayi Vijayane Swagatham Cheyyunnu. Okay, that's fine. We're going to be back because we're going to have the minister come on stage. One time, if you represent Kerala, make some noise right now! Check, check. Ladies and gentlemen, if you are Malayali and you are proud to be in Times Square tonight, let me hear you make some noise! One more time, ladies and gentlemen. Remember this day. Remember this date. We are celebrating Kerala. Malayalis, make some noise! I'm giving him mic number 2. I'm giving him mic number 2. Forget that. Times Square, make some noise right now! Hi everybody, please take your seats. Please take your seats. We have a very good program going on right now. Please take your seats. Once again, ladies and gentlemen, we do request everybody, if you have a seat, please take it right now. One more time, make some noise for our Chief Minister right now. Yes, go! One more time, let's hear it for Serena Jain and Masala Bhangra! Okay, I'm gonna. You tell me when. We're good? Ladies and gentlemen, I didn't hear you the first time. I didn't hear you the second time. I didn't hear you the third time. For the fourth time, Serena Jain and Masala Bhangra, make some noise! Here we go. I know we are, namaskaran. I know we are very excited for the Chief Minister of Kerala to be here. But I'm going to ask you to please sit down. We have been waiting patiently to also get you up and moving. I hope you're going to be very proud with what we do with you all, right? Times Square, namaskaran. Put your hands together, please. Woo! All right, normally I would say bale bale. But today we're going to say something different. I need you to say it loud. We need to make history when I say Adipoli. I'm in New York City. I'm in Times Square. Adipoli. Woo! All right. So I need you to get up off your seats, except the Chief Minister. Everyone thank you so much for getting up first. You are amazing. Please talk to me because you're going to win a Starbucks card, okay? Okay. Please get up off your seats. This is the first time we are doing something like this. I am part of this. I need your support big time. So I'm going to teach you a routine. We're going to perform it, and then you're going to learn it. Are you ready up there? I can't hear you. Are you ready up there? Say hello. Oh my God, the lady in the green shirt. Say hello. You're sitting next to the guy in the green shirt. Say hello. I can see you two. Say hello. Okay, right on. Awesome. Timmy, give me a beat, please. Timmy, give me a beat, please. Woo! Let's move it. Let's get it loud. All right. Let's go. Take it. Woo!
Stand up. Namaskara and Chetnas and Chetis. I had to learn really hard to say that. I really had to practice that. So please, everyone, you're gonna stand up. Legs are out. Even if you're in your seats, please, legs are out. Ready? Take your right hand up. Come on, New York City. Do me a favor. We have all come together to represent one another. So get your right hand up. And you're gonna take it. 1. Don't hit somebody, please. Kiसी को थप्पड़ नहीं दे दो यार, please. 5, 6, 7, 8. 1, 2, 3, hold. If you are in your seats and you're not able to move, just do in your spot. 5, 6, 7, 8. 1, 2, 3, 4, 5, 6, 7, hold. Are you okay? Are you okay? Oi, mister. Your hands are here. They should be here. Yeah, you. 5, 6, 7, 8. 1, 2, 3, 4, 5, 6, 7, 8. Nice. Nice job. Ready? Take your fist. You're going to thrust it. Thrust, thrust, throw it up, hold. Get ready. 5, 6, 7, 8. 1, and 2, and 3, and 4. Yaar, aisa lagta hai ki he's the only one doing it with me. 5, 6, 7, 8. Thrust and thrust. Hands up, hold. Nice. Put it together. I got 10 minutes to make this happen. 5, 6, 7, 8. 1, 2, 3, 4, 5, 6, 7, 8. Thrust and thrust. Hands up, hold. Are you okay? Say yes. Right on, moving on, okay? I'm gonna move on. Here we go. Take that right leg in front. Thoda sa side mein jao. Give me a side angle. Nice. 5, 6, 7, 8. Right and back and pa, So easy. I see both of you. 5, 6, 7, 8. Hold, pa, Nice. Opposite hand. 5. Make sure you don't hit that guy. 5, 6, 7, 8. 1 and 2 and pa, Opposite hand. 5, 6, 7, 8. 1 and 2 and tempo. Again. Hold and tempo. Hold. Put it together. 5, 6, 7, 8. Slam. 2, 4, 5, 6, 7, 8. Thrust and thrust. Hands up. Hold. Auntie, I love your sari. Hold. You. 5, 6, 7, 8. Nice. Okay? Are we okay? Oh my God, Times Square, are we okay? Here we go, adding on. 5, 6, give me some Kerala love. 5, 6, right. Right leg, left leg, jump back, hold. Nice. 5, 6, 7, 8. Right leg, jump back, hold. Okay? Hands are out. Both hands. 5, 6, 7, 8. Right leg, turn, hold. 2 times. 5, 6, 7, 8. Right leg, again now. Right leg, hold. Really, he's the only one moving with me. Can you guys join me as well? 5, 6 from the top. Hit. 2, 3, 4, 5, 6, 7, 8. Thrust and thrust. Hands up. Take it. Hold. Tempo. You got it. Come on. Hold. Tempo. Love now. 1 and 2, 3 and 4. Jump back. Again. 1 and 2, 3 and 4. Jump back. Hold. Let's try it. Give me a beat, Timmy. Let's go. Try it. I need you to hold right here. Get it. Come on. Give me a hand. Yes. Side. Timmy, let me get it louder. Hold. Hit. Thrust. Hands up. Hold. Timmy. All right, here we go. Adding on. Right leg. 5, 6, 7, 8. Jog. Heel. Hold. Come on. 5, 6, 7, 8. Jog. Heel. Nice. Right hand. 5, 6, 7, 8. Jog.
right, left. Yes. 5, 6, 7, 8. Jog, jog, jog. Pa, ta. Goes. Jog, jog, jog. Vakti coming. Hold. Take your hands. Ta, ta, hold. 5, 6, 7, 8. 1 and 2 and 3. 5, 6, 7. 1 and 2 and 3. Ta, ta, Can you give it up for my team? This is not easy to be up on stage representing, okay? So here we go. From the top. Let's go, Timmy. Let me hear that beat. Oh. Majapa. Oh. Party coming. Hit it. Come on. Run. Run. Take it, run. Woo. Okay, here's your hardest, no, easy move. 5, 6, 7, 8, right, back, front, side, front, side, front, side. Let's go, front, side, front, side. Oh my God, please, yeah, join me, please. Front, side, here we go. Punch to the side, punch to the side, punch to the side, punch, easy. Grapevine, 5, 6, 7, 8. Jog, jog, jog. Right, left, right. Pa, ta, ta. Boom. Punch now. Punch to the side. Punch to the side. Punch to the side. Punch to the side. Hold. If you are sitting down, stand up at least for this one. Everybody, let's go. Right here, ready? You're gonna go knees, hips, shoulders out. 5, 6, 7, 8. Knees, hips, shoulders out, clap, clap. Knees, hips, shoulders out, clap. Again, knees, hips, shoulders out, clap. Let me hear you. Knees, hips, shoulders out, clap. Let me hear you say that. Go. Knees, hips. You all are like this. Please, yeah. Knees, hips, shoulders out, clap. Timmy, give me a beat. Let's go. Put it together. Woo! Get it loud. Come on. Yes. You in the plaid shirt. You're amazing. You're representing that entire section. Here we go. Easy move. 5, 6, 7, 8. Heel, 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 heel. Namaskaran. Up, ta, take it. Pa, da. Again. Thank you. Take it. Pa, grapevine. Let's go. 1 and 2 and 3 and 4. Pa, 1 and 2 and 3 and 4. Ta. Punch it. Punch and out. Punch and out. Punch and out. Punch and out. Goes knee, hip, pa, hoi. Take it. Ta. Namaskaran. Heel, heel. Up. Take it. Heel, heel. Up. Put it together. Let's go, Timmy. Give me a beat. Woo! Put it together. Majapa. Yes, you. I see you. Take it. Woo!
a warm-up. Last time, everybody, let's go, Timmy. Last time, let me hear you say Adipoli. Woo! With a smile. Let's go. I'm almost done. Come on. Give me a beat. Timmy, we're going to go 2 times. 2 times. Come on. Breathe. Get ready. Get ready. Come on. I see you. I see you. Oh. Come on. Take it. One more time and that's it. One more time. Let's go, Timmy. Last time. Namaskar. Woo! Come on. Let's go. Last time. Last time. Take it. Come on. Right. Chief Minister Kerala, welcome to New York. Jitnas and JGs, thank you so much. Namaskaran. Adipoli. Ladies and gentlemen, one more time, make some noise for Serena J. Make some noise for Masala Bhangra. Ladies and gentlemen, I want to take a quick moment to thank Dr. Babu Stephen for sponsoring this event. Make some noise for Babu Stephen right now! Malayalis, are we having fun? Will you? Pora. Malayalis, take a look around. We are in Times Square, New York. Malayalis, kaigotike! At this time, it is my honor to welcome to the stage MV Nikesh Kumar from Kerala. Loka Kerala Sabha North American മേഖലാ സമ്മേളനത്തിന് 2 ദിവസം മുമ്പ് തുടക്കമായത് നമ്മളെല്ലാം അറിഞ്ഞ കാര്യമാണ്. സമാപന ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. പ്രവാസി സംഘടനകളുടെയും സംഘാടക സമിതിയുടെയും ഭാരവാഹികളായ താഴെ പറയുന്നവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഡോക്ടർ ജേക്കബ് തോമസ്, പോൾ കറുകപ്പള്ളി, മന്മഥൻ നായർ, ഷിബു പിള്ളൈ, ജോൺ ഐസക്, അനിയൻ ജോർജ്, റീന ബാബു, അനുപമ വെങ്കടേഷ്, സൂരജ് അത്തിപ്പറ്റ, ജോസ് കാടാമ്പ്രം, ഹരി നമ്പൂതിരി, ഡോക്ടർ അനിരുദ്ധൻ, ജെ കെ മേനോൻ, രവി പിള്ളൈ, ഒ വി മുസ്തഫ, പി ശ്രീരാമകൃഷ്ണൻ, സുമൻ ബില്ല, ചീഫ് സെക്രട്ടറി വി പി ജോയ് IAS, ജോസ് കെ മാണി, ജോൺ ബ്രിട്ടാസ്, കെ എൻ ബാലഗോപാൽ and N. Shamsir. സ്വാഗത പ്രസംഗത്തിനായി ഫൊക്കാനയുടെ അധ്യക്ഷൻ ഡോക്ടർ ബാബു സ്റ്റീഫനെ സ്വാഗത പ്രസംഗത്തിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
Friends, ബഹുമാനപ്പെട്ട Chief Minister of Kerala, my friends, ഇതിനെല്ലാം ഭാരവാഹികളെ, ഈ സമയം ഞാൻ നിങ്ങളെ എല്ലാം വെൽക്കം ചെയ്യുകയാണ്. Chief Minister of Kerala, you have seen how proud we are. How many people are gathered here? No media can criticize now how Malayalis in America is. Our Chief Minister is a ruler and is a leader. He has improved the state. Martin Luther King said in 1962, I have a dream. I have a dream to uplift the poor and needy, to uplift the sick and suffering, uplift the African American. Our Chief Minister has come to United States to uplift the Malayalis in the United States of 1 million people. He is very capable. He is very efficient. He knows how to rule the state is. He has improved the state. His efficiency cannot be questioned. We have 1 million people, Malayalis in the United States. You have come to this country with dreams and aspirations. Some of us has achieved our dreams. Some of us are on the way of achieving it. We are a group of people, hard workers. We left our motherland for the sake of our children. Any Malayali you ask why you are in this country, they always say that I come to this country for the sake of our children. But remember, when you travel from DC to California, Alaska to Florida, the great culture and heritage of our country that hold you and me, our families together. That is the beauty of it. Whether you are Muslim and Christian or Hindu, we all celebrate Onam. You celebrate Christmas. That is the country is. Swami Vivekananda said that a mother is a cornerstone of the house. She is a presiding deity. She lives within her means. If she prays the Almighty God, the rain will stop falling from heaven. That powerful is a mother. We have come here, we struggled hard for the progress and prosperity of our children. You know a mother who carried a child 24 hours in her stomach, brought a child to this world, made a successful individual. A father who toiled and told 24 hours, brought the son to this world, and made a successful individual. Therefore and thus, the children has an obligation, responsibility towards the parents. They ignore it? Sometimes, yes. This country is great. Little hard work, little common sense, little shrewdness, responsiveness make it comfortable for you in this country. We should always know that Kennedy said, give them roses when they're alive. Don't give them roses when they're nursing or hospital. Right now you give them. I have only one request to make the Chief Minister. The time has come that Prabhasi need an MLA in the assembly. This is the only Chief Minister can do, my friend. No other Chief Minister can do. You know why? He's very courageous. He's very strong. If he says, I am going to give an opportunity, make a Prabhasi MLA, he will do it. Sir, it's our humble and simple request. Please consider this. We don't need no salary. We don't need no accommodation. We only need a position. We can tell you our problem and tell you what are our problem, how we can solve it. There is a saying, I pass this only once. Any good that I can do, any kind that I can show, I shall not deny it or defy it because I passed this only once.
as a human being, you and I, we pass this only once. During the time, do good to the poor and needy, the sick and suffering. May the Lord bless you, all of you, with good health, wealth, progress, and prosperity. Thank you. God bless America. God bless America. സ്വാഗത പ്രസംഗം പൂർത്തിയായി. എല്ലാ അതിഥികളും താഴെ ഉപവിഷ്ടരാകണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. അധ്യക്ഷൻ സ്പീക്കർ എൻ ഷംസീറിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സ്വാഗതം ചെയ്യുക. ഐക്യ കേരളത്തിൻ്റെ രൂപീകരണത്തിന് ശേഷം മുഖ്യമന്ത്രി പദവിയിൽ തുടർച്ചയായി 2500 ദിവസം പിന്നിടുന്ന ചരിത്ര പുരുഷനെ, കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും കരുത്തനായ സംഘടനാ നേതാവിൽ നിന്ന് കേരള വികസനത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്ത പിണറായി വിജയനെ സ്വാഗതം ചെയ്യുക. മതസാമുദായിക അസ്വാസ്ഥ്യങ്ങളില്ലാതെ കേരളത്തെ നയിക്കുന്ന ജനനേതാവിനെ, മഹാമാരികളും പ്രളയങ്ങളും വെല്ലുവിളി മാനിച്ചപ്പോൾ അതിനോട് യുദ്ധം ചെയ്ത് കൂടുതൽ കരുത്തോടെ കേരളത്തെ തിരിച്ചു പിടിച്ച കേരളത്തിൻ്റെ ഏറ്റവും മൂല്യമുള്ള ബ്രാൻഡ് പിണറായി വിജയനെ, കൊച്ചു കേരളം ലോക കേരളമായപ്പോൾ അകം കേരളത്തിൻ്റെ വികസന പ്രക്രിയയിൽ പുറം കേരളത്തെ പങ്കാളിയാക്കുന്ന ലോക കേരള സഭയുടെ ബുദ്ധി കേന്ദ്രം, കേരളത്തിൻ്റെ ജനാധിപത്യ പ്രക്രിയയിൽ പ്രവാസിയെ പങ്കാളിയാക്കുന്ന വിപ്ലവകരമായ മുന്നേറ്റം സാധ്യമാക്കുന്ന ജനനായകനെ, മുഖ്യമന്ത്രി പിണറായി വിജയനെ സ്വാഗതം ചെയ്യുക. ഒരിക്കലും നടക്കാത്തതെന്ന് പ്രവാസികളും കരുതിയ കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസന മുന്നേറ്റത്തിൽ പിണറായിയുടെ കാലം എഴുതി ചേർക്കപ്പെടുക. തങ്കലിപികളിൽ എല്ലാ മനുഷ്യരെയും ഒരുപോലെ ചേർത്ത് പിടിക്കുന്ന വികസന മന്ത്രത്തിലൂടെ ലോകത്തിന് ബദൽ മാതൃക സമ്മാനിച്ച ഭരണാധികാരിയെ സ്വാഗതം ചെയ്യുക. മുഖ്യമന്ത്രി പിണറായി വിജയനെയും ലോക കേരള സഭയുടെ അധ്യക്ഷൻ എൻ ഷംസീറിനെയും സദസ്സിലേക്ക് ക്ഷണിക്കുന്നു. അധ്യക്ഷ പ്രസംഗത്തിനായി ലോക കേരള സഭയുടെ അധ്യക്ഷൻ എൻ ഷംസീറിനെ ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന ബഹുമാന്യനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, ബഹുമാന്യരായ കേരളത്തിൻ്റെ ഫിനാൻസ് മിനിസ്റ്റർ കെ എൻ ബാലഗോപാൽ, ജോസ് കെ മാണി, ജോൺ ബ്രിട്ടാസ്, ജോബ് മൈക്കിൾ ഉൾപ്പെടെ എംപിമാരും MLAമാരും അടങ്ങുന്ന ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥ സംഘമാണ് കഴിഞ്ഞ 3 ദിവസങ്ങളായി ന്യൂയോർക്കിലെ മാരിയറ്റിൽ ലോക കേരള സഭയിൽ പങ്കെടുക്കാനെത്തിയത്. ഈ ലോക കേരള സഭ ലോകത്തെമ്പാടുമുള്ള പ്രവാസികളുടെ ആശങ്കകളും ആകുലതകളും അഭിപ്രായങ്ങളും പങ്കുവെക്കുന്ന ഒരു പൊതുവേദിയാണ്. ഇത്തരമൊരു പൊതുവേദി രൂപീകരിക്കാൻ മുൻകൈയെടുത്തത് കേരളത്തിൻ്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. 2016 അദ്ദേഹം ആദ്യമായി മുഖ്യമന്ത്രി പദമേറ്റെടുത്തപ്പോഴാണ് ലോക കേരള സഭ എന്ന ആശയം രൂപം കൊണ്ടത്. ലോക കേരള സഭ എന്ന ആശയം രൂപം കൊണ്ടത്. ലോക കേരള സഭയുടെ 3ാമത് സമ്മേളനത്തിൻ്റെ അമേരിക്കൻ മേഖലാ സമ്മേളനമാണ് ഈ ദിവസങ്ങളിൽ ഒത്തുചേർന്നത്. ലോക കേരള സഭയ്ക്ക് രാഷ്ട്രീയമുണ്ടോ എന്ന് ചോദിച്ചാൽ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം കേരളത്തിൻ്റെ വികസനത്തിൻ്റെ രാഷ്ട്രീയമാണ്. ലോക കേരള സഭയുടെ രാഷ്ട്രീയം കേരളത്തെ ലോകത്തിന് മുന്നിൽ ഒന്നാമതെത്തിക്കുക എന്നുള്ളതാണ്. ലോക കേരള സഭയുടെ രാഷ്ട്രീയം കേരളം ആരോഗ്യത്തിൽ 1ാം സ്ഥാനത്താണെങ്കിൽ ലോകരാഷ്ട്രങ്ങൾക്കോടൊപ്പം മത്സരിക്കാൻ സാധിക്കുന്ന രീതിയിലേക്ക് കേരളത്തെ ഒന്നാമതെത്തിക്കുക എന്ന രാഷ്ട്രീയമാണ്. ലോക കേരള സഭയുടെ രാഷ്ട്രീയം വിദ്യാഭ്യാസത്തിൽ ലോകത്തിന് മാതൃകയാണ് കേരളമെങ്കിൽ ആ മാതൃക കേരളത്തിൽ തുടരുക എന്ന രാഷ്ട്രീയമാണ്. ഇവിടെ 7 വർഷം കേരളത്തിൻ്റെ ഇതുവരെയുള്ള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് തുടർച്ചയായി ഒരു മനുഷ്യൻ 7 വർഷം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദത്തിലിരിക്കുന്നത്. അത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. അസാമാന്യമായ ഇച്ഛാശക്തിയും മനക്കരുത്തും കൊണ്ട് പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും മാറ്റിമറിച്ചുകൊണ്ടാണ് അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദമേറ്റെടുത്തത്. സാധ്യമാവില്ല എന്ന് പറഞ്ഞ് എഴുതിത്തള്ളിയ പലതും സാധ്യമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഡിക്ഷണറിയിൽ ഇമ്പോസിബിൾ എന്ന വാക്കില്ല, എല്ലാം പോസിബിളാണ്. ഇവിടെ എനിക്ക് സൂചിപ്പിക്കാൻ സാധിക്കും,
2016 കേരളത്തിൻ്റെ മുന്നിൽ ഏറ്റവും വലിയ തടസ്സം ദേശീയപാത വികസനമാണ്. ഇന്ന് അഭിമാനത്തോടെ പറയാൻ സാധിക്കും, 2025 ആകുമ്പോഴേക്കും കേരളത്തിൻ്റെ ദേശീയപാത 4 വരി 6 വരി പാതയാകും. അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഇച്ഛാശക്തിയുടെ ഭാഗമാണ് എന്നുള്ളത്. അതുപോലെ വിദ്യാഭ്യാസ മേഖല, ആരോഗ്യ മേഖല, 2020 കോവിഡ് എന്ന മഹാമാരി ലോകത്തെ പിടിച്ചുകുലുക്കിയപ്പോൾ ലോകത്തെ ജനങ്ങൾ ശ്രദ്ധിച്ചത് കേരളത്തെയായിരുന്നു. ഇവിടെ പ്രവാസികൾ ആഗ്രഹിച്ചത് എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടെ ജന്മനാട്ടിൽ എത്തിയാൽ മതി എന്നായിരുന്നു. കാരണം അത് കേരളത്തിൻ്റെ ആരോഗ്യ മേഖല തന്നെയാണ്. ഇങ്ങനെ കേരളം 7 വർഷം ഈ ഭരണം പിന്നിടുമ്പം നമുക്ക് പറയാൻ സാധിക്കും, നിരവധി പ്രതിസന്ധികളുണ്ടായിരുന്നു മുന്നിൽ. ആ പ്രതിസന്ധികളെല്ലാം അതിജീവിച്ച് ഇന്ന് കേരളം മുന്നോട്ട് പോയി. കേരളം എന്തുകൊണ്ട് ലോകത്തിന് മാതൃകയെന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കേരളത്തിൻ്റെ സമ്പദ്ഘടന, കേരളത്തിൻ്റെ സാമൂഹിക മുന്നേറ്റം. അതിലെല്ലാം ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, എൻ്റെ മുന്നിൽ കൂടിയിരിക്കുന്ന പ്രവാസികൾ, ഇന്ത്യൻ ഡയസ്പൊറ, അവർ വഹിച്ച പങ്ക് നമുക്കാർക്കും നിഷേധിക്കാൻ സാധിക്കുന്നതല്ല. ഇന്ത്യ ലോകത്തിന് മുന്നിൽ മാതൃകയായെങ്കിൽ ആ മാതൃകയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പ്രവാസി സുഹൃത്തുക്കൾ തന്നെയാണ്. നിങ്ങളുടെ സമ്പാദ്യത്തിൻ്റെ വിഹിതം കേരളത്തിലേക്ക് അയക്കുന്നു. അതിലൂടെ കേരളം ബഹുദൂരം മുന്നോട്ട് പോയി എന്നുള്ളതാണ്. നാം ഇവിടെ സാക്ഷ്യം വഹിക്കുന്നത് ഒരു ചരിത്ര മുഹൂർത്തത്തിനാണ്. ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം ഒരു സംസ്ഥാന ഭരണത്തിൻ്റെ മേധാവി, മുഖ്യമന്ത്രി ഒരു രാഷ്ട്രത്തിൽ വന്ന് ജനങ്ങൾ അഭിസംബോധന ചെയ്യുന്നത്. അത്തരമൊരു ചരിത്ര സംഭവത്തിനാണ് ഇന്ന് ഈ മാൻഹട്ടനിലെ ടൈംസ് സ്ക്വയർ സാക്ഷ്യം വഹിക്കുന്നത്. ടൈംസ് സ്ക്വയർ അതിന് സാക്ഷ്യം വഹിക്കുമ്പോൾ നമുക്ക് അഭിമാനിക്കാം, ലോകത്തെ മലയാളികൾ എവിടെയെല്ലാം ഉണ്ടോ അവർ ആവേശപൂർവ്വം ഓർക്കുന്ന നാമമായി കേരളത്തിൻ്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ പേര് മാറിയിരിക്കുന്നു. അതിൻ്റെ ഭാഗമാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന ഈ വലിയ രാഷ്ട്രത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും മലയാളികളായ സുഹൃത്തുക്കൾ ഇന്നിവിടെ ഒഴുകിയെത്തിയത്. തീർച്ചയായും നിങ്ങളെല്ലാം ഒത്തുകൂടിയിരിക്കുന്നത് കേരളത്തിൻ്റെ ആരാധ്യനായ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കേൾക്കാനാണ് എന്ന പൂർണ്ണബോധ്യം എനിക്കുള്ളതുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളൊന്നും അധ്യക്ഷൻ നില സൂചിപ്പിക്കാതെ ഈ സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ, ലോകത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു മുഖ്യമന്ത്രി ഒരു രാഷ്ട്രത്തിൽ പോയി അവിടുത്തെ പൗരന്മാർ അഭിസംബോധന ചെയ്തുവെങ്കിൽ ചരിത്രത്തിൽ ഇനി തങ്കലിപികളിൽ കുറിക്കപ്പെടുന്ന പേര് ശ്രീ പിണറായി വിജയന്റെ നാമമായിരിക്കും എന്നിവ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ബഹുമാന്യനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ ഈ മഹാറാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. സഹോദരീ സഹോദരന്മാരെ, നിങ്ങൾ പ്രകടിപ്പിക്കുന്ന സ്നേഹവായ്പിനും ആവേശത്തിനും ആദ്യമായി നന്ദി പ്രകടിപ്പിക്കട്ടെ. കേരളത്തോടുള്ള കരുതലാണ് ഇതിനെല്ലാം ഇടയാക്കുന്നത് എന്നത് വ്യക്തമാണ്. ഇവിടെ പ്രസ്താവിച്ചതുപോലെ നമ്മുടെ സംസ്ഥാനത്ത് ഉള്ളൊരു പ്രത്യേകത, മലയാളി ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇന്ന് വ്യാപിച്ചു കിടക്കുകയാണ്. അങ്ങനെയൊരു വിശ്വകേരളമായി മാറിയ അവസ്ഥയാണ്. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പ്രവാസികൾക്ക് ഒരു MLA വേണം എന്നൊരാവശ്യം ഉന്നയിച്ചല്ലോ. ആ കാര്യം പരിഗണിച്ചുകൊണ്ടാണ് MLA അല്ല, ഒരു സഭ തന്നെ പ്രവാസികൾക്ക് വേണ്ടി നാട് ഒരുക്കിയിട്ടുള്ളത്. കേരളത്തിലെ വളരെ ഫലപ്രദമായി പ്രവർത്തിക്കുന്ന ലോക കേരള സഭ അതിൻ്റെ ഘടന
ലോകത്താകെയുള്ള മലയാളികളെ ഉൾക്കൊള്ളുന്നതാണ്. എല്ലാവരും പ്രാതിനിധ്യ സ്വഭാവത്തോടുകൂടി ലോകത്തെ പ്രതിനിധീകരിച്ച്, ലോകത്താകെയുള്ള മലയാളികളെ പ്രതിനിധീകരിച്ച് കേരള സഭ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു, തീരുമാനങ്ങൾ എടുക്കുന്നു. നമുക്കറിയാം, നേരത്തെ കേരള സഭ ഒന്നായി ഒരു സ്ഥലത്ത് സമ്മേളിക്കുന്ന നിലയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഒന്നാം കേരള സഭയിൽ തന്നെ നിർദ്ദേശങ്ങൾ വന്നു, ഇത്തരം ഒരു സഭ എന്നതിൽ നിന്ന് മാറി മേഖല തിരിച്ചുകൊണ്ടുള്ള സമ്മേളനങ്ങൾ നടക്കണം. അപ്പോൾ ഓരോ മേഖലയുടെയും പ്രശ്നങ്ങൾ പ്രത്യേകമായി ചർച്ച ചെയ്യാനാകും. അങ്ങനെയാണ് മേഖലാ സമ്മേളനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ആദ്യത്തെ മേഖലാ സമ്മേളനം നടന്നത് ദുബായിലായിരുന്നു. ആ സമ്മേളനം കഴിഞ്ഞപ്പോൾ ലോകമാകെ കോവിഡ് മഹാമാരിയുടെ വ്യാപനം വന്നതിൻ്റെ ഫലമായി അതിന് തുടർച്ച വേണ്ട രീതിയിൽ ഉണ്ടായില്ല. അത് നമ്മുടെ വീഴ്ചയായി പറയാൻ കഴിയുന്നതല്ല, ലോകത്തിൻ്റെ സാഹചര്യം അങ്ങനെയായി, കോവിഡ് മഹാമാരി കാരണം. പക്ഷേ കോവിഡ് മഹാമാരി ശമിച്ചതോടുകൂടി അതിൽ നിന്നും മുക്തമായ അന്തരീക്ഷത്തിൽ ലണ്ടനിൽ വെച്ച് രണ്ടാമത്തെ മേഖലാ സമ്മേളനം നടന്നു. ആ മേഖലാ സമ്മേളനത്തിൽ യൂറോപ്പിലെയും UK-യിലെയും പ്രതിനിധികളായിരുന്നു പ്രധാനമായും പങ്കെടുത്തത്. ഇത് മൂന്നാമത്തെ മേഖലാ സമ്മേളനമാണ്. അമേരിക്കൻ മലയാളികളാണ് പ്രധാനമായും ഇതിൽ പങ്കെടുത്തത്. ഈ 2 ദിവസം വളരെ ഫലപ്രദമായ ചർച്ചകളാണ് ഇതിൻ്റെ ഭാഗമായി ഇവിടെ നടന്നത്. അതിൽ കേരളത്തെക്കുറിച്ചുള്ള കരുതൽ, കേരളം എങ്ങനെ ഇന്നത്തെ കാലത്തിനനുസൃതമായി മുന്നേറണം എന്നതിനെക്കുറിച്ചുള്ള അഭിവാഞ്ച, ഇതെല്ലാം പ്രകടമായിരുന്നു. വളരെ വിജയകരമായ രീതിയിലാണ് കേരള സഭയുടെ ഈ മേഖലാ സമ്മേളനം സമാപിച്ചത്. എല്ലാവർക്കും ആവേശവും ശുഭപ്രതീക്ഷയും പകരും വിധത്തിൽ സമാപനം നടന്നിരിക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ സമാപനമായുള്ള പൊതുസമ്മേളനമാണ് ഇന്നിവിടെ നടക്കുന്നത്. നിങ്ങൾ വലിയ തോതിലാണ് ഈ സമ്മേളനം വിജയിപ്പിക്കുന്നതിൽ പങ്കുവഹിച്ചിട്ടുള്ളത് എന്ന് കാണുന്നു. ആ കാര്യത്തിൽ ഇതിൻ്റെ സംഘാടകർ, ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഓരോ ആളെയും പ്രത്യേകമായി തന്നെ എടുത്ത് അഭിനന്ദിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ നമ്മുടെ നാട് അങ്ങേയറ്റം സന്തോഷിക്കുകയാണ്. ആ സന്തോഷം നാടിനു വേണ്ടി ആദ്യമായും ഞാൻ പങ്കുവെക്കട്ടെ. നിങ്ങൾ ഈ രീതിയിൽ ഈ മേഖലാ സമ്മേളനം വിജയിപ്പിച്ചതിന് കൃതജ്ഞത ആദ്യമേ തന്നെ രേഖപ്പെടുത്തുന്നു.
കേരളത്തെക്കുറിച്ച് ഒരുപാട് കരുതലുള്ളവരാണ് നിങ്ങളെല്ലാവരും. ഈ പ്രശസ്തമായ സ്ഥലത്ത് നിന്ന് സംസാരിക്കുമ്പോൾ നമ്മുടെ നാടിൻ്റെ പ്രത്യേകതകൾ അത് വിശദമായി തന്നെ പറയേണ്ടതായിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് ഇവിടെ കൂടിയ മലയാളികളല്ലാത്തവർക്കും കാര്യങ്ങൾ മനസ്സിലാകുന്നതിന് വേണ്ടി ചില ഭാഗങ്ങൾ ഇംഗ്ലീഷിൽ കൂടി പറയാമെന്നാണ് തോന്നുന്നത്. We are gathered here at a time when our government in Kerala has just completed its 7th successive year in office. Since 2016, our government has been making a qualitative difference in governance by delivering what we have promised to the people of Kerala. ഇവിടെ 2016 മുൻപ് കേരളത്തിൽ വന്ന നിങ്ങൾക്കെല്ലാവർക്കും കേരളീയരുടെ പൊതുവികാരം ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അന്ന് പൊതുവെ നമ്മുടെ നാട്ടിൽ ഒരു വല്ലാത്ത നിരാശയാണ് ഉണ്ടായിരുന്നത്. ആ നിരാശ ഇവിടെ ഒന്നും നടക്കില്ല. നേരത്തെ ബഹുമാന്യനായ അധ്യക്ഷൻ നാഷണൽ ഹൈവേയുടെ കാര്യം പറഞ്ഞല്ലോ. നാഷണൽ ഹൈവേയുടെ വികസനം നടക്കാത്ത ഏക സംസ്ഥാനം അന്ന് കേരളമായിരുന്നു. അപ്പോൾ നമ്മുടെ നാട്ടുകാർ ഇതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് കണക്കാക്കിയത്. ആ 2016 ആകുമ്പോഴേക്ക് നാഷണൽ ഹൈവേ വികസനത്തിന് വേണ്ടി നാഷണൽ ഹൈവേ അതോറിറ്റി കേരളത്തിൽ വന്ന് തുടങ്ങിയ ഓഫീസ് പൂട്ടി അവർ സ്ഥലം വിട്ടിരുന്നു. ഇനി ഇവിടെ അതൊന്നും നടക്കില്ല എന്ന ധാരണയോടുകൂടി ഇത് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ കാര്യം മാത്രമല്ല, ഗെയിൽ പൈപ്പ് ലൈൻ അതിൻ്റെ ഭാഗമായി പൈപ്പിടാനുള്ള ഒരു പ്രവർത്തനവും കേരളത്തിൽ നടന്നില്ല. പൈപ്പ് ഇടണമെങ്കിൽ സ്ഥലമെടുത്തു കൊടുക്കണം. അതിന് ഗെയിലുകാരെ അതിനുവേണ്ടി അവിടെ വന്ന് ഓഫീസ് തുടങ്ങി. പക്ഷേ ഇവിടെയൊന്നും നടക്കില്ല എന്ന ധാരണയോടെ ഓഫീസ് പൂട്ടി അവർ സ്ഥലം വിട്ടു. ഇതിനെപ്പോലെ തന്നെ പ്രധാനമായ ഒരു കാര്യമാണ് കൂടംകുളത്ത് നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഒരു വിഹിതം നമുക്കും അവകാശപ്പെട്ടതാണ്. ആ വൈദ്യുതി കൊണ്ടുവരാൻ പവർ ലൈൻ വേണം. അതിനൊരു പവർ ഹൈവേ നിർമ്മിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി പവർ ഗ്രിഡ് കോർപ്പറേഷൻ കേരളത്തിൽ വന്നു. പക്ഷേ പവർ ഗ്രിഡ് കോർപ്പറേഷനും ഓഫീസ് പൂട്ടി സ്ഥലം വിടേണ്ടി വന്നു. ഇപ്പോൾ 2016 ശേഷം നമ്മുടെ നാട്ടിൽ ഈ നടക്കില്ല എന്ന് കണ്ട കാര്യങ്ങളെല്ലാം നടപ്പാക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നതൊരു വസ്തുതയാണ്. നാഷണൽ ഹൈവേയുടെ കാര്യം ഇവിടെ പറഞ്ഞു. ഗെയിൽ പൈപ്പ് ലൈനിലൂടെ ഇപ്പോൾ അത് പൂർത്തിയായി, ഗ്യാസ് പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ എടമൺ കൊച്ചി പവർ ഹൈവേയിലൂടെ വൈദ്യുതിയും പ്രവഹിക്കുകയാണ്. അപ്പോൾ 2016 ഒരു വല്ലാത്ത നിരാശയാണ് ആളുകൾക്കുണ്ടായിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിൽ
പ്രത്യാശയും പ്രതീക്ഷയും വന്നിരിക്കുന്നു. ഒന്നും നടക്കില്ല എന്ന ധാരണ മാറി ഇവിടെ കേരളത്തിൽ ചിലത് നടക്കും എന്ന ചിന്ത ജനങ്ങളിൽ ഉണ്ടായിരിക്കുകയാണ്. നാം കാണേണ്ടത് just like we did over the last 6 years, this year too we released our annual progress report. It evaluates our performance in comparison with our promises in the election manifesto. We have placed it before the people of Kerala so that they can judge for themselves whether we have walked the talk or not. We are presenting a governance model rooted in transparency and accountability, reaffirming our commitment to the people and upholding their right to know something you cannot see elsewhere. ഇത് ഏതെങ്കിലും തരത്തിലൊരു മേനി പറച്ചിലല്ല. ജനങ്ങളോട് സാധാരണ തെരഞ്ഞെടുപ്പിൽ ചില വാഗ്ദാനങ്ങൾ നൽകും. പക്ഷേ പലരും ആ വാഗ്ദാനങ്ങൾ അപ്പോഴേ തന്നെ മറന്നു കളയലാണ്. രാജ്യത്ത് ഒരു പ്രധാന കക്ഷിയുടെ പ്രധാന നേതാവിനോട് തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്താണ് നടപ്പാക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി പറഞ്ഞ കാര്യമല്ലേ എന്നായിരുന്നു തിരിച്ചു മറുപടി. അതായത് നടപ്പാക്കാനുള്ളതല്ല എന്നർത്ഥം. എന്നാൽ ആ ഒരു രീതിയല്ല കേരളത്തിൽ സ്വീകരിക്കുന്നത്. എന്താണോ പറയുന്നത് അത് നടപ്പാക്കുക. അതാണ് കേരളത്തിൽ നാം ചെയ്തിട്ടുള്ളത്. 2016 ജനങ്ങളുടെ മുന്നിൽ 600 വാഗ്ദാനങ്ങളായിരുന്നു നൽകിയത്. ആ വാഗ്ദാനങ്ങൾ നടപ്പാക്കുന്ന കാര്യം ജനങ്ങൾക്ക് പരിശോധിക്കാനുള്ള അവസരമൊരുക്കി. അതിൻ്റെ ഭാഗമായി ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് ഓരോ വർഷത്തിലും ഗവൺമെൻറ് ഇറക്കി. ആ പ്രോഗ്രസ് റിപ്പോർട്ടിൽ മാനിഫെസ്റ്റോവിൽ പറഞ്ഞ കാര്യങ്ങൾ എത്ര കണ്ട് നടപ്പാക്കി എന്താണ് വിശദമാക്കിയത്. അങ്ങനെ 5ാമത്തെ വർഷമായപ്പോൾ പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങളുടെ മുന്നിൽ വെച്ചപ്പോൾ 600-ൽ 580 വാഗ്ദാനങ്ങളും പൂർണ്ണമായി നടപ്പാക്കി എന്നാണ് കണ്ടത്. അതാണ് ജനങ്ങൾ സംസ്ഥാന സർക്കാരിനോടൊപ്പം നിന്നുകൊണ്ട് കേരളത്തിൻ്റെ ചരിത്രം തിരുത്തി നിങ്ങൾ തന്നെ അടുത്ത തവണയും ഭരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് 99 സീറ്റിലേക്ക് LDFൻ്റെ സീറ്റ് വർദ്ധിപ്പിച്ച് ഭരണഭാരം LDFനെ ഏൽപ്പിക്കുന്നതിനിടയാക്കിയത്. ഈ പറഞ്ഞ 600 580 എണ്ണം നടപ്പാക്കുക മാത്രമല്ല, ആ കാലയളവിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങൾ അത് പരിഹരിക്കുന്നതിന് ചെയ്യേണ്ടത് എന്താണോ അതോടൊപ്പം പുതിയ പ്രശ്നങ്ങൾ ഉയർന്നു വരുമ്പോൾ അവ ഏറ്റെടുത്ത് നടപ്പാക്കൽ, ഇതെല്ലാം ആ ഘട്ടത്തിൽ നടന്നിട്ടുണ്ട്. നമ്മുടെ നാട് ഈ പറഞ്ഞ കാലയളവിൽ നേരിടേണ്ടി വന്ന വലിയ ദുരന്തങ്ങൾ 2018-ലെ മഹാപ്രളയം, 2019-ലെ അതിരൂക്ഷമായ കാലവർഷക്കെടുതി, ഇതിലെല്ലാം കേരളം തകർന്നടിഞ്ഞു പോകും എന്ന മട്ടിലുള്ള പ്രതീതിയാണ് സൃഷ്ടിക്കപ്പെട്ടത്. നമ്മൾ മാത്രമല്ല, അതായത് ലോകത്താകെയുള്ള മലയാളികൾ മാത്രമല്ല, കേരളത്തെ നെഞ്ചേറ്റിയ ഒട്ടേറെ രാഷ്ട്രങ്ങളുണ്ട്.
അവരെല്ലാം ഈ പ്രതിസന്ധി എങ്ങനെ മറികടക്കും എന്ന് ചിന്തിക്കുന്ന നിലയുണ്ടായി. കാരണം അത്ര വലിയ ദുരന്തമാണ് നമുക്ക് നേരിടേണ്ടി വന്നത്. നാടിനെ തകർത്തെറിയുന്ന അവസ്ഥ. പക്ഷേ നാം ആ ഘട്ടത്തിൽ കരഞ്ഞിരിക്കാനല്ല തയ്യാറായത്. കാരണം നമുക്ക് അതിജീവിച്ചേ മതിയാകുമായിരുന്നുള്ളൂ. നമ്മുടെ നാടിനെ മുന്നോട്ട് നയിച്ചേ മതിയാകുമായിരുന്നുള്ളൂ. ആ കാര്യത്തിൽ നിങ്ങളടക്കം ലോകത്താകെയുള്ള മലയാളികളും കേരളത്തിൽ ജീവിക്കുന്നവരുമെല്ലാം ഒരേ മനസ്സോടെ നമ്മുടെ അതിജീവനത്തിനായി അണിനിരന്നു എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെയാണ് ഒരു തരത്തിലും നാടിനെ പുറകോട്ടടിപ്പിക്കാതെ ഇവിടെ തകർന്നടിഞ്ഞു പോകുമെന്ന് കരുതിയിരുന്ന നാടിനെ ശരിയായ രീതിയിലുള്ള വികസനത്തിലേക്ക് നയിക്കാൻ കഴിഞ്ഞത്. അതും ജനങ്ങൾ അംഗീകരിച്ച ഒരു കാര്യമായി നമുക്ക് കാണാൻ സാധിക്കും. Let me also inform this August gathering that Kerala has become India's first fully e-governed state on 25th May. It is a historic milestone in the internationally acclaimed Kerala model of development and social progress. Through e-governance, we are championing transparency, efficiency, and inclusivity. We are harnessing technology to ensure seamless access to diverse public services, of which more than 900 are now available online. ഇത് നമ്മുടെ രാജ്യത്ത് കേരളം ഇതിനകം തന്നെ ഒരു സ്ഥാനം നേടിയെടുത്തിട്ടുണ്ട്. അത് അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമെന്ന സ്ഥാനമാണ്. പക്ഷേ നമുക്ക് വേണ്ടത് അഴിമതി തീരെയില്ലാത്ത സംസ്ഥാനമെന്ന പേരാണ്. അതിലേക്കാണ് നാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഏറ്റവും സഹായകരമായ ഒന്നായിരിക്കും ഈ ഗവേണൻസ് എന്നാണ് സർക്കാർ കാണുന്നത്. അതോടൊപ്പം തന്നെ ഭരണം സാധാരണ ജനങ്ങൾക്ക് കൃത്യമായ രീതിയിൽ പ്രാപ്യമാവണം. അതിന് മറ്റ് തടസ്സങ്ങളോ നൂലാമാലകളോ ഉണ്ടാകരുത്. വേഗത്തിൽ ഫയലുകൾ നീങ്ങുന്ന അവസ്ഥ വേണം. അതിനും ഈ ഗവേണൻസ് സഹായിക്കും. അതിൻ്റെ ഭാഗമായി നല്ല രീതിയിലുള്ള ഭരണ നടപടികൾ നടപ്പാക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് ഇപ്പോൾ തന്നെ നല്ല രീതിയിൽ ആരംഭിച്ചിട്ടുണ്ട്. പൂർണ്ണമായും ഈ ഗവേണൻസ് എന്ന തലത്തിലേക്ക് നീങ്ങുന്നതിനാണ് നടപടികൾ എടുത്തിട്ടുള്ളത്. This is not something that we achieved overnight. During our previous tenure itself, we had declared access to internet as a right of our citizens. To ensure that such a right was accessible to all, we went ahead with the introduction of the Kerala Fiber Optic Network, KFON, which provides broadband connectivity to all our houses and public offices. We even set up 2,000 free Wi-Fi hotspots at public spaces, including government offices. 2,000 more are in the pipeline. ഇത് മറ്റൊരു പ്രത്യേകതയാണ്. നമ്മുടെ ഇന്നത്തെ കാലത്ത് പലയിടങ്ങളിലും ഇൻ്റർനെറ്റ് നിരോധിക്കുന്ന അവസ്ഥയാണ്. എന്നാൽ നമ്മുടെ നാട് ഇൻ്റർനെറ്റ് പൗരൻ്റെ അവകാശമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത്തരമൊരു പ്രഖ്യാപനത്തോടൊപ്പം
ആ ഇൻ്റർനെറ്റ് എല്ലാവർക്കും ലഭ്യമാക്കുന്ന നടപടികൾ വേണം. അതിനാണ് സംസ്ഥാനത്തിൻ്റേതായ സ്വന്തമായ ഒരു നെറ്റ്വർക്ക് ഫോൺ എന്ന നിലയിൽ ആരംഭിക്കുന്നത് നിശ്ചയിച്ചത്. അതിൻ്റെ ഉദ്ഘാടനം അടുത്ത ദിവസം നടന്നു കഴിഞ്ഞു. നമ്മുടെ രാജ്യത്ത് കേരളത്തിന് മാത്രമാണ് ഇത്തരത്തിൽ സ്വന്തമായ ഒരു ഇൻ്റർനെറ്റ് സംവിധാനമുള്ളത്. അതും നല്ല രീതിയിൽ ആളുകൾക്ക് ഉപകാരപ്രദമാവുകയാണ്. നാം നമ്മുടെ നാടിൻ്റെ വികസനത്തിൽ കാണുന്ന ഒരു കാര്യം സർവതലസ്പർശിയായ വികസനമാണ്. ഏതെങ്കിലും ഒരു പ്രദേശത്തുള്ളവർക്ക് മാത്രം വികസനത്തിൻ്റെ സ്വാദനുഭവിക്കാൻ കഴിയലല്ല, എല്ലാ പ്രദേശങ്ങളിലുമുള്ളവർക്ക്. ഇതിൻ്റെ ഭാഗമായി നമ്മുടെ സാധാരണഗതിയിൽ ഇത്തരം കണക്ഷനുകൾ കിട്ടാൻ പ്രയാസമുള്ള മലയോരങ്ങളിലടക്കം ഇൻ്റർനെറ്റ് കണക്ഷൻ ലഭ്യമാകുന്ന അവസ്ഥ വരികയാണ്. വ്യാപകമായി ഈ കണക്ഷൻ വീടുകളിലും ഓഫീസുകളിലും പൊതുസ്ഥലങ്ങളിലുമെല്ലാം സ്ഥാപിക്കുന്നതിനുള്ള നടപടികളാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. We have made giant strides in every sector over the last 6 years. We have built homes for 3.5 lakh families, given title deeds to 3 lakh people, issued priority ration cards to 3.5 lakh families, and are the only state in the country that has a program to eradicate extreme poverty, even though only 0.7% of Keralites experience multidimensional poverty according to the Niti Aayog. I got a boy and a girl. ഇത് മറ്റൊരു പ്രത്യേകതയാണ്. നേരത്തെ ഞാൻ പറഞ്ഞ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസനം സർവതലസ്പർശിയായ വികസനം എന്നുള്ളത് മാത്രമല്ല, സാമൂഹ്യ നീതി അധിഷ്ഠിതമായ വികസനം എന്നുകൂടി കാണുന്നുണ്ട്. അതായത് എല്ലാ വിഭാഗം ആളുകൾക്കും വികസന സ്വാദ് അനുഭവിക്കാനാവണം. ഇപ്പോൾ നമ്മുടെ നാടിൻ്റെ ഭാഗമായി തന്നെ ധാരാളം പേര് സ്വന്തമായി വീടില്ലാത്തവരുണ്ട്. അങ്ങനെ പറഞ്ഞാൽ മാത്രം പോരാ, ഒരു വീട്, സ്വന്തം വീട് എന്നത് ഒരു സ്വപ്നമായി കൊണ്ടു നടന്ന് ആ സ്വപ്നത്തോടെ മണ്ണടിഞ്ഞു പോയ എത്രയോ ആളുകളുണ്ട്. അതിനെക്കുറിച്ചാണ് സർക്കാർ ആലോചിച്ചത്. അത്തരം ആളുകൾക്കെല്ലാം സ്വന്തം വീട് നൽകുക. അങ്ങനെ ഇപ്പോൾ 3,50,000 എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കൃത്യമായി പറഞ്ഞാൽ 3,70,000-ഓളം വീടുകളാണ് ഇവിടെ പൂർത്തിയായിട്ടുള്ളത്. അതിനോടൊപ്പം കഴിഞ്ഞ ദിവസം അതിൻ്റെ ഉദ്ഘാടനം നടക്കുമ്പോൾ അന്ന് നല്ല രീതിയിൽ ചില കണക്കുകൾ പുറത്തു വരികയുണ്ടായി. അത് സംസ്ഥാനത്ത് പുതുതായി വീട് നിർമ്മിക്കാൻ തയ്യാറായിട്ടുള്ള 40,000 പേരുടെ എഗ്രിമെൻ്റ് ഒപ്പുവെച്ച കണക്കുകളാണ്. പുതിയ വീടുകൾ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. ഇത്തരത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ വീടില്ലാത്തവർ വീട് സ്വന്തമായി നിർമ്മിച്ചു നൽകുന്ന നടപടികൾ ഒരു ഭാഗത്ത് നടക്കുന്നു. അതോടൊപ്പം കാലാകാലമായി ഭൂമിക്ക് വേണ്ടി ആഗ്രഹിച്ചു നിൽക്കുന്ന ആളുകൾ അവരുടെ പട്ടയം ലഭ്യമാക്കൽ, അത്തരം പട്ടയങ്ങൾ ഈ 7 വർഷ കാലയളവിനുള്ളിൽ 3 ലക്ഷം ആളുകൾക്കാണ് പട്ടയം നൽകിയത്. 3 ലക്ഷം വ്യക്തികളല്ലത്, 3 ലക്ഷം കുടുംബങ്ങൾക്കാണ് ഭൂമി കിട്ടുന്നത്. ഇതൊക്കെ സമൂഹത്തിലുണ്ടാക്കുന്ന വലിയ മാറ്റമുണ്ട്. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മുടെ സമൂഹത്തിൽ അതിദരിദ്രരായ ആളുകളുണ്ട്.
ആ അതിദരിദ്രാവസ്ഥയിൽ നിന്ന് അവരെ മോചിപ്പിക്കാൻ സ്വീകരിച്ച നടപടികൾ അത് കൃത്യമായി കണക്കെടുത്തപ്പോൾ 64,006 കുടുംബങ്ങളാണുള്ളത്. ആ 64,006 കുടുംബങ്ങളെ എങ്ങനെ ഈ പരമദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കാം എന്ന് ഗവൺമെൻറ് ആലോചിക്കുക. തദ്ദേശഭരണ സ്ഥാപനങ്ങൾ അതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കുക. ഇത് 2023 2025 നവംബർ 1 നമ്മുടെ സംസ്ഥാനത്തെ ഈ പറഞ്ഞ 64,006 കുടുംബങ്ങളെയും പരമദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിച്ച് പരമദരിദ്രരില്ലാത്തൊരു നാടാക്കി കേരളത്തെ മാറ്റാനുള്ള നടപടികളാണ് കേരളം സ്വീകരിച്ചു വരുന്നത്. ആ കാര്യത്തിൽ നിങ്ങൾക്കും വലിയ തോതിൽ സഹായിക്കാവുന്നതാണ് എന്നുകൂടി ഞാനിവിടെ പറഞ്ഞു വെക്കട്ടെ. We have made close to 207,000 appointments through the Kerala PSC and created around 30,000 new posts in government services. At rupees 1,600 per month, our welfare pensions are the highest in the country. Around 63 lakh people currently benefit from this. We provide health insurance to 43 lakh families and 30 lakh people who are government servants, including retired personnel and their dependents, benefit from our Medisub scheme. There is no parallel to any of this anywhere else in India. ഇത് മറ്റൊരു ഭാഗമാണ്. നമ്മുടെ സംസ്ഥാനത്ത് 2016 ഞാൻ വീണ്ടും തിരിച്ചു പോവുകയാണ്. അന്ന് സാമൂഹ്യക്ഷേമ പെൻഷൻ 600 രൂപയായിരുന്നു നൽകേണ്ടിയിരുന്നത്. എന്നാൽ 2 വർഷം വരെ പെൻഷൻ കുടിശ്ശികയായി കിടക്കുന്നവരുണ്ടായിരുന്നു. ആ പാവങ്ങൾക്ക് ആ പെൻഷൻ കിട്ടുന്ന നിലയുണ്ടായില്ല. കിട്ടാതെ മരണപ്പെടുന്ന പലരും ഉണ്ടായി. ഏതായാലും 2016 സംസ്ഥാന ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ ഞങ്ങൾ ആദ്യം തീരുമാനിച്ചത് ആ പെൻഷൻ തുക കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർക്കുക എന്നാണ്. അങ്ങനെ പെൻഷൻ മുഴുവൻ കുടിശ്ശികയും കൊടുത്തു തീർക്കും. അതിനുശേഷം ഓരോ ഘട്ടത്തിലായി വർധനവ് തുടങ്ങി. 600-ൽ നിന്ന് 1,600-ലെത്തി നിൽക്കുകയാണ് ഇപ്പോൾ. 1,600 രൂപയാണ് പെൻഷൻ. ആ 1,600 രൂപ പെൻഷൻ 63 ലക്ഷം ആളുകൾക്ക് കൃത്യമായി ലഭിക്കുകയാണ്. ഇതിവിടെ നിൽക്കില്ല. ഇനിയും കാലാനുസൃതമായ വർധനവ് അതിനകത്ത് വേണ്ടിവരുമെന്ന് തന്നെയാണ് സർക്കാർ കാണുന്നത്. We have set up India's first super fab lab, India's first digital university, India's first graphene center, and India's first water metro. The foundation stone has been laid for India's first digital science park. We have the best startup ecosystem in the country. Our Year of Enterprise scheme, which set up close to 140,000 enterprises, provided close to 3 lakh employments, and secured around rupees 8,500 crore of investments, has been hailed as the best practice. ഇത് കേരളത്തിൻ്റെ മറ്റൊരു മാറുന്ന മുഖമാണ്. IT മേഖല എങ്ങനെ വികാസം പ്രാപിക്കുന്നു എന്നതാണ് ഇതിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായി കേരളം നിലനിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ഒന്നാമത്തെ സൂപ്പർ ഫാബ് ലാബ് നമ്മുടെ കേരളത്തിലാണ് സ്ഥാപിക്കാൻ നമുക്ക് കഴിഞ്ഞത്. ഇവിടെ കഴിഞ്ഞ ദിവസം കുറച്ച് നാൾ മുൻപാണ് പ്രധാനമന്ത്രി വന്ന് നമ്മുടെ ഡിജിറ്റൽ സയൻസ് പാർക്കിൻ്റെ നിർമ്മാണ പ്രവർത്തനവും വാട്ടർ മെട്രോയുടെ ഉദ്ഘാടനവും നടത്തിയത്. വാട്ടർ മെട്രോ എന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ഒരു സംരംഭമാണ്. സംസ്ഥാന ഗവൺമെൻറ്
നടപ്പാക്കിയൊരു പദ്ധതിയാണ്. നമ്മുടെ ഇന്ത്യയിലെ 40ഓളം നഗരങ്ങൾക്ക് മാതൃകയാകുന്നൊരു പദ്ധതിയായിട്ടാണത് മാറാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഡിജിറ്റൽ സയൻസ് പാർക്ക്, നേരത്തെ പറഞ്ഞു ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി രാജ്യത്ത് ആദ്യത്തേതാണ് എന്ന്. അതേപോലെ തന്നെ ഡിജിറ്റൽ സയൻസ് പാർക്കും ആദ്യത്തേതാണ്. അതെല്ലാം നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് കേരളത്തെ വലിയ തോതിൽ പ്രശംസിച്ചുകൊണ്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ അന്ന് സംസാരിച്ചത്. അതോടൊപ്പം കേരളത്തിൻ്റെ വ്യാവസായിക സൗഹൃദ അന്തരീക്ഷം വല്ലാതെ വർദ്ധിച്ചിരിക്കുന്നു എന്നാണ് കാണാൻ നമുക്ക് കഴിയുക. 1,00,000 സംരംഭങ്ങൾ തുടങ്ങാൻ തീരുമാനിച്ചിട്ട് ഒരു വർഷം കൊണ്ട് 1,40,000 സംരംഭങ്ങളിലേക്ക് എത്തുന്ന നിലയുണ്ടായി. അത് കേരളത്തിൻ്റെ പുതിയ മാറ്റമാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ IT മേഖലയിൽ പുതിയ ഒട്ടേറെ സ്ഥാപനങ്ങൾ കേരളത്തിൽ വരാൻ സന്നദ്ധമാകുന്നു. ഇത് നമ്മുടെ നാടിൻ്റെ തൊഴിലില്ലായ്മ വലിയ തോതിൽ കുറക്കുന്നതിനിടയാക്കുന്നു എന്നതും ഈ കൂട്ടത്തിൽ നാം കാണേണ്ടതായിട്ടുണ്ട്. നേരത്തെ 2016 12% തൊഴിലില്ലായ്മ നിരക്ക്. എന്നാൽ ഇപ്പോൾ അത് 5% കുറച്ചു കൊണ്ടുവരാൻ കേരളത്തിന് കഴിഞ്ഞിരിക്കുന്നു എന്നതും നാം കാണേണ്ടതായിട്ടുണ്ട്. Apart from being the only state to have declared internet access as a people's right, we are the only state that has provided electricity to every household. Development of national highways and national waterways is nearing completion. Hill highway and coastal highway are being built at a cost of rupees 3,500 crores and rupees 6,500 crores respectively. Rupees 3,800 crores has been invested for the modernization of public schools. Rupees 19,000 crores has been invested in the public health system. ഇത് കേരളത്തിൻ്റെ മാറുന്ന മറ്റൊരു മുഖമാണ്. നമ്മുടെ നാട് ഏത് തരത്തിൽ മാറുന്നു എന്നാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത്. ഇതിൽ പറഞ്ഞ 2 കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കേരളത്തിൻ്റെ തീരദേശത്തുകൂടെ ഒരു കോസ്റ്റൽ ഹൈവേ പോകുന്നു, മലയോരത്തുകൂടെ ഒരു മലയോര ഹൈവേ പോകുന്നു. അതിൽ മലയോര ഹൈവേക്ക്, തീരദേശ ഹൈവേക്ക് നമ്മുടെ സംസ്ഥാനത്ത് വേണ്ടി വരുന്നത് 3,500 കോടിയാണ്. 6,500 കോടിയാണ്. 3,500 കോടി മറ്റേ ഹൈവേക്ക്. എല്ലാം 10,000 കോടി രൂപ അത് നമ്മുടെ സംസ്ഥാനം ചെലവിട്ടാണ് ആ റോഡ് നിർമ്മിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് തീരദേശ ഹൈവേ, മറ്റൊരു ഭാഗത്ത് മലയോര ഹൈവേ, അതോടൊപ്പം കേരളത്തിലെ നാഷണൽ ഹൈവേ യാഥാർത്ഥ്യമാകുന്നു. മറ്റ് റോഡുകളെല്ലാം നല്ല നിലയിൽ ഗതാഗത യോഗ്യമാക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ യാത്രക്ക് വലിയ തോതിലുള്ള തടസ്സങ്ങളില്ല എന്നത് എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. നേരത്തെ നിങ്ങൾ തന്നെ അറിഞ്ഞിട്ടുണ്ടാവും, നമ്മുടെ നാട്ടിലൊരു അരിക്കൊമ്പനുണ്ടായല്ലോ. ആ അരിക്കൊമ്പനെ പിടിച്ചു പോകുമ്പോൾ മലയോരത്തെ റോഡിൻ്റെ ഭംഗി കണ്ടിട്ട് ആളുകളെല്ലാം വല്ലാതെ പ്രശംസിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത്. അതൊരു ഭാഗം. ഇവിടെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ ശാക്തീകരണത്തിനാണ് 3,800 കോടി ചെലവഴിച്ചത്. അതേപോലെ തന്നെ ആരോഗ്യരംഗത്ത് 19,000 കോടി. ആരോഗ്യരംഗം നിങ്ങൾ കോവിഡ് വന്നപ്പോൾ കേരളത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് കേരളീയരല്ലാത്തവരടക്കം മനസ്സിലാക്കിയ കാര്യമാണ്. കോവിഡിൻ്റെ മുന്നിൽ ലോകത്തെ അതിസമ്പന്ന രാഷ്ട്രങ്ങൾ പോലും മുട്ടുകുത്തിപ്പോയി. എന്നാൽ കോവിഡിൻ്റെ ഏറ്റവും മൂർധന്യ ദശയിൽ പോലും കേരളം ഒരുക്കിയ സൗകര്യങ്ങളുടെ മേലെ കോവിഡിന് കടന്നു പോകാനായില്ല. എന്ന് പറഞ്ഞാൽ കോവിഡിൻ്റെ മൂർധന്യ ദശയിലും നമ്മുടെ ആശുപത്രികളിൽ സാധാരണ ബെഡ് ഒഴിവുണ്ടായിരുന്നു, ഓക്സിജൻ ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു, ICU ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു, വെന്റിലേറ്ററുകൾ ഒഴിവുണ്ടായിരുന്നു. അതായിരുന്നു കേരളം. മറ്റ് പലയിടത്തെ അനുഭവം നിങ്ങൾക്കറിയാം. ഞാൻ ഒന്നിനെക്കുറിച്ചും ഇപ്പോൾ പരാമർശിക്കുന്നില്ല.
എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായൊരു നാടായി കേരളം നിന്നു. എന്തുകൊണ്ടാണത് കഴിഞ്ഞത്? നേരത്തെ തന്നെ ആരോഗ്യമേഖലയിൽ ഈ ആരോഗ്യമേഖലയുടെ ശാക്തീകരണത്തിന് വേണ്ടിയുള്ള പണം ചെലവിട്ടിരുന്നു. അതിൻ്റെ ഭാഗമായി പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റി. വലിയ മാറ്റങ്ങളാണ് അതിലൂടെ ഉണ്ടായത്. നാടാകെ ആരോഗ്യരംഗം ശക്തമായി എന്താണ് വസ്തുത. അതിൻ്റേതായ മാറ്റം നമുക്കവിടെ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് ആശുപത്രി വരെയുള്ളിടത്ത് ആവശ്യമായ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ ഏർപ്പെടുന്നുണ്ടായിരുന്നു. ഇതൊന്നും കോവിഡ് വരുമെന്ന് കണ്ടിട്ടല്ല, നാട്ടിലുള്ള എല്ലാവർക്കും ചികിത്സാ സൗകര്യം ലഭ്യമാകണമെന്ന സർക്കാരിൻ്റെ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ്. അതാണ് കോവിഡ് വന്നപ്പോൾ നമുക്ക് ഉപകരിച്ചത്. In 2016, when our LDF government came to office, Kerala's unemployment rate was 12%. We have brought it down to 5%. Kerala's GSDP was rupees 5,61,994 crores in 2015-16. It has grown to rupees 10,17,873 crore in 22-23. It is a phenomenal growth of 81% in 7 years. Our per capita income has risen from rupees 1,48,133 to rupees 2,28,767 over the last 7 years. In this regard too, we have seen a spectacular growth of 54%. ഇത് കേരളത്തിൻ്റെ വളർച്ചയെ കാണിക്കുന്ന ഭാഗമാണ്. ഞാൻ വിശദമാക്കേണ്ടതില്ല, കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യമാണ്. Kerala has achieved this tremendous growth across sectors despite facing an array of challenges like Oki, Nipah, the unprecedented floods of 2018, the monsoon calamity of 2019, and the COVID-19 pandemic, which essentially brought even the global economy to a standstill. The fact that we have overcome all this effectively is a testament to Kerala's resilience. നാം കാണേണ്ടത്, ഇത്തരത്തിൽ പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടായപ്പോൾ നാം കേരളത്തിൻ്റെ പുനർനിർമ്മാണത്തിനാണ് ശ്രദ്ധിച്ചത്. ആ പുനർനിർമ്മാണം നടക്കുമ്പോൾ പഴയത് പുനഃസ്ഥാപിക്കലല്ല, ഇനിയൊരു ദുരന്തമുണ്ടായാൽ അതിന് തകർക്കാനാവാത്ത വിധത്തിലുള്ള നിർമ്മാണത്തിലേക്കാണ് നാം കടന്നത്. അതിൻ്റെതായ പ്രത്യേകതയും നാം അനുഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. Kerala tells a remarkable tale of social harmony, equitable growth, and progressive values. With its unique model of inclusive development, Kerala has emerged as an exemplar of people-centric progress. Compassion and social justice drive our policies that empower marginalized communities and foster equal opportunities for all. Kerala shines as a beacon of progressive ideals where every voice matters and the spirit of unity paves the way for a brighter future. While achieving these gains, we were also addressing certain grey areas which require focused attention. Following it, Kerala formulated an action plan which resulted in Kerala achieving the prime position in the National Food Safety Index. We are the most literate state. Our infant and maternal mortality rates are at par with developed countries. Our government schools and hospitals have been adjudged as the best in the country by several agencies, including the Niti Aayog. We have the best law and order situation, and so on. All this has been made possible because communal harmony and peaceful coexistence are always ensured. That is why there has not been even a single instance of communal violence in Kerala over the last several years. ഇത് നമ്മുടെ നാടിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഈ പ്രത്യേകത നേടാൻ കഴിയുന്നത്
വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുന്നതുകൊണ്ടാണ്. വർഗീയതയുമായി സമരസപ്പെടുന്ന ഏർപ്പാടില്ല. ഏത് വർഗീയതയായാലും അതിനെ ശക്തമായി നേരിടുക എന്നതാണ് കേരളം സ്വീകരിക്കുന്ന നിലപാട്. അതുകൊണ്ടാണ് ഈ പറയുന്ന തരത്തിലുള്ള പ്രത്യേകത നമുക്ക് നിലനിർത്താൻ കഴിയുന്നത്. മതനിരപേക്ഷതയുടെ വിളനിലമായി കേരളം മാറി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. In short, Kerala stands apart in every respect. Here is a Kerala of which every Malayali, no matter where he or she is, can rightly be proud of. I take this opportunity to request all of you to continue to cooperate with us in the times to come to making our land more and more prosperous. Thank you. നന്ദി. ശ്രീ പിണറായി വിജയൻ ഉജ്ജ്വലമായ പ്രസംഗം ടൈംസ് സ്ക്വയറിൽ നടത്തിയതിന്. ഐക്യ കേരളത്തിൻ്റെ രൂപീകരണത്തിന് ശേഷം മുഖ്യമന്ത്രി പദവിയിൽ തുടർച്ചയായി 2500 ദിവസങ്ങൾ പിന്നിടുന്ന ചരിത്ര പുരുഷനാണ് പിണറായി വിജയൻ. ഒരിക്കലും നടക്കാത്തതെന്ന് അമേരിക്കൻ പ്രവാസികൾ പോലും കരുതിയ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ കേരളത്തിൽ സാധ്യമാക്കിയ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. പിണറായി വിജയൻ സർക്കാരിൻ്റെ രണ്ടാം വർഷം പൂർത്തിയാകുന്ന ഘട്ടത്തിലാണ് വടക്കൻ അമേരിക്കയിലെ ഈ മേഖലാ സമ്മേളനം ഇവിടെ പൂർത്തിയാകുന്നത്. സർപ്രൈസ് ചടങ്ങുണ്ട്. മുഖ്യമന്ത്രിയെയും സ്പീക്കറെയും ഒപ്പം തന്നെ ഈ ചടങ്ങിനായി എത്തിയ KG മന്മഥൻ നായർ, ചീഫ് സെക്രട്ടറി VP ജോയ്, പത്മശ്രീ അഡ്വക്കേറ്റ് CK മേനോന്റെ പ്രിയപുത്രൻ JK മേനോൻ, ഡോക്ടർ M അനിരുദ്ധൻ, ഡോക്ടർ V പിള്ള, ശ്രീ P ശ്രീരാമകൃഷ്ണൻ, ബാബു സ്റ്റീഫൻ MLA, കെവിൻ തോമസ് ന്യൂയോർക്ക് സെനറ്റർ, ജോ മൈക്കിൾ MLA, വേണു രാജാമണി, ജോസ് കെ മാണി MP, ജോൺ ബ്രിട്ടാസ് തുടങ്ങിയവരെയും ഒപ്പം തന്നെ മന്ത്രിമാരെയും മന്ത്രി KN ബാലഗോപാലിനെയും വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. Ladies and gentlemen, once again, let me remind you all, the first head of state from India to host an event like this in Times Square, New York. Malayalis, make some noise!
പ്രളയവും കൊറോണയും ഞെരിച്ചു വാഴ്ചുരറ്റിടും ഇടറിടാതെ നിന്നു നമ്മൾ നെയ്തു പുതിയ പകലുകൾ. വിശ്രമം കരുത്തിനാൽ ഉജ്ജ്വലം തുടിപ്പു വിജയ കേരളം കുതിക്കയാ. വിശ്രമം കരുത്തിനാൽ ഉജ്ജ്വലം തുടിപ്പു വിജയ കേരളം കുതിക്കയാ. കതിരിടും പുരോഗതി കതിർ പടർത്തി ഈ വിധം തുയിലുണർത്തി മണ്ണിലെങ്ങും ഉയരണിഞ്ഞു ജീവിതം. കതിരിടും പുരോഗതി കതിർ പടർത്തി ഈ വിധം തുയിലുണർത്തി മണ്ണിലെങ്ങും ഉയരണിഞ്ഞു ജീവിതം. ചുവപ്പിനാൽ വിശ്രമം കരുത്തിനാൽ ഉജ്ജ്വലം തുടിപ്പു വിജയ കേരളം കുതിക്കയാ. ചുവപ്പിനാൽ വിശ്രമം കരുത്തിനാൽ ഉജ്ജ്വലം തുടിപ്പു വിജയ കേരളം കുതിക്കയാ. സാക്ഷികൾ പകർന്നതാം കിനാവുകൾ മരുവിടുന്ന ചിറകുമായുയർന്നു ലോക കേരളം. മരുവിടുന്ന ചിറകുമായുയർന്നു ലോക കേരളം. മരുവിടുന്ന ചിറകുമായുയർന്നു ലോക കേരളം. Sir, Sri Pinarayi Vijayan, Chief Minister Designate, and the Ministers Designate are present to take the oaths of office and secrecy. Sir, Sri Pinarayi Vijayan, Chief Minister Designate, and the Ministers Designate are present to take the oaths of office and secrecy. I request your permission to present them. ചുവപ്പിനാൽ വിശ്രമം കരുത്തിനാൽ ഉജ്ജ്വലം തുടിപ്പു വിജയ കേരളം കുതിക്കയാ. ചുവപ്പിനാൽ വിശ്രമം കരുത്തിനാൽ ഉജ്ജ്വലം തുടിപ്പു വിജയ കേരളം കുതിക്കയാ. പ്രളയവും കൊറോണയും ഞെരിച്ചു വാഴ്ചുരറ്റിടും ഇടറിടാതെ നിന്നു നമ്മൾ നെയ്തു പുതിയ പകലുകൾ. കൊറോണയും ഞെരിച്ചു വാഴ്ചുരറ്റിടും ഇടറിടാതെ നിന്നു നമ്മൾ നെയ്തു പുതിയ പകലുകൾ. ചുവപ്പിനാൽ വിശ്രമം കരുത്തിനാൽ ഉജ്ജ്വലം തുടിപ്പു വിജയ കേരളം കുതിക്കയാ. ചുവപ്പിനാൽ വിശ്രമം കരുത്തിനാൽ ഉജ്ജ്വലം തുടിപ്പു വിജയ കേരളം കുതിക്കയാ. കതിരിടും പുരോഗതി കതിർ പടർത്തി ഈ വിധം തുയിലുണർത്തി മണ്ണിലെങ്ങും ഉയരണിഞ്ഞു ജീവിതം. കതിരിടും പുരോഗതി കതിർ പടർത്തി ഈ വിധം തുയിലുണർത്തി മണ്ണിലെങ്ങും ഉയരണിഞ്ഞു ജീവിതം. ചുവപ്പിനാൽ വിശ്രമം കരുത്തിനാൽ ഉജ്ജ്വലം തുടിപ്പു വിജയ കേരളം കുതിക്കയാ. ചുവപ്പിനാൽ വിശ്രമം കരുത്തിനാൽ ഉജ്ജ്വലം തുടിപ്പു വിജയ കേരളം കുതിക്കയാ. സാക്ഷികൾ പകർന്നതാം കിനാവുകൾ മരുവിടുന്ന ചിറകുമായുയർന്നു ലോക കേരളം. മരുവിടുന്ന ചിറകുമായുയർന്നു ലോക കേരളം. മരുവിടുന്ന ചിറകുമായുയർന്നു ലോക കേരളം. നന്ദി. പ്രകാശനത്തിനായി ലോകകേരള സഭയുടെ അമേരിക്കൻ ചാപ്റ്ററിൻ്റെ ഈ പരിപാടി ആസൂത്രണം ചെയ്ത ശ്രീ KG മന്മഥൻ നായരെ ക്ഷണിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുക എന്നുള്ള അവസാന ചടങ്ങാണ് ഇന്നിനിയും ഇവിടെ അവശേഷിക്കുന്നത്. എന്നോടൊപ്പം ഈ സംരംഭത്തിന് ചുക്കാൻ പിടിച്ച ശ്രീ ഡോക്ടർ അനിരുദ്ധൻ, അദ്ദേഹം ഇതിൻ്റെ ചീഫ് കോർഡിനേറ്ററായിരുന്നു. അദ്ദേഹം തന്നെയാണ് ഞങ്ങളെയൊക്കെ ഈ ചുമതല ഏൽപ്പിച്ചതും ഇത്രയും ഭംഗിയായിട്ട് നിർവഹിക്കാൻ ഞങ്ങളെ സഹായിച്ചതും.
In 1969, if you remember the history of the world, United States was able to put 3 people on the land of moon. Today, on 2023, on June 11, we the Malayalis are proud because we were able to keep the reputed Chief Minister of Kerala at the icon of Manhattan, the capital, the economic capital of the world. We Malayalis are really, really, really proud. ഐതിഹാസികമായ ഒരു ചരിത്രം ഇന്നിവിടെ കുറിച്ചു. ചരിത്രത്തിൻ്റെ ഏടുകളിൽ ശ്രീ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി സ്ഥാനം പിടിച്ചു. ഇതൊരു ചരിത്ര സംഭവമാണ്. എല്ലാ മലയാളികൾക്കും അഭിമാനിക്കാവുന്ന മുഹൂർത്തം. അദ്ദേഹം ഇവിടെ വന്ന അന്നു മുതൽ ധാരാളം ആളുകൾ അദ്ദേഹത്തിന് ചുറ്റും നിന്ന് പടമെടുത്തു, കൂടെ ഇരുന്നു, സഹകരിച്ചു. ആരും ഒരു പെനി പോലും നൽകിയില്ല. 82 ലക്ഷം രൂപ ഇവിടെ ആരും കണി കണ്ടിട്ട് പോലുമില്ല. 25 പേരിൽ കൂടുതൽ മലയാളികളോട് വരില്ല എന്ന് പ്രഖ്യാപിച്ച എല്ലാ ചാനലുകൾക്കുള്ള മറുപടിയാണ് ഇവിടെ കൂടിയിരിക്കുന്ന സഹസ്രക്കണക്കിന് മലയാളികൾ. ഇതിൽ കൂടുതലൊന്നും തന്നെ ഒരു ചാനലിനോടും മറുപടി പറയാനില്ല. ബാക്കി കൊടുക്കേണ്ട രീതിയിൽ കൊടുക്കേണ്ട സമയത്ത് മിതമായ ഭാഷയിൽ അദ്ദേഹം തന്നെ മറുപടി പറഞ്ഞു ആദ്യത്തെ ഉദ്ഘാടന ദിവസം. Now, I need to thank a lot of people. I'm not going to take any names because I am sure I will forget many names because so many people contributed for that. But I have to first of all thank the Chief Minister and his delegation to travel all the way from Kerala and address this audience, address all the issues of the Malayalis who came from North America and abroad. So first of all, it is my privilege to congratulate the Chief Minister and his beloved, reputed, respected Sahadarmani, also here, Kamala teacher. So we are all proud to have you here. We will be delighted and excited to bring you here again and again as long as you are willing to come here. There was a lot of people from his delegation, his cabinet. I don't want to bring any name, but of course I want to acknowledge the presence of our Finance Minister, Sri Balagopal. Also, I want to acknowledge the presence of our efficient and respected speaker in Shamsir. He and his family was here, blessed us, cooperated with us, and loved us all the way for the last 3 days. And we have many other reputed people. The parliamentarians are here, John Britas, and also Jos K. Mani, and our MLA, Jos Michael. All these people are here. We extend our thanks and sincere, loving care for all of them. Now I have to really, really appreciate one person and his team, who is none other than our immediate past speaker, P. Sri Ramakrishnan. Day and night, he was continuously on the phone with us. What else I could do? Whom else I can call? And the only advice he gave is this is not a party conference. This is a democratic meeting. You need to invite each and every one who are in the opposition, who is opposing this move, don't care. So I really appreciate his presence, advice, and sincere care which he has extended over the last 45 to 50 days. We really salute you, Mr. Ramakrishnan. Now, there is a Norca team who was working with us. The CEO, Mr. Harikrishnan Nambudiri, and the general manager, who is none other than Ajit Kolasheri, and also our only one, Dr. Vasuki, who is the director of the, where is she? Somewhere here. Very capable team. Thanks again, our hats off for you. Thank you again. You know, Norca Routes directors, without their support and without their guidance and help, of course, he is the number one. Also, we have Dr. Ravi Pillai here. He was very supportive. Let me tell you, I want to disclose this because it won't be fair. Even before we started, he was kind enough to say, there is an anonymous contribution from me. It is $50,000. You take it, you run the show. If there is anything else, I will support you. Thank you, Dr. Ravi Pillai, and we really sincerely appreciate all your help. Until yesterday, he was anonymous. Today, he is the one who helped us
for the first contribution. Dr. Ravi Pillai, please continue your Malayali support throughout the world. And J.K. Menon, I cannot forget him. J.K. Menon, we are so happy that you are here. And we really appreciate all your support. And we hope to continue that you will be there for us in the coming years. Also, Ovi Mustafa, the director, and we had one more person, who was it? I believe Ovi Mustafa, that was the last person. That I am coming to, I am not forgetting anybody. So all the Norca team accept our sincere appreciation. Now, when we were really struggling, the sponsors of United States, the Malayali community, really came forward to help us. I cannot forget Babu Stephen and his contribution. Babu, please stand up, please stand up, please stand up. And Babu Stephen is the only one who gave us the enormous support and motivation to do this. And really, really appreciate all your support. I hope you will continue to support the Malayali community in coming years too. Now, without the LKS, the Loka Kerala Sabha members who are spread across all the North America, we would not have done this. More than anything, when we requested the cooperation of the delegates, we were able to get more than 400 delegates, but we were only able to select 200. Thanks for all the delegates who came. Thanks for all the delegates who could not be here today. And thank you again and again. This will definitely be a memorable event in the history of Malayalis in US, Malayalis all over the world. Now, I cannot leave the stage without thanking the support extended by my team as an organization team. There are people, I don't want to bring any name, who did not have any sleep for many weeks, working with me day and night. I congratulate all of them for the successful outcome of this event. So my team really all need a round of applause. And the last, I have to sincerely thank the city of New York. The New York Police Department extended all kinds of security service to the Chief Minister, to the entire team. They were working with us for the last 2-3 weeks to make sure enough security arrangements are done here, and I really see how he was protected for the last 3 years. Salute to New York Police Department. And also, we had to have permission from the New York City, the mayor's office, also from the fire department, also from the park and recreation. And we were able to get all these things without any problem with the help of the event management team. Nita Basin, who is the owner and managing director of the Guru event management team. Nita, you really deserve a round of applause. Thank you so much. There are a few more people whom I need to appreciate. When the budget was very low, we wanted to have somebody coming from outside and doing all the audio, video, visual, everything. And I need to appreciate Sunil TriStar. He came forward at the last minute of the function and said, I will do it for 1/3 of the price what the hotel has budgeted. So Sunil, we really appreciate you and your efforts. Hats off for you. Thank you. The Consul General and their team really extended a very honorable support, very respectable support, and they took care of the delegation and the Chief Minister and his team. We salute you for all the support. And without this man, we would not be doing this. I always joke, I was hired as an employee for him to conduct this function. But I'm glad with the outcome, it is successfully done, and I hope the team, the Chief Minister and the team is also happy. Thank you so much. If I forgot anybody, that was not deliberate. With all the stress we went through, I might have forgotten few people, but bear with me. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. CEO, Sijo Vatican.
a successful businessman, philanthropist, and visionary, providing services in real estate, construction, development, management, trading, and media. Be it for finding your home or investment propositions or commercial spaces, Sigio Vatican can help you in your buying and leasing process. A service for you interested in integrity and excellence. He has won many real estate awards, including the most prestigious Max Awards, Austin Business Journal Awards, Santa Rita Ranch Awards, and Platinum Top 50 Centurion. Trinity Group by Sigio Vatican. Integrity and excellence in business. Heads Brokerage. Life insurance with long-term care, disability income, business overhead expense disability insurance, 10-pay life insurance, estate planning, Advantage Index Universal Life S&P 500, Life Income Annuity. Heads Brokerage, New York. Phone 516-433-4310. headsbrokerage@gmail.com. Kian International LLC and Kian Logistics Limited, USA, UK and India, Cochin and Chennai. A global ocean and air freight forwarder. Kian provide intermodal, drayage, LTL, FTL, local delivery and long-haul service through our network of North America transportation partner, carriers, dedicated carrier contracts and our own fleet. Business with Kian. Contact Subin Kumaran at 602-475-5555. Email subin@kianlogistics.com. Website kianlogistics.com. Malayalis! If you are in Times Square, New York, let me hear you make some noise! അയ്യോ പോരാ, നമുക്ക് മലയാളീസ് അതേക്കാളും കൂടുതൽ ഒച്ച ഉണ്ടാക്കാമെന്ന് എനിക്കറിയാം. Malayalis, if you are here, I need to hear you make some noise. അടുത്തതായി സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു ദിവ്യ ഉണ്ണി for a performance with Malini Nair. കറുകരെ കാർമൂക്കിൽ കൊമ്പനാന പുറത്തേറിയെഴുന്നള്ളും മൂത്തേ. കറുകരെ കാർമൂക്കിൽ കൊമ്പനാന പുറത്തേറിയെഴുന്നള്ളും മൂത്തേ. ജിഗി ജിഗി ദക്കം നിരകളാടും ഒരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം കവിത പാടും തീരം, കായലലകൾ പുൽകും കണുവലിയുമീറൻ കാറ്റിൽ ഇളഞ്ഞാറിൻ നിലയാടും കുളിരുലാവും നാട്. നിറപൊലിയേകാമെന്നരിയ നേരിനാ പുതുവിള നേരുന്നോരിനിയ നാടിതാ. കുട്ടനാടിൻ നീളം കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം കവിത പാടും തീരം.
സഖ്യസാനുശ്രുതി ചേർത്തു വെച്ച മണിവീണയാണെന്റെ കേരളം. നീലസാഗരമതിന്റെ തന്ത്രിയിലുണർത്തിടുന്നു സ്വരസാന്ത്വനം. സഖ്യസാനുശ്രുതി ചേർത്തു വെച്ച മണിവീണയാണെന്റെ കേരളം. നീലസാഗരമതിന്റെ തന്ത്രിയിലുണർത്തിടുന്നു സ്വരസാന്ത്വനം. ഇളകിയാടുന്ന ഹരിതമേഖലയിൽ അലയിടുന്ന കളനിസ്വനം. ഓ നിസ്വനം, കളനിസ്വനം. സഖ്യസാനുശ്രുതി ചേർത്തു വെച്ച മണിവീണയാണെന്റെ കേരളം. നീലസാഗരമതിന്റെ തന്ത്രിയിലുണർത്തിടുന്നു സ്വരസാന്ത്വനം. One more time, Times Square. If you're having a good time so far, somebody make some noise right now. If you're proud to be Malayali, somebody scream. Yes. Ladies and gentlemen, you probably heard of her. You've seen her on YouTube. But before we can bring her out, if you're from Chicago, make some noise right now. All my Malayalis from California, make some noise right now. All my Malayalis from New York City, make some noise right now. Once again, ladies and gentlemen, if you are ready to hear Cochavirto beats, let me hear you make some noise! Ten-pay life insurance, estate planning, Advantage Index Universal Life S&P 500, Life Income Annuity, Hedge Brokerage, New York.
Phone 516-433-4310. hedgebrokerage@gmail.com. Hedge Brokerage, Life International LLC and Kian Logistics Limited, USA, UK and India, Cochin and Chennai. A global ocean and air freight forwarder. Kian provide intermodal, drayage, LTL, FTL, local delivery and long-haul service through our network of North America transportation partner. Carriers, dedicated carrier contracts and our own fleet. Business with Kian. Contact Subin Kumaran at 602-475-5555. Email subin@kianlogistics.com. Website kianlogistics.com. Trinity Group Austin, Texas is an established conglomerate headed by founder and CEO Sijo Vatican, a successful businessman, philanthropist, and visionary, providing services in real estate, construction, development, management, trading, and media. Be it for finding your home or investment propositions or commercial spaces, Sijo Vatican can help you in your buying and leasing process. A service for you interested in integrity and excellence. He has won many real estate awards, including the most prestigious Max Awards, Austin Business Journal Awards, Santa Rita Ranch Awards, and Platinum Top 50 Centurion. Trinity Group by Sijo Vatican. Integrity and excellence in business. Hedge Brokerage, life insurance with long-term care, disability income, business overhead expense disability insurance, 10-pay life insurance, estate planning, Advantage Index Universal Life S&P 500, Life Income Annuity. Hedge Brokerage, New York. Phone 516-433-4310. Hedge Brokerage@gmail.com. International LLC and Kian Logistics Limited, USA, UK and India, Cochin and Chennai. A global ocean and air freight forwarder. Kian provide intermodal, drayage, LTL, FTL, local delivery and long-haul service through our network of North America transportation partner. Carriers, dedicated carrier contracts and
One time, New York City, make some noise for KV Beats! Representing Chicago! All right. Before I move on to the next one, I want to hear all the Malayalis make some noise. All right. So I'm going to play a few lines. I want you all to repeat that line back to me. Are you ready for that? Okay, we'll do la, 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 la. Okay? All right, New York. Louder, louder. New York, we can do better than this. One more time. Yep. Get ready. New York City, are you ready? Malayalis, are you ready? Let's go. Okay, Malayalis in the house and everybody in here. I have a question. So I think we have a very powerful crowd here tonight. So ഞാനൊരു line പാടാം. I'll sing a few lines. You have to say yes or no. എൻ്റെ സ്റ്റേറ്റ് കേരളമാണോ? എൻ്റെ CM വിജയനാണോ? എൻ്റെ ഡാൻസ് കഥകളിയാണോ? എനിക്ക് നീ വേണോ അടിയേ എനിക്ക് നീ വേണോ? Are you ready, KVB? എൻ്റെ സ്റ്റേറ്റ് കേരളമാണോ? എൻ്റെ CM വിജയനാണോ? എൻ്റെ ഡാൻസ് കഥകളിയാണോ? എനിക്ക് നീ വേണോ അടിയേ എനിക്ക് നീ വേണോ? Clap those hands to the beat, let's go. എൻ്റെ CM വിജയനാണോ? എൻ്റെ ഡാൻസ് കഥകളിയാണോ? എനിക്ക് നീ വേണോ അടിയേ എനിക്ക് നീ വേണോ? കുട്ടനാടൻ കായലിലെ കെട്ട് വെള്ളം തുഴയുമ്പോ പാട്ടൊന്ന് പാടടി കക്കറുമ്പി അന്റെ കുടം കമത്തി ഞാൻ വെള്ളം കള്ള കുടിക്കുമ്പോ പഴം കഥ പറയാടി പുള്ളിക്കോയിലെ കുട്ടനാടൻ കായലിലെ കെട്ട് വെള്ളം തുഴയുമ്പോ പാട്ടൊന്ന് പാടടി കക്കറുമ്പി അന്റെ കുടം കമത്തി ഞാൻ വെള്ളം കള്ള കുടിക്കുമ്പോ പഴം കഥ പറയാടി പുള്ളിക്കോയിലെ പുള്ളിക്കോയിലെ തച്ചത്തിന് വെള്ളം പുള്ളിക്കോയിലെ വേമ്പ് നാട്ടുകായ കുട്ടനാടൻ
So this is going to be our last part of the show today. So you've been incredible, right? Right, guys? Okay. But Mani Chetan fans are there. No. You have to do justice to them. Mani Chetan fans, raise some noise! Padu ende kude. Padu. Chalakudi chandakku pogumbo chandana chopula meengari pennine kande njan. Hey, Jonathan. Yeah. Can we give them like a funky beat? Like, Jeffrey, what can we do? Let's give like a small beat. Everybody. Okay. May I have the dancers on stage, please? One time, ladies and gentlemen, make some noise for KV Beats, your drummers right now! Malayalis! Once again, make some noise for Kochuvito Beats with Riva! Ladies and gentlemen, I got a quick question. If you guys are having a good time so far, somebody make some noise right now. If you're proud to be Malayali, somebody make some noise right now. Heads Brokerage. Life insurance with long-term care, disability income, business overhead expense disability insurance, 10-pay life insurance, estate planning, Advantage Index Universal Life S&P 500, Life Income Annuity. Heads Brokerage, New York. Phone 516-433-4310.
hedgebrokerage@gmail.com. Kian International LLC and Kian Logistics Limited, USA, UK and India, Cochin and Chennai. A global ocean and air freight forwarder. Check, mic check. Kian provide intermodal, drayage, LTL, FTL, local delivery and long-haul service through our network of North America transportation partner, carriers, dedicated carrier contracts and our own fleet. Hello, I am not here to dance or to sing. When we do a program, always there has to be some mistake. And I express my sincere thanks to each and everyone except the media who made this possible. You don't know the support I got from the media, from the American land, our Malayali media. If I say, or if I get out without saying a hello to them, it will be the biggest mistake of this program. There is Biju Sakaria from Flowers channel here, Madhu Kotarakara from the 24-hour news, Krishna Kishore from Asianet, and also the complete Malayali people, the Malayali media here. But I want to mention one name very specially, who every day in the morning and evening he called me, asked me, do you have any news to publish today? Mr. George Joseph from E-Malayali. I want to express my sincere thanks to each and everyone. I hope I did not forget anybody. And the Kairali channel. Thanks to all of you. Without your support, we could not have done this. And thanks again and again. Thank you. Timmy, I don't want to forget you in this great context. Timmy from Houston, one of our Malayali friends. He is the sound engineer, the producer of this program. Timmy, doing a good job. Keep it up. Thank you. New York City! Times Square, once again, make some noise for yourselves! Let's go Times Square! Malayalis, we can do better than that. We're gonna end this, but we're gonna end this strong, loud, and proud. If you are from Kerala, make some noise! At this time, I just want to thank some very special people who without them, this event wouldn't have been possible. So at this time, I would like to thank the event team, conceptualized and produced by Event Guru, by Nita Basin. Make some noise for her, ladies and gentlemen. She worked really hard for us here tonight. We have our show director and creative producer, Timmy Abraham. LKS Organizing Committee, Shri KG, Manmadan Nair, and John Isaac. And at this time, Malayalis, I hope you had fun. But before we go, like I said, we're gonna end it, but we're gonna end it right. Ladies and gentlemen, make some noise for Video Vox! Check. Ladies and gentlemen, New York City, Times Square, wherever you are right now, somebody make some noise real quick. On the count of 3, 1, 2, 3, somebody scream. Ladies and gentlemen, you've seen her on YouTube, TikTok. She's a phenomenal artist. Somebody make some noise for Vidya Vox!
song together. Put your hands together. Diamonds and gold, mehndi and bangles, so beautiful. She moves like an angel, dance like she don't got a care in the world. Like, flames reaching high, can't touch the fire, catching her eye, a burning desire. She knows she got it when she sing her song. Like, look up at the sky, the stars never shine alone. Tonight is your night, take a deep breath, let it go. Come on. Shining like gold, sparkling like diamonds, sight to behold, so mesmerizing. She knows she got it when she sing her song. Like, got that folk style and that folk swagger, innocent smile, a picture, a danger. She knows she got it when she sing her song. Like, look up at the sky, the stars never shine alone. Tonight is your night, take a deep breath, let it go. Come on. How are you guys feeling tonight? I'm so honored to be here tonight to celebrate Kerala, and it's so close to my heart because it is home for me. This next song is a mashup with a Kerala folk song, which is Palivalu Bhadravatakam. And the song is called Be Free. And for those of you who might not know the meaning of the Malayalam song, it's essentially about the story how the demons take over Earth, and only God, the goddess Bhagavati, can save the Earth. And I feel like it's very akin to how as women today, we're fighting so many demons and we're saving the Earth one demon at a time. Here we go. Deep end, trying to swim but you're sinking. Don't know the reason, just needed something different. Don't gotta learn what they teaching. No, no, don't believe what they preaching. Remember the meaning. This old folk song we be singing. Oh, 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 oh. I'ma raise my arms high, and I touch the sky.
I just want to take a moment to introduce the incredible musicians with me on stage tonight. I have Sheldon Reed on drums, Brandon Bay on guitar, Shucker Tucker on the co-write, on co-production, all things Vidya Vox, and on keys. This next song is called Thalaivi, which means female leader in my home language, mother tongue Tamil, which is from Chennai. And this is another ode to all of my ladies here. We're the leaders in our communities. We push the world forward, and we're all the unsung heroes of our communities. So I'm singing about us. This is Thalaivi. Feel free to get up and dance. You don't have to be, seated the whole time. Whoops. What you've been told, independent, gotta take pride, cause I'm living my life. World's at my feet, sorry on my legs. Working hard, not a hair, but I play. We don't fit the rules, we break up. Fingers dripping in tanga. We just having fun, cause we number one. Keep on fighting, ladies, we already won. The life is show 'em how it's done. I think I'm just a lady, but don't underestimate me. Something more than just a body. When the music elevates me, I'm not bossy, I'm the boss. Make my own way, I ain't lost. Brains and beauty, we can have it all. Trying to push me down, but I won't fall. We just having fun, cause we number one. Keep on fighting, ladies, we already won. The life is show 'em how it's done. I just want to give a shout out to my mom and grandmother because that song was completely inspired by them. They're the Thalaivis of my life. This next song, I think we're gonna have to stand. Like, I know everyone's wearing their cool badges and stuff, but it's time to party and get our steps in a little bit. What do we think? This is Cut the Fire. Let's go.
that, put the fire, hey! Hey, clap, 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 clap. Let me see that, put the fire. Chennai, the Kutta move. Follow me. Hands on your head like this, and hand by your side. And 1, 2, 3, 4. Do it. All right, we can get more people to do it. Let's go. 1, 2, 3, 4. Do it. Faster. 1, 2, 3, 4. 1, 2, 3, 4. 1, 2. 1, 2. 1, 2, here we go, and start the cut the cell and cut the root now. Let your body cut the moves now. Dance like we got nothing to prove. Bless and let the fuck them, that's the plain truth now. 1 time for the dough, give me 2 times in a row. Give me 3 times, let it go. Feels like a joke, just give me that put the fire. 1 time for the dough, give me 2 times in a row. Give me 3 times, let it go. Come on, dance now and see us. Care if you miss business now. Keep it burning, put the fire. Oh, come on, dance now, let me see ya. Electric light wire. Keep it burning, put the fire. Oh, let me see that. I'm all bring that. Let me see that. Put the fire. Let me see that. All right, when the drop comes, I want everyone to do the move. Cook the fire, do it! Do it! Let me see that, cook the fire, hey! Hey! Let me see that, cook the fire. All right, I need a drink after that. Water. When you say our name, move around.
waking up to grit. One hand in the air, let me put you on. Beauty unmatched now with my braids on. Jasmine in the back, hit me with the Varnacum. Say Varnacum. Brown girl strong, give it right back. Got sprinkles on my arm and we win it like that. Let me hear you say Varnacum. Say Varnacum. Where they at, where they at, where they at? All my Dixie ladies, let me hear you shout back. Give me that, give me that, give me that. Pen to the paper, we gonna get that back. Gonna set them on the tracks, yeah. Building stacks, yeah. Always stand together, cause we're running in the pack, yeah. Show me that, show me that, show me that. Hanging in my gold, I need that platinum. One hand in the air, let me put you on. Beauty unmatched now with my braids on. Jasmine in the back, hit me with the Varnacum. Say Varnacum. Brown girl strong, give it right back. Got sprinkles on my arm and we win it like that. Let me hear you say Varnacum. Say Varnacum. Let me put you on. Beauty unmatched now with the braids on. Jasmine in the back, hit me with the Varnacum. Say Varnacum. Brown girl strong, give it right back. Got sprinkles on my arm and we win it like that. Let me hear you say Varnacum. Say Varnacum. This next song we actually shot in Kerala in February, and I took my mom and grandma with me, and it was the most incredible experience. Kerala is absolutely beautiful, and I got to see all the incredible parts of it. So if you're ever thinking about going to India, I highly suggest going to Kerala. It's gorgeous. This next song is called Shubhamangalyam, and it's a love song for all the ages.
you. Before we get to this last song, I want to thank all the incredible crew and all the sound people, Jackie, everyone for making this happen. It's really hard to do this kind of event, so it's incredible to be here. And after weeks of planning, Mr. Timmy Abraham, Nita Basin, they're all part of the planning. So thank you so much for having us. This next song, I'm going to teach everybody. If you don't know the language, that's okay. I will teach you the chorus and then repeat after me and we'll go slow, okay? And then when it comes, sing along with me. Here we go. Okay, I think nobody got it, but that's okay. We'll do it. Here we go. I've come so far from where I began. Miss the sound of the waves, the breeze on my skin. Wish that I could be back in my homeland, singing show me the road and I'll be right there. I'd do anything to feel the wind in my hair. I'd go far as it takes and I won't even care. I'll sing കൊച്ചനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കോയിലാളെ കൊച്ചു വേണം കുഴൽ വേണം കുരവ വേണം കൊച്ചു വേണം കുഴൽ വേണം 1 2 3 sing It's been 10 years, but I spend each day thinking, what if I hadn't gone? What if I'd stay? But when so many things are calling me away, I'll sing it fills my heart like no other song can. It's the start of the race, supposed to leave the land. Take me back to the waters of my homeland. We'll sing കോടിതോരണങ്ങൾ വേണം വിജയശീലാളിതരായി വരുന്നു ഞങ്ങൾ വിജയശീലാളിതരായി Put your hands together. കാണാട് വേണം കോടിതോരണങ്ങൾ വേണം വിജയശീലാളിതരായി വരുന്നു ഞങ്ങൾ വിജയശീലാളിത 1 2 3 sing
ആ സ്വപ്നം പൂർത്തീകരിക്കുകയാണ് നമ്മുടെ സർക്കാർ. പല കാര്യങ്ങളിലും ഇന്ത്യയിൽ ഒന്നാമതാണ് നാം. ഉയർന്ന സാക്ഷരത, കൂടിയ ജീവിതായുസ്, ശിശുമരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം. ഇങ്ങനെ എത്രയെത്രയോ ഒന്നാം സ്ഥാനങ്ങൾ. എങ്കിലും നമുക്ക് ചില വികസന ദൗർബല്യങ്ങൾ ഉണ്ടായിരുന്നു. അവ പരിഹരിച്ചുകൊണ്ട് നമുക്കൊരു നവകേരളം സൃഷ്ടിക്കണം. അവിടെ അഭ്യസ്ത വിദ്യർ സ്വപ്നം കാണുന്ന തൊഴിലവസരങ്ങൾ ഉണ്ടാവണം. അതിന് പുതിയ വ്യവസായങ്ങൾ ഉണ്ടാവണം. കൃഷി ആധുനികമാകണം. ഗുണനിലവാരം മെച്ചപ്പെടുത്തണം. മതനിരപേക്ഷതയും ജനാധിപത്യബോധവും ഊട്ടി ഉറപ്പിക്കണം. അഴിമതിയും കെടുകാര്യസ്ഥതയും ഇല്ലാതാക്കണം. ഈ ലക്ഷ്യത്തിനു വേണ്ടി നിശ്ചയദാർഢ്യത്തോടെ ഭരണയന്ത്രം ചലിപ്പിക്കണം. ഇതായിരുന്നു ഒന്നാം പിണറായി സർക്കാരിന്റെ ദൗത്യം. ലക്ഷ്യങ്ങളിൽ നിന്ന് ഒരിഞ്ചു മാറാതെ സർക്കാർ പ്രവർത്തിച്ചു. സർക്കാർ എല്ലാവരുടെയും സർക്കാരായി. അങ്ങനെ ആ ഭരണനയത്തിന് തുടർച്ച വേണമെന്ന് ജനം വിധിയെഴുതി.